മഞ്ചേശ്വരം സബ് ജില്ലാ സ്കൂൾ തിരശ്ശീല വീഴുമ്പോൾ ഇന്നത്തെ ഈ ഒരു സൂര്യോദയത്തോട് മഹിമയെ സുൽത്താൻ മലർമഴ
Action. ऐसिरोदाले सुग ऊर में सेरुना गौजी पड़बोगे नगरोदा मन्नड़ ऐसिरोदाले सुग
മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം സുദിനമായി ഇന്ന് വേദി 1-ൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തോടുകൂടി അരങ്ങുണരുകയാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മത്സരങ്ങളുടെ സുഗമമായി നടത്തിപ്പിന് വേണ്ടി സംഘാടക സമിതിയുമായി അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മത്സരങ്ങൾ യഥാസമയം നടത്തി തീർക്കേണ്ട വേദി നമ്പർ 1-ൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരമാണ് ആരംഭിക്കേണ്ടത്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 1-ൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമിലെ ഏതെങ്കിലും ഒരു കുട്ടി വന്ന് സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ കോഡ് നമ്പർ കൈപ്പറ്റേണ്ടതാണ്. വേദി നമ്പർ 1-ൽ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം ഉടൻ ആരംഭിക്കുന്നതാണ്. ಪೇಪರ್ ಕೊಡಿ, ಅಡಿಯದು ಪೇಪರ್ ಆಗದ್ದು ಸೈಡ್ ಆಗಲಿಲ್ಲ, ಅದು ಅದೇ ನಂಬರ್ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಮಟ್ಟದ ಕಲೋತ್ಸವದ 3 ದಿನಗಳು ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಕೂಡ ಯಶಸ್ವಿಯಾಗಿ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ನಡೆದಿರುತ್ತದೆ. ಅದೇ ರೀತಿ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿ ಆಗಬೇಕಾದ್ರೆ ಸಮಯಕ್ಕೆ ಸರಿಯಾಗಿ ಎಲ್ಲ ಸ್ಪರ್ಧಾಳುಗಳು ಬಂದು ತಮ್ಮ ಹೆಸರನ್ನು ನೋಂದಾಯಿಸಿಕೊಳ್ಳಬೇಕಾಗಿದೆ.
ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಹುಡುಗಿಯರ ವಿಭಾಗ ಆದಷ್ಟು ಬೇಗನೆ ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ರಿಜಿಸ್ಟ್ರೇಷನ್ ಮಾಡಿ ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಸುಸೂತ್ರವಾಗಿ ನಡೆಸಲು ಅವಕಾಶ ಮಾಡಿಕೊಡಿ. ഒരു പ്രത്യേക അറിയിപ്പ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. മത്സരങ്ങളുടെ സുഗമമായി നടത്തിപ്പിന് സംഘാടക സമിതിയുമായി സഹകരിക്കുക. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നാടക മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരു പ്രത്യേക അറിയിപ്പ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. സംഘാടക സമിതിയുമായി സഹകരിച്ചുകൊണ്ട് മത്സരങ്ങൾ കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ എല്ലാ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും ശ്രദ്ധിക്കുക. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് അവരുടെ കോഡ് നമ്പർ കൈപ്പറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ರಿಜಿಸ್ಟ್ರೇಷನ್ ಬಾಕಿ ಇರುವಂತಹ ಸ್ಪರ್ಧಾಳುಗಳು ಆದಷ್ಟು ಬೇಗನೆ ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಬಂದು ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ವಿನಂತಿಸಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅವಕಾಶವನ್ನು ಕಳೆದುಕೊಳ್ಳಬೇಡಿ. ಇನ್ನು ಕೂಡ ರಿಪೋರ್ಟ್ ಮಾಡಲಿಕ್ಕೆ ಬಾಕಿ ಇರುವಂತಹ ರಿಜಿಸ್ಟ್ರೇಷನ್ ನಂಬರ್ಗಳು 8611 3233 8385 2182 5250 4612 8978. ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಜಡ್ಜಸ್ ಈಗಾಗಲೇ ರೆಡಿಯಾಗಿರ್ತಾರೆ.
ಸ್ಪರ್ಧಾಳುಗಳು ಇನ್ನೂ ಕೂಡ ರಿಜಿಸ್ಟ್ರೇಷನ್ಗೆ ತಲುಪಲಿಲ್ಲ. ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಬೇಕಾದ್ರೆ ಸಮಯ ಪಾಲನೆ ಅತಿ ಮುಖ್ಯ. ಆದ್ರಿಂದ ಇನ್ನೂ ಕೂಡ ರಿಜಿಸ್ಟ್ರೇಷನ್ ಮಾಡಲಿಕ್ಕೆ ಬಾಕಿ ಇರುವಂತಹ, ಕೋಡ್ ನಂಬರ್ ತೆಗೆದುಕೊಳ್ಳಿಕ್ಕೆ ಬಾಕಿ ಇರುವಂತಹ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಆದಷ್ಟು ಬೇಗನೆ ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಿ. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തത്തിൽ മത്സരിക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ കൃത്യസമയത്ത് തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ കോഡ് നമ്പർ കൈപ്പറ്റേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട രജിസ്റ്റർ നമ്പർ 32, 33, 83, 85, 21, 82, 52, 50, 46, 12, 89, 78
ഈ രജിസ്റ്റർ നമ്പറുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. മത്സരങ്ങളുടെ സുഗമമായി നടത്തിപ്പിന് സംഘാടക സമിതിയുമായി സഹകരിക്കുക. മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം സുദിനമായി ഇന്ന് വേദി 1-ൽ മത്സരങ്ങൾ കൃത്യസമയത്ത് തീർക്കേണ്ടതുണ്ട്. എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് അതുപോലെ കുട്ടികൾ കൃത്യസമയത്ത് തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്ത് സംഘാടക സമിതിയുമായി സഹകരിക്കേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്യുക. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു.
ഒരു പ്രത്യേക അറിയിപ്പ്. ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയത്തിൽ പങ്കെടുക്കേണ്ട സ്റ്റേജ് നമ്പർ 7 നടക്കേണ്ട ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയം രജിസ്റ്റർ നമ്പർ 18,282 21,492 ഇതുവരെയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് അവർ വേദി നമ്പർ 7 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ 1 എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കോഡ് നമ്പർ കൈപ്പറ്റിയ ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. സംഘാടക സമിതിയുമായി സഹകരിച്ചുകൊണ്ട് പരിപാടികൾ കൃത്യസമയത്ത് നടത്തി തീർക്കാൻ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് സഹകരിക്കുക. കോഡ് നമ്പർ 1 എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ കൈപ്പറ്റിയുള്ള ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಸ್ಟೇಜ್ ನಂಬರ್ 1 ಹುಡುಗಿಯರ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯಂ ಹೈಸ್ಕೂಲ್ ವಿಭಾಗ ಕಾರ್ಯಕ್ರಮ ಆರಂಭಗೊಳ್ಳಲಿಕ್ಕಿದೆ. ಇನ್ನು ಕೂಡ ರಿಜಿಸ್ಟ್ರೇಷನ್ ಮಾಡದಂತಹ ಟೀಮ್ಗಳು ಆದಷ್ಟು ಬೇಗನೆ ಬಂದು ರಿಪೋರ್ಟ್ ಮಾಡಬೇಕು. ಹಾಗೆ ಕೋಡ್ ನಂಬರ್ 1 ಬೇಗನೆ ಸ್ಟೇಜ್ ನಂಬರ್ 1 ಬಂದು ರಿಪೋರ್ಟ್ ಮಾಡಿ. ಸ್ಟೇಜ್ ನಂಬರ್ 1 ಕೋಡ್ ನಂಬರ್ 1 ತೆಗೆದುಕೊಂಡವರು ಆದಷ್ಟು ಬೇಗನೆ. ಇನ್ನು ಕೂಡ ರಿಪೋರ್ಟ್ ಮಾಡಲಿಕ್ಕೆ ಬಾಕಿ ಇರುವಂತಹ ಕೋಡ್ ನಂಬರ್ಗಳು 3233 8385 21
8252508978. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിന്റെ ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീമുകൾക്ക് ഇനി റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീമുകളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. കോഡ് നമ്പർ 32, 33, 21, 82, 52, 50, 89, 78. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. ലാസ്റ്റ് കോൾ. കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയുടെ സമീപത്തെത്തേണ്ടതാണ്. കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. കൗമാര കലകളുടെ മാമാങ്കമായ മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം സുദിനമായി ഇന്ന് വേദി നമ്പർ 1-ൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം ആരംഭിക്കുകയായി. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ 1 എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തേണ്ടതാണ്.
ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಇದೀಗ ಹುಡುಗಿಯರ ವಿಭಾಗದ ಹೈಸ್ಕೂಲ್ ಸೆಕ್ಷನ್ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಆರಂಭಗೊಳ್ತಾ ಇದೆ. ಕೋಡ್ ನಂಬರ್ 1. ಇನ್ನು ಕೂಡ ರಿಜಿಸ್ಟ್ರೇಷನ್ ಮಾಡಲಿಕ್ಕೆ ಬಾಕಿ ಇರುವ ನಂಬರ್ಗಳು 21 82 52 50. ಆದಷ್ಟು ಬೇಗನೆ ಬಂದು ರಿಪೋರ್ಟ್ ಮಾಡಿಕೊಳ್ಳಿ, ಅವಕಾಶವನ್ನು ಕಳೆದುಕೊಳ್ಳಬೇಡಿ. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕೋಡ್ ನಂಬರ್ 1.
ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദി 1 ആരംഭിക്കുകയായി. മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം സുദിനമായി ഇന്ന് വേദി 1 ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നാടക മത്സരം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം ആരംഭിക്കുകയായി. വേദി നമ്പർ 1 ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിന്റെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തുന്നു. സുജാത കലാക്ഷേത്രം ഉള്ളേരിയ, മാഹി കലാക്ഷേത്രത്തിൽ നിന്നും മോഹിനിയാട്ടം, ഭരതനാട്യം ഡിപ്ലോമയും ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൃത്തം അഭ്യസിക്കുകയും ചെയ്തു. 25 വർഷത്തിലധികമായി ഗജാനന നാട്യാഞ്ജലി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു വരികയും ചെയ്യുന്നു. ഏകദേശം 10 വർഷത്തിലധികമായി സ്കൂൾ സബ് ജില്ലാ, ജില്ലാ കേരളോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവം അങ്ങനെ നിരവധി കലോത്സവ വേദികളിൽ വിധികർത്താവായും കൈകൊട്ടിക്കളിക്കും വിധികർത്താവായും പരിചയമുണ്ട്. ഏകദേശം 6000-ഓളം സ്റ്റേജുകൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ഗിന്നസ് റെക്കോർഡ് പ്രോഗ്രാമിനും ഫ്ലവേഴ്സ് ചാനലിൽ നടന്ന ഗിന്നസ് റെക്കോർഡ് പ്രോഗ്രാമിനും ചാനൽ പ്രോഗ്രാമിനും ഇന്റർനാഷണൽ പ്രോഗ്രാം ഹിമാചൽ പ്രദേശ്, ഹൈദരാബാദ്, ചെന്നൈ, കന്യാകുമാരി, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യാനും അവസരം ലഭിച്ചിട്ടുണ്ട്. 2024 ജനുവരിയിൽ നടന്ന പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. സുജാത കലാക്ഷേത്രം ഉള്ളേരിയ വിധികർത്താവിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദി നമ്പർ 1 സ്വാഗതം ചെയ്യുന്നു. വേറൊരു വിധികർത്താവ് ജോഷ്ന, കലാസാംസ്കാരിക രംഗത്ത് സജീവം, പ്രശസ്തരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചു. പഠനകാലത്ത് കലോത്സവ വേദികളിൽ തുടർച്ചയായ വിജയം, നിരവധി സ്കൂൾ കലോത്സവം, സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം, CBSE കലോത്സവം, കേരളോത്സവം എന്നിങ്ങനെ നിരവധി വേദികളിൽ വിധി നിർണയം നടത്തി പരിചയം. ഡിപ്ലോമ ഇൻ ഭരതനാട്യം. ജോസ്ന അവരുടെയും വേദി നമ്പർ 1 ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന്റെ വിധി നിർണായകരായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അടുത്ത വിധികർത്താവ് അഭിനവ് വേലായുധൻ. ഗുരുകുല സമ്പ്രദായത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നിവ അഭ്യസിച്ചിട്ടുണ്ട്. നിരവധി സ്കൂൾ സബ് ജില്ലാതലങ്ങളിൽ, ജില്ലാതലങ്ങളിൽ വിധി നിർണയം നടത്തി മുൻപരിചയം. കലോത്സവ വേദികളിൽ നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹനായിട്ടുണ്ട്. ഇപ്പോൾ നൃത്താഞ്ജലി കലാവിദ്യാലയത്തിൽ നൃത്താധ്യാപകനായി പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലായി നൃത്ത പരിശീലന പരിപാടികൾ അവതരിപ്പിക്കുന്നു. അഭിനവ് വേലായുധൻ അവർകളെ വേദി നമ്പർ 1 നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന്റെ വിധികർത്താവായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವದ 4ನೇ ದಿನವಾದ ಇಂದು ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಆರಂಭಗೊಳ್ಳಲಿಕ್ಕಿರುವಂತಹ ಸ್ಪರ್ಧೆ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಹುಡುಗಿಯರ ವಿಭಾಗ. ಈ ಸ್ಪರ್ಧೆಗೆ ತೀರ್ಪುಗಾರರಾಗಿ ಆಗಮಿಸಿದಂತಹ ತೀರ್ಪುಗಾರರನ್ನು ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವದ ಪರವಾಗಿ ಆತ್ಮೀಯವಾದ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಹಾಗೆ ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ ಕೋಡ್ ನಂಬರ್ 1 ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദിയിൽ അരങ്ങുണരുകയായി. മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം സുദിനമായ വേദി 1-ൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിന് അരങ്ങുണരുകയായി. വേദിയിൽ കോഡ് നമ്പർ 1.
ഒഴുകിയെത്തും ചോപ്പന്റെ മാറിൽ മയങ്ങും പെണ്ണ് മക്കളെ മാറോടു ചേർക്കും പെണ്ണ് ചൂരൽ മലയുടെ താഴ്വാരത്തൊരു കുഞ്ഞുമാടമുണ്ടേ കുഞ്ഞിനു താരാട്ട് പാടിയുറക്കും ഒച്ചിയമ്മയുണ്ടേ പുന്നപ്പുഴയോരത്ത് അനവധി കുടുംബങ്ങൾ പാർക്കുന്നുണ്ടേ സ്നേഹം പൂക്കും ഗ്രാമമാണേ തുള്ളും നാളിൽ ഭീതിയാണെന്നും ആ നാടിന് പട്ടിണിയാണ് ആ കൂരകളിൽ വേലയും കൂലിയും ഇല്ലാ നാളുകൾ ആകാശവാണി വയനാട് നിലയം വാർത്തകൾ വായിക്കുന്നത് ജൂലൈ 28 മുതൽ വയനാട് ജില്ലയിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. സ്വപ്നങ്ങൾ കാത്തുവച്ച് ഒരു ഗ്രാമം മുഴുവൻ ഉറങ്ങിടുമോ അട്ടമലയും ചൂരൽ മലയും ഉരുൾ പൊട്ടി താണ്ഡവമാടി സ്വപ്നങ്ങളെല്ലാം തല്ലിത്തകർത്ത് ഉരുൾപൊട്ടലവരെ കൊണ്ടൊഴുകി ചന്നയും ഒരു കുഞ്ഞും ഒലിച്ചു പോയി അട്ടമലയിൽ ചോപ്പൻ തനിച്ചായി കണ്ണു അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പറ്റെടുത്ത ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണു വെള്ളമില്ല അതിന്റെ കാലിൻ ചോട്ടിൽ നേരെ വെളുക്കുന്നവരെ കിടന്നു ഞങ്ങൾ ഉറങ്ങിയുടൻ നിമിഷങ്ങളിൽ എത്രയോ ജീവിതം തീർന്നുപോയി ഉരുൾപൊട്ടലെല്ലാം കൊണ്ടുപോയി ഒരു ഗ്രാമം മുഴുവൻ മാഞ്ഞുപോയി.
അശരണരാമി വയനാടിന് 1000 കരങ്ങൾ രക്ഷ നൽകി. ഒരുമയുള്ളൊരു കേരളം, നന്മയുള്ളൊരു കേരളം, ഇത് കരളുറപ്പിന്റെ കേരളം. പടുത്തുയർത്തും പടുത്തുയർത്തും മുണ്ടക്കൈ നമ്മൾ പടുത്തുയർത്തും. ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಹುಡುಗಿಯರ ವಿಭಾಗದ ಸ್ಪರ್ಧೆ ನಡೀತಾ ಇದೆ. ಮುಂದೆ ಜಡ್ಜಸ್ ಪ್ಲೀಸ್ ನೋಟ್ ಕೋಡ್ ನಂಬರ್ 2, 3, 4 are pending. Now code number 5 is on the stage. Code number 5. Judges please note code number 2, 3 and 4 are pending. Now code number 5 is on the stage. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദി നമ്പർ 1 പുരോഗമിക്കുന്നു. അടുത്ത കോഡ് നമ്പർ 5. വിധികർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം പുരോഗമിക്കുന്നു. അടുത്ത കോഡ് നമ്പർ 5. Hरण शुभ करण धागिन
സുഖമേകി ഗജമുഖൻ ഗജവദൻ ഗജാനനൻ ഗജവക്രൻ ഗജനേത്രൻ ഗജകർണൻ ഗജവക്രൻ
Play by USB drive. FM mode. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿತಾ ಇದೆ. ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಈಗ ನೆಕ್ಸ್ಟ್ ಕೋಡ್ ನಂಬರ್ 6. ಕೋಡ್ ನಂಬರ್ 6. Judges, please note, code number 6 is on the stage now. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദിയിൽ പുരോഗമിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദി 1-ൽ. അടുത്ത കോഡ് നമ്പർ 6. വേദിയിൽ കോഡ് നമ്പർ 6.
ചുണ്ടില്ലാത്ത വെണ്ണൊരുത്തി ചുളപ്പനങ്കിളി വാടണ പോലെ വളരുമോ പറയുന്നമ്മ പാട്ട് പാട പൊന്നമ്മ അത് കേട്ട് ഭാഗം പടം പിരിച്ചാടുന്നേ നടുവിരിഞ്ഞാടുന്നേ പാട്ട് കേട്ട് കടലും കര നാട് വഴി സന്ദേഹം പാട്ടിന് പേരുണ്ടോ പാടണ പെണ്ണിൽ പാടി മുന്നേറാൻ ഉമ്മാതെ ഒന്നമ്മ വേണമെന്നും കണ്ടം കൊയ്ത് മുന്നേറുന്നേ പാടി പൊന്നമ്മ നീങ്ങുമ്പോൾ തമ്പാടി ഉള്ളിൽ ഒരു ഉത്സവ കൊടിയേറുന്നേ മല കണ്ട് കിടന്ന് ആലക്കുളം കുതി കൊണ്ട് കിടന്ന് ഉകരക്കാട്ടിലെ ഓല മുടിക്കണ കെട്ടിക്കെട്ടാക്കിടപ്പമ്മ കൈമരം പറ്റി നിൽക്കുന്നു കിനാരം ചൊല്ലണ നാടുവാഴി പോലെ ചീറുന്നു വെണ്ണ് എന്നെ തൊടൽ എന്റെ നാടുവാഴിയെ അരികൊണ്ട മാമ്പ് പോരായി കമ്പ പതയിൽ കൊടുക്കുന്നു കമ്പ കടലും ജലദേശത്തെ കേട്ട മലയിലെ കാലിക്കാരെ കിഴക്കൻ കാലിക്കാരും പൊന്നമ്മയും വേണ്ടാതിനും കുറെ കാട്ടിയെന്ന് നാട്ടിൽ പരത്തണം
ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯುತ್ತದೆ. ಮುಂದೆ ಈ ಸ್ಟೇಜ್ ಅಲ್ಲಿ ಕೋಡ್ ನಂಬರ್ 4 ಜಡ್ಜಸ್ ಪ್ಲೀಸ್ ನೋಟ್. ಕೋಡ್ ನಂಬರ್ 4 is on the stage now. Code number 4. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತದೆ. ವೇದಿಕೆಯಲ್ಲಿ ಕೋಡ್ ನಂಬರ್ 4 ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘം നൃത്ത മത്സരം വേദിയിൽ പുരോഗമിക്കുന്നു. അടുത്ത കോഡ് നമ്പർ 4. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട റിപ്പോർട്ട് ചെയ്ത ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയുടെ സമീപത്ത് എത്തിച്ചേരേണ്ടതാണ്. മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് നമ്മളുമായി സഹകരിക്കുക. കണ്ണനെ കാണാൻ കൊതിക്കുന്നു. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿತಾ ಇದೆ. ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಮುಂದಿನ ಕೋಡ್ ನಂಬರ್ 4. Judges please note, code number 4 is on the stage now.
വിരഹിണിയായ വിധൂമുഖിരാസ കണ്ണനെ മാത്രം കാത്തിരിപ്പൂ രാസവിലാസ ഫലങ്ങളാടിയ വൃന്ദാവനത്തിൽ കാത്തിരിപ്പൂ വർണ്ണനെ മാത്രം കാത്തിരിപ്പൂ ഭാദ്രപദമാസ അഷ്ടമി തിഥിയിൽ അംഗനക്ഷത്രം തെളിഞ്ഞിടുമ്പോൾ വൃഷഭാനു കീർത്തികൾ തൻ പ്രിയ മകളായി മാധവപ്രിയ പിറന്നു രാവലിൽ വൃന്ദാവനീശ്വരി പിറവിക്കൊണ്ടു ഗോലോകം വിട്ടു ഭൂവിൽ വന്നൊരു രാധ കണ്ണനെ കണ്ടു കൺതെളിഞ്ഞല്ലോ ശ്യാമ ലക്ഷ്മി ചൈതന്യമായി ഹരിയെ പുണർന്നൊരു കണ്ണന്റെ പ്രിയ സഖി രാധ ഇവൾ കണ്ണന്റെ കളിത്തോഴി രാധ വൃന്ദാവനമൊരുങ്ങിയ നീലരാവിന്റെ നിലാപ്പൊയ്കയിൽ നീല നികുഞ്ചങ്ങളിൽ കാറ്റുവീശവേ ഒഴുകി വരുന്നൊരു വേണുഗാനമതിൽ കാലൊച്ച കേൾക്കുന്നു പാത്തിങ്കളറിയാതെ യമുനയറിയാതെ പിന്നിൽ വന്നെന്നിഴിപ്പൊത്തിയോ മയിൽ പിലിത്തണ്ടിനാൽ പ്രണയ ചിത്രങ്ങൾ മാറിലെഴുതുന്നു മന്ദാര പുഷ്പങ്ങൾ മുടിയിലക്കുള്ളിൽ ചൂടി നൽകുന്നു കണ്ണായ കാട്ടുന്നുവോ എന്നിലണയുന്നുവോ നടനമാടി കണ്ണൻ ഹൃദയ മുരളിയൂതി പ്രേമലോലനായി മാറി എന്നെ വീണയായി മീട്ടി അരുണിമപും മകരതലത്താൽ ചുംബനമേകി നാണമാർന്നൊരു തിങ്കൾ പോലും മിഴി മൂടി നിന്നു വാനിൽ ലജ്ജ പൂണ്ടൊരു ഓളം പോലും തെന്നി മാറി നിന്നു യമുനയിൽ നാണമാർന്നു നിന്നു നാണം ചൂടി നിന്നു വൃന്ദാവനം കണ്ണാൻ നിന്റെ കിളിഗ്രഹം രാസലീലകൾ ആടുണ്ടാവിൽ മണ്ണരികൾ തോറും പ്രേമ പുളരിതമാണു കണ്ണൻ ചാരി നിന്നു ഞാനോ സ്വയം മറന്നു കണ്ണനെന്നും എന്റെയല്ലേ രാധ നിന്റെ മാത്രമല്ലേ എന്നും നിന്റെയല്ലേ അറിവുൾ മൂടുന്നു വൃന്ദാവനം രഥവുമായി അക്രൂരൻ കണ്ണനെ തേടിയെത്തി
മനസ്സിനു പ്രാണിയില്ല. ജനങ്ങളും വൃക്ഷലതാതി ഗോക്കളും ഗോപികളും കാളിന്തിയോടും യാത്ര ചൊല്ലിപ്പോയിടുന്നു കണ്ണനവൻ. മറഞ്ഞിരുന്നു രാധ കാഴ്ചകൾ കാണാതെ. കണ്ണന്റെ പുല്ലാങ്കുഴൽ മാറോടണച്ചു കരഞ്ഞു. കണ്ണനില്ലാത്തൊരു വൃന്ദാവനം ലോകമായി ഒഴുകുന്നു യമുനയും. തെന്നലും തെങ്കിളിയും മറഞ്ഞു. നിലാവിനും തെളിമയില്ല, മലരിനും ഗന്ധമില്ല, കിളികൾക്കു നാദമില്ല. പൈക്കിടാങ്ങൾ പോലും നിശബ്ദമായി വിരഹ ദുഃഖത്തിനാൽ രാധ തേങ്ങൽ അറിയുന്നുവോ കണ്ണാ? ാടുന്നു രാധതൻ പ്രിയ കണ്ണൻ. മനസ്സിനുള്ളിലെ വെണ്ണ കവരുന്നു ചോരനാ കൃഷ്ണവർണ്ണൻ. മറന്നിരുന്നാലും മായ കൊണ്ടാലും അരികിലായി വന്നു നിൽക്കും. ചിലമ്പിത്താളത്തിൽ രാസലീലകൾ ആടിടും നിത്യം കള്ളൻ. നാദമില്ല ഗീതമുണ്ടോ, രാധയില്ല കണ്ണനുണ്ടോ? ദിവ്യപ്രണയത്തിൽ ത്യാഗഭാവമായി കാത്തിരിക്കുന്ന രാധനീ. കണ്ണന്റെ മാത്രം രാധനീ. നിത്യപ്രണയത്തിൻ പരിശുദ്ധ ഭാവം നിരാ. ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯುತ್ತದೆ. ಮುಂದೆ ಇದೇ ಸ್ಟೇಜ್ ಅಲ್ಲಿ ನಡೆಯಲಿಕ್ಕಿರುವಂತಹ ಸ್ಪರ್ಧೆ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ. ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆಗೆ ರಿಜಿಸ್ಟರ್ ಮಾಡಲಿಕ್ಕಿರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಬಂದು ತಮ್ಮ ಕೋಡ್ ಅನ್ನು ಪಡೆದುಕೊಳ್ಳಬೇಕು. ಈಗ ನಮ್ಮ ಮುಂದೆ ಕೋಡ್ ನಂಬರ್
judges, please note, code number 3 is on the stage now. കലകളുടെ കേളീരവുമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ 4ാം സുദിനമായ ഇന്ന് സപ്തഭാഷാ സംഗമഭൂമിയായ പൈവളികയുടെ ഹൃദയഭൂമിയായ പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കലാപ്രേമികളെയും കലാസ്വാദകരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ കലോത്സവ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദി നമ്പർ 1-ൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരമാണ് പുരോഗമിക്കുന്നത്. ഈ മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം കുട്ടികളുടെ സംഘനൃത്ത മത്സരം ആരംഭിക്കുന്നതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഈ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരം ಆರಂಭಿತು. UP ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ. ಕೋಡ್ ನಂಬರ್ 3 ಹೈಸ್ಕೂಲ್ ವಿಭಾಗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം പുരോഗമിക്കുന്നു. വേദിയിൽ കോഡ് നമ്പർ 3. മാറു ചിന്തിയ ചോര വീണ് ചുവച്ചുവക്കട്ടെ 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 ചിരുത നൽകിയ സമരവീരം ഈ കടന്നക്ക് മേലെ കണ്ടത്തിൽ ഞാറുന്നിട്ട് ചേർന്ന് ഞാൻ കുത്തിയിറക്കുമ്പോൾ അതിന് പറ്റിയ കത്തി കണ്ടോടി ഒന്നാം കണ്ടം കൊയ്തു നിറയ്ക്കുമ്പോൾ പാടുന്ന പെണ്ണവളെ നാടി ചത്തന്റെ മോളവൾ ചിരുത തന്റെ പെണ്ണവൾ ചിരുത രണ്ടാം കണ്ടം മൂന്നാം കണ്ടം നാലാം കണ്ടം കൊയ്തിട്ട് തലയ്ക്ക് മുകളിൽ കത്തന സൂര്യൻ നോക്കി പാടണ പത്തേത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയും ഒരു നാൾ വരും ഈ പാടത്ത് മാറുമറച്ച് കണ്ടാലും
മേലാളന്മാരുടെ എഴുന്നള്ളത്ത് നായാടി നാലടി നീങ്ങി പറയോട് പത്തടി മാറി തുറയോടും പറയോടും തൊട്ടുവരപ്പിൽ ചേരിൽ മുങ്ങിക്കോ കോപം കൊണ്ട് ചൊലിച്ചിരുന്നു ചെറുതപ്പെണ്ണ് മാറുമറയ്ക്കണതെന്തിനു നമ്മൾ ഓടിയൊളിക്കണതെന്തിനു നമ്മൾ വേലയെടുക്കാൻ അറിയാതെ എന്തൊരു നീതി എന്തൊരു ന്യായം ചിലക്കാതിരി പെണ്ണി നാവടക്കടി പെണ്ണി ജീവൻ വേണേ ഓടി ഒളിക്കാൻ കൂടി വാടി പെണ്ണാളേ മടുത്തുറ മനസ്സുമാ മഴയുള്ളൊരന്തിയിൽ ചാളയിൽ പോകും വഴിയിലെന്ന് വാഴയില ചോട്ടിൽ ഓടിയെത്തി കരുത്തല കുറുമ്പൻ കുഞ്ഞിക്കോരൻ വെള്ളിച്ചന്തയിൽ പോയി വരുമ്പോൾ പുള്ളിക്കുപ്പായം കൊണ്ടുവരാം നാട്ട പെണ്ണ് കളം വരച്ച് ഇഷ്ടമാണ് എന്തോ ഇഷ്ടമാണ് മറക്കാൻ നിലക്കുള്ള കാലം വഴിയെ നടക്കാൻ നിലക്കുള്ള കാലം സൈകെട്ട് സഹനത്തിനാമൊട്ടി ഒരുമിക്ക കല്യാണമുള്ള കാലം കാലമൊരു സാക്ഷിയായി വലിയ വിപ്ലവകാരിയായി അടിയാളെ കൊയ്യുവാനായി മറുമറച്ച ചരിത്രമായി ചിരുക തന്റെ ഉറപ്പ് കണ്ട് അടിയാപ്പെട്ട ഒരുമ കണ്ട് ഓരന്റെ പടയ്ക്കു മുന്നിൽ വേലാട് തോറ്റുപോയി ആതിരക്കോടി ചിരുതരെ ചാടയിൽ സുങ്കിടികൾ വാൾപൊട്ടി പെണ്ണിനെ കൈകാലു കേട്ടി മാലക്കേ കൊടിയിൽ കൊണ്ടുപോയി മറച്ചുറ മാതിരം മുറിച്ചുവ മേലാളം ജയിച്ചുവ പെണ്ണിനെ കൊലപ്പെടുത്തി രണ്ടാം നാൾ പെണ്ണുങ്ങൾ മാറുമറച്ച് കണ്ടത്തിൽ കൊയ്യാൻ വന്ന നേരം Sindade
തകതയ്യ തില്ലാക തില്ലാക തില്ലാതെ തില്ലാക തകതയ്യ തില്ലാക തില്ലാക പാടമിന്നും ഉഴുതെടുക്കുന്നെറിഞ്ഞ് ഞാറ് നട്ട് കൊയ്തെടുക്കുന്നേ. മുഴുവൻ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പനയാൽ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരമാണ് നടക്കേണ്ടത്. മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. UP വിഭാഗം സംഘ നൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരങ്ങളുടെ സുഗമമായി നടത്തിപ്പിന് സംഘാടക സമിതിയുമായി സഹകരിക്കുക. UP വിഭാഗം സംഘ നൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಈಗ ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಮುಂದುವರಿತಾ ಇದೆ. ಮುಂದೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿಕ್ಕಿರುವಂತಹ ಸ್ಪರ್ಧೆ UP ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ. ಕೆಲವೇ ರಿಜಿಸ್ಟರ್ ನಂಬರ್ಗಳು ಬಾಕಿಯಾಗಿರುತ್ತದೆ ಕೋಡ್ ನಂಬರ್ ಪಡೆದುಕೊಳ್ಳಿಕ್ಕೆ. ಆದಷ್ಟು ಬೇಗನೆ ಬಂದು ಕೋಡ್ ನಂಬರ್ ಅನ್ನು ಪಡೆದುಕೊಳ್ಳಬಹುದು. ಈಗ ಈ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದಿನ ಕೋಡ್ ನಂಬರ್ 8. ಜಡ್ಜಸ್ ಪ್ಲೀಸ್ ನೋಟ್ ಕೋಡ್ ನಂಬರ್ 8 is on the stage now. ಕೋಡ್ ನಂಬರ್ 8. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘ നൃത്ത മത്സരം വേദിയിൽ പുരോഗമിക്കുന്നു. വിധികർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് അടുത്ത കോഡ് നമ്പർ 8. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ആ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ രജിസ്റ്റർ നമ്പർ 61 18 52 06
15 341 50 64 33 11 12 995 32 30. എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘದತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ರಿಜಿಸ್ಟರ್ ನಂಬರ್ 61 18 52 06 15 341 50 64 33 11 12 995 32 30. ಆದಷ್ಟು ಬೇಗ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടിയുടെ സംഘനൃത്ത മത്സരം വേദിയിൽ പുരോഗമിക്കുന്നു. അടുത്ത കോഡ് നമ്പർ 8. ഭഗവതിയേ നാടോടി ദേവ ജന്മഭൂമി പൊലിക ഭഗവതിയേ ഇടവാഴുന്ന കർത്താക്കന്മാരും പൊലിക ഭഗവതിയേ പെരിഞ്ചല്ലൂ അമ്പലത്തിൽ തേർതാണാരേ മുച്ചിലോടൻ പെരുവയിലാലെ കൂട്ടമിട്ടാരേ മേലേറിക്കാവിറങ്ങി കാടിറങ്ങി മേടിറങ്ങി വരണുണ്ട് ഞങ്ങൾ ദയ്യക്കോലങ്ങൾ ഏറെ സഹിച്ചുമടുത്ത് തീയും പുകയേറ്റോരെ നിങ്ങൾ പീഠം വെച്ചു പൂജിച്ചോരെ ഇന്നും പെൺകിടാങ്ങളെ തീറ്റി കൊല്ലുമ്പോ ഞങ്ങൾക്കെന്തിന് വീടോ തോറ്റം പാട്ടും പെരിഞ്ചല്ലൂർ ഗുരുകുലത്തിൽ പഠിച്ചു തെളിഞ്ഞോള് പണ്ഡിതർക്കും പേടി സ്വപ്നം മാണിയോട്ടെ ഉച്ചിര താലിമംഗലം കഴിഞ്ഞ് കിന കാണും പെണ്ണീനെ കാണുവാനെത്തുന്നു ദേശവാഴി വേദ പരീക്ഷയ്ക്കു വെല്ലുവിളിക്കുന്നു നാടിന്റെ മാനം നീ കാത്തു കന്യേ കണ്ട കിനാക്കളൊക്കെ മടക്കി വെച്ചു കയ്യിൽ താളിയോല കെട്ടെടുത്തു പെണ്ണ്
കടങ്ങളിൽ പൊന്നും പൊന്നാടയും വേദപരീക്ഷ 3 ദിവസം ഏറ്റവും നോവാർന്ന നോവേത് ഏറ്റുനോവ് ഏറ്റവും രസമാർന്ന രസമേത് കാമരസം മംഗലം കഴിയും മുമ്പേ കാമം കറന്നു കുടിച്ചൊരു പുലടയെന്നു പഴിചാരി പടിയടച്ചു പിണ്ഡം വെച്ചു ദേവരെ വിളിച്ചു ഈ കുണ്ഠമൊന്നൊരുക്കി ആളിയെത്തി എരിഞ്ഞു കന്യാ ോട്ടമ്മ ദാഹത്താൽ തൊണ്ട വരണ്ടതന്നുണ്ണികൾക്ക് ദാഹനി ചോദിച്ച മാക്കത്തിനെ വഴിയോര കിണറിനരികിലെത്തിച്ചു ഉടവാളുയർന്നു കാണു 3 വട്ടം കണ്ണൻ അന്തത്താൽ മുഖവും മുലയും കരിച്ചു ചതുര കിണറ്റിൽ വീണ പൂമാതെ പൊന്നമ്മ ദാഹിച്ചു തൊണ്ട വരണ്ട കുഞ്ഞാർ കുറത്തി തോട്ടുങ്കരെ ഭഗവതി പിറന്ന മനയിൽ പോതി കഥയെല്ലാം ഇങ്ങനെ പിന്നെപ്പോഴെങ്ങനെ ദൈവങ്ങളായി ഞങ്ങളെല്ലാം പേരൂരും പെരുമ്പാവൂരും പേരില്ലാത്തെത്ര ഊരിലും ആറ്റിലൊഴുകണ് തീയിലെരിയണ് നീലി ഉച്ചിലെ പൊന്നമ്മേ തീതിന്ന് ചത്തിട്ട് നാളെ നിങ്ങൾ തെയ്യങ്ങളായിട്ടെന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ഉടവാളെടുക്കണം ഉടയോനോടായാലും ചോദ്യം ചോദിക്കണം ഉള്ളിലി നീലിയേ മുച്ചിലോട്ടമ്മയെ തോറ്റിയുണർത്തുവിൻ പെൺമക്കളെ തോറ്റിയുണർത്തുവിൻ പെൺമക്കളെ തോറ്റിയുണർത്തുവിൻ പെൺമക്കളെ
മരിച്ചിട്ട് നാളെ നിങ്ങൾ തെയ്യങ്ങളായിട്ടെന്തു കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ ഉടവാളെടുക്കണം. ഉടയോനോടായാലും ചോദ്യം ചോദിക്കണം. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരമാണ് അരങ്ങേറേണ്ടത്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಇನ್ನೂ ರಿಪೋರ್ಟ್ ಮಾಡದಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരമാണ് അരങ്ങേറേണ്ടത്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ಸಮೂಹ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯುತ್ತದೆ. ಈಗ ಸ್ಟೇಜ್ ಅಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ಕೋಡ್ ನಂಬರ್ 9 ತೀರ್ಪುಗಾರರ ಗಮನಕ್ಕೆ. ಜಡ್ಜಸ್ ಪ್ಲೀಸ್ ನೋಟ್ ಕೋಡ್ ನಂಬರ್ 9 is on the stage now. ಕೋಡ್ ನಂಬರ್ 9. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ. ಕೋಡ್ ನಂಬರ್ 9 ಹೈಸ್ಕೂಲ್ ವಿಭಾಗಂ ಸಂಘನೃತ್ತಂ ವೇದಿಯಲ್ಲಿ ಕೋಡ್ ನಂಬರ್ 9. നീലാഞ്ജനസമഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയം മന്ദചാർ പ്രസന്നാത്മാ പീഠാം ഹരതു മേ ശനി. ക്ഷീരവിശ്ചനന്ദനം
ശൂലശസ്ത്രധാരിണം കാലകാകവാഹനം ശ്യാമസുന്ദരാംബരം കാലകോമളാംബുജം ഭാനുബിംബമണ്ഡലം ആസനസ്ഥിതം പ്രഭു ദേവലോകവന്ദിതം സർവലോകവാസിതം ആദിദേവ പൂജിതം കാലസോദരം ഭജേ നമാമി സതതം ശനി നമാമി സതതം ശനി നമാമി സതതം ശനി നമാമി സതതം ശനി സൂര്യദേവൻ തന്റെ യാദവൻ സഹിയാതെ താമസയായവൾ സന്ധ്യ സന്ധ്യധർമ്മിണിയിൽ മായയായി ഉയർക്കൊണ്ട ദേവിയായി വന്നവൾ ഛായ സന്ധ്യാസമയായ ഛായയോ അന്നേരം സൂര്യന്റെ പ്രിയതമയായി പ്രചണ്ഡമാർക്കപ്രഭയത് ജാതനായി അന്ന് ശനീശ്വരനും കാലവർണ്ണവും ശൂലഗദാദിയും ശ്യാമവദം ചേർന്ന രൂപവുമായി ആകാശഗംഗയിൽ അഷ്ടഗൃഹത്തിനു മുമ്പനായി വാണകിശോരകനായി പുത്രന്റെ കാതിയിൽ സൻസെറ്റ് പൂണ്ടൊരു താതനായി മാറിയ സൂര്യദേവൻ ബാലകനാകിയ ഛായാസുതനായി സ്ഥാനമാനങ്ങളോ നൽകിയില്ല പുത്രന്റെ കാന്തിയിൽ സംശയം പൂണ്ടൊരു താതനായി മാറിയ സൂര്യദേവൻ ബാലകനാകിയ ഛായാസുതനായി സ്ഥാനമാനങ്ങളോ നൽകിയില്ല ഭാരത്തിനാലെ കന്യകയാല ശങ്കര പൂജയും ചെയ്തു ശനി ഘോരതപസ്സിന് ഫലമായൊടുവില ശങ്കര പ്രീതിയും ഉണ്ടായി വന്നു എന്നുടെ പുത്രനാണിവനെന്ന് സൂര്യനോട് അന്നേരം ചൊല്ലിനാൽ ദേവദേവൻ മന്ദഹാസം ചെയ്ത് ശംഭുവും അന്നേരം അൻപോട് ചേർത്തു ശനീശ്വരനെ കലിയുഗം വന്നതിൽ ജ്ഞാതിപനായി വാഴുക എന്നുള്ള വരം നേകി ദീനം അകറ്റുവാൻ വൻപുലിയേറിനാൾ അയ്യനയ്യൻ കാനനം തന്നെ ഉഴറിയ നേരത്ത് കോരജനത്താൽ വിവശനായി ഹരിഹരസുതനുടെ മാലുകൾ നീക്കുവാൻ ഹരനും ഉമയും കുറിച്ചൊന്നേ കഷ്ടങ്ങൾ മാറ്റി നീ ഇഷ്ടങ്ങൾ നൽകി നീ ദേവാദിദേവനും പ്രിയങ്കരനായി മലയതിൽ അണയുന്ന മാലോകർ എന്നും പാണികൾ കൊട്ടി സ്തുതിച്ചിടുന്നു ശനിദേവ സ്തുതികൾ സ്തുതിച്ചിടുന്നു കാലമേ നീ രൂപമായി വന്നവനെ മാലുകൾ
പിന്നാലെ ഗുണദോഷം നൽകും ക്ഷിപ്രകോപിയാകും ശനിദേവനെ ഭോജനം നൽകുവാൻ വിളംബം വരുത്തിയ മാതാവിനെ തന്നെ ദണ്ഡന ചെയ്യുകയാൽ അമ്മതൻ ശാപ ഫലത്തിനാലെ ശനി ദിവ്യാംഗരൂപനായി മാറിയല്ലോ പത്നിയോടുണ്ടായ വാക്കേറ്റം കൊണ്ടേറ്റം അക്രമ ദൃഷ്ടിയും കൈവന്നതായി യോഗത്താൽ ശനിയാമീശനെ ആകാശമണ്ഡലം ചേർന്നതിനായി ഗുരുപുത്രനാകിയ കാലധ്വജൻ തന്നെ മാരുതി ബന്ധനം ചെയ്തുവല്ലോ ബ്രഹ്മാണ്ഡ മണ്ഡലം സ്ഥാനമേകി പിന്നെ ബന്ധന മുക്തി വരുത്തി ശേഷം പുഷ്പവും കൃതവും തൈലാദി ദ്രവ്യത്താൽ ആദര പൂജകൾ ചെയ്തുവല്ലോ സുന്ദരമാകിയ മന്ദിരം തീർത്തു നീ പാണ്ഡവ സോദർക്കു സാരമേകി കലിയുഗ സരസമായി പൊഴിഞ്ഞു കലിയുഗ ദൈവമായി പിറന്നവനെ കലിയും ഹരനും ഹരിഹരസുതനും പ്രിയനായി അരുണും പിങ്ങളനെ ഇഹലോക തന്നിൽ സുഖദുഃഖദായകം സ്മരണീയമെന്നെന്നും നിന്റെ രൂപം ಒಂದನೇ ವೇದಿಕೆಯಲ್ಲಿ ನಡೀತಾ ಇರುವಂತಹ ಸ್ಪರ್ಧೆ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ. ಇದಾದ ಬಳಿಕ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ನಡೆಯಲಿದೆ. ರಿಜಿಸ್ಟರ್ ಮಾಡಲು ಬಾಕಿ ಇರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ಬಂದು ಆದಷ್ಟು ಬೇಗನೆ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆಯ ನಂತರ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತಿದೆ. ಇನ್ನು ರಿಪೋರ್ಟ್ ಮಾಡದಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ಬಂದು ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ യുപി വിഭാഗം സംഘനൃത്ത മത്സരമാണ് നടക്കേണ്ടത്. മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಕೋಡ್ ನಂಬರ್ 2 ಆದಷ್ಟು ಬೇಗನೆ ತಯಾರಾಗಿ ಸ್ಟೇಜ್ ಬಳಿ ಬರಬೇಕಾಗಿ ಮತ್ತೊಮ್ಮೆ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಕೋಡ್ ನಂಬರ್ 2 ಈಗ ಈ ವೇದಿಕೆಯಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕೋಡ್ ನಂಬರ್ 7. ಕೋಡ್ ನಂಬರ್ 7 is on the stage now. Judges, please note code number 7. ഒരു പ്രത്യേക അറിയിപ്പ്. യുപി വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട രജിസ്റ്റർ നമ്പർ 6118 12995
എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘನೃತ್ಯ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ರಿಜಿಸ್ಟರ್ ನಂಬರ್ 6118 12995 ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ഹൈസ്കൂൾ വിഭാഗದ സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരമാണ് നടക്കേണ്ടത്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം വേദിയിൽ തുടരുന്നു. കോഡ് നമ്പർ 7. ചണ്ഡവായു സമചണ്ഡികാശമം പ്രളയകാലാഗ്നിരൂപം നരസിംഹം നരസിംഹം സംബന്ധ നാടകം ജനനായകൻ ജനസേവകൻ എന്നുള്ള സത്യം മറന്നോ ജനാധിപത്യമേ മങ്ങുന്നു നാട്ടിൽ ജപനാരായണ മന്ത്രം പൊങ്ങുന്നിതാ സദാ ഹിരണ്യായ നമഃ. നിഷ്പ്രയാസം ജയിച്ചേകാധിപതിയായി പാടുചിരൻ അക്ഷരഗണം നിന്നു ചാമരം വീശി തുമ്പുരു നാരദരും അവനെ സ്തുതിച്ചു. ആരും ഭജിക്കൊല വിഷ്ണുവേ ജപ ജപ ഹിരണ്യായ മന്ത്രങ്ങളെ ഘോഷിച്ചു. മകനെ ജപിക്കാതെ വിഷ്ണുനാമ അസുരന് സുരനെന്ന് ശത്രുവല്ലോ. ഇന്നോളവും നീ പഠിച്ചതിലേറ്റവും ഉത്തമമേതെന്നു ചൊല്ലു സുതാ. വാസുദേവ ഭഗവത് പാദാംബുജ സേവനം അർച്ചനം ആത്മനിവേദനം വന്ദനം കീർത്തനം സഖ്യം ആകർണനം പിന്നെ സ്മൃതി ദാസ്യം ഈ നവഭക്തിതാ. മിഴികൾ ചുവന്നു ഇടരീശ്വരം മകനത്രേ ഇവൻ കൊണ്ടുപോയി കൊല്ലുവിൻ. ിലും ഇരുപ്പിലും നിദ്രയിലും
ശ്മശനത്തിലും കൊന്നിടാം ഈ വധ്യനെ. ഹിമത്തിലും പട്ടിണി കിട്ടാൻ വിഷം കൊടുക്കാൻ കടലാഴത്തിൽ കാത്തിനാൻ വെട്ടിനാൻ കുത്തിനാൻ ഉഗ്രനാഗങ്ങളാൽ. നിന്റെ വിഷ്ണു എങ്ങുണ്ടവൻ ചൊല്ലുകിത്തൂണിലുണ്ടോ? തൂണിലും തുരുമ്പിലും ഉണ്ട് നാരായണൻ. തൂണുറക്കിലും രക്ഷനാരായണൻ. നരതതിയുടെ അയനമതിനു കാരകൻ നാരായണൻ. താരനെ നിത്യമവനം ചെയ്തതു നാരായണൻ. സ്തംഭം പിളർത്തു ബ്രഹ്മാണ്ടം തകർത്തൊരു പാതാവാദമതി ഭീകരം മുഴങ്ങുന്നു. മൃഗമല്ല നരനുമല്ലേതു വിചിത്രമൊരു നരസിംഹരൂപമാവിർഭവിക്കുന്നു. കത്തുമഗ്നിപോൽ ദൃഷ്ടികൾ കത്തി വായ്പൊത്ത ചിത്രയും ഊർധ്വകർണവും ഉഗ്രഗദ്വാരം പോലെ നാസികാദ്വാരവും എണ്ണമില്ലാ കരങ്ങളും കൊടുനഖര മുനയായുധങ്ങളും കാലകാലാന്ത രൂപമെന്ന കത്തി നിൽക്കുന്നു നരഹരി. മലർത്തി കിടത്തി വേരോടുദരം പിളർന്നു നഖങ്ങളാൽ താവു നീട്ടി പിളർന്നു ധീരം കുടിച്ചു കുടൽ സ്വന്തം ഗളത്തിൽ ധരിച്ചു. ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പദങ്ങളിൽ വീണാൻ നമിച്ചാൻ പ്രസാദബാലൻ. അവനെ അൻപാർന്നു പിടിച്ചെഴുന്നേൽപ്പിച്ചു മൗലിയിൽ കൈവച്ചനു കൈപൂകരി. സിംഹാസനങ്ങളെറുന്നൊരസുരൻ മധുബാലകുമാരം നിന്നും കളിപ്പാട്ടം വെട്ടുന്നു കുത്തുന്നു ആദിലാട്ടുന്നു പ്രത്യയ ശാസ്ത്രവിഷം കുളിപ്പിക്കുന്നു. ധനബലത്താൽ പിന്നെ പദവി ബലത്താൽ നീതി നിയമങ്ങൾ കളിപ്പന്തു കരതലത്തിലിട്ടാടുന്ന നവഹിരണ്യന്മാര് നാടിന്റെ നാരായ വേരറുക്കുന്നു. നാടിന്റെ നാരായ വേരറുക്കുന്നു. നാടിന്റെ നാരായ വേരറുക്കുന്നു. വീരോടെ വന്ന് ഹിരണ്യതതിതന്മാർ നീ പിളർന്നാലും നരസിംഹമൂർത്തി.
സർവ്വലോകത്തിനും രക്ഷനാരായണൻ. നരനദിയുടെ അയനമതിനു കാരകൻ നാരായണൻ. താരനെ നിത്യമവനം ചെയ്പ്പതു നാരായണൻ. ವೇದಿಕೆ ಒಂದರಲ್ಲಿ ಕೊನೆಯ 2 ಕೋಡ್ ನಂಬರ್ಗಳು ಬಾಕಿ ಇರುವುದು. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮದ ಕೋಡ್ ನಂಬರ್ 10, ಕೋಡ್ ನಂಬರ್ 10. ಇದಾದ ಬಳಿಕ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ನಡೆಯಲಿಕ್ಕಿದೆ. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരമാണ് നടക്കേണ്ടത്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘನೃತ್ಯ ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ. ಹೈಸ್ಕೂಲ್ ವಿಭಾಗಂ പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരം അരങ്ങുണരുന്നതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദിയിൽ തുടരുന്നു. കോഡ് നമ്പർ 10. Judges, please note, code number 10 is on the stage now.
കണ്ണുമയിൽ തീയാടുമ്പോൾ കണ്ണീരുതിരും കാറ്റുലയുന്നു മുറുകി വലിയുന്ന വില്ലിൽ മുനകൊത്തൊരമ്പിന്റെ തുമ്പിൽ ഭീമപുത്രന്റെ പ്രാണൻ കൊയ്യാൻ പാഞ്ഞെടുക്കുന്നു കർണൻ വരുന്നത് മാറ്റിട്ടൊരു നിൽപ്പു നീ പൊരുതി പയറ്റി പഠിച്ചൊരു മണ്ണ് തരിശായി മാറി മകനെ പോലൊരു വൻമരം വിതാലിച്ചു വിടർന്നു വനത്തിൽ കിടകൂർന്നു പടർന്നു ഉരുക്കു കരഞ്ഞ കൊണ്ട് ഭീമനാമൻ മരത്തെ അമർത്തി കുലുക്കി ചിലച്ചു ചിലമ്പി ഭയന്നു പറന്നു ചിലച്ചു ചിലമ്പി ഭയന്നു പറന്നു വൻകിളിക്കൂട്ടം വള്ളിക്കുടിലിൻ മറവിൽ അരികെയുള്ളൊരാ വള്ളിക്കുടിലിൻ മറവിലിരു കണ്ണുകൾ ശരീരത്തിൽ കാട്ടു പെണ്ണിന്റെ കരളാകെ കുടിച്ചു വലം കാലുയർത്തി വൻ തടിയിൽ അടിച്ച വിട്ടി കാറ്റുകൊണ്ട കാർമേഘം പോൽ വീണു വൻമരം മണ്ണിൽ ഇടറും മിഴികൾ മൊഴി ചൊല്ലുവാൻ വെമ്പുമധരങ്ങൾ അനുരാഗത്തിൻ മഴയിൽ കുതിർന്നു വന്നു കാട്ടുപെണ്ണ് വൻമരം പൂങ്കുല പോലെ പറിച്ച ഈ വീര്യത്തെ ഞാൻ പ്രണയിക്കുന്നു പിളർന്ന വായുപുത്രനെ പ്രണയത്തിലല്ല കമ്പം ഭീമനോടൊത്ത വീര്യം കാട്ടുപെണ്ണേ കാട്ടാറിനൊപ്പം കുതിച്ചു പെണ്ണ് കുന്തമുയർത്തി ഒന്നു ചുഴറ്റി അവരെ വരിച്ചു അവരുടെ കയ്യിൻ ചങ്ങല തോളുകൾ കൊണ്ടുതകർത്തു ഭീമൻ കിടത്തുകയ്യാൽ പെണ്ണിന്റെ മണ്ണിൽ ചേർത്തു കൂട്ടൊരു തോട്ടം കൊണ്ടുതച്ചു ഭീമൻ തകിടത്താരിക നോക്കിടതാരിക ഉയർന്നു ചാടി കുതിച്ചു വാഞ്ഞു കറങ്ങി വായുവിൽ അവന്റെ നെഞ്ചിൻ കാലൂന്നി കുന്തമുയർത്തി നിന്നു പെണ്ണവള് കണ്ടു തീയാറും തോട്ടം കണ്ടു ഉള്ളാലെ പെണ്ണിൻ ചേലാണ് കാടുണർന്നു നിറഞ്ഞ സുഖങ്ങൾ വിരിഞ്ഞു വളർന്ന കാടുണർന്നു നീർച്ചോലകൾ പ്രേമധാരയായി ഒഴുകി കാട്ടുപെണ്ണിന്റെ പ്രണയമഴയിൽ നനഞ്ഞു പാണ്ഡുപുത്രൻ ജീവനുസാരെ നിൽക്കും പെണ്ണിനെ കണ്ടുപൊഴിഞ്ഞു കുന്തി പെണ്ണെ കാട്ടുപെണ്ണെ നീ വേട്ടത് ഭീമനയാണ് അസ്തിനപുര യുവരാജാവിനെ കാമിക്കാമോ പെണ്ണെ നീ നിറവയറും കൊണ്ടൊരു പെണ്ണിനെ നാടു കടക്കുക എങ്ങനെ നാം ഞങ്ങൾ തകരിത്തകരിത്തക
പൈതലിനെ കാട്ടിൽ പെറുന്നവള് ഭീമന്റെ മകൻ വീരൻ കാടിന്റെ മകൻ കാടുണർന്നുറങ്ങി മഴയും വേനലും ഓരോരുത്തരിലും മറവിയും സ്മൃതികളും കാറ്റിരമ്പവും നേർത്ത സംഗീതവും കാണാക്കുന്നിന്നേലെ കാട്ടാറിൻ തീരത്ത് കുയിലിക്കുണ്ടായൊരു വീട് അവളുടെ തീരാക്കിടാവ് കരിമുകിലിൻ ചേലയുടുത്ത് കാട്ടാറിൻ തുള്ളി കണക്ക് കങ്കണവും കാൽ തളയുവന്ന് ഇടുമ്പിന് കാടുവിട്ട് മേടേറാൻ തോന്നുമ്പോൾ ചിന്നിച്ചിന്നിക്കും രാവിൽ അവളെ വെട്ടാനായി ഭീമൻ വന്നേ അമ്മ സ്വപ്നത്തിലാണോ? ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് അമ്മ കണ്ടോ? ഉൾച്ചുകൂടിലുണ്ടാക്കി പാട്ടുവള്ളികൾ കൊന്നു ഞാനൊരു ഊയലുണ്ടാക്കി കുഞ്ഞിന്റെ പൊലിന് കൊന്ന് വിളി കാണുമ്പം അമ്മയുടെ താരാട്ടും കൂട്ടാവണം. ഇടുമ്പി, എനിക്ക് നമ്മുടെ മകനെ വേണം. അവനില്ലാതെ കാട്ടുകടക്കാൻ ഭീമനു കഴിയില്ല. അവനില്ലാതെ കാട്ടുകടക്കാൻ ഭീമനു കഴിയില്ല. അവനെ കൊണ്ടേ പോണേ, ഞാൻ കൊണ്ടേ പോണേ, തന്നെ കൊണ്ടേ പോണേ. വൻകാറ്റുപോൽ കടൽ പോൽ മുടിയൊഴിച്ചും നിറമൊഴിച്ചും അലറുന്നു യുദ്ധം. മുഴുസേനയെ തകർത്തടയുന്നതു ആയുന്നു വെട്ടുന്നു പായുന്നു തീരുന്നു. പകയുടെ യാമനാഴിയിൽ നിന്നും പാകന്റെ പ്രാണനെ കരുതിയവേ ചെറുതിയിലെടുത്തു കർമ്മൻ. അകലെ കാട്ടിലൊരമ്മ ധരിച്ചു വിളച്ചു കൊടുത്തവേലിൻ തുമ്പി വിളഞ്ഞു കാടിന്റെ മകൻ. ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯ 1 ಕೋಡ್ ನಂಬರ್ ಬಾಕಿ ಇರುತ್ತದೆ. ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ ಕೋಡ್ ನಂಬರ್ 2 ಇದಾದ ಬಳಿಕ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ನಡೀಲಿಕ್ಕಿದೆ. ಕೋಡ್ ನಂಬರ್ ತೆಗೆದುಕೊಂಡವರು ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆಯ ಸಮೀಪದಲ್ಲಿ ಹಾಜರಾಗಬೇಕು. ಆದರೆ ಊಟದ ವಿರಾಮದ ಬಳಿಕ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಊಟದ ಬಳಿಕ ಸರಿಯಾಗಿ 1:30 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ವೇದಿಕೆ 1ರಲ್ಲಿ ಪ್ರಾರಂಭವಾಗಲಿಕ್ಕಿದೆ. ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಮುಂದುವರಿಯುತ್ತದೆ. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരമാണ് നടക്കേണ്ടത്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ UP വിഭാഗം സംഘനൃത്ത മത്സരം ആരംഭിക്കുന്നതാണ്. എല്ലാ മത്സരാർത്ഥികളും UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട എല്ലാ മത്സരാർത്ഥികളും
കൃത്യസമയത്ത് തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಇದೀಗ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಕೊನೆಯ ಕೋಡ್ ನಂಬರ್ 2 ಇದಾದ ಬಳಿಕ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ವೇದಿಕೆ 1ರಲ್ಲಿ UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത ടീമുകൾ എത്രയും പെട്ടെന്ന് തന്നെ വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹൈസ്കൂൾ വിഭാഗം ശിവസ്വരൂപം ജാതദേവനി ഹരിസ്വരൂപം ചാരു ചേരുമി ഭൂരിവാംഗ സുത ശരണം ജയ ജയ വിഷ്ണുമായ ഹരിഹര നമോ നമഃ. നിറമഴകിൽ ചേരുമൊരു മഹിഷമേറുമൊരു ദേവം കരകിലും ആവണങ്ങാട്ടും ഉണ്ണിയായ അമരൻ രൂപം കാലമയഹരണീല കണ്ഠസുത മാനവർക്ക് തുടങ്ങിയേ നാശധാരണം കേശവപ്രിയം ശംഭു സംഭൂത ദേവം. ചന്ദന മലരും മഴകിൽ അകിലുകയും നിൻ കനകം കോവിൽ അതിലമരും അലസുതമായവനേ മായാവി മായാചാരി മാലുകൾ നീക്കണമേ കൂട്ടായി കൂടെ എന്നും ചേർന്നു നടക്കണമേ പലവേഷമായി പല ഭൂഷകളായി വരമൊഴിയായി വായ്മൊഴിയായി പാടും പാട്ട് എന്നുള്ളതിൽ വന്നിങ്ങും നന്നായി വിളങ്ങുക എന്നുള്ളിൽ പൊന്നുമായേ ഇന്നു ചാത്തന്റെ വീരചരിതങ്ങൾ ചൊല്ലുന്ന ചേലുള്ള പാട്ടുപാടാം ഞങ്ങളാടണ് പൊന്നു വിഷ്ണുമായേ. ബാലഗണപതി പാർവതി ലാളിത വേളയൊന്നിൽ മാതൃസ്നേഹത്തിന്റെ വശ്യ സൗന്ദര്യമോ കൈലാസമാകെ നിറഞ്ഞൊഴുകി അത് കണ്ടു ദാസിയ മാനസിനെ മരണം മാതൃസ്നേഹത്തിനായി ആർദ്രമായി ആരാരും കാണാതെ ബാലഗണേശനെ തൻ മകനെ പോലെ പാലും മൂട്ടി പാർവതിയത് കണ്ടു ചന്താള ജന്മം എടുത്തുണി ഭൂമിയിൽ ചെന്നു വസിക്കുക എന്നരുളി ശമിച്ചൊരു വേളയിൽ പാർവതി ശാപമോക്ഷം നൽകി മാനസിക്കായി നിങ്ങളുടെ മാതൃഹൃദയത്തിലുണ്ടായ ആഗ്രഹം വ്യർത്ഥമാകില്ല തോഴി
പല ജന്മത്തിലെങ്കിലും നീ പരമേശ്വര പുത്രനായി പാലൂട്ടിടും വാസര മത്സരമേറെ കഴിഞ്ഞു പോയി ദ്രാവിഡ ദേശത്തിൽ കാനനത്തിൽ അവതാരമായി വന്നു കൂടിവാത പാർത്ഥനു പാശുപതാസ്ത്രം നൽകിയ ശ്രീശങ്കരനന്നു കാനനത്തിൽ ഹരികരടി വ്യാഘ്രമൃഗ ഹരിഹരിണ വന്യമൃഗമൃഗയ വിനോദമായി സഞ്ചരിക്കെ കാക്കയായി ദൂരയാ വാഗമരച്ചോട്ടിൽ കാനന കന്യക കൂളിവാക അഞ്ചിതൽ പൂവ് പോലെ അഞ്ജന സുന്ദരി കാനനത്തിൽ കണ്ടു ദേവദേവൻ വനദേവ കന്യക കഞ്ചവിലോചനെ നിന്നോട് ചേരുവാൻ മോഹമേറെ ഉള്ളത്തിലുണ്ടായ മോഹത്തെ അന്നേരം നന്നായി ഒഴിഞ്ഞു ദേവദേവൻ കാമം പറഞ്ഞവൻ കാമാരി ശങ്കരനെന്നറിഞ്ഞു ദേവാദിദേവനാമീശനെ കാമനായി കാണുന്നതിനെന്തൊരു കഷ്ടമല്ലേ എന്ത് ചെയ്തേനിന്നു ഹന്ത കുലദൈവമേ ചിന്തിച്ചവളന്നു ശങ്കപൂണു ശ്രീ പരമേശ്വരി ശങ്കരി ദേവിയെ നന്നായി ജനിച്ചെന്നു പൂവിവാദ സഖി ഒട്ടും ശങ്ക വേണ്ട. നിന്റെ രൂപത്തിൽ ഞാൻ ശിവനുമായി സംഗമിച്ച് ഒരു സൽപുത്ര ജനനം ഉണ്ടാകും. ശിവശക്തി സംയുക്തം ബാലജനനം ഓം യും രും ഗളകണ്ഠരൂപായ നമഃ ഓം താ തകതിരതാ തകതിരതാ അവനൊരു നല്ല കളിപ്പാട്ടം നാടകമൊന്നിൽ കളിച്ചു രസിച്ചു കണ്ണൻ വിരവുകളും പലതായി പോയി ഒരു ദിനം മരികിലായുണയും നാരദരു വർഷങ്ങളേയും കഴിഞ്ഞെന്നറിയതേ അവതാര ലക്ഷ്യം ജലന്ധരപദം കൈലാസം ചെന്നീ വാങ്ങുക വരഗുണവൻ ശങ്കര പാർവതി പ്രിയസുതനേ
ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടിയുടെ സംഘനൃത്ത മത്സരം പൂർണ്ണമാവുകയാണ്. വേദി നമ്പർ 1-ൽ എത്രയും പെട്ടെന്ന് തന്നെ UP വിഭാഗം സംഘനൃത്ത മത്സരം ആരംഭിക്കുന്നതാണ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരം ഇതേ വേദിയിൽ ഉടൻ ആരംഭിക്കുന്നതാണ്. ಇದೀಗ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ವೇದಿಕೆ 1ರಲ್ಲಿ ಮುಗಿದಿರುತ್ತದೆ. ಮುಂದೆ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಊಟದ ವಿರಾಮದ ಬಳಿಕ UP ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಸ್ಪರ್ಧೆಗಳು ಆರಂಭವಾಗಲಿಕ್ಕಿದೆ. ഒരു പ്രത്യേക അറിയിപ്പ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ, കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്ത് റെഡിയാകേണ്ടതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ റിപ്പോർട്ട് ചെയ്ത ടീമുകൾ, കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിക്ക് സമീപത്തെത്തേണ്ടതാണ്. മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് സംഘാടക സമിതിയുമായി സഹകരിക്കുക. കൗമാരകലകളുടെ കേളീരവമായ കേരള സ്കൂൾ കലോത്സവം സപ്തഭാഷാ സംഗമ ഭൂമിയായ പൈവളികയുടെ ഹൃദയത്തിൽ പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കലാപ്രേമികളെയും കലാസ്വാദകരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൃദയാങ്കണത്തിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. കൗമാര കലോത്സവത്തിന്റെ കേളീരവമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന സുദിനമായി ഇന്ന് വൈകുന്നേരം സമാപന സമ്മേളനം വേദി നമ്പർ 1-ൽ അരങ്ങേറുന്നതാണ്. എല്ലാ പരിപാടികൾക്കും ഈ നാടിന്റെ നല്ലവരായ കലാസ്നേഹികളെയും നല്ലവരായ നാട്ടുകാരെയും കലാപ്രതിഭകളെയും അത്യാദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ഹൃദയഭൂമിയിലേക്ക് UP വിഭാഗം സംഘനൃത്ത മത്സരം ഇതേ വേദിയിൽ ഉടൻ ആരംഭിക്കുന്നതാണ്. റിപ്പോർട്ട് ചെയ്ത ടീമുകൾ എത്രയും പെട്ടെന്ന് തന്നെ വേദിയുടെ സമീപത്ത് എത്തിച്ചേരേണ്ടതാണ്.
ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ. UP ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರ ಹತ್ತಿರ ಬರಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. UP ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ವೇದಿಕೆ ನಂಬರ್ 1ರ ಹತ್ತಿರ ಬರಬೇಕಾಗಿ വിനന്തിസ്താ ഇದ್ದೇವೆ. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദി നമ്പർ 1 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്രതിഭകൾ നമ്മുടെ മണ്ണിൽ കലോത്സവം 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 കലോത്സവം. Talenta sofer malai, gaus ai tozala cărum sărbarai. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. Kalotsawa, 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 Kalotsawa. ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ. ನಗರದ ಮಣ್ಣಲ್ಲಿ ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ. ಭಾರತ ಆಗರ ನಗರದ ಅಂಗಣ ಚಿಗುರುವ ಚಿನ್ನರ ಅರಿವಿನುತ್ಸವ. ಇಲ್ಲಿ ಕುಂಚದ ಕಲೆ ಇದೆ, ನಾಟ್ಯದ ನಾಡಿ ಇದೆ, ಸೋತಿದೆ ವೇದಿಕೆ ಅಭಿನಯಕ್ಕೆ. ಇಲ್ಲಿ ಮಾತಿನ ಮೋಡಿಯಲ್ಲಿ ಹಾಡಿನ ಗುಂಗಿನಲ್ಲಿ ಅರಳಲಿ ಪ್ರತಿಭೆಯು ಈ ನಾಡಲ್ಲಿ. ಕಲೋತ್ಸವ 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 ಕಲೋತ್ಸವ.
लेसग ऊर और मैं सेरूना कौजी पर बोगे ನಗರೋದ ಮಣ್ಣಡು ಐಸಿರೋದ ಲೆಸಗ್ ಊರೊರ್ ಮೆಸೇರುನ ಕೌಜಿ ಪರ್ಬೋಗೆ ಏನೋದ ತಿರ್ಲುದ ಹೊರ್ಲುದ ಕಚ್ಚೋಡು ಬಸರಡು ಜೋಕ್ಲೆನ ಕಲತ ಕಮ್ಮೆನ ಬಲೆ ನಲಿತೊಂದು ಪಚ್ಚೆದಿಕ ರಂಗದ ಚಿತ್ರ ತೂಕ ಕೇನುಗ ಸೋಕುದ ಪಾತೆರ ಮೂಲು ಪಾದೋತ ಧೂನಿ ಪೋಡು ಸ್ವರೋತ ಸೂಗಿ ಪೋಡು ಅರಳಡು ಪ್ರತಿಭೆಲು ಈ ಚಾವಡಿದು ಕಲೋತ್ಸವ 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 ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ നഗരത്തിൻ മണ്ണിൽ ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ ವೇದಿಕೆ ಒಂದರಲ್ಲಿ ಈಗ ತಾನೇ ನಡೆದಿರುವಂತಹ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಹುಡುಗಿಯರ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆಯ ತೀರ್ಪು ಇದೀಗ ತೀರ್ಪುಗಾರರು ನಿಮ್ಮ ಮುಂದಿಡ್ಲಿಕ್ಕಿದ್ದಾರೆ. ലാസ്യമുണ്ട് പിരിയട്ടെ പ്രതിഭകൾ നമ്മുടെ മണ്ണിൽ കലോത്സവം 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 तालेंता सोफर मळाय गावस आयतो जाला करूंक सरबाराय യു പി വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಯು ಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. യു പി വിഭാഗം സംഘ നൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കോഡ് നമ്പർ കൈപ്പറ്റിയിട്ടുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಮಟ್ಟದ
ಶಾಲಾ ಕಲೋತ್ಸವದ 4ನೇ ದಿನ ವೇದಿಕೆ 1ರಲ್ಲಿ ನಡೆದಿರುವಂತಹ ಸ್ಪರ್ಧೆ ಹೈಸ್ಕೂಲ್ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯಂ ಸ್ಪರ್ಧೆ ಹುಡುಗಿಯರ ವಿಭಾಗ. ಈಗ ನಡೆದಿರುವಂತಹ ಈ ಸ್ಪರ್ಧೆಯ ತೀರ್ಪನ್ನು ತೀರ್ಪುಗಾರರು ನಿಮ್ಮ ಮುಂದೆ ಇಡಲಿಕ್ಕಿದ್ದಾರೆ. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന്റെ വിധി നിർണയിക്കുന്നതാണ്. ഈ വേദിയിൽ വെച്ചിപ്പോൾ സമാപിച്ച ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിന്റെ ഫലം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ നടന്ന ഹൈസ്കൂൾ സംഘനൃത്തം 10 ടീമുകളാണ് പങ്കെടുത്തത്. ആ 10 ടീമിനും നമ്മൾ എ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്തയാണ്. അതിൽ നമ്മൾ ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് നമ്പർ 02. താങ്ക് യു. ಥ್ಯಾಂಕ್ ಯು ಜಡ್ಜಸ್. ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದೆ ನಡೆಯಲಿಕ್ಕಿರುವಂತಹ ಕಾರ್ಯಕ್ರಮ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಊಟದ ವಿರಾಮದ ಬಳಿಕ. ಯುಪಿ ವಿಭಾಗದ ವಿದ್ಯಾರ್ಥಿಗಳು ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆ 1ರ ಬಳಿ ತಯಾರಾಗಬೇಕಾಗಿದೆ. ಕೋಡ್ ನಂಬರ್ ತೆಗೆದುಕೊಳ್ಳಿಕ್ಕೆ ಬಾಕಿ ಇರುವವರು ಕೋಡ್ ನಂಬರ್ ತೆಗೆದುಕೊಂಡವರು ವೇದಿಕೆಯ ಬಳಿ ಆದಷ್ಟು ಬೇಗ ಹಾಜರಾಗಬೇಕಾಗಿದೆ. ಐಸಿರೋದಾಲೆಸ್ಗ್ ಊರೊರ್ ಮೆ ಸೇರುನ ಕೌಜಿ ಪರ್ಬೋಗೆ ನಗರೋದ ಮಣ್ಣಡು ಐಸಿರೋದಾಲೆಸ್ಗ್ ಊರೊರ್ ಮೆ ಸೇರುನ ಕೌಜಿ ಪರ್ಬೋಗೆ ಏನೋದ ತಿರ್ಲುದ ಹೊರ್ಲುದ ಕಚ್ಚೋಡು ಬಸರಡು ಜೋಕ್ಲೆನ ಕಲತ ಕಮ್ಮೆನ ಬಲೆ ನಲಿತೊಂದು ಪಚ್ಚೆ ದಿಕ ರಂಗದ ಚಿತ್ರ ತೂಕ ಏನುಗ ಸೊಕ್ಕುದ ಪಾತೆರ ಮೂಲು ಪಾದೋತ ಧುನಿ ಪುಡು ಸ್ವರೋತ ಸುಗಿ ಪುಡು ಅರಳಡು ಪ್ರತಿಭೆಲು ಈ ಚಾವಡಿದು ಕಲೋತ್ಸವ 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 ಕಲೋತ್ಸವ. ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകളറിവിൻ നന്മകളെ. നഗരത്തിൻ മണ്ണിൽ ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകളറിവിൻ നന്മകളെ. സപ്തഭാഷ മണ്ണിൽ അറിവിന്റെ കണമായി അക്ഷരമധുരം ഇനി നുണയാൻ കളിച്ചിരി നിറയും ഈ തിരുമുറ്റത്തിൽ കലയുടെ മാമാങ്കം. ഇവിടെ വർണ്ണത്തിൻ കലയുണ്ട്, നാട്യത്തിൻ ലാസ്യമുണ്ട്, വിരിയട്ടെ പ്രതിഭകൾ നമ്മുടെ മണ്ണിൽ. കലോത്സവം കലോത്സവം കലോത്സവം
కలోత్సవం 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 तालेंता सोपर मळाय गावस आयतो जाला करूंक सरबाराय नगराच्या मातीयेत तालेंता सोफर मळाय गावस आयतो जाला करूंक सरबाराय ज्ञानाच्या भंडाराक सोभायेच्या शृंगाराक सांगात आमी मेळोया देण्या उत्सवाक हो पंथाक तालेंतासो कला संगीतासो तेंतुल्या कारांसो आमगेल्या गावात हो मांडो गयानासो चित्रा विचित्रासो नृत्यासो वैभवासो कलाकारांसो कलोत्सवा 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 ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ ನಗರದ ಮಣ್ಣಲ್ಲಿ ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ ಜ್ಞಾನದ ಆಗರ ನಗರದ ಅಂಗಣ ಚಿಗುರುವ ಚಿನ್ನರ ಅರಿವಿನುತ್ಸವ ಇಲ್ಲಿ ಕುಂಚದ ಕಲೆ ಇದೆ ನಾಟ್ಯದ ನಾಡಿ ಇದೆ ಸೋತಿದೆ ವೇದಿಕೆ ಅಭಿನಯಕ್ಕೆ ಇಲ್ಲಿ ಮಾತಿನ ಮೋಡಿಯಲ್ಲಿ ಹಾಡಿನ ಗುಂಗಿನಲ್ಲಿ ಅರಳಲಿ ಪ್ರತಿಭೆಯು ಈ ನಾಡಲ್ಲಿ ಕಲೋತ್ಸವ 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 ಐಸಿರೋದ ಲೇಸಗ್ ಊರೊರ್ಮೆ ಸೇರುನ ಗೌಜಿ ಪರ್ಬೋಗೆ ನಗರೋದ ಮಣ್ಣಡು ಐಸಿರೋದ ಲೇಸಗ್ ಊರೊರ್ಮೆ ಸೇರುನ ಗೌಜಿ ಪರ್ಬೋಗೆ ಕೇನೋದ ತಿರ್ಲುದ ಹೊರ್ಲುದ ಕಚ್ಚೋಡು ಬಸರಡು ಜೋಕ್ಲೆನ ಕಲತ ಕಮ್ಮೆನ ಬಲೆ ನಲಿತೊಂದು ಪಚ್ಚೆದಿಕ ರಂಗದ ಚಿತ್ರ ತೂಕ ಕೇನುಗ ಸೋಕುದ ಪಾತೆರ ಮೂಲು ಪಾದೋತ ಧೂನಿ ಪೋಡು
ಸ್ವರೋತ ಸುಗಿಪುಡು ಅರಳಡು ಪ್ರತಿಭೆಲು ಈ ಚಾವಡಿದು ಕಲೋತ್ಸವ 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 ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ നഗരത്തിൻ മണ്ണിൽ ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ സപ്തഭാഷ മണ്ണിൽ അറിവിന്റെ കണമായി അക്ഷരമധുരം ഇനി നുണയാൻ കളിച്ചിരി നിറയും ഈ തിരുമുറ്റത്തിൽ കലയുടെ മാമാങ്കം ഇവിടെ വർണ്ണത്തിൻ കലയുണ്ട് നാട്യത്തിൻ ലാസ്യമുണ്ട് വിരിയട്ടെ പ്രതിഭകൾ നമ്മുടെ മണ്ണിൽ കലോത്സവം 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 तालेंता सोपर मळाय गावस आयतो जाला करून सरबाराय नगराच्या मातीयेत तालेंता सोपर मळाय गावस आयतो जाला करून सरबाराय ज्ञानाच्या भंडारात शोभायेच्या शृंगारात सांगात आम्ही मेळोया देण्या उत्सवा हो पंताक तालेंतासो कला संगीतासो तुझ्या तारांसो आमगेल्या गावात हो मांडो गयानासो चित्रा विचित्रासो नृत्यासो वैभवासो कलाकारांसो कलोत्सवा 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 ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ ನಮ್ಮ ಮೀಡಿಯಾ ನೋಡ್ತಿರುವಂತ ಎಲ್ಲ ವೀಕ್ಷಕರು ಕೂಡ ಸ್ವಾಗತ. ನಾವಿವತ್ತು ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯಲ್ಲಿದ್ದೇವೆ. ಕೇರಳದಾದ್ಯಂತ ಶಾಲಾ ಕಲೋತ್ಸವ ಬಹಳಷ್ಟು ವಿಜೃಂಭಣೆಯಿಂದ ನಡೀತಾ ಇದೆ.
ಕಲೆಗೆ ಬಹಳಷ್ಟು ಒತ್ತನ್ನು ನೀಡುವಂಥ ನಮ್ಮ ಪ್ರದೇಶ ಪೈವಳಿಗೆಯಲ್ಲಿ ಈ ವರ್ಷದ ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ಮಟ್ಟದ ಶಾಲಾ ಕಲೋತ್ಸವ ನಡೀತಾ ಇದೆ. ಶಾಲಾ ಕಲೋತ್ಸವದ ಹೋಗುವಂಥ ದಾರಿಯಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಇನ್ನಷ್ಟು ಒಳಗೆ ಹೋಗಿ ನಿರಂತರವಾಗಿ 4 ದಿನಗಳಿಂದ ನಮ್ಮ ಕಲೋತ್ಸವ ನಡೀತಾ ಇದೆ. ನಿನ್ನೆಯಿಂದ ನಮ್ಮ ಮೀಡಿಯಾ ನೇರ ಪ್ರಸಾರವನ್ನು ಸಂರಕ್ಷಣೆ ಮಾಡ್ತಾ ಇದೆ. ನೋಡುವಂಥ ವೀಕ್ಷಕರಲ್ಲಿ ಇನ್ನಷ್ಟು ಈ ಕಲೋತ್ಸವದ ವೇದಿಕೆಯಲ್ಲಿ ಏನೆಲ್ಲ ನಡೀತಾ ಇದೆ, ಯಾವ ರೀತಿ ನಡೀತಿದೆ ಅನ್ನುವಂಥದ್ದನ್ನು ಎಲ್ಲವನ್ನ ನಿಮ್ಮ ಮುಂದೆ ಇಡ್ತಾ ಇದ್ದೇವೆ. ಬನ್ನಿ ತಿಳ್ಕೊಳ್ಳೋಣ. ಇದು ಮಂಜೇಶ್ವರದ ಸಬ್ ಜಿಲ್ಲಾ ಸ್ಕೂಲ್ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರದಿಂದ. ಐಸಿರೋದ ಲೇಸಗ್ ಊರೊರ್ಮೆ ಸೇರುನ ಕೌಜಿ ಪರ್ಬೋಗೆ ನಗರೋದ ಮಣ್ಣಡು ಐಸಿರೋದ ಲೇಸಗ್ ಊರೊರ್ಮೆ ಸೇರುನ ಕೌಜಿ ಪರ್ಬೋಗೆ ಏನೋದ ತಿರ್ಲುದ ಹೊರ್ಲುದ ಕಚ್ಚೋಡು ಬಸರಡು ಜೋಕ್ಲೆನ ಕಲತ ಕಮ್ಮೆನ ಬಲೆ ನಲಿತೊಂದು ಪಚ್ಚೆದಿಕ ರಂಗದ ಚಿತ್ರ ತೂಕ ಕೇನುಗ ಸೊಕ್ಕುದ ಪಾತೆರ ಮೂಲು ಪಾದೋತ ಧೂನಿ ಪೂಡು ಸ್ವರೋತ ಸೂಗಿ ಪೂಡು ಅರಳಡು ಪ್ರತಿಭೆಲು ಈ ಚಾವಡಿಡು ಕಲೋತ್ಸವ 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 ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ നഗരത്തിൻ മണ്ണിൽ ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ സപ്തഭാഷ മണ്ണിൽ അറിവിന്റെ കണമായി അക്ഷരമധുരം ഇനി നുണയാൻ കളിച്ചിരി നിറയും ഈ തിരുമുറ്റത്തിൽ കലയുടെ മാമാങ്കം ഇവിടെ വർണ്ണത്തിൻ കലയുണ്ട് നാട്യത്തിൻ ലാസ്യമുണ്ട് വിരിയട്ടെ പ്രതിഭകൾ നമ്മുടെ മണ്ണിൽ കലോത്സവം 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 तालेंता सोफर मळाय गावस आयतो जाला करून सरबाराय
नगराच्या मातीयेत तालेंताचो परमळाय गांवच आयतो जाला करून सरबराय ज्ञानाच्या भंडाराक सोभायेच्या शृंगाराक सांगात आमी मेळोया देण्या उत्सवाक हो पंथाक तालेंताचो कला संगीताचो तेंतुल्या तारांचो आमगेल्या गावाक हो मांडो गयानाचो चित्रा विचित्राचो नृत्याचो वैभवाचो कलाकारांचो कलोत्सवा 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 ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ വേദി നമ്പർ 1 UP ഭാഗം സംഘനൃത്ത മത്സരം ഉടൻ ആരംഭിക്കുന്നതാണ്. കൗമാരകലകളുടെ കേളീരവുമായ കേരള സ്കൂൾ കലോത്സവത്തിന്റെ മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സൂചനമായി ഇന്ന് സപ്തഭാഷാ സംഗമ ഭൂമിയായ പൈവളികയുടെ ഹൃദയഭൂമിയായ GHSS പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വേദി നമ്പർ 1 UP ഭാഗം സംഘനൃത്ത മത്സരം ഉടൻ ആരംഭിക്കുന്നതാണ്. ശേഷം ഇതേ വേദി ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരാർത്ഥികൾ വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
ಕಲೆಗಳ ಸಂಗಮ ಸೇರುತ್ತ ನಲಿಯಲು ನಾಡೆ ಸಂಭ್ರಮ. കൗമാരകലകളുടെ കിരീടവുമായ കേരള സ്കൂൾ കലോത്സവം, മഞ്ചേശ്വര സബ് ജില്ലാ കലോത്സവം സപ്തഭാഷാ സംഗമ ഭൂമിയായ പൈവളികയുടെ ഹൃദയഭൂമിയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈവളിക നഗറിന്റെ ഈ പുണ്യഭൂമിയിലേക്ക് മുഴുവൻ കലാപ്രതിഭകളെയും കലാസ്നേഹികളെയും ഞങ്ങൾ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കൗമാര പ്രതിഭകൾ കലയുടെ തിരുമുടിയണിഞ്ഞു കലയുടെ ഉത്സവത്തിലേക്ക് ഇന്നിന്റെ നാളിൽ തിരശീല വീഴുന്ന ഈ കലാമാമാങ്കത്തിലെ ഈ സപ്തഭാഷാ സംഗമ ഭൂമിയിലേക്ക് GHSS പൈവളിക നഗർ സ്കൂളിന്റെ ഹൃദയഭൂമിയിലേക്ക് എല്ലാ കലാസ്നേഹികളെയും വേദി നമ്പർ 1 അത്യാദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വേദി നമ്പർ 1 UP വിഭാഗം സംഘനൃത്ത മത്സരം ഉടൻ ആരംഭിക്കുന്നതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരമാണ് അരങ്ങ്. എല്ലാ കലാസ്നേഹികളെയും വേദി നമ്പർ 1 സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ಐಸಿರೋದ ಲೇಸಗ್ ಊರೊರ್ಮೆ ಸೇರುನ ಕೌಜಿ ಪರ್ಬೋಗೆ നഗരത്തിൻ മണ്ണിൽ ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ. ഒന്നിച്ചൊന്നായി ചേരാൻ വാവാ അക്ഷരമുത്തുകൾ അറിവിൻ നന്മകളെ. സപ്തഭാഷ മണ്ണിൽ അറിവിന്റെ കണമാൻ അക്ഷരമധുരം ഇനി നുണയാൻ കളിച്ചിരി നിറയും ഈ തിരുമുറ്റത്തിൽ കലയുടെ മാമാങ്കം. ഇവിടെ വർണ്ണത്തിൻ കലയുണ്ട്, നാട്യത്തിൻ ലാസ്യമുണ്ട്, പിരിയട്ട് പ്രതിഭകൾ നമ്മുടെ മണ്ണിൽ. കലോത്സവം 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 കലോത്സവം. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യുക. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദി നമ്പർ 1 റിപ്പോർട്ട് ചെയ്യുക. കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ അടിയന്തരമായി വേദി 1 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಕೋಡ್ ನಂಬರ್ ಪಡೆದಂತಹ ಟೀಮುಗಳು ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1 ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരങ്ങൾ സമയബന്ധിതമായി തീർക്കേണ്ടതിനാൽ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് അതുപോലെ കുട്ടികളും ശ്രദ്ധിക്കുക. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ റിപ്പോർട്ട് ചെയ്ത കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ വേദിക്ക് സമീപം എത്തി റെഡിയായി നിൽക്കണമെന്ന് അറിയിക്കുന്നു. കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ UP വിഭാഗം സംഘനൃത്ത മത്സരത്തിലെ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1 ಸಮೀಪಕ್ಕೆ ಬರಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. UP ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1 ಹತ್ತಿರ ಬರಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP വിഭാഗം സംഘനൃത്തത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ 2 എത്രയും പെട്ടെന്ന് വേദിയിലെത്തേണ്ടതാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ 2 എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. UP ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ಕೋಡ್ ನಂಬರ್ 2 ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1 ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಕೋಡ್ ನಂಬರ್ 2. ಊಟದ ವಿರಾಮದ ಬಳಿಕ ಸ್ಟೇಜ್ ನಂಬರ್ 1ರಲ್ಲಿ UP ವಿಭಾಗದ ಗ್ರೂಪ್ ಡ್ಯಾನ್ಸ್ ಇದೀಗ ಆರಂಭಗೊಳ್ಳಲಿಕ್ಕಿದೆ. ಕೋಡ್ ನಂಬರ್ ಪಡೆದುಕೊಂಡವರು ಎಲ್ಲರೂ ವೇದಿಕೆಯ ಸಮೀಪದಲ್ಲಿ ರೆಡಿಯಾಗಿದ್ದೀರಿ ಅಂತ ಹೇಳಿ ಭಾವಿಸ್ತೇವೆ. ತಯಾರಾದಂತಹ ಕೋಡ್ ನಂಬರ್ ಆದಷ್ಟು ಬೇಗನೆ ಬಂದು ತಿಳಿಸಿದಲ್ಲಿ ನಮಗೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಆರಂಭಿಸಬಹುದು. ತಯಾರಾದಂತಹ ಕೋಡ್ ನಂಬರ್ಗಳು
ನಡೆಯಬೇಕು. ನಂಬರ್ 2 ಗೆಟ್ ರೆಡಿ. ഒരു പ്രത്യേക അറിയിപ്പ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിലെത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം മത്സരാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. നമുക്ക് പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘാടക സമിതിയുമായി സഹകരിക്കുക. കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിക്ക് സമീപത്ത് എത്തിച്ചേരേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുമെന്ന് അറിയിക്കുന്നു. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ കോഡ് നമ്പർ കൈപ്പറ്റിയ ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിക്ക് സമീപത്ത് എത്തിച്ചേരേണ്ടതാണ്. ವೇದಿಕೆ 1ರಲ್ಲಿ ಆದಷ್ಟು ಬೇಗನೆ UP ವಿಭಾಗದ ವಿದ್ಯಾರ್ಥಿಗಳು ತಯಾರಾಗಬೇಕು. ಮುಂದೆ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಗ್ರೂಪ್ ಡ್ಯಾನ್ಸ್ ಸ್ಪರ್ಧೆ ನಡೆಯಲಿಕ್ಕಿದೆ. ಅದರ ಬಳಿಕ 4 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಸಮಾರೋಪ ಸಮಾರಂಭ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಬೇಕಾಗಿದೆ. ಆದ್ದರಿಂದ ಆದಷ್ಟು ಬೇಗನೆ UP ವಿಭಾಗದ ಕೋಡ್ ನಂಬರ್ ಪಡೆದುಕೊಂಡಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ತಕ್ಷಣ ವೇದಿಕೆಯ ಬಳಿ ಬಂದು ತಮ್ಮ ಇರುವಿಕೆಯನ್ನು ನಮಗೆ ತಿಳಿಯಪಡಿಸಬೇಕು. UP ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಸ್ಪರ್ಧೆ ಇದೀಗ ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ಕೋಡ್ ನಂಬರ್ 1 നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന UP വിഭാഗം സംഘനൃത്ത മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ ആരംഭിക്കുകയായി. UP വിഭാഗം സംഘനൃത്ത മത്സരം വേദി നമ്പർ 1 അരങ്ങുണരുകയാണ്. എല്ലാ കലാസ്നേഹികളെയും ഞങ്ങൾ സ്നേഹത്തോടെ വേദി നമ്പർ 1 ക്ഷണിക്കുകയാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരം വേദി 1 കോഡ് നമ്പർ 1. Judges, please note code number 1. Code number 1 is on the stage now.
തിരമാലകളലതല്ലും കടാപ്പുറമെന്നു കേട്ടാൽ കരളിലേക്കോടിയെത്തും കറുത്തമ്മ തന്നുടെ പ്രണയ കഥ തുറന്ന കഥ. ചെമ്പൻ കുഞ്ഞിനും ചക്കിപ്പെണ്ണിനും കടലമ്മ നൽകിയ തങ്കക്കൂടം മരക്കാത്തിമാരിൽ മുത്താണവൾ കറുത്തമ്മ എന്നൊരു വെളുത്ത പെണ്ണ്. തുറതന്നി കച്ചവടം ചെയ്യുന്നതുവൻ കരിക്കുട്ടി എന്നൊരു മെത്ത ചെറുക്കൻ. കറുത്തമ്മ തൻ കരളിൽ വലയറിഞ്ഞ് അവർ തുറയിൽ ഇണക്കിളികളായി പാറി നടന്നേ മനം ചെമ്മി പേടയ്ക്കണ പോൽ പെടപെടച്ചേ. മകളുടെ പ്രണയത്തെ കണ്ടില്ലെന്നോ ധനമോഹിയാം തന്റെ അച്ഛന്റെ വിരുതിൽ കറുത്തമ്മയെ വേണ്ടാൻ ഒരുവനെത്തി. കഥയൊന്നും അറിയാതെ കരയും പളനി കരയാനുമാകാതെ ശില പോലെ നിന്നവൾ ചങ്കു തകർന്നോ പാടുന്നു കാമുകൻ. കടലമ്മ സാക്ഷിയായി മാംഗല്യം മറക്കാൻ കഴിയുന്നില്ല കാമുകനെ ഓർത്തവൾ തുറയിലെ കേട്ടുകേൾവി. മരക്കാത്തി പിഴച്ചാൽ തുറമുടിയും അരയനെ കടലമ്മ കൊണ്ടുപോകും. കടലിലെ ഓളവും കരടിലെ മോഹവും ഒടുങ്ങുകില്ല പെണ്ണെ തുറമുടിയും. മധുവിതുരാവുകൾ കടന്നുപോയി ഉറയ്ക്കായി മറന്നവൾ കാമുകനെ. കണവന്റെ കാവനാളായി പെണ്ണ് പളനി തന്നിണയായി മാറി. നിറിയുള്ള മരക്കാത്തിയായി പെണ്ണ് എല്ലില്ലാവിന്റെ വിളയാട്ടം അത് കടലമ്മയ്ക്കായില്ലേ തടയിടുവാൻ. കറുത്തമ്മ തന്നോടെ പ്രണയ കഥ പളനി തൻ കാതിലുമെത്തിടുന്നു. ഏതൊരു പുരുഷനും തകരില്ലേ തന്റെ പെണ്ണ് പിഴയെന്നു കേട്ടാൽ. സംശയത്താൽ മുറിവേറ്റു നിൽക്കേ പെണ്ണവൾ കുഞ്ഞിന് ജന്മമേകി. കുഞ്ഞിൻ പിതുത്വം പഠിച്ചൊരാ കണവനെ വെറുത്തു തുടങ്ങിയോ പെണ്ണ്. അത് മറന്നൊരാ പ്രണയത്തെ ഉണർത്തിയോ. കലിതുള്ളിയെത്തുന്ന പളനി കൊല്ലാനൊരുങ്ങി കറുത്തമ്മയെ. മുഖം കണ്ട് തിരിഞ്ഞവൻ കുപിതനായി തോണി ഇറക്കിടുന്നു.
കാമുക കരങ്ങളെ പുൽകിടുന്നു. പുറംകടലിൽ കൊമ്പനുമായി അടിപതറുന്നു പളനി. കരയിലാ കമിതാക്കൾ പുണർന്നിടുമ്പോൾ കടലിലാ കാന്തനോ പിടഞ്ഞിടുന്നു. മറക്കാത്തി പിഴച്ചെന്ന് അറിഞ്ഞിടുന്നു പളനി. കറുത്തമ്മ എന്ന് വിളിച്ചിടുന്നു ഒടുവിൽ. അവനെ കടലമ്മ കൊണ്ടുപോയി. ചാകർ വന്ന ചാകര വന്നേ കടാപ്പുറത്തിൻ ഉത്സവമായ വെള്ളം ഒരു കടിമണ്ണി. കൊതിച്ചു കൊതിച്ചു കൊതിച്ചിരുന്ന ചാകര പെടപെടക്കണതെന്താടി പെണ്ണേ. മീനോ മാറോ മല്ലിക്കൊടുന്തോ ചാകരത്തോട് കേട്ടു വന്നോർ കണ്ടു കെട്ടിപ്പുണർന്നതാ മൃതശരീരങ്ങൾ. മരണത്തിലൊന്നിച്ച പ്രണയം, മരണത്തിലൊന്നിച്ച പ്രണയം. മറുകരയിൽ ചത്തുമലച്ചൊരു കൊമ്പനും ആദി തകർന്നൊരു പളനിതൻ തോണിയും. കഥ കേട്ട കടലിലെ ഓളങ്ങളെ ചൊല്ലു കറുത്തമ്മ കള്ളിയോ. നേരെല്ലാം കണ്ടൊരാ കടലമ്മ കള്ളിയോ. അതോ പ്രണയവും പണവും തീർത്തൊരു കള്ളമോ. പ്രണയവും പണവും തീർത്തൊരു കള്ളമോ. ಸ್ಪರ್ಧೆ ವೇದಿಕೆ 1ರಲ್ಲಿ ಮುಂದುವರಿತಾ ಇದೆ. ಇರುವಂತದ್ದು ಈ ಶಾಲೆಯ ಐಟಿ ಲ್ಯಾಬ್, ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬ್ ಅಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಸರ್, ಈ ಐಟಿ ಲ್ಯಾಬ್ ಅಲ್ಲಿ, ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬ್ ಅಲ್ಲಿ ಈ ಕಲೋತ್ಸವದ ಯಾವ ಪ್ರೊಸೆಸ್ ನಡೀತಾ ಇದೆ, ಹೇಗೆ ನಡೀತಾ ಇದೆ? ಪ್ರೋಗ್ರಾಮಿನ ಒಟ್ಟು ಎಲ್ಲ ಕಾರ್ಯಗಳು ನಡೆಯುವಂಥ ಪ್ರೋಗ್ರಾಮ್ ಆಫೀಸ್ ಆಗಿ ಇದು. ರಿಸಲ್ಟ್ ಸೆಕ್ಷನ್ ಸೀಕ್ರೆಟ್ ಸೆಕ್ಷನ್ ಆಗಿದೆ. ಇದೆಲ್ಲ IT ಎಕ್ಸ್ಪರ್ಟ್ಗಳು ಮತ್ತು ಪ್ರೋಗ್ರಾಮಿನ ಪ್ರಧಾನ ಕನ್ವೀನರ್ ಮತ್ತು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳು ಮಾತ್ರವೇ ಇಲ್ಲಿಗೆ ಪ್ರವೇಶ ಇರುವುದು. ಅದೇ ರೀತಿ AU ಮತ್ತು ಜನರಲ್ ಕನ್ವೀನರ್ HM ಅಲ್ಲದೆ ಬೇರೆ ಯಾರಿಗೂ ಇಲ್ಲಿಗೆ ಪ್ರವೇಶ ಇರುವುದಿಲ್ಲ. ಸುಮಾರು LP, UP, ಹೈಸ್ಕೂಲ್, ಹೈಯರ್ ಸೆಕೆಂಡರಿ ಆಗಿ 1000ಕ್ಕಿಂತಲೂ ಮೇಲೂ ಕೊನೆಯ ದಿನವಾದ ಇಂದು ಮಕ್ಕಳು ಭಾಗವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಇದರ ರಿಸಲ್ಟ್ ನಮಗೆ ಸಾಮಾನ್ಯ 4 ಗಂಟೆಯೊಳಗೆ ಎಲ್ಲ ಸ್ಪರ್ಧೆಗಳನ್ನು ಮುಗಿಸಿ ಸಮಾರೋಪಕ್ಕಾಗುವಾಗ ರಿಸಲ್ಟನ್ನು ಕೊಡಬೇಕಾದ ಅನಿವಾರ್ಯತೆ ಇದೆ. ಆದ್ದರಿಂದ ಕೊನೆಯ ದಿವಸವಾದ ಇವತ್ತು 7 ಸ್ಟೇಜ್ಗಳಾಗಿ ವಿವಿಧ ಸ್ಪರ್ಧೆಗಳು ನಡೀತಾ ಇದೆ.
ಒಟ್ಟು ಎಷ್ಟು ಸಿಬ್ಬಂದಿಗಳಿದ್ದೀರಾ ಅಥವಾ ಸರ್ಟಿಫಿಕೇಟ್ ಕೊಡುವಂತ ರೀತಿ ಯಾವುದು? ಸಂಜೆ ಸಮಾರೋಪ ಸಮಾರಂಭದಲ್ಲಿ ಕೊಡ್ತೀರಾ ಅಥವಾ ಮೊನ್ನೆಯಿಂದ ಸ್ಟಾರ್ಟ್ ಆಗಿರುವಂತಹ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಆಯಾ ಕಾರ್ಯಕ್ರಮಗಳು ಕಾರ್ಯಕ್ರಮ ಕಾಂಪಿಟೇಷನ್ ಮುಗಿಯುವಂತ ಸಂದರ್ಭದಲ್ಲಿ ಕೊಡ್ತಾ ಇದ್ದೀರಾ, ಹೇಗೆ? 2ನೇ ದಿವಸದಿಂದಲೇ ನಾವು ಸರ್ಟಿಫಿಕೇಟ್ ಅನ್ನು ವಿತರಿಸಲಿಕ್ಕೆ ಆರಂಭಿಸಿದ್ದೇವೆ. ಹೆಚ್ಚಿನ ಎಲ್ಲಾ ಸರ್ಟಿಫಿಕೇಟ್ಗಳನ್ನ ಇವತ್ತು ಸಂಜೆಯೊಳಗೆ ನಾವು ವಿತರಣೆ ಮಾಡಿ ಮುಗಿಸ್ತೇವೆ. ಅದೇ ರೀತಿ ಫಸ್ಟ್ ಬಂದವರಿಗೆ ಮಾತ್ರ ಟ್ರಾಫಿ ವಿತ್ ಸರ್ಟಿಫಿಕೇಟ್, ಉಳಿದ ಎ ಗ್ರೇಡ್ ಬಂದ ಎಲ್ಲ ಮಕ್ಕಳಿಗೂ ಕೂಡ ಸರ್ಟಿಫಿಕೇಟ್ ಇದೆ. ಆ ಸರ್ಟಿಫಿಕೇಟ್ಗಳನ್ನ ಇವತ್ತು ಸಂಜೆಯೊಳಗೆ ಮುಗಿಸಲಿಕ್ಕೆ ನಾವು ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಕುಸುಮ ಸಂಕಾಶಂ ಕಶ್ಯಪೇಯಂ ಮಹಾದ್ವಿಧಿಂ ತಮ್ಮೋರಿಂ ಸರ್ವಪಾಪ ಪ್ರಣತೋಸ್ಮಿ പത്നി അതിഥിക്കും പുത്രനായി പിറന്നോരോമൻ സൂര്യൻ നവഗ്രഹമധ്യേ ജ്വലിക്കും പ്രഭയായി നിത്യസത്യമായി സർവാധിപതിയായി അശ്വരഥത്തിൽ വരും ഉച്ചയ്ക്ക് കത്തിജ്വലിക്കും കൗമാരമായി അംശുദായകൻ അരുണൻ താപനാഥൻ ആരും കൊതിക്കും അരവിന്ദൻ ഒടുവിൽ വാർദ്ധക്യ കർമ്മസാക്ഷി പകൽമണി സുധരൻ നാർക്കൻ ദിനേശൻ ദിനമണി ദിവാകരൻ ദിനകരൻ പകലോൻ പകൽമണി ഉഷവൻ തവനൻ ഭാസ്കരൻ മാതാണ്ടൻ തണ്ടഭാകരൻ ഭാസ്കരനൊരിക്കൽ പരീക്ഷണമേകുന്നു കുന്തിദേവി കുങ്കുമവർണ്ണ സ്വരൂപനെ കാമിച്ചു പരസിദ്ധിയായി കർണജന്മം
അഭയം പുണ്യം സർവശത്രുവിനാശനം ജയാകം ജപേ നിത്യം അക്ഷയം പരമാം ശിവം ഗരി ഗരി സരി ഗമ ധനി സ സ സ ഗരി 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 ഗമ പ പ സരി ഗരി ഗരി ധനി സ സ സ പദരി ഗമ ഗമ പ പ ക്രൂരവീരനാം പതിയുടെ സേവയിൽ ചാരിത്രവതിയാം ശീലാവതി രോഗപീഡയാൽ വലയും കാന്തന് ഗണികാനാശയേറി കാന്തനെ തോളേറ്റു ശീലാവതി പോകുന്നു മാറി കണ്ടൊരു സൂര്യൻ നദിയുടെ ക്രൂര വിനോദം കണ്ട് പുലരി താണ്ടില്ലെന്ന ശാപമൊന്നേകവേ മറുശാപമേകുന്നു ശീലാവതി ഇനി സൂര്യനുദിക്കാതിരുന്നിടട്ടെ അന്ധകാരം നിറയുന്നു പാറിൽ ഉദിച്ചിടാനായില്ല ദേവന് ശാപമോക്ഷം പെണ്ണയേകും വരെ ഗായത്രി നിയതി ജഗതി പങ്ക്തി ഉഷ്ണി ത്രിഷ്ണുഭ അനുഷ്ഠൂഭ എന്നുമുണരണമെന്നുമുറങ്ങണ ചൊരിയ നിന്നെ ഞാൻ കുമ്പിടുന്നേ മാമലമേലെ മുറിക്കു ചുവക്കുമ്പൻ ചോക ചോക്കണതന്റെ പെണ്ണേ കേൾക്കമാനത്ത മലമേലെ കേൾക്കുന്നൊരു മലകടി അറുത്തമാനത്തെ വെളുപ്പിക്കും കതിരോടി ചുരകടി കേൾക്കമാനത്ത മലമേലെ കേൾക്കുന്നൊരു മലകടി അറുത്തമാനത്തെ വെളുപ്പിക്കും കതിരോടി ചുരകടി സൂര്യനെ സ്നേഹിച്ച ചെന്താമര എന്താവിൽ വിരവീണേ വാനിലായി മിഴി നീട്ടി ജലസുന്ദരി സൂര്യന്റെ കാമുകി ചെന്താമര ചെന്താമര ഒരു നാൾ ബ്രഹ്മാവിൻ ശാപത്താൽ കാവലികനായി പരമേശ്വരൻ ഭിക്ഷയെടുത്തു നടന്നിടുമ്പോൾ അരുണനവിടെ പരിഹാസം ജ്വലിച്ചു ശിവൻ ദേവിയുമായി ഘോര യുദ്ധം ക്ഷണം ഹസ്തങ്ങളെണ്ണി അരിഞ്ഞു ശിവൻ രക്താഭിഷേകമായി സൂര്യനന്ന് കോപം തണുക്കവേ പരമേശൻ സഹസകിരണമായി മാറ്റിയെന്നവനെ സന്താപനാശകരായ നമോ നമഃ അന്ധകാരാന്ധകരായ നമോ നമഃ ചിന്താമണേ ചിദാനന്ദായ ദേ നമഃ വിഹാരനാശകരായ നമോ നമഃ അന്ധകാരം തിന്മയല്ലോ അത് നീക്കും സൂര്യൻ നന്മയല്ലോ സർവം സാക്ഷി കർമ്മസാക്ഷി തലയ്ക്ക് മുകളിലെ മൂകസാക്ഷി
ಪ್ಲಾನಿಂಗನ್ನು ಮಾಡಿರ್ತೀರಾ ಈ ಕಾರ್ಯಕ್ರಮ ಹೀಗೆ ಹೋಗಬೇಕು ಹೀಗೆ ಆಗಬೇಕು ಅನ್ನೋಂಥದ್ದನ್ನು ನೀವು ಮಾಡಿರುವಂಥ ಪ್ಲಾನಿಂಗ್ ಪ್ರಕಾರ ಹೋಗ್ತಿದೆಯಾ ಕಾರ್ಯಕ್ರಮ? ಎಲ್ಲವೂ ಪ್ಲಾನಿಂಗ್ ಪ್ರಕಾರ ಹೋಗ್ತಾ ಇದೆ. ಸಾಮಾನ್ಯ ನಾವು ಶನಿವಾರ ಆದಿತ್ಯವಾರ ದೀಪಾವಳಿ ರಜೆ ಅಂತೇಳಿ ಇಲ್ಲದೆ ಎಲ್ಲ ನಮ್ಮ ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿಯವರು, ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳು, ಜನರಲ್ ಕನ್ವೀನರ್, HM ಎಲ್ಲರೂ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಶನಿವಾರ ಆದಿತ್ಯವಾರ ಹಗಲು ಇರುಳು ಎನ್ನದೆ ಪ್ರಯತ್ನ ಮಾಡುವುದರ ಫಲವಾಗಿ ಆಗಿದೆ. ಈ 4 ದಿವಸಗಳಲ್ಲಿ ನಾವು ಪ್ರೋಗ್ರಾಮ್ಗಳನ್ನು ಸಕ್ಸಸ್ಸಿವ್ ಆಗಿ ಮುಗಿಸ್ತಾ ಇದ್ದೀವಿ. ನಿಮ್ಮ ಜೊತೆ ಈಗ ಕೆಲಸ ಮಾಡಿರುವಂಥ ಅನೇಕ ಶಾಲೆಯ ಅಧ್ಯಾಪಕರಿದ್ದಾರೆ, ಅಧ್ಯಾಪಿಕೆಯರಿದ್ದಾರೆ, ಇವರಿಗೆಲ್ಲ ಈ ಸಂದರ್ಭದಲ್ಲಿ ಏನು ಹೇಳ್ತೀರಾ? ಅವರಿಗೆ ನಾವು ಎಷ್ಟು ಧನ್ಯವಾದ ಹೇಳಿದರೂ ಸಾಲದು. ಯಾಕಂದರೆ ನನಗೆ ಕೇವಲ ಒಂದು ಹೆಸರಿಗೆ ಇದು ಪ್ರೋಗ್ರಾಮ್ ಕನ್ವೀನರ್ ಅಂತ ಅಲ್ಲದೆ ಈ ಪ್ರೋಗ್ರಾಮಿನ ಕನ್ವೀನರ್ನ ಕೆಲಸಗಳನ್ನೆಲ್ಲ ಇವರೆಲ್ಲರೂ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆದ್ದರಿಂದ ಒಂದು ವ್ಯವಸ್ಥೆಗೆ ಬೇಕಾಗಿ ಮಾತ್ರ ಒಂದು ಕನ್ವೀನರ್ ಅಂತ ಅಲ್ಲದೆ ಎಲ್ಲರೂ ಕೂಡ ಇದರ ಕನ್ವೀನರ್ಗಳು. ಒಟ್ಟಿನಲ್ಲಿ ಎಲ್ಲ ಅಧ್ಯಾಪಕರು, ವಿವಿಧ ಶಾಲೆ ಅಧ್ಯಾಪಕರು ತಮ್ಮ ಪರ್ಸನಲ್ ಕಾರ್ಯಗಳನ್ನು ಎಲ್ಲ ಬಿಟ್ಟು ಈ ಒಂದು ಕಲೋತ್ಸವವನ್ನು ಯಶಸ್ವಿ ಮಾಡಬೇಕು ಅನ್ನುವಂಥ ಒಂದು ಉದ್ದೇಶದಿಂದ ಒಟ್ಟಾಗಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀರಾ. ಇವತ್ತಿನ ಸಂಜೆ ಸಮಾರೋಪ ಸಮಾರಂಭ ಮುಗಿದ ಮೇಲೆ ಮಂಜೇಶ್ವರದ ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಪೈವಳಿಕೆಯಲ್ಲಿ ಬಹಳಷ್ಟು ಅದ್ಭುತವಾಗಿತ್ತು ಅನ್ನುವಂಥದ್ದು ಎಲ್ಲರ ಮನಸ್ಸಲ್ಲಿ ಬರಲಿ ಅನ್ನೋಂಥದ್ದು ನಮ್ಮ ಆಶೆ ಇಟ್ಟು ಇಷ್ಟೊತ್ತು ನಮ್ಮ ಜೊತೆ ಮಾತಾಡಿದ್ದೀರಾ. ಎಲ್ರಿಗೂ ಧನ್ಯವಾದಗಳು. ಶುಭವಾಗಿ. ಥ್ಯಾಂಕ್ ಯು. ಯಾವುದು Please pending now. Now it is code number 4. Code number 4 is now on the stage. കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരടും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാരസം ഗ്രാമഭംഗി പുല്ലാങ്കുഴലൂതും മാട്ടിടയെന്നും രമണന തോഴനായി മകനും മലരണി കാടവർ കമ്മവിട് മലരണിക്കാടിനു താഴ്വാരം മാളിക വീടുന്നു ഉയർന്നു നിൽപ്പൂ നായർ തറവാടിൻ പെരുമയൊതും ചന്ദ്രിക എന്നൊരു നായരച്ചി മിഴിയഴക് ചിരിയഴക് മുടിയഴക് നടയഴക് അടിമുടിയവളൊരു അഴക് പാവാട മാറ്റിയ പ്രായം ചിരണ്ടു തീർന്നൊരു നേരം രമണൻ പാടണ നേരം
പോകാം. ഇന്നു വേണ്ടിന്നു തന്നെ നമുക്ക് പോയിടാമേ. കണ്ട് കൊതിച്ചു കുങ്കുമ കുയിലത് പാടി നടന്നു മലയണ്ണൻ ചെക്കനെ നാണം കവർന്നു കിക്കിളി കൂട്ടിയ വിളികൾ പറന്നു കൂട്ടത്തിലാരോ നാട്ടിൽ പറഞ്ഞു കൂട്ടത്തിലാരോ നാട്ടിൽ പറഞ്ഞു കൂട്ടത്തിലാരോ നാട്ടിൽ പറഞ്ഞു മാളിക വീടത് കുലുങ്ങി സമുദായക്കാരെല്ലാം ഉറഞ്ഞു തുള്ളി പ്രായത്തിൽ കുട്ടിയെ പറഞ്ഞു തിരുത്തിടാൻ ആഞ്ഞത്തി ഒരു പരിഷ്കാരിയെ പണത്തിന് പണവും പദവിയും വേണം പഠിപ്പും പത്രാസും വേറെ വേണം അനുജത്തിയായി എന്നെ കാണൂ നീരമണം പോകുക എനിക്കോ എൻ വഴി നിനക്കോ നിൻ വഴി എന്നേക്കുമായി എന്നെ മറക്കുക നായൊരു പെണ്ണിനെ മോഹിച്ചു തെറ്റ് ആ ചിരി കണ്ട് മയങ്ങി തെറ്റ് ആ വാക്ക് കേട്ട് കൊതിച്ചു തെറ്റ് തല മറന്നെണ്ണ നീ തേച്ചത് തെറ്റ് എന്നെ പോറ്റിയ മലരണിക്കാടേ ഞാൻ പോറ്റിയ ആടുമാടുകളെ പോകുന്നു നിങ്ങളെ ഇട്ടേച്ചു ഞാൻ ദൈവമേ വരുമൊരു ജന്മത്തിൽ നായരായി പണമുള്ള ഒരാളായി ജനിപ്പിക്കണേ എങ്കിലും ചന്ദ്രികേ നീ എന്റെ പ്രണയം എന്തേ എന്തേ നട്ടു നനച്ചൊരു പനി നീ പൂച്ചെടി മുട്ടനടത്തി ചിന്ന പോലെ രമണന്റെ ജീവൻ കൊതിഞ്ഞു മനസാക്ഷി നശിക്കാത്ത മലയാള ലോകമേ ചലിച്ചു ചന്ദ്രിക്ക് മാപേകുമോ ജാതി കോമരങ്ങൾ തച്ചുടയ്ക്കൂ ജാതി കോമരങ്ങൾ തച്ചുടയ്ക്കൂ അനശ്വരനായകൻ രമണൻ അനശ്വരനായകൻ രമണൻ അനശ്വരനായകൻ രമണൻ അനശ്വരനായകൻ രമണൻ
ನಮ್ಮ ಜೊತೆ ಇರುವಂಥದ್ದು ಈ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯರ, ಅದೇ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿಯ ಅಧ್ಯಾಪಕ ವೃಂದದವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಸರ್, ನಮ್ಮ ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯಲ್ಲಿ ನಡೀತಾ ಇದೆ. ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ? ಯಾವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಕಲೋತ್ಸವ ಅಂತಿಮ ದಿವಸಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ? ಎಷ್ಟು ಖುಷಿಯಾಗಿದ್ದರೆ, ಎಷ್ಟು ಟೆನ್ಷನ್ ಆಗಿದೆ? ನಮ್ಮ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ನಡೆಯುವುದು ಎಲ್ಲರಿಗೂ ಬಹಳ ಸಂತೋಷಕರ ವಿಷಯ. ಇದು ಒಂದು ಜಾತ್ರೆಯಾಗಿ ಕಾಣ್ತಾ ಉಂಟು. ನಾವು ಇಷ್ಟು ವೈಭವೋಪೇತವಾಗಿ ನಡೆಸ್ತೇವೆ ಅಂತ ನಮಗೆ ನಾವು ಭಾವಿಸೇ ಇಲ್ಲ. ಏನು, ನಮ್ಮ ಎಲ್ಲರ ಸಹಕಾರದಿಂದ ಇಲ್ಲಿಯ ಅಧ್ಯಾಪಕರು, ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ, ಅಧ್ಯಾಪಕರೇತರು, ಅದೇ ರೀತಿ ಊರವರು, PTA ಅವರು, ಕ್ಲಬ್ಬಿನವರು, ಸಮಸ್ತರು ಸೇರಿ ಅವರ ಸಹಾಯದೊಂದಿಗೆ ನಾವು ನಡೆಸಿರುವಂತಹ ಈ ಕಲೋತ್ಸವ ಒಂದು ಜಿಲ್ಲಾ ಕಲೋತ್ಸವದ ರೀತಿಯಲ್ಲಿದೆ. ಇದಕ್ಕೆ ಅದರಲ್ಲಿ ಯಾವುದೇ ಕಮ್ಮಿ ಬರಲಿಲ್ಲ ಅಂತೇಳಿ ಕೆಲವರ ಅಭಿಪ್ರಾಯ. ಇಲ್ಲಿಗೆ ಹಲವಾರು ಜನ, ಸಾವಿರಾರು ಜನ ಬಂದಿದ್ದಾರೆ. ಸಾವಿರಾರು ಅಂದರೆ 1-2 ಅಲ್ಲ, ನಮಗೆ ಒಂದನೇ ದಿವಸವೇ 4,000 ಜನ ಇಲ್ಲಿ ಊಟ ಮಾಡಿ ಹೋಗಿದ್ದಾರೆ. 2ನೇ ದಿವಸ 6,000 ಜನ, 3ನೇ ದಿವಸ 7,000 ಜನ. ಇವತ್ತು ಕೆಲವೊಮ್ಮೆ 10ರಿಂದ 12,000 ಜನಕ್ಕೆ ನಾವು ಬರುವ ನಿರೀಕ್ಷೆ ಇದೆ. ಅದೇ ರೀತಿ 10ರಿಂದ 12,000 ಜನಕ್ಕೆ ಊಟದ ವ್ಯವಸ್ಥೆ ಕೂಡ ನಾವು ಮಾಡಿದ್ದೇವೆ. ಹಲವಾರು ವೇದಿಕೆಗಳಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೆದಿತ್ತು. 27 ವೇದಿಕೆಗಳು, ಅದರಲ್ಲಿ 7 ಮುಖ್ಯ ವೇದಿಕೆಗಳು. ಇಂದು ಈ 7 ಮುಖ್ಯ ವೇದಿಕೆಗಳಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದೆ. ಆ 7 ವೇದಿಕೆಗಳಲ್ಲಿ ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮಗಳು, ಎಲ್ಲರಿಗೂ ಕಾಣುವಂತಹ ಕಾರ್ಯಕ್ರಮಗಳು, ಮಕ್ಕಳ ಪ್ರತಿಭೆಗಳು ಅನಾವರಣಗೊಳ್ತಾ ಉಂಟು. ಅದಕ್ಕೆ ಸಹಕಾರ ನೀಡಿದ್ದು ನಮ್ಮ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ ಹಾಗೂ ಅಧ್ಯಾಪಕರು ಹಾಗೂ ಅದರ ಕನ್ವೀನರ್ ಮತ್ತು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ನಮ್ಮ ಶಾಲೆಯವರೇ ಆಗಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಬೇರೆ ಶಾಲೆಯವರು ಕೂಡ ಇದ್ದಾರೆ. ಅವರೆಲ್ಲರ ಸಹಕಾರ ನಿಮಗೆ ನೋಡಿರ್ಬೋದಲ್ಲಿ. ಊಟದ ವ್ಯವಸ್ಥೆ ನೋಡಿದರೆ ಅಲ್ಲಿ ಅವರು ಪಡುವಂಥ ಶ್ರಮ ಬಹಳ ನಮಗೆ ಸಂತೋಷ. ಆ ಶ್ರಮದಿಂದ ನಮಗೆ ಇಷ್ಟು ಒಳ್ಳೆಯ ರೀತಿಯ ಕಲೋತ್ಸವಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ಆದ ಕಾರಣ ಎಲ್ಲರಿಗೂ ನಾನು ಅಭಿನಂದನೆಗಳನ್ನು, ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡಿಬೇಕಿದ್ರೆ ಅದ್ರ ಪ್ಲ್ಯಾನಿಂಗ್ ಎಲ್ಲ ಇರುತ್ತೆ. ಈ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ನಡೆಸಬೇಕು ಅನ್ನೋಂಥ ಹೇಳಿಕೆಯನ್ನು ಕೊಟ್ಟಾಗ ಯಾವ ರೀತಿಯಲ್ಲಿ ಪ್ಲ್ಯಾನಿಂಗನ್ನು ಮಾಡಿಕೊಂಡ್ರಿ ಅಂತ? ನಾನು ಈಗಾಗಲೇ 1 ತಿಂಗಳಾದದ್ದು ಈ ಶಾಲೆಗೆ ಬಂದು. ಆವಾಗ ನಾನು ಬರುವ ಮೊದಲೇ ಈ ಪ್ಲ್ಯಾನಿಂಗ್ ಎಲ್ಲ ನಡೆದಿತ್ತು. ಆಗ ವಿಶ್ವನಾಥ್ ಸರ್ನ ನೇತೃತ್ವದಲ್ಲಿ ಪ್ರಿನ್ಸಿಪಲ್ ಅವರು ರಜೆಯಲ್ಲಿದ್ದರು. ಅವರ ರಜೆಯನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡಿಸಿ ಈ ಕಲೋತ್ಸವಕ್ಕೆ ಬೇಕಾಗಿ ಅವರ ರಜೆಯನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡಿ ಅವರು ಈ ಕಲೋತ್ಸವ ನಮ್ಮ ಶಾಲೆಯಲ್ಲೇ ಜರುಗಬೇಕು ಅಂತ ತೀರ್ಮಾನದೊಂದಿಗೆ ಇವತ್ತು ಈ ಕಲೋತ್ಸವ ನಮ್ಮ ಶಾಲೆಯಲ್ಲಿ ಜರುಗುವುದು. ಅವರ ನೇತೃತ್ವದಲ್ಲಿ, ನಮ್ಮ ಸಹಾಯದಿಂದ ಅವರು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ, ನೀವು ಈಗಾಗಲೇ ಕಾಣ್ತಾ ಇದ್ದೀರಿ, ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಕಲೋತ್ಸವ. ಅದರ ಫಸ್ಟ್ ಪ್ರಿಫರೆನ್ಸ್ ಅಂತ ಹೇಳುವುದು ಊಟ ಅಲ್ವಾ? ಊಟ ಎಲ್ಲರಿಗೊಂದು ಮುಖ್ಯ. ಆ ಊಟದ ಒಂದು ರುಚಿ ಅಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ ಹೊಗಳಿಕೆ. ಹಾಗೂ ಅದರ ನೆಕ್ಸ್ಟ್ ಪ್ರಿಫರೆನ್ಸ್ ಎಲ್ಲ ಕನ್ವೀನರ್ಸ್, ನಮ್ಮ ಶಾಲೆಯ ಕನ್ವೀನರ್ಸ್ ಆಗಿ ರಾತ್ರಿ 10 ಗಂಟೆಯವರೆಗೆ ದುಡಿದು ಮನೆಗೆ 11-12 ಗಂಟೆಗೆ ತಲುಪಿದವರು. ಇಷ್ಟು 4 ದಿನ ಅಲ್ಲ, ಇದರ 1-1.5 ತಿಂಗಳಿಂದ ಇದರ ಕೆಲಸ ನಡೀತಾ ಉಂಟು ಈ ಶಾಲೆಯಲ್ಲಿ. ಇದರ ಪರಿಣಾಮವಾಗಿದೆ ಈ 4 ದಿನದಲ್ಲಿ ಇಲ್ಲಿ ಕಾಣುವುದು. ಈಗ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆ ಪ್ರತಿ ವರ್ಷ ನಾವು ಕಲೋತ್ಸವ ಏನು ನಡೀತಾ ಇದೆ ಅಲ್ಲಿ ಪ್ರಥಮ ಅಥವಾ ದ್ವಿತೀಯ ಪಡ್ಕೊಳ್ಳುವಂಥ ಶಾಲೆ. ಈ ವರ್ಷ ಕಲೋತ್ಸವದಲ್ಲಿ ನಮ್ಮ ಶಾಲೆಗೆ ಎಷ್ಟು ಹೋಪ್ ಇದೆ സർ? എത്ര പ്രതീക്ഷയുണ്ട് ഈ വർഷത്തെ കലോത്സവത്തിൽ പൈവളിക നഗര സ്കൂൾ? ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആതിഥേയരാണ്. അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞങ്ങൾ ചാമ്പ്യന്മാരാവുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുള്ളത്. പരമാവധി എല്ലാ ഐറ്റങ്ങളും നമ്മൾ മത്സരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനം വരുമ്പോൾ ഞങ്ങൾ തന്നെ സന്തോഷം വാർത്ത ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറിൻ്റെ നാട്? എൻ്റെ നാട് ബേക്കലാണ്.
ബേക്കലിന് ഇവിടെ വന്ന് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ഈ അങ്ങോട്ടുള്ള കലോത്സവത്തിൽ നിന്നും മഞ്ചേശ്വരം എങ്ങനെ വ്യത്യസ്തമായി കാണുന്നു? വളരെ വ്യത്യസ്തമായ ഒരു നാടാണ്. നമുക്കറിയാം സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തതകളുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് പൈവളിക നഗരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമന്വയമാണ്, അതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മളിവിടെ കലോത്സവങ്ങളിൽ കാണുന്നത്. യാതൊരുവിധ വ്യത്യാസങ്ങൾ കൂടാണ്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കലോത്സവം അവരവരുടെ വീടുകളിൽ നടക്കുന്ന പരിപാടി എന്ന രീതിയിലാണ് ഈ നാട്ടുകാർ ഇതിനെ കാണുന്നത്. അങ്ങനെയാണ് നമ്മളോടും അവർ സമീപിക്കുന്നത്. നല്ല രീതിയിലുള്ള ഇടപെടലാണ് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ಕನ್ನಡ ತುಳು പഠിച്ചു? ಕನ್ನಡ ಸ್ವಲ್ಪ ಮಾತಾಡೋದು. ನಮ್ಮ ಕಲೋತ್ಸವದಲ್ಲಿ ನಿರಂತರವಾಗಿ ಎಲ್ಲರೂ ಕೂಡ ಅಧ್ಯಾಪಕರು ಅಧ್ಯಾಪಕೇತರ ಸಿಬ್ಬಂದಿಗಳು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ವಿದ್ಯಾರ್ಥಿಗಳು ಯಾವ ರೀತಿಯಲ್ಲಿ ಸ್ಪಂದಿಸ್ತಾರೆ? ಸೇವಕರಾಗಿ ಅಧ್ಯಾಪಕರ ಜೊತೆಗೆ ಹಗಲಿರುಳು ಕೈ ಜೋಡಿಸಿ ಹೆಗಲು ನೀಡಿ ಕೆಲಸ ಮಾಡುವುದು ನಿಜವಾಗಿಯೂ ಪ್ರಶಂಸನೀಯ. ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ಕೂಡ ಒಂದಲ್ಲ ಒಂದು ರೀತಿಯಲ್ಲಿ ಇದರಲ್ಲಿ ಸಕ್ರಿಯವಾಗಿದ್ದಾರೆ. ಯಾರು ಮನೆಯಲ್ಲಿಲ್ಲ, ಕೆಲವರು ವೀಕ್ಷಕರಾಗಿರ್ಬೋದು, ವಾಲಂಟಿಯರ್ಸ್ ಆಗಿರ್ಬೋದು, ಭಾಗವಹಿಸೋರಾಗಿರ್ಬೋದು. ನಮ್ಮ ಶಾಲೆ ಎಲ್ಲ ಮಕ್ಕಳು ಕೂಡ ಇಲ್ಲಿದ್ದಾರೆ. ಯಾರಿಗೂ ಫ್ರೀ ಅಂತ ಇಲ್ಲ, ಎಲ್ಲರೂ ಕೂಡ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಒಟ್ಟಿನಲ್ಲಿ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ಬಹಳಷ್ಟು ಯಶಸ್ವಿಯಾಗಿ ನಮ್ಮ ಕಲೋತ್ಸವ ಮುಂದುವರಿತಾ ಇದೆ. ನಾವು ಅಂತಿಮ ದಿನದಲ್ಲಿದ್ದೇವೆ. ಎಲ್ಲರೂ ಅಧ್ಯಾಪಕರು ಹೇಳಿದ ಹಾಗೆ ಈ ವರ್ಷದ ಕಲೋತ್ಸವದಲ್ಲಿ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯಲ್ಲಿ ನಡೆಯುವಂಥ ಕಲೋತ್ಸವದಲ್ಲಿ ಪೈವಳಿಕೆ ನಗರ ಒಂದು ಚಾಂಪಿಯನ್ ಪಟ್ಟವನ್ನು ಅಲಂಕರಿಸಲಿ ಅನ್ನುವಂಥದ್ದು ನಮ್ಮದು ಕೂಡ ಆಶಯ. ಇಷ್ಟೊತ್ತು ನಮ್ಮ ಜೊತೆ ಮಾತಾಡಿದರೆ ಎಲ್ಲ ಅಧ್ಯಾಪಕರು ಧನ್ಯವಾದಗಳು. പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಸಂಘನೃತ್ತ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸುವಂತಹ ತಂಡಗಳು ಕೂಡಲೇ ವೇದಿಕೆ ನಂಬರ್ 1ರಲ್ಲಿ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. യുപി വിഭാഗം സംഘനൃത്ത മത്സരം വേദിയിൽ തുടരുന്നു. കോഡ് നമ്പർ 7. ಚುವಕಟ್ಟೆ
ഈ കണ്ണനട്ട് മേലെ കണ്ടത്തിൽ ഞാറ് നട്ട് ചേരിന് ഞാറ് കുത്തിയിറക്കുമ്പോൾ കാറ്റിന് പതിന് പട്ടിയ കെട്ടി കണ്ടോടി തമ്പ്രാനെത്തിണ്ട് ഒന്നാം കണ്ടം കൊയ്തു നിറയ്ക്കുമ്പോൾ പാടുന്ന പെണ്ണവളെ നാടി ചത്തന്റെ മോളവൾ ചുരിദാർ തന്റെ പെണ്ണവൾ ചുരിദാർ രണ്ടാം കണ്ടം മൂന്നാം കണ്ടം നാലാം കണ്ടം കൊയ്തിട്ട് തലയ്ക്കുള്ളിൽ കത്തറ സൂര്യനെ നോക്കി പാടണ പാട്ടേത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയും ഒരു നാൾ വരും ഈ പാടത്ത് മാറു മറിച്ച് കണ്ടാൽ പൂങ്കുയിൽ പാടുന്ന കുഞ്ചപ്പാടത്ത് മേലാളന്മാരുടെ എഴുന്നള്ളത്ത് നായാടി നാലടി നീങ്ങ് പറയോര് പത്തടി മാറി തുറയോരും പറയോരും തൊട്ടുവരമ്പിൽ ചേരിൽ മുങ്ങിക്കോ കോപം കൊണ്ട് ചൊലിച്ചിടുന്നു ചിന്തപ്പെണ്ണ് മാറുമറയ്ക്കണതെന്തിനു നമ്മൾ ഓടിയൊളിക്കണതെന്തിനു നമ്മൾ വേലയെടുത്താൽ അറിയാതെ എന്തൊരു നീതി എന്തൊരു ന്യായം ചില്ലയ്ക്കാതടി പെണ്ണി നാവടക്കടി പെണ്ണി ജീവൻ വേണേൽ ഓടി ഒളിക്കാൻ കൂടി വാടി പെണ്ണാളേ മടുത്തുര മനസ്സുമാ മഴയുള്ളൊരന്തിയിൽ ചാളയിൽ പോകും വഴിയിലെന്ന് വാഴയില ചോട്ടി ഓടിയെത്തി കരുത്തന കുറുമ്പൻ കുഞ്ഞിക്കോരൻ വെള്ളിച്ചന്തയിൽ പോയി വരുമ്പോൾ പുള്ളിക്കുപ്പായം കൊണ്ടുവരാം നാൽപ്പത്തിരണ്ട് കളം വരച്ച് ഇഷ്ടമാണ് എന്തോ ഇഷ്ടമാണ് മറക്കാൻ നിരപ്പുള്ള കാലം വഴിയെ നടക്കാൻ നിരപ്പുള്ള കാലം സതികെട്ട് സഹനത്തിന് പൊട്ടി ഒരുമിക്കാൻ അധികാരം സാക്ഷിയായി വലിയ വിപ്ലവകാരിയായി അടിയാളം കൊയ്യുവാനായി
പെണ്ണുങ്ങൾ മാറുമറച്ച് കണ്ടത്തിൽ കൊയ്യാൻ വന്ന നേരം പാടമിന്നും ഉഴുതെടുക്കുന്നെറിഞ്ഞ് ഞാറ് നട്ട് കൊയ്തെടുക്കുന്നേ മുഴുവൻ ನಮ್ಮ ಜೊತೆ ಈ ವರ್ಷದ ಕಲೋತ್ಸವದ ಟೈಟಲ್ ಸಾಂಗ್ ಏನಿದೆ ಅದನ್ನು ನೀವು ಆ ಅದ್ಭುತ ಸಂಗೀತವನ್ನ ಮಾಡಿದಂತವರು ಅಧ್ಯಾಪಕರ ಮೆಲ್ವಿನ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಜೊತೆಗೆ ಅದಕ್ಕೆ ಸಂಗೀತವನ್ನ ಕೊಟ್ಟಂತ ವಿನೀತ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಲಿರಿಕ್ಸ್ ಅನ್ನ ಬರೆದಂತ ವಿನೀತ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಸರ್, ಪ್ರತಿ ವರ್ಷವೂ ಕೂಡ ನಮ್ಮ ಯಾವುದಾದ್ರೂ ಒಂದು ರೀತಿಯಲ್ಲಿ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀರಾ. ಕಳೆದ ವರ್ಷವೂ ಕೂಡ ನಮ್ಮ ಕಲೋತ್ಸವದ ಗೀತೆಯನ್ನು ನೀವು ಬರೆದಿದ್ರಿ, ಅದಕ್ಕೆ ಸಂಗೀತವನ್ನು ಕೊಟ್ಟಿದ್ರಿ. ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ ನಮ್ಮ ಮಂಜೇಶ್ವರದ ಈ ವರ್ಷದ ಕಲೋತ್ಸವ? ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಬಹಳ ಅದ್ದೂರಿಯಾಗಿ ನಡೀತಾ ಉಂಟು. ಈಗ ನೀವು ಕೇಳಿದ ಪ್ರಶ್ನೆಗೆ ಉತ್ತರಿಸಲಾದ್ರೆ, ಈ ಹಾಡು ಬರೆಯುವುದಕ್ಕೆ ನಮಗೆ ಸ್ಫೂರ್ತಿ ಅಂದರೆ ನಮ್ಮ ಜೊತೆ ಪ್ರವೀಣ್ ಸರ್ ಆಗಿದ್ದಾರೆ. ಅವರು ಈಗ ಫಸ್ಟ್ ಟೈಮ್ ನಾವು 2023ರಲ್ಲಿ ಅಲ್ಲ 2019ರಲ್ಲಿ ಇಲ್ಲೊಮ್ಮೆ ಕಲೋತ್ಸವ ಆಗಿತ್ತು. ಆಗ ನಾವು ಸ್ಟಾರ್ಟ್ ಮಾಡಿದ ಈ ಕೆಲಸ, ಅದಕ್ಕೆ ಅವರು ನೇತೃತ್ವ ಕೊಟ್ಟವರು ಪ್ರವೀಣ್ ಸರ್. ಆಗ ಅವರು ನಮ್ಮ ಪ್ರತಿ ಸಲ ನೆನಪಿಸ್ತಾ ಇದ್ದಾರೆ ಕಲೋತ್ಸವ ಬರುವಾಗ ಸಾಂಗ್ ಮಾಡುವ ಅಂತೇಳಿ. ಹಾಗೆ ನನ್ನೊಟ್ಟಿಗೆ ನನ್ನ ಆತ್ಮೀಯ ಮಿತ್ರ ಅಧ್ಯಾಪಕ ದೇವಾನಂದ ಮಾಡಿದ್ದಾರೆ, ಅವರು ಬರೀತಾರೆ. ಅದಕ್ಕೆ ನಾವು ಸ್ವಲ್ಪ ರಾಗ ಆಗ್ತೇನೆ ಮ್ಯೂಸಿಕ್ ಕಂಪೋಸ್ ಮಾಡ್ತಾರೆ. ಈ ಸಲ ಒಂದು ವ್ಯತ್ಯಸ್ತವಾಗಿ ಇವರ ಐಡಿಯಾ, ನಮ್ಮ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯವರ ಐಡಿಯಾದಲ್ಲಿ ಮೂಡಿ ಬಂದಂಥ ಒಂದು ವಿಷಯ ಏನಂದ್ರೆ 4 ಭಾಷೆಗಳಲ್ಲಿ ಮಧ್ಯ ಮಾಡಬೇಕು ಅಂತೇಳಿ. ಹಾಗೆ 4 ಭಾಷೆಯಲ್ಲಿ ಮಾಡುವಾಗ ಕನ್ನಡ, ತುಳು, ಕೊಂಕಣಿ, ಅದೇ ರೀತಿ ಮಲಯಾಳ. ಕನ್ನಡಕ್ಕೆ ದೇವಾನಂದ ಸರ್ ಮತ್ತು ಕನ್ನಡ ಮತ್ತು ತುಳುಗೆ ದೇವಾನಂದ ಸರ್ ಬರ್ತದೆ ಲಿರಿಕ್ಸ್. ಮತ್ತೆ ಕೊಂಕಣಿಗೆ ರಾಜು ಮಣಿಯಪ್ಪ ಅಂತ ನಮ್ಮ ಇನ್ನೊಬ್ಬರು ಮಿತ್ರರು ಕೊಂಕಣಿ ರೈತರು. ಮತ್ತೆ ಮಲಯಾಳಕ್ಕೆ ಇವರು ನಮ್ಮ ಅಧ್ಯಾಪಕ
ಇದ್ದಾರೆ. ಎಲ್ಲರೂ ಮೆಚ್ಚುಗೆಯ ಮಾತುಗಳು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഈ പാട്ട് കേട്ടപ്പോ അധ്യാപകരാവട്ടെ അല്ലെങ്കിൽ കുട്ടികളാവട്ടെ എങ്ങനെയാണ് ഒരുപാട് സന്തോഷം. ഞാൻ തന്നെ നന്ദി പറയുന്നത് പിന്നെ ദേവാനന്ദൻ, അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് മെൽവിൻ ഡിസൂസ, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഓരോ വരികളും ഒരു വളരെ നന്നായി തന്നെ എന്നോട് പറഞ്ഞിങ്ങനെ വരികളുടെ കലോത്സവങ്ങളിൽ അതിന് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കി. കാരണം ഇന്നിപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി തുടങ്ങി. അതിന് കാരണം ദേവാലയത്തിനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര പിന്നെ അധിക ഭീഷണം അത്ഭുതാത്ഭുതം ഹേ നരസിംഹം നരസിംഹം ചണ്ഡവായു സമചണ്ഡികാശമം പ്രളയകാലാഗ്നിരൂപം നരസിംഹം നരസിംഹം ഭാവരാഗതാളം തീർന്നൊരസംബന്ധ നാടകം. ജനനായകൻ ജനസേവകൻ എന്നുള്ള സത്യം മറന്നോ ജനാധിപത്യമേ? മങ്ങുന്നു നാട്ടിൽ ജപനാരായണ മന്ത്രം പൊങ്ങുന്നിതാ സദാ ഹിരണ്യായ നമഃ. ഏതൊരു പുമാനും ലഭിക്കാവരം ബ്രഹ്മനേകി ഹിരണ്യന്നു മതമത്തദാനവൻ ലോകത്രയത്തെയും നിഷ്പ്രയാസം ജയിച്ചേകാധിപതിയായി പാടുചിരം. അക്ഷരഗണം നിന്നു ചാമരം വീശി തുമ്പുരു നാരദരും അവനെ സ്തുതിച്ചു. ആരും ഭജിക്കൊല വിഷ്ണുവേ ജപ ജപ ഹിരണ്യായ മന്ത്രങ്ങളെന്നു ഘോഷിച്ചു. ജപിക്കുന്നു നിത്യം ഹിരണ്യായ നമഃ. എങ്കിലോ കേൾക്കുന്നു കിളിനാദമെന്ന പോൽ അതിമധുര തരവിത നാരായണ. നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ. മകനെ ജപിക്കാക വിഷ്ണുനാമ. അസുരന് സുരനെന്ന് ശത്രുവല്ലോ. ഇന്നോളവും നീ പഠിച്ചതിലേറ്റവും ഉത്തമമേതെന്നു ചൊല്ലു സുതാ. വാസുദേവ ഭഗവത് പാദാംബുജ സേവനം അർച്ചനം ആത്മനിവേദനം വന്ദനം കീർത്തനം സഖ്യം ആകർണനം പിന്നെ സ്മൃതി ദാസ്യം ഈ നവഭക്തിതാ. മിഴികൾ ചുവന്നു ഇടരീശ്വരം
മകനത്രേ ഇവൻ കൊണ്ടുപോയി കൊല്ലുവിൻ, നെല്ലിലും ഇരുപ്പിലും നിദ്രയിലും അശനത്തിലും കൊന്നിടാം ഈ വധ്യനെ. ഹിമത്തിലും പട്ടിണി കിട്ടാൻ വിഷം കൊടുക്കാൻ കടലാഴത്തിൽ കാത്തിനാൻ വെട്ടിനാൻ കുത്തിനാൻ ഉഗ്രനാഗങ്ങളാൽ നിന്റെ വിഷ്ണു എങ്ങുണ്ടവൻ ചൊല്ലു ഇത്തൂണിലുണ്ടോ? തൂണിലും തുരുമ്പിലും ഉണ്ട് നാരായണൻ, തൂണുറക്കിലും രക്ഷനാരായണൻ. നരതതിയുടെ അയനമതിനു കാരകൻ നാരായണൻ. താരനെ നിത്യമവനം ചെയ്തത് നാരായണൻ. സ്തംഭം പിളർത്തു ബ്രഹ്മാണ്ടം തകർത്തൊരു മഹാനാദമതി ഭീകരം മുഴങ്ങുന്നു. മൃഗമല്ല നരനുമല്ലേതു വിചിത്രമൊരു നരസിംഹരൂപമാവിർഭവിക്കുന്നു. കത്തുമഗ്നിപോൽ ദൃഷ്ടികൾ, കത്തി വായ്പൊത്ത ചിത്രയും, ഊർധ്വകർണവും ഉഗ്രഗത്വരം പോലെ നാസികാദ്വാരവും, എണ്ണമില്ലാ കരങ്ങളും കൊടുനഖരമുനയായുധങ്ങളും, കാലകാലാന്ത രൂപമെന്ന കത്തി നിൽക്കുന്നു നരഹരി. മലർത്തി കിടത്തി വേരോടുതരം പിളർന്നു നഖങ്ങളാൽ താവു നീട്ടി പിളർന്നു ധീരം കുടിച്ചു കുടൽമാല സ്വന്തം ഗണത്തിൽ ധരിച്ചു. ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പദങ്ങളിൽ വീണാൻ നമിച്ചാൻ പ്രഹ്ലാദബാലൻ. അവനെ അൻപാർന്നു പിടിച്ചെഴുന്നേൽപ്പിച്ചു മൗലിയിൽ കൈവച്ചനുഗ്രഹിപ്പൂകരെ. സിംഹാസനങ്ങളെറുന്നൊരസുരൻ മധുബാല്യകുമാരം നിന്നും കളിപ്പാട്ടം വെട്ടുന്നു കുത്തുന്നു ആറ്റിലാട്ടുന്നു പ്രത്യയ ശാസ്ത്രവിഷം കുളിപ്പിക്കുന്നു. ധനബലത്താൽ പിന്നെ പദവി ബലത്താൽ നീതി നിയമങ്ങൾ കളിപ്പന്നു കരതലത്തിലിട്ടാടുന്ന നവകിരണ്യന്മാര് നാടിന്റെ നാരായ വേരറുക്കുന്നു. നാടിന്റെ നാരായ വേരറുക്കുന്നു. നാടിന്റെ നാരായ വേരറുക്കുന്നു.
വന്ന് ഹിരണ്യ തതിതൻ മാറ് നീ പിളർന്നാലും നരസിംഹമൂർത്തേ. തൂണിലും തുരുമ്പിലും ഉണ്ട് നാരായണൻ, ൂണുറക്കിലും രക്ഷനാരായണൻ. നരതതിയുടെ അയനമതിനു കാരകൻ നാരായണൻ. നരനെ നിത്യമവനം ചെയ്തതു നാരായണൻ. സംഘടനയുടെ ഭാഷണം കൂടി ഞാൻ പറഞ്ഞു. ഭാഷണം കൂടിയിട്ടാണ് ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ സമയമെടുത്തു, അതുപോലെ തന്നെ ഈ പൈവലിക എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് യുപി വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ಇದೇ ವೇದಿയിൽ ನಾವೀಗ ನಿಂತಿರುವಂತದ್ದು ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿ ಏನಿದೆ, ಇವತ್ತಿನ ಈ ವರ್ಷದ ಕಲೋತ್ಸವದ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಪಬ್ಲಿಸಿಟಿಯ ಮೇನ್ ಕನ್ವೀನರ್ ಆಗಿರುವಂತ ಪ್ರವೀಣ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಸರ್, ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯಲ್ಲಿ ಎಷ್ಟು ಮಂದಿ ಇದ್ದೀರಾ, ಹೇಗೆ ನಡೀತಾ ಇದೆ ಕೆಲಸ ಕಾರ್ಯಗಳು? ಸರ್, ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯಲ್ಲಿ ನಾವು ಒಂದು 8 ರಿಂದ 10 ಮಂದಿ ಒಂದು ಗ್ರೂಪ್ ಮಾಡಿ ಸುಮಾರು 1 ತಿಂಗಳಿಂದ ನಾವು ಈ ಪಬ್ಲಿಸಿಟಿ ಕೊಡಲಿಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಅಂದರೆ ನಾವು ಈಗಿನ ಹೊಸ ಮಾಧ್ಯಮಗಳನ್ನು ವಾಟ್ಸಪ್, ಅದೇ ರೀತಿ ಫೇಸ್ಬುಕ್, ಹಾಗೆ ವೆರೈಟಿ ಆಗಿ ಕನ್ನಡ, ಮಲಯಾಳ 2 ಲ್ಯಾಂಗ್ವೇಜನ್ನು ಕವರ್ ಮಾಡಿ ನಾವು ಪಬ್ಲಿಸಿಟಿ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಮ್ಯಾಕ್ಸಿಮಮ್ ಕವರ್ ಮಾಡಿದ್ದೇವೆ. ಮತ್ತೆ ಮಾತ್ರ ಅಲ್ಲ, ಕಾರ್ಯಕ್ರಮ ಕೂಡ ಈಗ ತುಂಬ ಸುಗಮವಾಗಿ ಸಾಗ್ತಾ ಇದೆ. ಈಗ ಪಬ್ಲಿಸಿಟಿ ಅನ್ನುವಾಗ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಒಂದಷ್ಟು ಬಲ ತುಂಬುವಂಥದ್ದು ಜಾಹೀರಾತುಗಳು. ನೀವು ಜಾಹೀರಾತನ್ನ ಪಡೀಲಿಕ್ಕೆ ಹೋಗುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಅವರ ರೆಸ್ಪಾನ್ಸ್ ಯಾವ ರೀತಿಯಲ್ಲಿತ್ತು? ಜಾಹೀರಾತು ಅಂದ್ರೆ ನಾವು ಪಬ್ಲಿಕ್ ಹೊರಗಡೆ ಇಳಿಯುವಾಗ, ಅಂದ್ರೆ ಜಾಹೀರಾತಿಗೆ ಹೋಗುವಾಗ ಅವರು ತುಂಬಾ ಸಂತೋಷದಿಂದ ಒಪ್ಪಿಕೊಳ್ತಾರೆ. ಯಾಕಂದ್ರೆ ಇದು ನಮ್ಮ ಊರಿನ ಶಾಲೆ, ನಮ್ಮ ಊರಿನಲ್ಲಿ ನಡೆಯುವಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ, ಇದಕ್ಕೆ ನಾವು ಖಂಡಿತವಾಗಿ ಕೈ ಜೋಡಿಸ್ತೇವೆ ಅಂತೇಳಿ ಸಂತೋಷದಿಂದ ನಮಗೆ ತುಂಬಾ ರೆಸ್ಪಾಂಡ್ ಮಾಡಿದ್ದಾರೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಜಾಹೀರಾತು ಕೊಟ್ಟಂತವರಲ್ಲಿ ಏನಾದರೂ ಹೇಳಿಕ್ಕಿದೆಯಾ? ಯಾರು ನಮಗೆ ಜಾಹೀರಾತು ಕೊಟ್ಟವರಂದ್ರೆ ಜಾಹೀರಾತು ಕೊಟ್ಟ ಕಾರಣ ಅಂದ್ರೆ ಪಬ್ಲಿಸಿಟಿ ಇರೋದೇ ಜಾಹೀರಾತಿನಲ್ಲಿ. ಅವರು ನಮ್ಮ ಜೊತೆ ಕೈ ಜೋಡಿಸಿದ್ರೆ ಮಾತ್ರ ಅಲ್ಲ, ಜಾಹೀರಾತು ಕೊಟ್ಟವರಿಗೆಲ್ಲ ಪಬ್ಲಿಸಿಟಿ ಮಾತ್ರವಲ್ಲ, ನಮ್ಮ ಇಡೀ ಕಲೋತ್ಸವದ ಕಮಿಟಿಯ ಪರವಾಗಿ ನಾನು ಧನ್ಯವಾದಗಳನ್ನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಜೊತೆ ಅಶ್ವಥ್ ಲಾಲ್ಬಾಗ್ ಅವರು ಕೂಡ ಇದ್ದಾರೆ. ಸರ್, ನಮ್ಮ ಪೈವಳಿಗೆಯ ಈ ಒಂದು ಕಲೋತ್ಸವ, ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ, ಹೇಗೆ ನಡೀತಾ ಇದೆ? ನಾವು ಅಂತಿಮ ದಿವಸದಲ್ಲಿದ್ದೇವೆ. ತುಂಬ ಸಂತೋಷ. ಪೈವಳಿಕೆಯ ಈ ಮಣ್ಣಿನಲ್ಲಿ, ಪೈವಳಿಕೆ ಅಂದರೆ ಸಪ್ತಭಾಗ ಸಂಗಮದ ಮಂಜೇಶ್ವರ ಭಾಗದಲ್ಲಿ ಪೈವಳಿಕೆಯಲ್ಲಿ ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಈಗ ತುಳು ಅಕಾಡೆಮಿಯ ತುಳು ಉತ್ಸವ ಆಗಿರ್ಬೋದು, ಅವತ್ತು US ಅಚ್ಚುವನ್ನು ಬಂದು ಮಾಡಿದಂಥ ಕಾರ್ಯಕ್ರಮ ಆಗಿರ್ಬೋದು, ನಮ್ಮ ತುಳುನಾಡಿನ ಕಂಬಳ ಆಗಿರ್ಬೋದು, ಅಥವಾ ಕಳೆದ ವರ್ಷ ಬಂದಂತಹ ಎಲ್ಲ ಶಾಸಕರು, ಮಂತ್ರಿ ಮಂಡಲ ಬಂದಂಥ ಸಂದರ್ಭ ಆಗಿರ್ಬೋದು, ಅದಲ್ಲದೆ ಇದು ಈಗಿನ ಕಲಾ ಉತ್ಸವ, ಇದೆಲ್ಲ ಆ ಕಲೋತ್ಸವ ಇಲ್ಲಿ ಪೈವಳಿಕೆಯ ಮಣ್ಣಿನಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಮಾಡಿದರೆ ಎಲ್ಲರೂ ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲರೂ ಕೂಡ ಒಂದೇ ಮಕ್ಕಳ ತಾಯಿಯಂತೆ ಎಲ್ಲರೂ ದುಡಿತಿದ್ದಾರೆ. ಅಂತಿಮ ದಿವಸದಲ್ಲಿದೆ. ತುಂಬ ಸಂತೋಷ. ಪೈವಳಿಕೆಯ ಈ ಮಣ್ಣಿನಲ್ಲಿ, ಪೈವಳಿಕೆ ಅಂದರೆ ಸಪ್ತಭಾಗ ಸಂಗಮದ ಮಂಜೇಶ್ವರ ಭಾಗದಲ್ಲಿ ಪೈವಳಿಕೆಯಲ್ಲಿ ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಈಗ ತುಳು ಅಕಾಡೆಮಿಯ ತುಳು ಉತ್ಸವ ಆಗಿರ್ಬೋದು, ಅವತ್ತು US ಅಚ್ಚುವನ್ನು ಬಂದು ಮಾಡಿದಂಥ ಕಾರ್ಯಕ್ರಮ ಆಗಿರ್ಬೋದು, ನಮ್ಮ ತುಳುನಾಡಿನ ಕಂಬಳ ಆಗಿರ್ಬೋದು, ಅಥವಾ ಕಳೆದ ವರ್ಷ ಬಂದಂತಹ ಎಲ್ಲ ಶಾಸಕರು, ಮಂತ್ರಿ ಮಂಡಲ ಬಂದಂಥ ಸಂದರ್ಭ ಆಗಿರ್ಬೋದು, ಅದಲ್ಲದೆ ಇದು ಈಗಿನ ಕಲಾ ಉತ್ಸವ, ಇದೆಲ್ಲ ಆ ಕಲೋತ್ಸವ ಇಲ್ಲಿ ಪೈವಳಿಕೆಯ ಮಣ್ಣಿನಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಮಾಡಿದರೆ ಎಲ್ಲರೂ ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲರೂ ಕೂಡ ಒಂದೇ ಮಕ್ಕಳ ತಾಯಿಯಂತೆ ಎಲ್ಲರೂ ದುಡಿತಿದ್ದಾರೆ. ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿದೆ ಈ ಕಳೆದ 4 ದಿವಸಗಳಿಂದ. ಅದೇ ರೀತಿ 10-20 ದಿವಸಗಳಿಂದ ಮುಂಚೆ ಇಲ್ಲಿಯ ಟೀಮ್ ವರ್ಕ್, ಇಲ್ಲಿಯ ಮಾಸ್ಟರ್ ಆಗಿರ್ಬೋದು, ಇಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಊರಿನ ಜನಪ್ರತಿನಿಧಿಗಳಾಗಿರ್ಬೋದು, ಈ ಊರಿನವರಾಗಿರ್ಬೋದು, ಎಲ್ಲ ರೀತಿಯ ಸಹಕಾರ ನೀಡಿದ್ದಾರೆ. ಎಲ್ಲರ ಹಣದ ಸಹಕಾರ ನೀಡಿದ್ದಾರೆ. ಮತ್ತೆ ತರಕಾರಿ, ತೆಂಗಿನಕಾಯಿ, ಈ ರೀತಿಯ ಎಲ್ಲ ರೀತಿಯ ಸಹಕಾರ, ಈ ಬೇಕಾಗುವಂತ ಎಲ್ಲ ರೀತಿಯ ಸಹಕಾರ ನೀಡಿದ್ದಾರೆ. ಅದೇ ನೀವು ನೋಡಿರ್ಬೋದು, ನಾವು ಹೊರಗಡೆ ಬರುವಾಗ ಅಲ್ಲಿ ನಿಂತುಕೊಂಡಿರ್ತಕ್ಕಂತಹ ಸ್ವಯಂ ಸೇವಕರು ಬಿಸಿಲಿನಲ್ಲಿ ಬೆಳಿಗ್ಗೆ 7 ಗಂಟೆಯಿಂದ ರಾತ್ರಿ 8 ಗಂಟೆಯವರೆಗೆ ತುಳಿತಿರುವುದನ್ನು ನೋಡಿದರೆ ನಿಜವಾಗಿಯೂ ಒಗ್ಗಟ್ಟಿನಲ್ಲಿ ಬಲವಿದೆ ಅನ್ನೋದಕ್ಕೆ ಇದು ಸಾಕ್ಷಿಯಾಗಿದೆ. ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತೇನೆ. ಯಾವುದೊಂದು ಕಾರ್ಯಕ್ರಮ ಆಗಬೇಕಿದ್ರೆ ಒಂದು ಪ್ಲಾನಿಂಗ್ ಇರಬೇಕು. ಆ
ಪ್ಲಾನಿಂಗ್ ಪ್ರಕಾರ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಗಳು ಮುಂದುವರಿತಿದೆಯಾ ಅಥವಾ ನೀವು ಮಾಡಿದಂಥ ಪ್ಲಾನಿಂಗ್ ಅಲ್ಲಿ ಏನಾದರೂ ಲೋಪಲ ದೋಷ ಹಾಗೇನು ಕಂಡು ಬಂದಿದೆಯಾ? ಇಲ್ಲ, ಖಂಡಿತವಾಗಿಯೂ ಯಾವ ರೀತಿ ಪ್ಲಾನಿಂಗ್ ಮಾಡಿದ್ರಂದ್ರೆ ಯಾವ ರೀತಿ 10-15 ದಿವಸ ಮುಂಚೆ ಈ ರೀತಿ ನಡಿಬೇಕು ಆ ರೀತಿ ನಡೀತಾ ಇದೆ. ಆದರೆ ಪ್ರಾರಂಭದ 2 ದಿವಸಗಳ ಕಾಲ ನಮಗೆ ಮಳೆ ಇದ್ದ ಕಾರಣ ಸ್ವಲ್ಪ ಅಲ್ಲದೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದೆ ನಡೀಲಿಕ್ಕಿರುವಂತಹ ಸ್ಪರ್ಧೆ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಗ್ರೂಪ್ ಡ್ಯಾನ್ಸ್ ಗರ್ಲ್ಸ್ ಅವರು ಕೂಡ ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆಯ ಸಮೀಪದಲ್ಲಿ ಹಾಜರಾಗಬೇಕಾಗಿದೆ. ಕೊನೆಯದಾಗಿ ಈ ವೇದಿಕೆಯಲ್ಲಿ ಸಮಾರಂಭ ಸಮಯಕ್ಕೆ ಸರಿಯಾಗಿ ಆರಂಭಗೊಳ್ಳಬೇಕಾಗಿದೆ. ಆದ್ದರಿಂದ ಎಲ್ಲ ಎಸ್ಕಾರ್ಟಿಂಗ್ ಟೀಚರ್ಸ್ ಹಾಗೂ ವಿದ್ಯಾರ್ಥಿಗಳು ಇತ್ತ ಗಮನ ಹರಿಸಿ. ಈಗ ವೇದಿಕೆಯಲ್ಲಿ ಯುಪಿ ಸೆಕ್ಷನ್ ಸಂಘ ನೃತ್ಯಂ ಕೋಡ್ ನಂಬರ್ 3 is on the stage now. Judges, please note code number 3. പാർത്ഥസാരഥി ഭഗവാൻ പാർത്ഥസാരഥി ആറന്മുളയിലെ പാർത്ഥസാരഥി പാർത്ഥൻ പ്രതിഷ്ഠിച്ച വിശ്വരൂപ വിഗ്രഹം നിലയ്ക്കലിൽ നിലകൊണ്ട ശ്രീകൃഷ്ണ ചൈതന്യം ജഗത്തിൻ നാഥനായി സകല ദുരിത ശമനനായി ഹരിയായി പതിയായി ഉലകിൽ നിലകൊണ്ട വിശ്വരൂപമായി ನಮ್ಮ ಜೊತೆ പേമാരിച്ചൊരിയുന്ന പ്രളയകാലത്തിനായി നിലയില വെള്ളത്തിൽ നിലകൊണ്ട വിഗ്രഹം 6 മുളം തണ്ടിൽ കെട്ടി പമ്പയാറ് തുഴഞ്ഞെത്തി കൊണ്ടുവന്നു. വിളക്കുമാടത്തിലായി ചതുർബാഹുരൂപമായി പരബ്രഹ്മഭാവമായി വിഷ്ണു ചൈതന്യം ശ്രീകൃഷ്ണ പരമാത്മാ വിഗ്രഹമായി വിളങ്ങി ആദിനാരായണൻ ആറന്മുള ഭഗവാൻ. ആനന്ദനം തൊന്തനാനന്ദനം ആനന്ദനം തൊന്തനാനന്ദനം. ജനത്താൽ നിർമ്മിച്ചൊരുങ്ങി നീതിക്ക് നാഥനായ വിശ്വരൂപൻ വലം കയ്യിൽ പത്മം ഇടതായതയും സുദർശന ചക്രവും വെൺശംഖുമായി പാർശ്വത്തിൽ ലക്ഷ്മിയും ശ്രീദേവി പരിസരം 4 മലകൾ കാവലായി ഗോപുരം കീഴിടും അമ്പലങ്ങൾക്ക് അധിപനായ ദേവൻ.
ഗരുഡ വാഹനത്തിൽ ദേവൻ എഴുന്നള്ളി വരും നേരം പഞ്ചപാണ്ഡവരും ഒത്തുചേർന്നിടും. പത്രം നിരത്തി വടിവോടി പന്തി തോറും ചിത്തം കുളിർക്കെ വിഭവം പലതും വിളമ്പി വൻപാർന്നിടുന്ന പശിയും ഒരു പോർക്കുവാനായി നല്ലൊരു തുണ്ടമലരിൻ നിറമാർന്ന ചോറേ. അഷ്ടമിരോഗിനാളിൽ പള്ളിയോടൻ വന്നേ കുന്നോളം പേരുകളും രുചിയും പായസവും നാളത്തൈരും കോട്ടി ശബ്ദ വിളമ്പാം. പരിപ്പ് പപ്പട പപ്പടവടയും പച്ചടി കിച്ചടി നാരങ്ങ കറിയാളെന്നോലും പ്രഥമൻ കൂട്ടി പാട്ടും പാടിയൊരുക്കാം. പാട്ടും പാടി വല്ല സദ്യ ഒരുക്കാം. വെളുത്തിയവും പുഞ്ചമണ്ണും കുഴച്ച് തേച്ചു മിനുക്കിയൊരു ലോകദർപ്പണം. മലയാള പെരുമകൻ കരകൗശല വൈഭവം ലോകമറിഞ്ഞൊരു പൊൻകലയായി ഉലകിൻ ഉരകല്ലിൽ ഉയിരായി ജ്വലിപ്പിച്ച മണ്ണിന്റെ മക്കൾ തൻ ശ്വാസമായി ജീവത്തുടിപ്പിന്റെ താളമായി വിശ്വമറിഞ്ഞൊരു കണ്ണാടി. ഇത് ആറന്മുളയിലെ കണ്ണാടി. അർജുന സാരഥിയായി വിശ്വനാഥനാകും നേരം അർജുനനും തേരിലേറി തിരിച്ചു വേഗാൽ പള്ളിയോടങ്ങിലിരുന്നേ പമ്പാന്നറിയുണർന്നേ ഉത്രക്കാരി വള്ളം ദോഷമുയർന്നേ തുവെല്ലെണിഞ്ഞല്ലോ തുകക്കാരെല്ലാം കൂടി മുത്തുക്കുട കൊടി വീശി ഘോഷയാത്രയായി ആവേശത്തിനെ യുദ്ധത്തിൽ താളത്തിൽ തുഴയറിയാം ഇമ്പത്തിൽ മണ്ണേറും വഞ്ചിപ്പാട്ടും പാടാം കരയാകെ കരഘോഷമാർ കോവിൽ വരുമ്പോൾ കരക്കേരിങ്ങും പാടും ചുണ്ടനും വെള്ളം തുഴയാം തിച്ചുവാഴ കാട്ടൂരെ ആ കോഴഞ്ഞേരി കൂട്ടുണ്ടേ പൈരൂറും ചെറുപ്പോഴും ഇവരോടൊപ്പം കൂടുന്നേ മുന്നേ കാവും മംഗളം ഞാൻ വിളിക്കുന്നേ തിരശ്ശേരി വല മുതുവഴിയും ആവേശത്തിരയിൽ പെരുമയിൽ ആചാരപ്പഴമയിൽ നാടിന്റെ നാടിയെ സ്പന്ദനമായി ആറന്മുള ഭഗവാൻ വാണിടും നാടിത് നാനാമതസ്ഥരുടെ നാട് കലകളും കരകൗശല വൈഭവങ്ങളും തിളങ്ങി മത്സരത്തിനകൾ സഹോദരം തുളുമ്പി രുചികേറും വിഭവങ്ങൾ ഒരുക്കി ശാന്തി സമാധാന ഘോഷങ്ങൾ മുഴക്കി കണ്ണാടി പോൽ തെളിയും നാട് മലയാള നാടിൽ അഭിമാനമായി ആറന്മുള ഇത് ആറന്മുള
ಪ್ರಕಾಶ್ UP വിഭാഗം സംഘനൃത്ത മത്സരം വേദി 1 പുരോഗമിക്കുകയാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്ത മത്സരത്തിന് അരങ്ങൊണരുകയായി. UP വിഭാഗം സംഘനൃത്ത മത്സരം വേദിയിൽ പുരോഗമിക്കുകയാണ്. UP വിഭാഗം സംഘനൃത്ത മത്സരത്തിന് ശേഷം ഇതേ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം അരങ്ങുണരാൻ പോവുകയാണ്. സപ്തഭാഷാ സംഗമ ഭൂമിയായ GHSS പൈവളിക നഗറിന്റെ ഈ വിദ്യാലയ അങ്കണത്തിലേക്ക് 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ കലാമാമാങ്കത്തിന്റെ പരിസമാപ്തിയുടെ ഈ അവസാന നിമിഷത്തിലേക്ക് എല്ലാ കലാസ്നേഹികളെയും കലാപ്രേമികളെയും ഞങ്ങൾ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ವೇದಿ 1 ಅಧ್ಯಾಪಕರು ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ. ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯ ಒಂದು ಅಂಗವಾಗಿದ್ದೀರಾ ನೀವು. ನಮ್ಮ ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಹೇಗೆ ನಡೀತಾ ಇದೆ, ಯಾವ ರೀತಿಯಲ್ಲಿ ಕಲೋತ್ಸವ ಮುಂದುವರಿತಾ ಇದೆ? ನಾನು ಪ್ರಕಾಶ್ ಅಂತ, ಕುಂಬಳೆ ಊರು ನನ್ನದು. ನಾನು ಇಲ್ಲಿ ಸುಮಾರು 10 ವರ್ಷದಿಂದ ಸರ್ವಿಸ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಕಲಾ ಅಧ್ಯಾಪಕನಾಗಿ. 2019ರಲ್ಲಿ ಇಲ್ಲಿ ಕಲೋತ್ಸವದ ಆತಿಥ್ಯ ವಹಿಸುವಾಗ ಇದ್ದಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ವೈಭವಪೇತವಾಗಿ ಈ ಬಾರಿ ನಡೆಯುತ್ತದೆ ಎಂಬುದು ನನ್ನ ಅನಿಸಿಕೆ. ಇದಕ್ಕೆ ನಾನು ಮತ್ತು ನಮ್ಮ ಎಲ್ಲ ಸದಸ್ಯರು, ನನ್ನ ಎಲ್ಲ ಸಂಘಟಕರು, ಅಧ್ಯಾಪಕ ವೃಂದದವರು ಅಹರ್ನಿಶಿ ದುಡಿತಾ ಇದ್ದಾರೆ. ಆ ದುಡಿತದ ಫಲ ನಮಗೆ ಇಲ್ಲಿ ಬಹಳ ಸಂತೋಷವಾಗಿದೆ. ನೀವು ಕಲಾಧ್ಯಾಪಕರು, ಅಧ್ಯಾಪಕರಾಗಿರುವಾಗ ನಮ್ಮ ಆಫ್ ಸ್ಟೇಜ್ ಐಟಮ್ಗಳು ಚಿತ್ರ ರಚನೆ ಆಗಿರ್ಬೋದು, ಅದೆಲ್ಲ ನೋಡಿದ್ದೀರಾ? ಈ ವರ್ಷದ ಮಕ್ಕಳ ಪ್ರತಿಭೆ ಹೇಗೆ ಅನಿಸ್ತದೆ? ಮಕ್ಕಳಲ್ಲಿ ಅರಳುವ ಪ್ರತಿಭೆಗಳು ಅರಳಬೇಕಾದ್ರೆ ಅವರಿಗೆ ವಿಷಯಗಳನ್ನು ಕೊಟ್ಟು ಅವರನ್ನು ಚಿತ್ರಿಸಲಿಕ್ಕೆ ಹೇಳುವಾಗ ಇಲ್ಲಿನ ಎಲ್ಲ ಇತರ ಶಾಲೆಗಳಲ್ಲಿ ಕಲಾ ಅಧ್ಯಾಪಕರ ಕೊರತೆ ಇರುವ ಕಾರಣ ಮಕ್ಕಳಲ್ಲಿ ಆ ಸೃಜನಾತ್ಮಕತೆ ಬರಲು ಸ್ವಲ್ಪ ಕಷ್ಟಕರವಾಗಿದೆ ಅಂತ ನನ್ನ
മാറ്റത്തിൽ വരും ഉച്ചയ്ക്ക് കത്തിജ്വലിക്കും കൗമാരമായി അംശുദായകൻ അരുണൻ പാപനാഥൻ ആരും കൊതിക്കും മരവിന്ദൻ ഒടുവിൽ വാർദ്ധക്യ കർമ്മസാക്ഷി മണി സുധരൻ നായകൻ ദിനേശൻ ദിനമണി ദിവാകരൻ ദിനകരൻ പകലും പകൽമണി ഉഷവൻ തവനൻ ഭാസ്കരൻ മാതാണ്ടൻ കണ്ഠഭാകരൻ ഭാസ്കരനൊരിക്കൽ പരീക്ഷണമേകുന്നു കുന്തിദേവി കുങ്കുമവർണ്ണ സ്വരൂപനെ കാമിച്ചു പരസിദ്ധിയായി കർണജന്മം അപമാനഭാരം ഭയനുവദേവി മറുവഴിയില്ലാതെ വ്യസനിതയായി ഗംഗന്മാരിലൊഴുക്കി കുഞ്ഞിനെ സൂര്യപുത്രന കർണനെ രാരീരാരോ 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 ഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാകം ജപേ നിത്യം അക്ഷയം പരമാം ശിവം ചൊരിയുന്നേ മാമലമേലെ മുരിക്കു ചുവക്കുന്നു ചോക ചോക കണരന്റെ പെണ്ണേ കേൾക്കുമാനത്ത മലമേലെ കേൾക്കുന്നൊരുവനടി അന്തമാനത്തെ വെളുപ്പിക്കും കതിരോടി ചുരകടി കേൾക്കുമാനത്ത മലമേലെ കേൾക്കുന്നൊരുവനടി അന്തമാനത്തെ വെളുപ്പിക്കും കതിരോടി ചുരകടി സൂര്യനെ സ്നേഹിച്ചു നാനിലായി വീഴി നീട്ടി ജലസുന്ദരി സൂര്യന്റെ കാമുകി ഒരു നാൾ ബ്രഹ്മാവിൻ ശാപത്താൽ കാവലിതനായി പരമേശ്വരൻ ഭിക്ഷയെടുത്തു നടന്നിടുമ്പോൾ അരുണനവിടെ പരിഹാസം
മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവം 2025 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈവളിക നഗർ 4 ദിവസങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കലാമാമാങ്കത്തിന് തിരശീല വീഴുകയാണ്. ഈ കലാമാമാങ്കത്തിന് തിരശീല വീഴുമ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കലാസ്വാദകരെയും കലാപ്രേമികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ സപ്തഭാഷാ സംഗമ ഭൂമിയിലേക്ക് സ്നേഹാദരങ്ങളുടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു മത്സരത്തോടുകൂടി വേദി നമ്പർ 1 എല്ലാ മത്സരങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനുശേഷം മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവത്തിൽ 4 ദിവസങ്ങളിലായി നടന്നുവരുന്ന വിവിധങ്ങളിലായ വേദികളിലായി നടന്നുവരുന്ന ഈ കലാമാമാങ്കത്തിന് തിരശീല വീഴുമ്പോൾ സമാപന സമ്മേളനം പ്രൗഢോജ്വലമായ സദസ്സിന്റെ സമാപന സമ്മേളനം ഈ വേദിയിൽ വെച്ച് അരങ്ങേറുന്നതാണ്. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം വേദി 1 ആരംഭിക്കാൻ പോകുകയാണ്. നാല് ദിനരാത്രങ്ങളിലായി സപ്തഭാഷാ സംഗമ ഭൂമിയായ ഈ പൈവളിക നഗറിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈവളിക നഗർ ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ കലാസ്വാദകരെയും കലാപ്രേമികളെയും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സമാപന സഭയിലേക്ക് കടക്കുമ്പോൾ 4 ദിവസങ്ങളിലായി നടന്ന ഈ മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തോടുകൂടി ഈ വേദിയിലെ എല്ലാ മത്സരങ്ങളും പൂർണ്ണമാവുകയാണ്. അതിനുശേഷം 4 ദിവസങ്ങളിലായി നടന്ന മഞ്ചേശ്വര ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന സഭയ്ക്ക് ആരംഭം കുറിക്കുന്നതാണ്. സപ്തഭാഷാ സംഗമ ഭൂമിയായ GHSS പൈവളിക നഗർ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മുഴുവൻ കലാസ്വാദകരെയും കലാപ്രേമികളെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വേദി നമ്പർ 1 ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಕೊನೆಯ ಸಂಭ್ರಮದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲ ಕಲಾಭಿಮಾನಿಗಳಿಗೆ ಮತ್ತೊಮ್ಮೆ ಹಾರ್ದಿಕ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಈ ವೇದಿಕೆಯಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಸಂಘನೃತ್ಯ ಆದ ತಕ್ಷಣ ಸಮಾರೋಪ ಸಮಾರಂಭ ಸಂಪನ್ನಗೊಳ್ಳಲಿದೆ. ಎಲ್ಲ ವಿಜೇತರಿಗೂ ಕೂಡ ಬಹುಮಾನ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮ ಅತಿಥಿ ಅಭ್ಯಾಗತರ ಸಮ್ಮುಖದಲ್ಲಿ ಹಾಗೂ ಸಮಗ್ರ ಪ್ರಶಸ್ತಿಯು ಕೂಡ ಈ ಸಮಾರೋಪ ಸಮಾರಂಭದಲ್ಲಿ ವಿತರಿಸಲಾಗುವುದು. ಆಗಮಿಸಿದಂಥ ಎಲ್ಲ ಕಲಾಭಿಮಾನಿಗಳಿಗೂ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆ ಪೈವಳಿಕೆಯ ಪರವಾಗಿ ಹಾಗೂ ಶಾಲಾ ಕಲೋತ್ಸವದ ಸಂಘಟನಾ ಸಮಿತಿಯ ಪರವಾಗಿ ಮತ್ತೊಮ್ಮೆ ಆಧಾರದ ಸ್ವಾಗತ. ಬಹಳ ಸಂಭ್ರಮದಿಂದ 4 ದಿವಸದಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂತಹ ಈ ಕಲಾ ಮಾಮಾಂಕ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಸಪ್ತಭಾಷಾ ಸಂಗಮ ಭೂಮಿಯ ಈ ಪುಣ್ಯ ಮಣ್ಣಿನಲ್ಲಿ ಅದೆಷ್ಟೋ ಪ್ರತಿಭೆಗಳನ್ನು ಸಾಕ್ಷಿಯಾದಂಥ ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ರಿಗೂ ಕೂಡ ನಾವು ಅಭಿನಂದನೆಗಳನ್ನು ಈ ಮೂಲಕ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಬಹಳ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೆಸುವರೆ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿರುವಂಥ ಎಲ್ಲರನ್ನು ಕೂಡ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಪರವಾಗಿ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯ ಪರವಾಗಿ ಹಾಗೂ ಸಮಸ್ತ ಸಂಘಟನಾ ಸಮಿತಿಯ ಪರವಾಗಿ ಮತ್ತೊಮ್ಮೆ ಧನ್ಯವಾದಗಳು, ಅಭಿನಂದನೆಗಳು.
പ്രിയപ്പെട്ടവരെ, 4 ദിവസങ്ങളിലായി ഈ പരിപാവനമായ ഭൂമിയിൽ നടന്നു വരുന്ന മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ಮುಂದೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಗ್ರೂಪ್ ಡ್ಯಾನ್ಸ್ ಸ್ಪರ್ಧೆ ಆರಂಭಗೊಳ್ಳಲಿಕ್ಕಿದೆ. ಕೋಡ್ ನಂಬರ್ 1 ಮತ್ತು 2 ವೇದಿಕೆಯ ಸಮೀಪದಲ್ಲಿ ತಯಾರಾಗಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಸಮಯಬಂಧಿತವಾಗಿ ಮುಗಿಸಲಿಕ್ಕೆ ಸಹಕರಿಸಿ ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಮುಂದೆ 4 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಸಮಾರೋಪ ಸಮಾರಂಭ ನಡೆಯಲಿದೆ. 4 ದಿನಗಳವರೆಗೆ ನಡೆದಿರುವಂತಹ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಸಮಾರೋಪ ಸಮಾರಂಭ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ. ಈಗ ನಡೆದಿರುವಂತಹ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯಂ ಸ್ಪರ್ಧೆಯ ತೀರ್ಪಿನ ಬಳಿಕ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯಂ ಸ್ಪರ್ಧೆ ಆರಂಭಗೊಳ್ಳಲಿರುವುದು. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಸಮಾರೋಪ ಸಮಾರಂಭ ವೇದಿಕೆ ಸಂಖ್ಯೆ 1ರಲ್ಲಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಸಮೂಹ ನೃತ್ಯ ತಕ್ಷಣ ಸಂಪನ್ನಗೊಳ್ಳಲಿದೆ. ಅತಿಥಿ ಅಭ್ಯಾಗತರ ಸಮ್ಮುಖದಲ್ಲಿ ಸಮಾರೋಪ ಸಮಾರಂಭ ಹಾಗೂ ವಿಜೇತ ಶಾಲೆಗಳಿಗೆ ಸಮಗ್ರ ಪ್ರಶಸ್ತಿ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮ ಕೂಡ ಈ ಭವ್ಯವಾದಂತಹ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಸಲಿದ್ದೇವೆ. 4 ದಿವಸಗಳ ಕಾಲ ಜೆಎಚ್ಎಸ್ ಪೈವಳಿಕೆ ನಗರದ ಈ ಶಾಲೆಯಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂತಹ ಶಾಲಾ ಕಲೋತ್ಸವದ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ಆಗಮಿಸಿದಂಥ ಎಲ್ಲ ಕಲಾಭಿಮಾನಿಗಳನ್ನು ಹಾಗೂ ನಮ್ಮೆಲ್ಲರ ಈ ಶಾಲೆಯ ಮೇಲೆ ಪ್ರೀತಿ ಇಟ್ಟು ಆಗಮಿಸಿದಂಥ ಎಲ್ಲ ಬಂಧುಗಳನ್ನು ಕೂಡ ವೇದಿಕೆ ಸಂಖ್ಯೆ 1ಕ್ಕೆ ಮತ್ತೊಮ್ಮೆ ಸ್ವಾಗತಿಸ್ತಾ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಸಮೂಹ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ಇನ್ನು ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ಆರಂಭ ಆಗಲಿದೆ. ಅದಾದ ತಕ್ಷಣ ಸಮಾರೋಪ ಸಮಾರಂಭ. ಈ 4 ದಿವಸ ಬಹಳ ವೈಭವಪೂರಿತವಾಗಿ ಅನೇಕ ಪ್ರತಿಭೆಗಳಿಗೆ ಪ್ರದರ್ಶನಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಂತಹ ಈ ಭವ್ಯ ವೇದಿಕೆಯಲ್ಲಿ ಸಮಾರೋಪ ಸಮಾರಂಭ ನಡೆಯಲಿಕ್ಕಿದೆ. ಈ ಕಾರ್ಯಕ್ರಮ ಕೂಡ ಎಲ್ಲ ಕಲಾಭಿಮಾನಿಗಳನ್ನು ವಿದ್ಯಾಭಿಮಾನಿಗಳನ್ನು ಮತ್ತೊಮ್ಮೆ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಈ ಒಂದು ಶಾಲಾ ಕಲೋತ್ಸವ ಇಷ್ಟು ವ್ಯವಸ್ಥಿತ ರೀತಿಯಲ್ಲಿ ನಡೆಯುವರೆ ನಮ್ಮೊಂದಿಗೆ ಅನೇಕ ಸಂಘ ಸಂಸ್ಥೆಗಳು ಅನೇಕ ಮಹನೀಯರು ನಿರಂತರವಾಗಿ ಶ್ರಮಿಸಿದ ಫಲವಾಗಿ ಬಹಳ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಕಲೋತ್ಸವವನ್ನು ನಮಗೆ ಮುಗಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗ್ತಾ ಇದೆ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಸಹಕರಿಸಿದ ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ನಾವು ಅಭಿವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಏಷ್ಯಾ ಖಂಡದಲ್ಲಿ ಬಹಳ ದೊಡ್ಡದಾದಂತಹ ಕಲಾ ಪ್ರತಿಭೆಗಳಿಗೆ ಗುರುತಿಸುವಂತಹ ಶಾಲಾ ಕಲೋತ್ಸವದ ಸಪ್ತಭಾಷಾ ಸಂಗಮ ಭೂಮಿಯಾದಂತಹ ಈ ಮಂಜೇಶ್ವರದ ಜೆಎಚ್ಎಸ್ ಪೈವಳಿಕೆ ನಗರಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂತಹ ಶಾಲಾ ಕಲೋತ್ಸವಕ್ಕೆ ಆಗಮಿಸಿದಂತಹ ಎಲ್ಲರನ್ನು ಕೂಡ ಮತ್ತೊಮ್ಮೆ ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇವೆ. ಬಹಳ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಪ್ರೇಕ್ಷಕ ವರ್ಗ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು.
ನಮ್ಮ ಜೊತೆ ನಮ್ಮ ಮಂಜೇಶ್ವರ ಕಲೋತ್ಸವದ ಭೋಜನ ಶಾಲೆಯಲ್ಲಿ ಏನು ಕೆಲಸ ಕಾರ್ಯಗಳು ನಡೀತಾ ಇದೆ ಅದರ ಎಲ್ಲ ಸಿಬ್ಬಂದಿ ವರ್ಗದ ಸದಸ್ಯರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಮೊದಲಿಗೆ ಅಧ್ಯಕ್ಷರು ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ. ಸರ್, ಈ ವರ್ಷದ ಮಂಜೇಶ್ವರ ಕಲೋತ್ಸವ ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ? ಎಷ್ಟು ಮಂದಿ ಇಲ್ಲಿ ಬಂದು ಊಟವನ್ನ ಮಾಡಿದ್ರು, ಹೇಗೆ? ಸರ್, ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಬಹಳ ಒಳ್ಳೆ ರೀತಿಯ ಸಾಂಗವಾಗಿ ನಡೀತಿದೆ. അതിൽ ചെറിയ ചെറിയ മൈനോട്ട് കൊണ്ട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് വിഭജിക്കേണ്ടി വന്നു. 7 ടീമിനും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ജില്ലാ തലത്തിലേക്ക് കോഡ് നമ്പർ 06. താങ്ക് യു. ತೀರ್ಪುಗಾರರಿಗೆ ಧನ್ಯವಾದಗಳು. ಊಟ ಮಾಡಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಊರಿನವರಿಗೆ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆ ರುಚಿಕರವಾದ ಅನ್ನ ಭೋಜನವನ್ನು ನಾವು ನೀಡಿದ್ದೇವೆ. ಖಂಡಿತವಾಗಿ ಬಹಳ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಊರಿನವರು, ಇಲ್ಲಿಯ ಕ್ಲಬ್ಗಳು, ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಈ ಫುಡ್ ಕಮಿಟಿಯವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸಹಕರಿಸಿದ್ದಾರೆ. ಈ ನಿಮಗೆ ಭೋಜನ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೆಸಲು ಸಾಧ್ಯವಾಗಿದೆ. ಇವತ್ತು ನಾವು 4ನೇ ದಿವಸದಲ್ಲಿದ್ದೇವೆ, ಅಂತಿಮ ದಿನ. ಇವತ್ತು ಏನೆಲ್ಲ ಸ್ಪೆಷಲ್ ಮಾಡಿದ್ದೀರಾ ಅಂತ ಅಡಿಗೆ? ಇವತ್ತು ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದವರು ನಮ್ಮ ಮಿಯಪದವಿನ ಶ್ರೀಕೃಷ್ಣ ಭಟ್ ಅವರ ಮಗ ಪ್ರಕಾಶ್ ಹೊಲ್ಲ ಹಾಗೂ ತಂಡದವರು. ಇವತ್ತು ಮಾಡಿದ ಸ್ಪೆಷಲ್ ಅವಿಯಲ್ ಪದಾರ್ಥ ಮತ್ತು ಅಡೆ ಪಾಯಸ, ಇದು ಇವತ್ತಿನ ಸ್ಪೆಷಲ್. ಇವತ್ತು 8,000ಕ್ಕೂ ಮೇಲೆ ನಾವು ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಅದರ ನಂತರ ಈಗ ಒಂದು 9,000 ಈಗ ಕಳೆದಿರಬಹುದು, ಅಷ್ಟು ಮಂದಿ ಬಂದಿದ್ದಾರೆ. ಮೊದಲ ದಿವಸ 3,500, ಮೊದಲ ದಿವಸ ಬಂದವರು ಎಲ್ಲ ಮಕ್ಕಳು ಮತ್ತು ಹೆತ್ತವರು ಮತ್ತು ಜಡ್ಜಸ್ ಎಲ್ಲ ಸೇರಿ ಮೊದಲ ದಿವಸ 3,500 ಆಗಿದೆ. ಎರಡನೇ ದಿವಸ ಐದು ಸಾವಿರಕ್ಕ ಮೇಲೆ ಒಂದು 6,000 ಆಗಿದೆ ಸರ್, ಒಂದು 6,000 ಬಂದಿ ಆಗಿದೆ. ನಿನ್ನೆ 7,000 ಮೇಲೆ ಆಗಿದೆ. ಇವತ್ತು ನಾವು 8,000ಕ್ಕೆ ಪ್ಲಾನ್ ಮಾಡಿದ್ದೇವೆ, ಆದರೆ 9,000 ಮೇಲೆ ಕೂಡ ಆಗಿದೆ. ಇದು ರುಚಿಕರ. ಎಲ್ಲರ ಅಭಿಪ್ರಾಯ ಬಂದು ಕೆಲವರು ನಮ್ಮೊಟ್ಟಿಗೆ ವಿಡಿಯೋ ಮಾಡಿ ಹೇಳಿದ್ದಾರೆ ಬಂದು ಯಾಕಂದ್ರೆ ರುಚಿಕರವಾದ ಫುಡ್. ಅದರಲ್ಲಿ ನಾವು ಧನ್ಯವಾದ ಅಂದ್ರೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಬೇಕಾದ ಮೇನ್ ವ್ಯಕ್ತಿ ಯಾರಂದ್ರೆ ಪ್ರಕಾಶ್ ಒಲ್ಲರು ಮತ್ತೆ ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿರುವ ನೋಡಿ ಇವರು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಶಿವರಾಮ್ ಭಟ್, ನಮ್ಮ ಜನರಲ್ ಕನ್ವೀನರ್ ವಿಶ್ವನಾಥ್ ಮಾಸ್ಟರ್, ನಮ್ಮ ಯಾವಾಗಲೂ ಒಟ್ಟಿಗೆ ನಮ್ಮೊಟ್ಟಿಗೆ ಇದ್ದ ಇವರು ನಮ್ಮ ಅಧ್ಯಕ್ಷರು ಅಬ್ದುಲ್ಲಾ, ವಾರ್ಡ್ ಮೆಂಬರ್ ಅಬ್ದುಲ್ಲಾ, ಮತ್ತೆ ನಮ್ಮ ಇವರನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರ್ದು ರಮೇಶ್ ಅಣ್ಣ. ಇವರು 2 ದಿವಸವು ಅಲ್ಲಿ ನೀರಿನ ಸ್ವಲ್ಪ ಕಷ್ಟ ಇತ್ತು, 2 ದಿವಸವೂ ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ ರಮೇಶ್ ಅಣ್ಣ. ಅವರನ್ನು ಒಮ್ಮೆಯೂ ನಮಗೆ ಮರಿಬಾರದು, ಯಾಕಂದ್ರೆ ಆ ಬಿಸಿಲಲ್ಲಿ ನಮ್ಮೊಟ್ಟಿಗೆ ನೀರಿನ ವ್ಯವಸ್ಥೆಗೋಸ್ಕರ ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ನಾವು ಗ್ರಹಿಸಿದರೆ ಜಾಸ್ತಿ ಕುಟುಂಬಶ್ರೀಯವರು ಬಂದಿದ್ದಾರೆ. ಅವರನ್ನು ಕುಟುಂಬಶ್ರೀಯವರು ಮತ್ತು ಮಕ್ಕಳ ಪ್ಯಾರೆಂಟ್ಸ್ ಮತ್ತೆ ನಮ್ಮ ಈ ಶಾಲೆಯ ಮಕ್ಕಳು 4 ದಿವಸ, ಕೆಲವೊಂದು ಮಕ್ಕಳು 6 ದಿವಸಕ್ಕೆ ಬಂದು, ಅವರ ಹೆಸರನ್ನು ಹೇಳುವುದಿಲ್ಲ, ಬೇರೆ ಮಕ್ಕಳಿಗೆ ಬೇಜಾರಾಗಬಹುದು, 6 ಗಂಟೆಗೆ ಬಂದು ರಾತ್ರಿ 10 ಗಂಟೆವರೆಗೆ ಇದ್ದಾರೆ. ಸಾರಥಿ ಪಾರ್ಥಸಾರಥಿ ಆರಂಗುಣ ಪಾರ್ಥಸಾರಥಿ
പാർത്ഥസാരഥി ഭഗവാൻ പാർത്ഥസാരഥി ആറന്മുളയിലെ പാർത്ഥസാരഥി പാർത്ഥൻ പ്രതിഷ്ഠിച്ച വിശ്വരൂപ വിഗ്രഹം നിലയ്ക്കലിൽ നിലകൊണ്ട ശ്രീകൃഷ്ണ ചൈതന്യം ജഗത്തിൻ നാഥനായി സകല ദുരിത ശമനനായി ഹരിയായി പതിയായി ഉലകിൽ നിലകൊണ്ട വിശ്വരൂപമായി പേമാരി ചൊരിയുന്ന പ്രളയകാലത്തിലായി നിലയില വെള്ളത്തിൽ നിലകൊണ്ട വിഗ്രഹം ആറുമുളം തണ്ടിൽ കെട്ടി പമ്പയാറ് തുഴഞ്ഞെത്തി കൊണ്ടുവന്നു വിളക്കുമാടത്തിലായി ചതുർബാഹുരൂപമായി പരബ്രഹ്മഭാവമായി വിഷ്ണു ചൈതന്യം ശ്രീകൃഷ്ണ പരമാത്മാ വിഗ്രഹമായി വിളങ്ങി ആദിനാരായണൻ ആറന്മുള ഭഗവാൻ ആനന്ദനം തൊന്തനാനന്ദനം ആനന്ദനം തൊന്തനാനന്ദനം ജനത്താൽ നിർമ്മിച്ചൊരുങ്ങി നീതിക്ക് നാഥനായി വിശ്വരൂപൻ വലം കയ്യിൽ പത്മം ഇടതായകതയും സുദർശന ചക്രവും വെൺശംഖുമായി പാർശ്വത്തിൽ ലക്ഷ്മിയും ശ്രീദേവി പരിസരം നാല് മലകൾ കാവലായി ഗോപുരം ഏഴിടും അമ്പലങ്ങൾക്ക് അധിപനായ ദേവൻ അത്തന്നാളിൽ കൊടിയേറി തിരുവോണനാൾ വരെ ഉത്സവമേളം ഗരുഡ വാഹനത്തിൽ ദേവൻ എഴുന്നള്ളി വരും നേരം പഞ്ചപാണ്ഡവരും ഒത്തുചേർന്നിടും പത്രം നിരത്തി വടിവോടി പന്തി തോറും ചിത്തം കുളിർക്കെ വിഭവം പലതും വിളമ്പി വൻപാർന്നിടുന്ന പശിയും കൊടുപ്പോർക്കുവാനായി നല്ലൊരു തുണ്ടമലരിൻ നിറമാർന്ന ചോറേ അഷ്ടമിരോഗിനി നാളിൽ പള്ളിയോടങ്ങ് വന്നേ കുന്നോളം പേരുകളും രുചിയൂറും പായസവും പാലത്തൈരും കോട്ടി സദ്യ വിളമ്പാം പരിപ്പ് പപ്പട പപ്പടവടയും പച്ചടി കിച്ചടി നാരങ്ങ കറി ആളെന്നോലും പ്രഥമൻ കൂട്ടി പാട്ടും പാടിയൊരുക്കാം പാട്ടും പാടി വെള്ള സദ്യ ഒരുക്കാം വെളുത്തിയവും പുഞ്ചമണ്ണും കുഴച്ച്
തേച്ചു മിനുക്കിയൊരു ലോകദർപ്പണം മലയാള പെരുമ തന്തര കൗശല വൈഭവം ലോകമറിഞ്ഞൊരു പൊൻകലയായി ഉലകിന്നുരകല്ലിൽ ഉയിരായി ജ്വലിപ്പിച്ച മണ്ണിന്റെ മക്കൾ തൻ ശ്വാസമായി ജീവത്തുടിപ്പിന്റെ താളമായി വിശ്വമറിഞ്ഞൊരു കണ്ണാടി ഇത് ആറന്മുളയിലെ കണ്ണാടി അർജുന സാരഥിയായി വിശ്വനാഥനാകു നേരം അർജുനനും തെരിലേറി തിരിച്ചു വേഗാൽ പള്ളിയോടങ്ങൾ നിറന്നേ പമ്പാന്നറിയുണർന്നേ ഉത്രട്ടാതി വള്ളം ഘോഷമുയർന്നേ തുവെല്ലെണിഞ്ഞല്ലോ തുഴക്കാരെല്ലാം കൂടി മുത്തുക്കുട കൊടി വീശി ഘോഷയാത്രയായി ആവേശത്തിനെയോട്ടത്തിൽ താളത്തിൽ തുഴയറിയാം ഹിംഹത്തിൽ മണ്ടേറും വഞ്ചിപ്പാട്ടും പാടാം കരയാകെ കരഘോഷങ്ങൾ കോവിൽ വരുമ്പോൾ കരത്തേരിൻ മുമ്പാകും ചുണ്ടൻ വള്ളം തുഴയാം തിരിച്ചുവായണ കാട്ടൂരെ ആ കോഴന്റെ കൂട്ടുണ്ടേ അയിരൂരും ചെറുപ്പോഴും ഇടനോടൊപ്പം കൂടുന്നേ മുന്നേ കാവും മംഗളം വിളിക്കുന്നേ ഇടശേരി വല മുതുവഴിയും ആവേശത്തിരയിൽ ഐതിഹ്യ പെരുമയിൽ ആചാരപ്പഴമയിൽ നാടിന്റെ നാടിയെ സ്പന്ദനമായി ആറന്മുള ഭഗവാൻ വാണിടും നാടിത് നാനാമതസ്ഥരുടെ നാട് കലകളും കരകൗശല വൈഭവങ്ങളും തിളങ്ങി മത്സരത്തിനകളിൽ സാഹോദര്യം തുളുമ്പി രുചികേറും വിഭവങ്ങൾ ഒരുക്കി ശാന്തി സമാധാന ഘോഷങ്ങൾ മുഴക്കി കണ്ണാടി പോ തെളിയും നാട് മലയാള നാടിൻ അഭിമാനമായി ആറന്മുള ഇത് ആറന്മുള വേദി നമ്പർ 1 ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരത്തോടുകൂടി വേദി നമ്പർ 1 മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന സുദിനമായി ഇന്ന് നടക്കേണ്ട എല്ലാ മത്സരങ്ങളും പൂർണ്ണമാവുകയാണ്.
ವೇದಿಕೆ ಒಂದರಲ್ಲಿ ಇವತ್ತಿನ ಕೊನೆಯ ಸ್ಪರ್ಧೆ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಗ್ರೂಪ್ ಡ್ಯಾನ್ಸ್ ಕೋಡ್ ನಂಬರ್ 2. ಇದರೊಂದಿಗೆ ವೇದಿಕೆ ಒಂದರಲ್ಲಿ ನಡೆಯುವಂತಹ ಎಲ್ಲ ಸ್ಪರ್ಧೆಗಳು ಮುಗಿಯಲಿರುವುದು. ಮುಂದೆ ಈ ವೇದಿಕೆ ಸಮಾರೋಪ ಸಮಾರಂಭಕ್ಕಾಗಿ ಸಜ್ಜಾಗಲಿರುವುದು. Judges, please note, code number 2 is on the stage now. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം വേദിയിൽ കോഡ് നമ്പർ 2. श्रीराम रघुराम कौशल राम अभिराम सीता वल्लभ हरे राम रावणांदगन जय राम जय आदि कवि पाड़ी आद्य काव्यम चुल्ली दिव्य महायान सप्त महाकांडम देव मानव जन्म श्रेष्ठ रामायण रामायणम യാഗം തുടങ്ങി അഗ്നിപ്രസാദമയേകി അനുഗ്രഹം കോസലമണ്ഡലം ദശരഥ രാജനു പത്നിമാരിൽ പിറന്നു ഭൂവിൽ വിഷ്ണു ചൈതന്യം പൂർണ്ണാംശമ ശ്രീരാമചന്ദ്രനും നന്ദനായി ലക്ഷ്മണ സോദരനും ശംഖുചക്ര പ്രഭയായി ഭരത ശത്രുഘ്നനും ഐശ്വര്യ തേജസായി അയോധ്യ വിലങ്ങിടവേ വിശ്വാമിത്ര യാഗരക്ഷകരായി ആടകാവധം ചെയ്തു രാമലക്ഷ്മണന്മാർ ഗൗതമ ശാപത്താൽ ദുഃഖിതയായൊരഹല്യയ്ക്ക് മോക്ഷമേകി രാമൻ जनकपुत्रिय परिचु सीतापदियाई
ಧರ್ಮಮೇಗಿ ಸದ್ಗುಣ ಸಂಪನ್ನ ಸಾಧು ಜನಪ್ರಿಯ ವೀರ ಪುರುಷೋತ್ತಮನ್ ದಶರಥ ಪ್ರಿಯ ಪುತ್ರನ್ രാജസഭാ മുന്നിൽ ദശരഥൻ കൽപ്പിച്ചു യുവരാജാവായി രാമനെ വാഴിക്കണം. ദുർമുഖം കൊണ്ടൊരു കൈകേയി വക്രങ്ങൾ ദശരഥ ആജ്ഞയെ ലംഘിച്ചു നിന്നിതാ പരമായി നൽകിയ വാക്കിൻ ഫലത്താൽ യുവരാജനാകേണം മകൻ ഭരതനും യക്കേണം രാമനെ ഒന്നല്ല 14 കൊല്ലങ്ങൾ കൽപ്പനയാകണം. മായകളാലൊരു മാരീചനെത്തുന്നു മാനായി ദേവിയെ മോഹിതയാക്കുന്നു. ശ്രീരാമചന്ദ്രനോടാഗ്രഹം ചൊല്ലുമ്പോൾ മാനിനു പിന്നാലെ ദേവന ചൊല്ലുന്നു. സീതതൻ കൽപ്പന കേട്ടിത ലക്ഷ്മണൻ ജ്യേഷ്ഠനെ തേടി യാത്രയായിടുമ്പോൾ ഭിക്ഷുവായി എത്തിയ മായാവി രാവണൻ സീതയുമായിതാ പുഷ്പവിമാനത്തിൽ ആകാശമാർഗെ തടഞ്ഞ ജടായുവിൻ ചിറകരിൻ ചന്ദ്രാസത്താൽ വീണു പിടഞ്ഞൊരു രാജൻ ഗരുഡനോ ശ്രീരാമചന്ദ്രനോടോദിയ കാഴ്ചകൾ. ധീരയോധക്കളം വാനരവീരരും സുഗ്രീവമാരുതി സൈന്യങ്ങളുമൊത്ത് ശ്രീരാമലക്ഷ്മണർ എത്തിതാ ആടിയിറക്കി ഇലങ്കതൻ മണ്ണില. ഘോരയുദ്ധത്താൽ നടുങ്ങി ഭുവനവും രാമബാണത്താൽ വീണിത രാവണൻ. മോചിതയാക്കിയ സീതയെ ശുദ്ധിയാൽ സ്വീകരിച്ചിന്നിത ശ്രീരാമചന്ദ്രനും. അരണ്യവാസം കഴിഞ്ഞിട്ടും വീരർക്ക് ആരതിയേകി മാലോകരൊക്കെയും കോസലം വാഴുന്ന രാജനായി ധീരനായി ശ്രീരാമചന്ദ്രനെ വാഴിച്ചു ലോകവും. ഒരു നാൾ കേട്ടു അപശ്രുതി നാടുന്നിൽ സീതതൻ ചാരിത്ര്യ സംശയ കാരണം. രാജധർമ്മം നിറവേറ്റണം രാജനായി രാമമാനസം സംഘർഷപൂർണമായി കൽപ്പന കേട്ടു ദുഃഖിത ലക്ഷ്മണൻ ഗർഭിണിയാം ദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചു. ശ്രുതി മധുരതര രാമസ്തുതി കേൾക്കെ ആലപിച്ചിടുന്ന ബാലന്മാരാരൻ ശ്രീരാമചന്ദ്രൻ അറിഞ്ഞു വാൽമീകിയ. കെട്ടിപ്പുണർന്ന് പ്രിയപുത്രരാം ലവകുശരെ നാടറിയേ സീതയെ സ്വീകരിപ്പാൻ വാക്കു നൽകി ശ്രീരാമൻ ശുദ്ധിക്കായി. അഗ്നിനാളങ്ങൾ ജ്വലിക്കും മനസ്സുമായി മൈഥിലി ശുദ്ധി തെളിച്ചു കണ്ണീരിനൊത്തു പ്രാർത്ഥിച്ചു ഭൂമിതൻ പുത്രിയെ നെഞ്ചോടു ചേർത്തു വസുദയാമമ്മയും. ആത്മദുഃഖത്താൽ വലഞ്ഞിതാരാമനോ
പകരം പുത്രർക്കേകിയ രാഘവൻ സാരയോ മടിത്തട്ടിൽ വിഷ്ണുപാദം ഇതോടുകൂടി വേദി നമ്പർ 1 ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്ത മത്സരം പൂർണ്ണമായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് വേദി നമ്പർ 1 അരങ്ങൊരുങ്ങാൻ പോവുകയാണ്. എല്ലാ കലാസ്വാദകരെയും സമാപന സമ്മേളനത്തിലേക്ക് അത്യാദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വേദി നമ്പർ 1ലേക്ക്. ಪ್ರೀತಿಯ ವಿದ್ಯಾಭಿಮಾನಿಗಳೇ, ಕಲಾಭಿಮಾನಿಗಳೇ, ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಮಟ್ಟದ ಶಾಲಾ ಕಲೋತ್ಸವ 2025 ಇದು 27ನೇ ತಾರೀಕಿಗೆ ಆರಂಭಗೊಂಡು ಈ ವೇದಿಕೆಯಲ್ಲಿ ಅನೇಕ ಕಲಾ ಪ್ರಕಾರಗಳು ಮೂಡಿ ಬಂದಿದೆ. ಈ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳ ಯಶಸ್ಸಿನ ಹಿಂದೆ ಹಲವಾರು ಜನರ ಹಗಲಿರುಳ ಪರಿಶ್ರಮವಿದೆ. ನಮ್ಮ ಜೊತೆ ನಮ್ಮ ಮಂಜೇಶ್ವರ ಕಲೋತ್ಸವದ ಭೋಜನ ಶಾಲೆಯಲ್ಲಿ ಏನು ಕೆಲಸ ಕಾರ್ಯಗಳು ನಡೀತಾ ಇದೆ ಅದರ ಎಲ್ಲ ಸಿಬ್ಬಂದಿ ವರ್ಗದ ಸದಸ್ಯರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಮೊದಲಿಗೆ ಅಧ್ಯಕ್ಷರು ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ. ಸರ್, ಈ ವರ್ಷದ ಮಂಜೇಶ್ವರ ಕಲೋತ್ಸವ ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ? ಎಷ್ಟು ಮಂದಿ ಇಲ್ಲಿ ಬಂದು ಊಟವನ್ನ ಮಾಡಿದ್ರು, ಹೇಗೆ? ಸರ್, ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಬಹಳ ಒಳ್ಳೆ ರೀತಿಯ ಸಾಂಗವಾಗಿ ನಡೀತಿದೆ. 30,000 ಜನರು ಇವತ್ತು ಇಲ್ಲಿ ಊಟ ಮಾಡಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಊರಿನವರಿಗೆ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆ ರುಚಿಕರವಾದ ಅನ್ನ ಭೋಜನವನ್ನು ನಾವು ನೀಡಿದ್ದೇವೆ. ಖಂಡಿತವಾಗಿ ಬಹಳ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಊರಿನವರು, ಇಲ್ಲಿಯ ಕ್ಲಬ್ಗಳು, ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಈ ಫುಡ್ ಕಮಿಟಿಯವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸಹಕರಿಸಿದ್ದಾರೆ. ಈ ನಿಮಗೆ ಭೋಜನ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೆಸಲು ಸಾಧ್ಯವಾಗಿದೆ. ಇವತ್ತು ನಾವು 4ನೇ ದಿವಸದಲ್ಲಿದ್ದೇವೆ, ಅಂತಿಮ ದಿನ. ಇವತ್ತು ಏನೆಲ್ಲ ಸ್ಪೆಷಲ್ ಮಾಡಿದ್ದೀರಾ ಅಂತ ಅಡಿಗೆ? ಇವತ್ತು ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದವರು ನಮ್ಮ ಮಿಯಪದವಿನ ಶ್ರೀಕೃಷ್ಣ ಭಟ್ ಅವರ ಮಗ ಪ್ರಕಾಶ್ ಹೊಲ್ಲ ಹಾಗೂ ತಂಡದವರು. ಇವತ್ತು ಮಾಡಿದ ಸ್ಪೆಷಲ್ ಅವಿಯಲ್ ಪದಾರ್ಥ ಮತ್ತು ಅಡೆ ಪಾಯಸ, ಇದು ಇವತ್ತಿನ ಸ್ಪೆಷಲ್. ಇವತ್ತು 8,000ಕ್ಕೂ ಮೇಲೆ ನಾವು ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಅದರ ನಂತರ ಈಗ ಒಂದು 9,000 ಈಗ ಕಳೆದಿರಬಹುದು, ಅಷ್ಟು ಮಂದಿ ಬಂದಿದ್ದಾರೆ. ಮೊದಲ ದಿವಸ 3,500, ಮೊದಲ ದಿವಸ ಬಂದವರು ಎಲ್ಲ ಮಕ್ಕಳು ಮತ್ತು ಎತ್ತವರು ಮತ್ತೆ ಜಡ್ಜಸ್ ಎಲ್ಲ ಸೇರಿ ಮೊದಲ ದಿವಸ 3,500 ಆಗಿದೆ. ಎರಡನೇ ದಿವಸ 5,000ಕ್ಕ ಮೇಲೆ ಒಂದು 6,000 ಬಂದಿ ಆಗಿದೆ. ನಿನ್ನೆ 7,000 ಮೇಲೆ ಆಗಿದೆ. ಇವತ್ತು ನಾವು 8,000ಕ್ಕೆ ಪ್ಲಾನ್ ಮಾಡಿದ್ದೇವೆ, ಆದರೆ 9,000 ಮೇಲೆ ಕೂಡ ಆಗಿದೆ. ಇದು ರುಚಿಕರ. ಎಲ್ಲರ ಅಭಿಪ್ರಾಯ ಬಂದು ಕೆಲವರು ನಮ್ಮೊಟ್ಟಿಗೆ ವಿಡಿಯೋ ಮಾಡಿ ಹೇಳಿದ್ದಾರೆ, ಬಂದು ಯಾಕಂದ್ರೆ ರುಚಿಕರವಾದ ಫುಡ್. ಅದರಲ್ಲಿ ನಾವು ಧನ್ಯವಾದ ಅಂದ್ರೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಬೇಕಾದ ಮೇನ್ ವ್ಯಕ್ತಿ ಯಾರಂದ್ರೆ ಪ್ರಕಾಶ್ ಒಲ್ಲರು ಮತ್ತೆ ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿರುವ ನೋಡಿ ಇವರು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಕಿರಣ್ ಮಾಸ್ಟರ್, ನಮ್ಮ ಶಿವರಾಮ್ ಭಟ್, ನಮ್ಮ ಜನರಲ್ ಕನ್ವೀನರ್ ವಿಶ್ವನಾಥ್ ಮಾಸ್ಟರ್, ನಮ್ಮ ಯಾವಾಗಲೂ ಒಟ್ಟಿಗೆ ನಮ್ಮೊಟ್ಟಿಗೆ ಇದ್ದ ಇವರು ನಮ್ಮ ಅಧ್ಯಕ್ಷರು ಅಬ್ದುಲ್ಲಾ, ವಾರ್ಡ್ ಮೆಂಬರ್ ಅಬ್ದುಲ್ಲಾ, ಮತ್ತೆ ನಮ್ಮ ಇವರನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರ್ದು ರಮೇಶ್ ಅಣ್ಣ. ಇವರು
2 ದಿವಸವು ಅಲ್ಲಿ ನೀರಿನ ವ್ಯವಸ್ಥೆ ಸ್ವಲ್ಪ ಕಷ್ಟ ಇತ್ತು. 2 ದಿವಸವೂ ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ ರಮೇಶ್ ಅಣ್ಣ. ಅವರನ್ನು ಒಮ್ಮೆಯೂ ನಮಗೆ ಮರಿಬಾರದು. ಯಾಕಂದ್ರೆ ಆ ಬಿಸಿಲಲ್ಲಿ ನಮ್ಮೊಟ್ಟಿಗೆ ನೀರಿನ ವ್ಯವಸ್ಥೆಗೋಸ್ಕರ ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ಅವರ ತುಂಬಾ ಅಂದ್ರೆ ಎಷ್ಟು ಮಂದಿ ನಾವು ಗ್ರಹಿಸಿದರೆ ಜಾಸ್ತಿ ಕುಟುಂಬಶ್ರೀಯವರು ಬಂದಿದ್ದಾರೆ. ಅವರನ್ನು ಕುಟುಂಬಶ್ರೀಯವರು ಮತ್ತು ಮಕ್ಕಳ ಪ್ಯಾರೆಂಟ್ಸ್ ಮತ್ತೆ ನಮ್ಮ ಈ ಶಾಲೆಯ ಮಕ್ಕಳು 4 ದಿವಸ, ಕೆಲವೊಂದು ಮಕ್ಕಳು 6 ದಿವಸಕ್ಕೆ ಬಂದು, ಅವರ ಹೆಸರನ್ನು ಹೇಳುವುದಿಲ್ಲ, ಬೇರೆ ಮಕ್ಕಳಿಗೆ ಬೇಜಾರಾಗಬಹುದು, 6 ಗಂಟೆಗೆ ಬಂದು ರಾತ್ರಿ 10 ಗಂಟೆವರೆಗೆ ಇದ್ದಾರೆ. ಅವರನ್ನು ಒಮ್ಮೆ ಮರೆಯಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ, ಅಷ್ಟು ಉಪಕಾರ ಮಾಡಿದ್ದಾರೆ. ಅದಲ್ಲದೆ ನಮ್ಮ ಹತ್ತಿರ ಶಾಲೆಯಲ್ಲಿರುವ ಶಾಲೆ ಹೆಸರು ಮಿಯಪದವ ಶಾಲೆ, ಧರ್ಮತರ್ಕ ಶಾಲೆ, ಚೇವರ್ ಶಾಲೆ, ಅಂದ್ರೆ ಬೇರೆ ಬೇರೆ ಎಲ್ಲಾ ಶಾಲೆಯ ಮಕ್ಕಳು ಅಂದ್ರೆ ಸ್ಕೌಟ್ಸ್ ಅಂಡ್ ಗೈಡ್ಸ್, NSS ವಾಲಂಟಿಯರ್ಸ್, ಸ್ಟೂಡೆಂಟ್ ಪೊಲೀಸ್ ಕ್ಯಾಡೆಟ್ಸ್ ಅವರು ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ ಮಕ್ಕಳು. ಮತ್ತೆ ಅಧ್ಯಾಪಕರು ಬೇರೆ ಬೇರೆ ಶಾಲೆಯಿಂದ ಅಧ್ಯಾಪಕರು ನಮ್ಮೊಟ್ಟಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ಹೆಸರು ಹೇಳುವುದಿಲ್ಲ, ಅಂದ್ರೆ ಬೇರೆ ಅಧ್ಯಾಪಕರಿಗೆ ಬೇಜಾರಾಗಬಹುದು. ಮತ್ತೆ ಕ್ಲಬ್ಬಿನವರು, ನಮ್ಮ ಊರಿನವರು ಹಾಗೂ ಕ್ಲಬ್ಬಿನವರು ನಮ್ಮೊಟ್ಟಿಗೆ ಹಗಲು ರಾತ್ರಿ ದುಡಿದಿದ್ದಾರೆ. ಅದರಲ್ಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ನಮಗೆ ಆಹಾರ ಸಪ್ಲೈ ಮಾಡೋದಕ್ಕೋಸ್ಕರ ಅಷ್ಟು ಕಷ್ಟಪಟ್ಟಿದ್ದಾರೆ. ಅಂದ್ರೆ ನಾನಾ ಬೇರೆ ಬೇರೆ ರೀತಿಯ ಕ್ಲಬ್ಗಳು, ಪೈವಳಿಕೆ ಶಾಲೆಯ ಹತ್ತಿರದಲ್ಲಿರುವ ಕ್ಲಬ್ಬಿನವರಿಗೂ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು ಸಮರ್ಪಿಸಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಬೇರೆ ಯಾರನ್ನಾದರೂ ಬಿಟ್ಟು ಹೋಗಿದ್ದರೆ ಕ್ಷಮಿಸಿ. ಅಂದ್ರೆ ಎಲ್ಲರೂ ನಮ್ಮೊಟ್ಟಿಗೆ ಕೈ ಜೋಡಿಸಿದರೆ. ನಮ್ಮ ಈ 4 ದಿವಸದ ಕಲೋತ್ಸವದ ಜನರಲ್ ಕನ್ವೀನರ್ ಆಗಿರುವ ವಿಶ್ವನಾಥ್ ಮಾಸ್ಟರ್ ಒಂದು ಮಾತನಾಡಬೇಕಾಗಿ ವಿನಂತಿ. ನಾನು ಈವಾಗಲೇ ಸಂದರ್ಶನ ಕೊಟ್ಟಿರುತ್ತೇನೆ. ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಫುಡ್ ಕಮಿಟಿಯವರು, ನಮ್ಮ ಪಂಚಾಯತ್ ಸದಸ್ಯರು ಅಂತ ಅಬ್ದುಲ್ಲರ ಚೇರ್ಮನ್ಶಿಪ್ನಲ್ಲಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಧನ್ಯವಾದಗಳು. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲೆಯ ಈ ಶಾಲಾ ಕಲೋತ್ಸವವು ಇಂದು ಸಮಾಪನಗೊಳ್ಳುತ್ತಾ ಇದೆ. ಸುಮಾರು 4 ದಿವಸಗಳಲ್ಲಾಗಿ 25,000ಕ್ಕಿಂತಲೂ ಮಿಕ್ಕು ಜನರಿಗೆ, ಊರಿನವರಿಗೆ, ಪಾರ್ಟಿಸಿಪೆಂಟ್ಗಳಿಗೆ, ಅಫಿಷಿಯಲ್, ಜಡ್ಜಸ್, ಹೀಗೆ ಎಲ್ಲರಿಗೂ ಕೂಡ ನಮ್ಮ ಹಿತೈಷಿಗಳಿಗೆ ಊಟವನ್ನು ಉಣಬಡಿಸಿದ್ದೇವೆ. ಅದೇ ರೀತಿ ಬೆಳಗಿನ ಉಪಹಾರ, ಮಧ್ಯಾಹ್ನದ ಭೋಜನ, ಈ ಎಲ್ಲ ವ್ಯವಸ್ಥೆಯನ್ನು ಅಚ್ಚುಕಟ್ಟಾಗಿ ನಿರ್ವಹಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಿದೆ ನಮ್ಮ ಊರಿನವರ ಸಹಕಾರದಿಂದ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾವು ಇಲ್ಲಿ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಮತ್ತೆ ಈ 4 ದಿವಸದ ಉತ್ತಮ ರೀತಿಯ ಆಹಾರವನ್ನು ತಯಾರಿಸಿಕೊಟ್ಟವರು ಮಿಯಪದವಿನ ಶ್ರೀಕೃಷ್ಣ ಹೊಳ್ಳ ಅವರ ಮಗನಾದ ಪ್ರಕಾಶ್ ಹೊಳ್ಳ. ಇವರು ಹೊಳ್ಳ ಕ್ಯಾಟ್ರಸ್ ಎಂಬುದಾಗಿ ಖ್ಯಾತಿಯನ್ನು ಪಡೆದು ಮಿಯಪದವಿನಲ್ಲಿ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಉಪಜಿಲ್ಲಾ ಮಟ್ಟ, ಜಿಲ್ಲಾ ಮಟ್ಟ, ಶಾಸ್ತ್ರ ಮೇಳ, ಸ್ಪೋರ್ಟ್ಸ್ ಮತ್ತೆ ಕಲೋತ್ಸವ, ಹೀಗೆ ಎಲ್ಲಾ ರೀತಿಯ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿಯೂ ಕೂಡ, ಮತ್ತೆ ಸಂಘ ಸಂಸ್ಥೆಗಳ ಕಾರ್ಯಕ್ರಮಗಳು ಹೇಗೂ ಇದೆ, ಅದರಲ್ಲಿ ಎಲ್ಲವಲ್ಲಿಯೂ ಕೂಡ ಪಾಕದ ವ್ಯವಸ್ಥೆಯನ್ನು, ಅಡುಗೆಯನ್ನು ಮಾಡಿ ನಮಗೆ ಇದುವರೆಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ವಿಶೇಷವಾಗಿ ನಾನು ಅವರ ತಂಡದವರಿಗೆ പ്രത്യേകವಾಗಿ ധന്യവാദಗಳನ್ನು സമർപ്പിസ്താ ഇದ್ದೇನೆ. എല്ലാവരുടെയും പ്രയത്നം ഉള്ളതുകൊണ്ട് നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി തന്നെ നടന്നു. കാരണം ഇത്ര 4 ദിവസത്തെ പരിപാടി ഇത്ര ഗംഭീരമാക്കിയത് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പൈവളികയിലെ നാട്ടുകാരുണ്ട്, അതുപോലെ തന്നെ ക്ലബ് അംഗങ്ങളുണ്ട്, പിന്നെ നമ്മുടെ PTA-ക്കാരുണ്ട്, അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരുണ്ട്, പ്രത്യേകിച്ച് ഇത് കമ്മിറ്റിയിലുള്ള എല്ലാവരും, നമ്മുടെ സബ് കമ്മിറ്റിയിലുള്ള ഓർഗനൈസിങ് കമ്മിറ്റിയുള്ള എല്ലാ അധ്യാപകരും ഓരോ പിന്നെ അവരെ ഡിവിഷനെ അവർ ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓൾഡ് സ്റ്റുഡൻസ്, നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ്, മുമ്പത്തെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാവരും സഹകരിച്ചത് കൊണ്ട് പിന്നെ നമ്മുടെ പരിപാടി ഇത്ര വിജയം. ഈ സ്കൂളിൽ ഒരു അനിഷ്ട സംഭവം പോലും ഇതുവരെയായിട്ട് നോട്ട് ചെയ്തിട്ടില്ല. ഈ 4ാമത്തെ ദിവസത്തിലും ഒരു അനിഷ്ട സംഭവം നോട്ട് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിപാടി നടന്നുകൊണ്ടുണ്ട്. അതേപോലെ ഭക്ഷണമാണെങ്കിലും 4 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തത്. ആദ്യ ദിവസം മുതൽ തന്നെ പായസം കൊടുത്തിരുന്നു. ഈ 4 ദിവസവും വ്യത്യസ്തമായ
ഭക്ഷണം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണത്തിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം തന്നെ ഉള്ളതാണ്. അതേപോലെ ഇന്നത്തെ ഈ 4 ദിവസവും ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോവാതെ, അവർ സ്വന്തമായി ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്, നാട്ടിലുള്ള ആൾക്കാർ. അവർ ജോലിക്ക് പോവാതെ ഈ 4 ദിവസവും സ്കൂളിന്റെ ഈ പരിപാടിക്ക് വേണ്ടി സജീവമായിട്ട് നിന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരുടെ സഹകരണം കൊണ്ട്, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ജനറൽ കൺവീനറായ വിശ്വനാഥ് സാർ, അയാളെ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഈ വർഷം റിട്ടയർ ചെയ്യുന്ന മാഷാണ്. അവരുടെ പ്രത്യേകമായിട്ട് നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി എല്ലാവരുടെ സഹകരണം കൊണ്ടാണ് ഇത്ര വലിയ വിജയമായിട്ട് മാറിയത്. ನಮ್ಮ ಈ ಊಟದ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಹಲವಾರು ದಿನಗಳಿಂದ ನೀರಿನ ಧನ್ಯವಾದಗಳು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ರಾಜಕೀಯ ನೇತಾರರು ಇಲ್ಲಿ ಸ್ವಯಂ ಸೇವಕರಾಗಿ ಬಂದಿದ್ದಾರೆ, ಅವರನ್ನು ಕೂಡ ನಾನು ಸ್ವಾಗತಿಸ್ತಾ ಒಂದೆರಡು ಮಾತುಗಳನ್ನಾಡಲು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. കഴിഞ്ഞ 3 ദിവസങ്ങളായി മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം പൈവളിക നഗര സ്കൂളിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിച്ച് ഒരു വിജയം നാടിന്റെ ഉത്സവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ മാഷന്മാരും സംഘാടക സമിതിയുടെ ഭാരവാഹികളും പറഞ്ഞതുപോലെ ഒരു എല്ലാ ക്ലബ് അംഗങ്ങളും വായാറ് മുതൽ അങ്ങ് പെർമുദെ, അതുപോലെ തന്നെ പൈവളിക മേഖലയിലെ എല്ലാ ക്ലബ് അംഗങ്ങളും, അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ, കർമ്മസേന അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽസിനും ഉൾപ്പെടെയുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഭക്ഷണം ഒരുക്കി ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനും അതിനെ ഏകീകരിക്കുന്നതിന്റെ ഒരു വലിയൊരു വിജയമാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സഹകരിച്ച മുഴുവൻ നാട്ടുകാർക്കും, അതേപോലെ തന്നെ വോളണ്ടിയർസോ അധ്യാപകരൊന്നും വേർതിരിവില്ലാതെ എല്ലാ ക്ലബ്ബ് അംഗങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും ചേർത്ത് പിടിച്ച അധ്യാപകർക്കും ക്ലബിന്റെയും രാഷ്ട്രീയ സംഘടനാപരമായി ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ನಮ್ಮ ಜಿಲ್ಲಾ ಮಟ್ಟದ ಉಪಜಿಲ್ಲಾ ಮಟ್ಟದ ಶಾಲಾ ಕಲೋತ್ಸವದಲ್ಲಿ ಸ್ವಯಂ ಸೇವಕಿಯರಾಗಿ ಬಹಳಷ್ಟು ಕಳೆದ 4 ದಿನಗಳಿಂದ ನಿರಂತರವಾಗಿ ತಮ್ಮ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸಿಕೊಂಡು ಬಂದಿರುವಂತ ವಿವಿಧ ಕುಟುಂಬಶ್ರೀಯ ಸದಸ್ಯರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಎಂಚ ಒಂದು ನಮ್ಮ ಪೈವಳಿಗೆದ ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಬಾರಿ ಖುಷಿ ಆಗ್ತದೆ. ಈ ಸರ್ತಿಂದು ಶುರು ಆಗ್ತಿದೆ, ಶುರು ಇತ್ತನೆ ಇದನ್ನ ವಿಜಯ ಪೈವಳಿಕೆ ಶಾಲೆ ಆನಾಗ ಪ್ರತಿ ವರ್ಷ ನಿಕ್ಲಿ ಈ ಸೇವೆಯನ್ನು ಕೊರಪಾರು ಅಂದು ಕಲೋತ್ಸವದ ಇತ ಈ ಬಲಸುನಂಚಿನ ಕಾರ್ಯಕ್ರಮ ನಿಕ್ಲು ಮಲ್ತೊಂದುಲ್ಲಾರು ಐತೊಟ್ಟುಗು ಕಲೋತ್ಸವದ ವೇದಿಕೆ ಡಾಪನಂಚಿನ ಪ್ರೋಗ್ರಾಮ್ ತೂಯರ ಟೈಮ್ ತಿಕ್ಕದನ ತಿಕ್ಕದ ಜಸ್ಟ್ ಬಂಡ ಫುಲ್ ಸಪೋರ್ಟ್ ಆದುಲ್ಲೇರು ಕುಟುಂಬಶ್ರೀ ತಕ್ಲೆ ಅವಾಗ ಎಂಕ್ಲೆ ಅಡ್ಜಸ್ಟ್ ಆಂದಲ್ಲ ತೂ ಓಡೊಂದು ಆನಾಗ ಎಂಕ್ಲ ಪೋದು ಚೂರು ಜಸ್ಟ್ ತೂದು ಬರ್ಪ ಬೊಕ ಮುಲೆ ಹೆಚ್ಚ ಜಾಸ್ತಿ ಆದ ಎಂಕ್ಲ ಒಟ್ಟು ಇತ್ತ ಏತ್ ಜನ ಉಲ್ಲಾರ ಇದೆ ನನ್ನ ಮಂಜೇಶ್ವರ ಇನಿ ಕಡೆತ ದಿನ ಒಂಚೂರು ಬೇಗ ನಿಕ್ಲ ಕೆಲಸ ಮಾತ ಮುಗಿತದೆ ವೇದಿಕೆ ಡಾಪನಂಚಿನ ಕಾರ್ಯಕ್ರಮ ಎಲ್ಲ ತೂಲೆ ಈತ್ ದಿನ 4 ದಿನ ನಿಕ್ಲು ಮಾತ ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಡ್ತಾರೆ. ನನ್ನ ದುಂಬುದ ವರ್ಷ ಮಂಜೇಶ್ವರದ ಕಲೋತ್ಸವ ನಮ್ಮ ಪೈವಳಿಕೆಡೆ ಬಂದಾಗ ಆ ಸಂದರ್ಭ ನಿಕ್ಲು ಸಹಕಾರ ಕೊರ್ಪುನಂಚನೆ ಆವಡಿ ನಮ್ಮೊಟ್ಟು ಪಾತೆನೆಗೆ ಮಾತಾಡಿಕಲ ಸೊಲ್ಮೇಲೆ. ಥ್ಯಾಂಕ್ ಯು. ನಮ್ಮ ಜೊತೆ SIT ಶಾಲೆಯ ಅಧ್ಯಾಪಕರಿದ್ದಾರೆ, ಜಯಪ್ರಕಾಶ್ ಅವರು. ಸರ್, ಊಟ ಮಾಡ್ತಾ ಇದ್ರೆ ಹೇಗಿದೆ ಊಟ? ಊಟ ಎಲ್ಲ ವ್ಯವಸ್ಥೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. 64ನೇ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವ ಎನ್ನುವಂತಹದ್ದು ಪೈವಳಿಕೆಯ ನೇತೃತ್ವದಲ್ಲಿ ಆಗ್ತಾ ಉಂಟು. ಪೈವಳಿಕೆ ಶಾಲೆಯಲ್ಲಿ ಉತ್ತಮವಾಗಿ ವ್ಯವಸ್ಥೆ ಮಾಡಿದ್ದಾರೆ. ನಾವು ಇದನ್ನು ಮಾಡಿದಂತ ನಮ್ಮ ಪ್ರಕಾಶ್ ಹೊಲ್ಲರಿಗೆ, ಚಿಗುರುಪಾದೆ ಪ್ರಕಾಶ್ ಹೊಲ್ಲರಿಗೆ ಧನ್ಯವಾದವನ್ನು ತಿಳಿಸಲೇಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ 4 ದಿವಸಗಳಲ್ಲಿ ನಡೆಯುವಂತಹ ಫುಡ್ ವ್ಯವಸ್ಥೆಯನ್ನು ಉತ್ತಮವಾಗಿ ಅಚ್ಚುಕಟ್ಟಾಗಿ ನಡೆಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಇಲ್ಲಿ ಹಲವಾರು ಅಫಿಷಿಯಲ್ಸ್ ಕೂಡ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರು ಕೂಡ ಇಲ್ಲಿಯ ಊರಿನವರು, ಶಿಕ್ಷಕರಾಗಿರಬಹುದು, ಅದೇ ರೀತಿ ಎಲ್ಲ ಊರಿನ ಪರ ಊರಿನ ಎಲ್ಲರೂ ಕೂಡ ಇಲ್ಲಿ ಉತ್ತಮವಾದ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ತೊಡಗಿಸಿಕೊಂಡಿದ್ದಾರೆ. ರುಚಿಯಾದಂತಹ ಅಡುಗೆಯನ್ನು ಮಾಡಿ ನಮಗೆ ದೊರಕಿಸಿಕೊಟ್ಟಂತಹ ಪ್ರಕಾಶ್ ಹೊಲ್ಲರಿಗೂ ಕೂಡ ನಾವು ಈ ಸಂದರ್ಭದಲ್ಲಿ ವಂದನೆಗಳನ್ನು ತಿಳಿಸಬೇಕಾಗ್ತದೆ. ನಮ್ಮ SIT ಶಾಲೆ ಪ್ರತಿ ವರ್ಷವೂ ಕೂಡ ಏನು
ಕಾಂಪಿಟಿಷನ್ ಅಲ್ಲಿ ರನ್ನಿಂಗ್ ರೇಸ್ ಅಲ್ಲಿ ಯಾವಾಗಲೂ ಕೂಡ ಒಂದೆರಡು ಮೂರು ಸ್ಥಾನದಲ್ಲಿ ಇದ್ದೇ ಇರುತ್ತದೆ ಆರಂಭದಿಂದ. ಈ ವರ್ಷ ಚಾಂಪಿಯನ್ ಆಗುವಂತ ಯಾವ್ದು ಹೋಪ್ ಇದೆಯಾ ಅಂತ? ಹೇಗಿದೆ ಪ್ರದರ್ಶನ ಮಕ್ಕಳ ಅವಿರತ ಪ್ರಯತ್ನ ಈಗಾಗಲೇ ಇದೆ. ಈಗಾಗಲೇ ಸಂಸ್ಕೃತದಲ್ಲಿ ರನ್ನರ್ ಅಪ್ ಪ್ರಶಸ್ತಿಯನ್ನು ಮುಡಿಗೇರಿಸಿಕೊಂಡಿದೆ. ಇನ್ನು ಜನರಲ್ ವಿಭಾಗದಲ್ಲಿ ನೋಡಬೇಕಾಗಿದೆ. ಈಗಾಗಲೇ ಮಧ್ಯಾಹ್ನ ಆಗಿದೆ, ಇನ್ನು ಮಧ್ಯಾಹ್ನ ನಂತರದ ಕೆಲವೊಂದು ವಿಭಾಗಗಳು ಬಾಕಿ ಇದೆ. ಮಕ್ಕಳ ಪ್ರತಿಭೆಯನ್ನು ನೋಡಿಕೊಂಡು ಮತ್ತೆ ಗೊತ್ತಾಗ್ತದೆ ಹೇಗೆ ಉಂಟು ರಿಸಲ್ಟ್ ಎನ್ನುವಂತಹದ್ದು. ಅದೇ ನಮ್ಮ SIT ಶಾಲೆಗೂ ಕೂಡ ಬಹುಮಾನಗಳು ಸಿಗ್ಲಿ, ಚಾಂಪಿಯನ್ ಪಟ್ಟವನ್ನು ಅಲಂಕರಿಸುವಂತಾಗ್ಲಿ ಅನ್ನುವಂಥದ್ದು ನಮ್ಮದು ಕೂಡ ಆಶಯ. ಇಷ್ಟು ಮಾತಾಡಿದ್ದಕ್ಕೆ ಧನ್ಯವಾದಗಳು. ಊಟವನ್ನು ಮುಂದುವರಿಸಿ. ನಮ್ಮ ಈ ಕಲೋತ್ಸವದ ಈ ಭೋಜನ ವ್ಯವಸ್ಥೆಯನ್ನು ವ್ಯವಸ್ಥಿತವಾಗಿ ನಡೆಸಿಕೊಟ್ಟ ನಮ್ಮ ಶಾಲೆಯ ಅಧ್ಯಾಪಕರಿದ್ದಾರೆ, ಇಲ್ಲಿ ಅದಲ್ಲದೆ ರೀತಿಯ ವಿದ್ಯಾರ್ಥಿಗಳು ಕೂಡ ಇದ್ದಾರೆ. ಈ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ಬಹಳ ಶ್ರಮಪಟ್ಟು 5-6 ದಿವಸಗಳಿಂದ ಈ ಭೋಜನ ವ್ಯವಸ್ಥೆಗೆ ಶ್ರಮಿಸಿದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ಶಾಲೆ ಪರವಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಥ್ಯಾಂಕ್ ಯು. ಥ್ಯಾಂಕ್ ಯು. ಇನ್ನು ನಮ್ಮ ನಿವೃತ್ತ ರಾಮಚಂದ್ರ ಕುಬನೂರು ಶಾಲೆಯಿಂದ ನಿವೃತ್ತರಾದ ರಾಮಚಂದ್ರರವರಿದ್ದಾರೆ. ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಆಡ್ತಾರೆ. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ 2025-26ನೇ ಕಲೋತ್ಸವವು ಬಹು ವಿಜೃಂಭಣೆಯಿಂದ 4 ದಿವಸ ಕೂಡ ಈ ಗ್ರಾಮೀಣ ಪ್ರದೇಶದಲ್ಲಿ ಪೈವಳಿಕೆಯಲ್ಲಿ ವಿಜೃಂಭಣೆಯಿಂದ ಜರುಗಿದೆ. ಅದೇ ರೀತಿ ಫುಡ್ ಕಮಿಟಿಯವರು ಒಂದು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದಾರೆ. ಅದರಲ್ಲಿ ತಾಯಂದಿರ ಪಾತ್ರ ಅತಿ ಮುಖ್ಯ ಅಂತ ಹೇಳ್ಬಹುದು. ಕುಟುಂಬಶ್ರೀಯ ತಾಯಂದಿರು ಆ ತರಕಾರಿಯ ರಾತ್ರಿ ಹಗಲು ಎನ್ನದೆ ಎಲ್ಲ ಕೆಲಸದಲ್ಲಿ ಕೈ ಜೋಡಿಸಿದ್ದಾರೆ. ಅಷ್ಟೆಲ್ಲ ಕೆಲಸ ಮಾಡಿದ ಕಾರಣವೇ ಆ ಕಾರ್ಯಕ್ರಮ ಒಂದು ಉತ್ತಮವಾಗಿ ಜರುಗಿತು. ಅದಲ್ಲದೆ ಎಲ್ಲ ಸಂಘ ಸಂಸ್ಥೆ, ಈ ಸ್ಕೂಲಿನ ವಿದ್ಯಾರ್ಥಿನಿಯರ ಶ್ರಮ, ರಾತ್ರಿ 10 ಗಂಟೆ ಆದ್ರೂ ಕೂಡ ವಿದ್ಯಾರ್ಥಿ ಮತ್ತು ವಿದ್ಯಾರ್ಥಿನಿಯವರು ತನ್ನ ಕೆಲಸವನ್ನು ಸಾಧಿಸ್ತಾ ಇದ್ದು ಉತ್ತಮವಾಗಿ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿ ಆಗಿದೆ ಅಂತ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಹಗಲಿರುಳು ನಮ್ಮ ಫುಡ್ ಕಮಿಟಿಯ ಅಧ್ಯಾಪಕಿಯರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ವಿದ್ಯಾ ಟೀಚರೇ, ಅದೇ ರೀತಿ ನಮ್ಮ ಶಾಲೆಯ ಸೌಮ್ಯ ಟೀಚರೇ, ನಮ್ಮ ಶಾಲೆಯ ಗಾಯತ್ರಿ ಟೀಚರೇ, ಅಂಜಲಿ ಟೀಚರೇ, ಅದೇ ರೀತಿ ಫುಡ್ಡಿನ ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಆದ ನಮ್ಮ ಬೆನ್ಜೀರ್ ಸರ್ ಕೂಡ ಇದ್ದಾರೆ. ಅವರ ಸಹಕಾರದಿಂದ ಈ ಒಂದು ನಮ್ಮ ಭೋಜನ ವ್ಯವಸ್ಥೆ ಬ್ರಹ್ಮ ಕಲಶೋತ್ಸವದ ಭೋಜನ ವ್ಯವಸ್ಥೆಯಾಗಿ ಮಾರ್ಪಾಡುಗೊಂಡಿದೆ. ಅವರಲ್ಲಿ ನಾನು ಬೆನ್ಜೀರ್ ಸರ್ ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಆಡಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ഒരു 2 വാക്ക്. മഞ്ചേശ്വരം ഉപജില്ല കലോത്സവമാണ് നമ്മുടെ പൈവളിക നഗറിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നാട്ടുകാർക്കും പാർട്ടിസിപ്പന്റിനും അതുപോലെ തന്നെ എസ്കോർട്ടി വന്ന ടീച്ചേഴ്സിനും വളരെ നല്ല രീതിയിൽ 4 ദിവസവും ഭക്ഷണം ക്രമീകരിച്ച് നൽകുവാനായിട്ട് ഞങ്ങളുടെ കമ്മിറ്റിക്കായി അതിന് വേണ്ടി നേതൃത്വം നൽകിയ നമ്മുടെ AE സാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൺവീനർ വിശ്വനാഥ് സാറുണ്ട്. ഒപ്പം ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ അധ്യാപകര് അതുപോലെ തന്നെ നാട്ടുകാർ എല്ലാവരുടെയും സഹകരണം ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. തീർത്ഥവെള്ളൽ നബിതൻ കഥനം കവന കതിർമയിൽ നബിത്തിട മനം നിറയോൻ ഹിജ്റ നിശയുടെ ജൗഫിൻ കുഫ്ർ വരവായി നസറുടെയോ നവനദിലുരയാൽ നബിയോരുടെ പുരി നസിലായി നബിയോരുടെ പുരി നസിലായി
പരമ്പത്തിഹായിൽ ഓരന്നിബിതാനിൽ പരമ്പത്തിഹായിൽ ഓരന്നിബിതാനിൽ പവിത്രമ കരളിൽ നിറൈந்த സ്നേഹം മികവതൽ പിരിവാൾ മുഷിവാൾ പവിത്രമ കരളിൽ നിറൈந்த സ്നേഹം മികവതൽ പിരിവാൾ മുഷിവാൾ പവിത്രതല്ലൽപ്പം വിളിത്തീരു തീരം മാനേട്ടേ ഇറയരുൾ പോൽ നടത്തം ഭയമിട്ടിരുൾ കഥമനിമിത്തം ഇറയരുൾ പോൽ നടത്തം ഭയമിട്ടിരുൾ കഥമനിമിത്തം ബലതവിനസിനാ ബലതവിനസിനാ നൂറാബൈതേ റൂഹാനുഭവത്തി നൂറാബൈതേ റൂഹാനുഭവത്തി നുദുവത്താലെ തീർത്തവള്ളി. ನಾವೇನ್ ನೋಡ್ತಾ ಇದ್ದೇವೆ ಈ ವರ್ಷದ ಶಾಲಾ ಕಲೋತ್ಸವದಲ್ಲಿ ಈ ಶಾಲಾ ಪರಿಸರವನ್ನ ಅತ್ಯಂತ ಶುಚಿಯಾಗಿಡುವಂತ ಕೆಲಸ ಕಾರ್ಯವನ್ನ ಮಾಡುವಂತ ನಮ್ಮ ಹರಿದ ಕರ್ಮಸೇನ ಎಲ್ಲ ಸದಸ್ಯರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಹರಿದ ಕರ್ಮಸೇನದಗಳು ನಮ್ಮ ಕಲೋತ್ಸವ ಎಂಚುಂಡು ಫಸ್ಟ್ ಅವಗೇನೆ ಕಲೋತ್ಸವ ಎಂಚ ಕಲೋತ್ಸವ ಎಟ್ಟರೀತಿ ದಾವೊಂದುಂಡು ಎಂಕ್ಲೆ ಕೊಂಚ ಅಭಿಮಾನ ಎಂಕ್ಲ ಪೈಮಳಿಗ ಡಾಪು ನಾವು ಅಪ್ಪ ಎಂಕ್ಲ ಮಾತಾಡಿದ ಕರ್ಮಸೇನದಕ್ಲ ನೆಟ್ಟಿಗೆ ಮಾತು ಇಚ್ಚಿರ ಅವಳು ಫೋನ್ ಮೀನು ಮಂತ ದುಲ್ಲೆದಕ್ಕೆ ಮಾತಾಡ್ನ ಎಟ್ಟರಿಗೆ ಸಹಕಾರ ಮಂತದೆ ಆಯ್ನಾತು ಸ್ವಚ್ಛ ಮಂತಾರೆ ಪ್ರಯತ್ನ ಮಂತಿಲ್ಲ. ಇತ್ತೆ ಕಲೋತ್ಸವ ನಮ್ಮ ಪ್ರತಿಯೊಂದು ದಿಕ್ಕಿಡ್ಲ ಮಾತ ಕಾರ್ಯಕ್ರಮ ಆಯ್ ಬೊಕ್ಕ ಕ್ಲೀನ್ ಮನ್ಪುನವು ನಮ್ಮ ಒಂಜಿ ವಾಡಿಕೆ ಅದ್ಬೋದು ನಾನ ನಿಕ್ಲು ಕಾರ್ಯಕ್ರಮ ಕರ್ಣ ಸ್ಟಾರ್ಟ್ ಯಾಪ ಆತನ ಹಿಡಿದು ಬೊಕ್ಕ ಈಡ ಮುಟ್ಟ ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮದ ಎಡೆಟ್ಟ ಸ್ಟೇಜ್ ಅಲ್ಪ ಹೋದ ಕ್ಲೀನ್ ಮಲ್ತೊಂದುಲ್ಲಾರೆ ಇಂಚೊಂಜಿ ಪ್ಲಾನಿಂಗ್ ಏರು ಮಲ್ತೇನೆ ಒಂದು ಎಂಕ್ಲೆ ತೀರ್ಮಾನ ಮಂತನೆ ಎಂಕ್ಲೆ ಪಂಚಾಯತ್ ದುಡ್ಡು ಒಂದು ಶಾಲೆದ ಎಂಕ್ಲೆ ಒಂಜಿ ಕಮಿಟೆಡ್ ಪಾರ್ಟಿ ತೀರ್ಮಾನ ಮಂತನೆ ಎಂಕ್ಲ ಹಾನಿಕಾರಿದಾಯಕ ದಿನಾಲ ಜನ ಬರೋದಿಲ್ಲ ಅಕ್ಲೆ ಬಂದಾಗ ಮೂಲು ಇಡೀ ಪ್ಲಾಸ್ಟಿಕ್ ಅವನದು ಗಲೀಜಾದಿತ್ತಂಡ ಬಂದಾಗಲೇ ಅಕ್ಲೆ ಒಂಥರ ಇನಿ ಸ್ವಚ್ಛವಾದ ದಿವಾಡು ಉಂಟು ಎಲ್ಲ ಎಂಕ್ಲ ಮೂಲು ಕ್ಲೀನ್ ಮಾಡ್ಕೊಂಡು ಹಾಕೊಂಡು ಇನಿ ರಾತ್ರಿ ಎಂಕ್ಲು ಉಂಟು ಪಗೆಲಿಡಿ ಕಾಂಡೆ ತೂಕ ಬೈಯ ಮುಟ್ಟಲ ಎಂಕ್ಲು ಮೂಲು ಸಹಕಾರ ಒಟ್ಟು ಏತು ಜನ ಉಳ್ಳೇರ ಎಂಕ್ಲು ಒಟ್ಟು 38 ಜನ ಈ 38 ಜನ ಐತ ನಿಕ್ಲಿಂಚ ಕ್ಲೀನ್ ಮಲ್ಪುನಾಗ ಅಲ್ಪ ಅಲ್ಪ ಸ್ಟೇಜ್ ಪ್ರೋಗ್ರಾಮ್ ಪೂರ ತೂಪಾರ ಅವು ತೂನಾಗ ನಿಕ್ಲ ಎಲ್ಲೇ ಪ್ರಾಯಡ್ ಇಂಚಿನ ಕಾಂಪಿಟೇಷನ್ ಎಲ್ಲ ಭಾಷೆ ಮಂತರ ನೆನಪ ಆಪಣ ಇಂಚ ಅವೇ ಹೊರ ಹೆಂಗ್ಳು ಕಜ ಬೆಚ್ಚಿರಲ್ತಲ್ಲ ಎಡೆ ಎಡೆ ಹೋದು ಸ್ಟೇಜ್ ತೂವೊಂದುಲ್ಪ ಹೊರ ತೂಕ ಜೋಕ್ಲೇನ್ ಪುರ ಎಂಕ್ಲ ಜೋಕ್ಲು ಪುರ ಎಂಚೇನೆ ಸ್ಟೇಜ್ ಈತ ಮಾತ ವ್ಯವಸ್ಥೆ ಇಚ್ಚಂಡಪ್ಪ ಕೊಂಚ ಎಲ್ಲೇ ಬಟ್ಟಡಿತ್ತನಿ ಈತ ಸ್ಟೇಜ್ ಎಂಕ್ಲು ಹೋತಿಜ ಒಂದೊಂದೇ ಸ್ಟೇಜ್ ಇಡ್ತೀನಿ ಅಂದ ಮೂಲ ಮಸ್ತ್ ಸ್ಟೇಜ್ ಇಡ್ತು ನನಗೆ ಖುಷಿ ಆಗುತ್ತೆ. ಸಾಂಗ್ ಮನ್ಪುಣಕ್ಲುಲ್ಲೇರ ಏರಾಣ ಸಾಂಗ್ ಮನ್ಪುಣಕ್ಲುಲ್ಲೇರ ಪದ್ಯರಣ ಮನ್ಪರ ಒಂಜಿ ರೆಡ್ ಲೈನ್ ಇಜ್ಜಿ ಭಜನೆ ದಾಲೆ ಇತ್ತೆ ನಮ್ಮ ವಿದ್ಯಾವಂತರು ಪನ್ಪ ಆನ ನಿಜವಾಯಿನ ವಿದ್ಯಾವಂತರು ಈರೊಂದಿಗೆ ಇಂಚ ನಮ್ಮ ಊರುನು ನಮ್ಮ ಈ ಶಾಲೆನೆ ಸ್ವಚ್ಛ ಮಂತ ದೀಪನಕ್ಲೆ ಅಕ್ಲು ವಿದ್ಯಾವಂತರು ನಿಜವಾದಿತ್ತ ವಿದ್ಯಾಭ್ಯಾಸ ತೆತ್ತೊನ್ನಕ್ಲೆ ಐನ ಹಾಳು ಮನ್ಪುಣಂಚಿನ ಕೆಲವರು ಮಲ್ತೊಂದುಲ್ಲೇರು ನೆಕ್ ದಾದ ಮನ್ಪಾರ ಟೋಟಲ್ ಅದು ಕಲಸ ವಿದ್ಯಾವಂತರು ಹೆಚ್ಚನಕ್ಲೆ ವಿದ್ಯೆ ತುಂಬುದಕ್ಲೆ ವಿದ್ಯಾಭ್ಯಾಸ ಇಚ್ಚನಕ್ಲೆ ಒಂಜಿ ಸ್ವಚ್ಛತೆ ಎಂಕ್ಲೆಟ್ಲ ಸಾಧಾರಣ ಮಲ್ಲ ವಿದ್ಯಾಭ್ಯಾಸ ಇಚ್ಚನಕ್ಲೆ ಇಚ್ಚೇರಿ ಕಡಿಮೆ ವಿದ್ಯಾಭ್ಯಾಸದಾಗಲೇ ನೆಕ್ ಬರ್ಪುನೆ ಮಲ್ಲ ವಿದ್ಯಾಭ್ಯಾಸದಾಗಲೇ ನೆಕ್ ಬರ್ಪುಲ್ ಇಚ್ಚೇರಿ ಎಂಕ್ಲೆನ್ ತೂನಾಗ ಕೆಲವೇರೆ ಕೊಂಚ ಕಜಾವ ಬೆಚ್ಚನಕ್ಲೆ ತುಂಬಾ ಅಭಿಂದ ಇರ್ತಿಂಡು ಒಂಜಿ ಎಂಕ್ಲೆನ್ ಆಯ್ನಾತು ತಿರ್ತುನು ಅಂತ ಇಚ್ಚೇರಿ ಇತ್ತೆ ಓಲೆ ತುಂಡಲ್ಲ ಒಂಜಿ ಕೈದೆ ಇರ್ತದೆ ನಿಕ್ಲು ಮೂಲ ಒಲ್ಲಾರ ನಿಕ್ಲ ಜಡ್ಡೆ ಬೇಲೆ ಅಂತ ಎಂಕ್ಲೆನ್ ಅಂದು ಮಾಡ್ತಾರೆ ಪಂಚಾಯತ್ ಎಟ್ಟೆ ಅಪ್ರಿಶಿಯೇಟ್ ಮಂತೊಂದುಲ್ಲೇರು ಮಾತೆ ಪ್ರತಿಯೊಂದು ಸ್ಟೇಜಿಗೆ ಎತ್ತದ ಎಂಕ್ಲೆಗೆ ಮಾತೆರಲ್ಲ ಅಭಿನಂದನೆ ಮಂತೊಂದು ಪೂರ ಎಟ್ಟೆ ಸೋಪುಡು ಎಂಕ್ಲೆರು ಮಂತೊಂದುಲ್ಲೇರು ಅಂಚಾದ ಎಂಕ್ಲೆಗ್ಲ ಇದು ಎಂಕ್ಲೆಂಟೆ ಬೈಪೋಟು ಎಂಕುಲ್ಲ ಸೇರೋ ಅಂತ ಬನ್ನದುಲ್ಲೆ ಇದೆ ಏರೇರು ದಕ್ಕನ ಕಜಾವು ಅವು ನಮ್ಮ ದೆಪ್ಪೆರವಲ್ಲಿ ಏಸಿಗೆ ಅಂಚಿನ ಪೂರ ಬುಡ್ದು ಈ ಒಂಜಿ ಕೆಲಸ ಎಲ್ಲ ಎಡ್ಡೆ ಕೆಲಸ ಬಂದು ಮಲ್ತೊಂದುಲ್ಲಾರೆ ನೆಟ್ ಏತು ಖುಷಿ ಉಂಡು ನಿಕ್ಲಿ ಮಸ್ತ್ ಖುಷಿ ಉಂಡು ಇತ್ತೆ ಎಂಕ್ಲೆಗೆ ಇಲ್ಲಡೆ ಕತ್ತಲನಗಳ ಇಲ್ಲಡೆ ಪಾಯರ ಮನಸ್ಸು ಅರ್ಪಿಸಿ ಓಲು ಕಜಾವ ತೂಜನ ನೀಚೆಲ್ಲ ಚಾಕ್ಲೇಟ್ ಪೇಪರ್ ತೂಜನ ಬೆಚ್ಚಿಗೆ ಅಂದ ಹಾಕುದು ಜನಕ್ಲ ಇಡಟೆ ಹೋದ ಚೂರು ಪೆಜ್ಜರ ಕಷ್ಟ ಹಾಕುದು ಆಮೇಲೆ ಅಕ್ಲು ಚೂರು ಅಂಚಿಂಚು ಹೋದಾನಾಗ ಎಂಕ್ಲೆ ಪೂರ ಕ್ಲೀನ್ ಮಾಡ್ತದೆ 4 ದಿನ ಅದು ಗೊತ್ತಲ್ಲ ಲೈಕ್ ತುಂಬ ಎಂಕ್ಲೆ ಅಷ್ಟೇ ಮುಲು ಕಲೋತ್ಸವ ಶುರುವಾಪೆ ತುಂಬ ಎಂಕ್ಲು ಇಡೀ ಪರಿಸರ ಮಂತದ ಕ್ಲೀನ್ ಮಂತದ ಮೂಲು ಶಾಲೆ ಅಂತ ಖುಷಿ ಆಪುನ ಎಂಕ್ಲೆ ದಾಲ ಐಕಂಜಿ ಏಸಿಗೆ ಅಂಚಿನ ದಾಲ ಇಚ್ಚಿ ಮಾತೆ ಅದೆಲ್ಲ ಇತ್ತೆ ಒಟ್ಟು 38 ಜನ ಉಳ್ಳಾರೆ ನಿಕ್ಲು ನಿರಂತರವಾದ ಕೆಲಸ ಮಲ್ತೊಂದುಲ್ಲೇರು ನನಾತು ತುಂಬುಗಳ ಇಂಚಿನ ಎಡ್ಡೆ ಕಾರ್ಯನ ಮಲ್ಪುಲಂಚಿನ ಆರೋಗ್ಯನ ದೇವರ ಕೊರಡು ಆಯ್ತು ಒಟ್ಟುಕು ನಮ್ಮ ಕಲೋತ್ಸವ ಒಂಜೊಂಜಿ ವೇದಿಕೆ ಕೆಲವು ಐಟಮ್ ಪುರ ಉಂಡು
ನಿಕ್ಲು ಫ್ರೀ ಆನಾಗ ಅವೆಲ್ಲ ತೂಲೆ ನಮ್ಮೊಟ್ಟಿಗೆ ಈತ ಜನ ಈತ ಪಾತೇರಿಯಾರು ಸೊಲ್ ಮೇಲೆ ಮಾತೇರಿ ಹೆಡ್ಡಾವಡಿ പൈവളിക നഗരിൽ പിന്നെ മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവം ഒരു ആവേശത്തോടെയാണ് വരവേറ്റത്. നാട്ടുകാരും ക്ലബ്ബ് ഭാരവാഹികളും രാഷ്ട്രീയം ഭേദമന്യേ മതഭേദമന്യേ തീർച്ചയായിട്ടും പൈവളിക നഗരിയിൽ ആവേശം നിറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അവസാന ദിവസമായിട്ട് പോലും നല്ല ജനസാഗരമാണ് അണിനിർത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ശാല കലോത്സവത്തിന്റെ ഉന്നത നിലയിലുള്ള ആൾക്കാരും ഇടപെട്ടുകൊണ്ട് നടത്തിയ പരിപാടി വൻ തോതിൽ നല്ല വിജയകരമായിരുന്നു. देवी दुर्गांबे ताई करुणांबे निगमगोचरी काशीपुरदीश्वरी लक्ष्मी कात्यायिनी आत्मस्वरूपिणी महागौरी कुडजाद्री कुडिकोल्लुम महेश्वरी गुणदायिनी सर्वशुभकारिणी हिंदू मुस्लिम अलग अलग है हिंदू मुस्लिम अलग अलग है मगर दोनों का मतलब एक है हिंदू जाता है मंदिर हिंदू जाता है मंदिर वक्रतुंड महाकाय कोटि सूर्य समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा और मुसलमान जाता है मस्जिद मुसलमान जाता है मस्जिद अखिलांड मंडल भूमंडल अगंड अरसांड आंडवनल्ल अहिपवने निंदातिल निन्नु उदित मुत्त आलमरंगल रहमत अशरफुल खल्क नबी मुत्त मुहम्मद मुस्तफा रसूलुल्लाह
मस्जिद अलग अलग है, मंदिर मस्जिद अलग अलग है, मगर दोनों का भगवान एक है। असतोमा सद्गमया तमसोमा ज्योतिर्गमया अमृत संगमया। ओम शांति शांति शांति। थैंक यू थैंक यू थैंक यू थैंक यू। ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವ ಈ ಬಾರಿ ನಮ್ಮ ಸಪ್ತಭಾಷಾ ಸಂಗಮ ಭೂಮಿಯಾದ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ಬಹಳ ಅದ್ದೂರಿಯಾಗಿ ಜರುಗ್ತಾ ಉಂಟು. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲ ರಾಜಕೀಯ ಪಕ್ಷದವರು ಹಾಗೂ ಊರ ಪರ ಊರ ಬಂಧುಗಳ ಸಹಕಾರದಿಂದ ಬಹಳ ಅದ್ದೂರಿಯಾಗಿ ಕಳೆದ 4 ದಿವಸದಿಂದ ಜರುಗ್ತಾ ಉಂಟು. ಇವತ್ತು ಸಹ ಬಹಳ ಜನಸ್ತೋಮ ಈ ನಮ್ಮ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ಸೇರಿ ಕಾರ್ಯಕ್ರಮ ಬಹಳ ಅದ್ದೂರಿಯಾಗಿ ಜರುಗ್ತುಂಟು. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ എല്ലാ ರೀತಿಯ അഭിനന്ദനവും സല്ലിച്ചിട്ട് കലോത്സവം നല്ല രീതിയിൽ തന്നെ ഈ സബ് ജില്ലാ കലോത്സവം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൈവളികെ സ്കൂളിൽ 3-ാം പ്രാവശ്യമാണ് വരുന്നത്. നല്ല നിലയിൽ ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും യുവജന സംഘടനകളും ക്ലബ്ബുകൾ ഉൾപ്പെടെ സഹകരിച്ചു. ഇപ്പൊ ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇന്ന് അവസാന ഘട്ടത്തിനകത്ത് ഈ കലോത്സവം ഇന്ന് സമാപിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നല്ല സംഘാടക മികവോട് കൂടി തന്നെ നമുക്ക് ഈ സബ് ജില്ലാ കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാവിധം ആശംസകളും ഈ കലോത്സവത്തിന് വേണ്ടി നൽകുകയാണ്.
പൂമാല ചൂടിയ പെണ്ണേ. എല്ലാരും ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാം. കൊണ്ടൊക്കരളുള്ളിൽ കുടികൊണ്ടു പഞ്ചാരത്തിയുള്ള മുത്തി മോളെ കൊണ്ടൊക്കരളുള്ളിൽ കുടികൊണ്ടു പഞ്ചാരത്തിലുള്ള മോളെ പൂമാല ചൂടിയ പെണ്ണേ കുമാരൻ ചെമ്മീരിന്റെ പൂമാല ചൂടിയ പെണ്ണേ. കത്തിയോട് കത്തി മറിയുന്ന മാലുകൾ ചേലികൾ വന്നോ കണ്ടു വന്നോ പുതുമാലത്തോടെ കൊടിയിലെന്നു പുതുമാരൻ പൂമാല ചൂടിയ പെണ്ണേ പുതുമാരൻ ചെന്നിരുന്നേ പൂമാല ചൂടിയ പെണ്ണേ. കണ്ണാട് കണ്ട് കരുത്ത കണ്ണാട് വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് അവൾക്ക് മിനുമിടുത്ത മറുപടി കരുകെടുത്ത കണ്ണാട് വെളുവെളുത്ത സുന്ദരി പെണ്ണാണ്. കണ്ടകുമാരി പിന്നെ പേടിയെത്തിനാലും അതിഥി കൊണ്ടാടുക തമറ് പെണ്ണേ പങ്കജകുമാരൻ പിന്നെ തേടിയെത്തിനാലും അതിഥി കൊണ്ടാടുക പൊന്നെ മോളെ മാരനായി താലി അണിതാലി മാറിലണയാറായി പൊന്നെ മോളെ മാരനായി താലി അണിതാലി മാറിലണയാറായി. ചുറ്റപ്പം അതിവരും നെയ്യപ്പം മധുരമുള്ള കൽപ്പം അനുഭവരും മുടിയപ്പം അരികളേക്ക് ചുറ്റപ്പം അതിവരും നെയ്യപ്പം മധുരമുള്ള കൽപ്പം അനുഭവരും മുടിയപ്പം മണിയറയിൽ കൊണ്ടുവച്ച് നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച് എണ്ടമായി 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 തിന്നോന്നും കരഞ്ഞുകൊണ്ട് കുമാരന് തീറ്റിക്കുന്ന പൊന്നമ്മായി നമ്മുടെ താരമായി നമ്മുടെ കരുണമായി നമ്മുടെ വിവരമായി അപ്പങ്ങളും പാടും കുട്ടമായി അരുവനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങളോരോ തരം അയച്ചു വന്ന് വരുന്നമ്മായി അപ്പങ്ങളും പാടും കുട്ടമായി അരുവനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങളോരോ തരം അയച്ചു വന്ന് വരുന്നമ്മായി. കയ്യടിച്ചോ കയ്യടിച്ചോ.
താരങ്ങളുണ്ടല്ലോ പൂമുല്ലമാല ചാർത്താൻ മുത്തായമാരൻ താരങ്ങളുണ്ടല്ലോ മാണിക്ക് തള്ളിടുന്ന ദേവി പൂമുല്ലമാല ചാർത്താൻ മുത്തായമാരൻ വരുന്നുണ്ടല്ലോ പൂമുല്ലമാല ചാർത്താൻ മുത്തായമാരൻ വരുന്നുണ്ടല്ലോ. മധുകരാൻ ബണ്ടാഴ്ച മഞ്ഞുമാരൻ മനതാരി മധുരത്തിൻ മഹരായി നിറഞ്ഞുരാവി മണിയറയെ മധുകരാൻ ബണ്ടാഴ്ച മഞ്ഞുമാരൻ മനതാരി മധുരത്തിൻ മഹരായി നിറഞ്ഞുരാവി മധുരിയെ മാരൻ Thank you. നമ്മുടെ സമാപന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാന വേദിയിൽ വെച്ച് നടക്കുന്നതാണ്. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം 2025 സമഗ്രാധിപത്യം ഏത് സ്കൂളിനാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കലോത്സവം കേവലം ഒരു മത്സരമല്ല, അത് ഹൃദയത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്പർശനമാണ്. അതെ, അതാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി പൈവളിക നഗറിന്റെ ഈ കലാനഗരയിൽ നാം അനുഭവിച്ചത്. കണ്ടും കേട്ടും ನಮ್ಮ ಜೊತೆ ಇರುವಂತದ್ದು ಈ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯರ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿಯ ಅಧ್ಯಾಪಕ ವೃಂದದವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಸರ್, ನಮ್ಮ ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯಲ್ಲಿ ನಡೀತಾ ಇದೆ. ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ? ಯಾವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಕಲೋತ್ಸವ ಅಂತಿಮ ದಿವಸಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ? ಎಷ್ಟು ಖುಷಿಯಾಗಿದ್ದರೆ, ಎಷ್ಟು ಟೆನ್ಷನ್ ಆಗಿದೆ? ನಮ್ಮ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ನಡೆಯುವುದು ಎಲ್ಲರಿಗೂ ಬಹಳ ಸಂತೋಷಕರ ವಿಷಯ. ಇದು ಒಂದು ಜಾತ್ರೆಯಾಗಿ ಕಾಣ್ತಾ ಉಂಟು. ನಾವು ಇಷ್ಟು ವೈಭವೋಪೇತವಾಗಿ ನಡೆಸ್ತೇವೆ ಅಂತೇಳಿ ನಮಗೆ ನಾವು ಭಾವಿಸೇ ಇಲ್ಲ. ಏನು, ನಮ್ಮ ಎಲ್ಲರ ಸಹಕಾರದಿಂದ ಇಲ್ಲಿಯ ಅಧ್ಯಾಪಕರು, ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ, ಅಧ್ಯಾಪಕರೇತರು, ಅದೇ ರೀತಿ ಊರವರು, PTA ಅವರು, ಕ್ಲಬ್ಬಿನವರು, ಸಮಸ್ತರು ಸೇರಿ ಅವರ ಸಹಾಯದೊಂದಿಗೆ ನಾವು ನಡೆಸಿರುವಂತಹ ಈ ಕಲೋತ್ಸವ ಒಂದು ಜಿಲ್ಲಾ ಕಲೋತ್ಸವದ ರೀತಿಯಲ್ಲಿ ಇದೆ. ಅದರಲ್ಲಿ ಯಾವುದೇ
ಕಮ್ಮಿ ಬರಲಿಲ್ಲ ಅಂತೇಳಿ ಕೆಲವರ ಅಭಿಪ್ರಾಯ. ಇಲ್ಲಿಗೆ ಹಲವಾರು ಜನ, ಸಾವಿರಾರು ಜನ ಬಂದಿದ್ದಾರೆ. ಸಾವಿರಾರು ಅಂದರೆ 1-2 ಅಲ್ಲ, ನಮಗೆ ಒಂದನೇ ದಿವಸವೇ 4,000 ಜನ ಇಲ್ಲಿ ಊಟ ಮಾಡಿ ಹೋಗಿದ್ದಾರೆ. 2ನೇ ದಿವಸ 6,000 ಜನ, 3ನೇ ದಿವಸ 7,000 ಜನ. ಇವತ್ತು ಕೆಲವೊಮ್ಮೆ 10,000-12,000 ಜನಕ್ಕೆ ನಾವು ಬರುವ ನಿರೀಕ್ಷೆ ಇದೆ. ಅದೇ ರೀತಿ 10,000-12,000 ಜನಕ್ಕೆ ಊಟದ ವ್ಯವಸ್ಥೆ ಕೂಡ ನಾವು ಮಾಡಿದ್ದೇವೆ. ಹಲವಾರು ವೇದಿಕೆಗಳಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೆದಿತ್ತು. 27 ವೇದಿಕೆಗಳು, ಅದರಲ್ಲಿ 7 ಮುಖ್ಯ ವೇದಿಕೆಗಳು. ಇಂದು ಈ 7 ಮುಖ್ಯ ವೇದಿಕೆಗಳಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದೆ. ಆ 7 ವೇದಿಕೆಗಳಲ್ಲಿ ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ರಮಗಳು, ಎಲ್ಲರಿಗೂ ಕಾಣುವಂತಹ ಕಾರ್ಯಕ್ರಮಗಳು, ಮಕ್ಕಳ ಪ್ರತಿಭೆಗಳು ಅನಾವರಣಗೊಳ್ತಾ ಉಂಟು. ಅದಕ್ಕೆ ಸಹಕಾರ ನೀಡಿದ್ದು ನಮ್ಮ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ ಹಾಗೂ ಅಧ್ಯಾಪಕರು ಹಾಗೂ ಅದರ ಕನ್ವೀನರ್ ಮತ್ತು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ನಮ್ಮ ಶಾಲೆಯವರೇ ಆಗಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಬೇರೆ ಶಾಲೆಯವರು ಕೂಡ ಇದ್ದಾರೆ. ಅವರೆಲ್ಲರ ಸಹಕಾರ ನಿಮಗೆ ನೋಡಿರ್ಬೋದಲ್ಲಿ ಊಟದ ವ್ಯವಸ್ಥೆ ನೋಡಿದರೆ ಅಲ್ಲಿ ಅವರು ಪಡುವಂಥ ಶ್ರಮ ಬಹಳ ನಮಗೆ ಸಂತೋಷ. ಆ ಶ್ರಮದಿಂದ ನಮಗೆ ಇಷ್ಟು ಒಳ್ಳೆಯ ರೀತಿಯ ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ಆದ ಕಾರಣ ಎಲ್ಲರಿಗೂ ನಾನು ಅಭಿನಂದನೆಗಳನ್ನು, ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡಿಬೇಕಿದ್ರೆ ಅದ್ರ ಪ್ಲಾನಿಂಗ್ ಎಲ್ಲ ಇರುತ್ತದೆ. ಈ ಕಲೋತ್ಸವ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ನಡೆಸಬೇಕು ಅನ್ನೋಂಥ ಹೇಳಿಕೆಯನ್ನು ಕೊಟ್ಟಾಗ ಯಾವ ರೀತಿಯಲ್ಲಿ ಪ್ಲಾನಿಂಗನ್ನು ಮಾಡಿಕೊಂಡ್ರಿ ಅಂತ? ನಾನು ಈಗಾಗಲೇ 1 ತಿಂಗಳಾದದ್ದು ಈ ಶಾಲೆಗೆ ಬಂದು. ಆವಾಗ ನಾನು ಬರುವ ಮೊದಲೇ ಈ ಪ್ಲಾನಿಂಗ್ ಎಲ್ಲ ನಡೆದಿತ್ತು. ಆಗ ವಿಶ್ವನಾಥ್ ಸರ್ನ ನೇತೃತ್ವದಲ್ಲಿ ಪ್ರಿನ್ಸಿಪಲ್ ಅವರು ರಜೆಯಲ್ಲಿದ್ದರು. ಅವರ ರಜೆಯನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡಿಸಿ ಈ ಕಲೋತ್ಸವಕ್ಕೆ ಬೇಕಾಗಿ ಅವರ ರಜೆಯನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡಿ ಅವರು ಈ ಕಲೋತ್ಸವ ನಮ್ಮ ಶಾಲೆಯಲ್ಲೇ ಜರಗಬೇಕು ಅಂತ ತೀರ್ಮಾನದೊಂದಿಗೆ ಇವತ್ತು ಈ ಕಲೋತ್ಸವ ನಮ್ಮ ಶಾಲೆಯಲ್ಲಿ ಜರುಗುವುದು. ಅವರ ನೇತೃತ್ವದಲ್ಲಿ ನಮ್ಮ ಸಹಾಯದಿಂದ ಅವರು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ, ನೀವು ಈಗಾಗಲೇ ಕಾಣ್ತಾ ಇದ್ದೀರಿ, ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಕಲೋತ್ಸವ. ಅದರ ಫಸ್ಟ್ ಪ್ರಿಫರೆನ್ಸ್ ಅಂತ ಹೇಳುವುದು ಊಟ ಅಲ್ವಾ? ಊಟ ಎಲ್ಲರಿಗೊಂದು ಮುಖ್ಯ. ಆ ಊಟದ ಒಂದು ರುಚಿ ಅಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ ಹೊಗಳಿಕೆ. ಹಾಗೂ ಅದರ ನೆಕ್ಸ್ಟ್ ಪ್ರಿಫರೆನ್ಸ್ ಎಲ್ಲ ಕನ್ವೀನರ್ಸ್, ನಮ್ಮ ಶಾಲೆಯ ಕನ್ವೀನರ್ಸ್ ಆಗಿ ರಾತ್ರಿ 10 ಗಂಟೆಯವರೆಗೆ ದುಡಿದು ಮನೆಗೆ 11-12 ಗಂಟೆಗೆ ತಲುಪಿದವರು. ಇಷ್ಟು 4 ದಿನ ಅಲ್ಲ, ಇದರ 1-1.5 ತಿಂಗಳಿಂದ ಇದರ ಕೆಲಸ ನಡೀತಾ ಉಂಟು ಈ ಶಾಲೆಯಲ್ಲಿ. ಇದರ ಪರಿಣಾಮವಾಗಿದೆ ಈ 4 ದಿನದಲ್ಲಿ ಇಲ್ಲಿ ಕಾಣುವುದು. ಈಗ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆ ಪ್ರತಿ ವರ್ಷ ನಾವು ಕಲೋತ್ಸವ ಏನು ನಡೀತಾ ಇದೆ ಅಲ್ಲಿ ಪ್ರಥಮ ಅಥವಾ ದ್ವಿತೀಯ ಪಡ್ಕೊಳ್ಳುವಂಥ ಶಾಲೆ. ಈ ವರ್ಷ ಕಲೋತ್ಸವದಲ್ಲಿ ನಮ್ಮ ಶಾಲೆಗೆ ಎಷ್ಟು ಹೋಪ್ ಇದೆ ಸರ್? എത്ര പ്രതീക്ഷയുണ്ട് ഈ വർഷത്തെ കലോത്സവത്തിൽ പൈവളിക നഗര സ്കൂൾ? ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആതിഥേയരാണ്. അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞങ്ങൾ ചാമ്പ്യന്മാരാവുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുള്ളത്. പരമാവധി എല്ലാ ഐറ്റങ്ങളും നമ്മൾ മത്സരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനം വരുമ്പോൾ ഞങ്ങൾ തന്നെ സന്തോഷം വാർത്ത ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറിൻ്റെ നാട്? എൻ്റെ നാട് ബേക്കലാണ്. ബേക്കലിന് ഇവിടെ വന്ന് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ഈ അങ്ങോട്ടുള്ള കലോത്സവത്തിൽ നിന്നും മഞ്ചേശ്വരം എങ്ങനെ വ്യത്യസ്തമായി കാണുന്നു? വളരെ വ്യത്യസ്തമായ ഒരു നാടാണ്. നമുക്കറിയാം സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തതകളുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് പൈവളിക നഗരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമന്വയമാണ്, അതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മളിവിടെ കലോത്സവങ്ങളിൽ കാണുന്നത്. യാതൊരുവിധ വ്യത്യാസങ്ങൾ കൂടാണ്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കലോത്സവം അവരവരുടെ വീടുകളിൽ നടക്കുന്ന പരിപാടി എന്ന രീതിയിലാണ് ഈ നാട്ടുകാർ ഇതിനെ കാണുന്നത്. അങ്ങനെയാണ് നമ്മളോടും അവർ സമീപിക്കുന്നത്. നല്ല രീതിയിലുള്ള ഇടപെടലാണ് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ಕನ್ನಡ ತುಳು പഠിച്ചു? ಕನ್ನಡ ಸ್ವಲ್ಪ ಮಾತಾಡೋದು. ನಮ್ಮ ಕಲೋತ್ಸವದಲ್ಲಿ ನಿರಂತರವಾಗಿ ಎಲ್ಲರೂ ಕೂಡ ಅಧ್ಯಾಪಕರು, ಅಧ್ಯಾಪಕೇತರ ಸಿಬ್ಬಂದಿಗಳು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ವಿದ್ಯಾರ್ಥಿಗಳು ಯಾವ ರೀತಿಯಲ್ಲಿ ಸ್ಪಂದಿಸ್ತಾ ಇದ್ದಾರೆ ಅಂತ ಈ ಕಾರ್ಯಕ್ರಮ? ವಿದ್ಯಾರ್ಥಿಗಳು ಭಾಗವಹಿಸುವವರು ಎಲ್ಲ ಪ್ರಕಾರಗಳಲ್ಲಿ ಭಾಗವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಜೊತೆಗೆ ಭಾಗವಹಿಸದವರು ವಾಲಂಟಿಯರ್ ಆಗಿ, ಸ್ವಯಂ ಸೇವಕರಾಗಿ ಅಧ್ಯಾಪಕರ ಜೊತೆಗೆ ಹಗಲಿರುಳು ಕೈ ಜೋಡಿಸಿ ಹೆಗಲು ನೀಡಿ ಕೆಲಸ ಮಾಡುವುದು ನಿಜವಾಗಿಯೂ ಪ್ರಶಂಸನೀಯ. ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ಕೂಡ ಒಂದಲ್ಲ ಒಂದು ರೀತಿಯಲ್ಲಿ ಇದರಲ್ಲಿ ಸಕ್ರಿಯವಾಗಿದ್ದಾರೆ. ಯಾರು ಮನೆಯಲ್ಲಿಲ್ಲ, ಕೆಲವರು ವೀಕ್ಷಕರಾಗಿರ್ಬೋದು, ವಾಲಂಟಿಯರ್ಸ್ ಆಗಿರ್ಬೋದು, ಭಾಗವಹಿಸೋರಾಗಿರ್ಬೋದು. ನಮ್ಮ ಶಾಲೆ ಎಲ್ಲ ಮಕ್ಕಳು ಕೂಡ ಇಲ್ಲಿದ್ದಾರೆ. ಯಾರಿಗೂ ಫ್ರೀ ಅಂತ ಇಲ್ಲ, ಎಲ್ಲರೂ ಕೂಡ
ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಒಟ್ಟಿನಲ್ಲಿ ಪೈವಳಿಕೆ ನಗರದಲ್ಲಿ ಬಹಳಷ್ಟು ಯಶಸ್ವಿಯಾಗಿ ನಮ್ಮ ಕಲೋತ್ಸವ ಮುಂದುವರಿತಾ ಇದೆ. ನಾವು ಅಂತಿಮ ದಿನದಲ್ಲಿದ್ದೇವೆ. ಎಲ್ಲರೂ ಅಧ್ಯಾಪಕರು ಹೇಳಿದ ಹಾಗೆ ಈ ವರ್ಷದ ಕಲೋತ್ಸವದಲ್ಲಿ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯಲ್ಲಿ ನಡೆಯುವಂಥ ಕಲೋತ್ಸವದಲ್ಲಿ ಪೈವಳಿಕೆ ನಗರ ಒಂದು ಚಾಂಪಿಯನ್ ಪಟ್ಟವನ್ನು ಅಲಂಕರಿಸಲಿ ಅನ್ನುವಂಥದ್ದು ನಮ್ಮದು ಕೂಡ ಆಶಯ. ಇಷ್ಟೊತ್ತು ನಮ್ಮ ಜೊತೆ ಮಾತಾಡಿದರೆ ಎಲ್ಲ ಅಧ್ಯಾಪಕರು ಧನ್ಯವಾದಗಳು. ನಮ್ಮ ಜೊತೆ ಈ ವರ್ಷದ ಕಲೋತ್ಸವದ ಟೈಟಲ್ ಸಾಂಗ್ ಏನಿದೆ ಅದನ್ನು ನೀವು ಕೇಳಿರ್ತೀರ ಖಂಡಿತವಾಗ್ಲೂ. ಆ ಅದ್ಭುತ ಸಂಗೀತವನ್ನ ಮಾಡಿದಂತವರು ಅಧ್ಯಾಪಕರ ಮೆಲ್ವಿನ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಜೊತೆಗೆ ಅದಕ್ಕೆ ಸಂಗೀತವನ್ನ ಕೊಟ್ಟಂತ ವಿನೀತ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಲಿರಿಕ್ಸ್ ಅನ್ನ ಬರೆದಂತ ವಿನೀತ್ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಸರ್, ಪ್ರತಿ ವರ್ಷವೂ ಕೂಡ ತಮ್ಮ ಯಾವುದಾದ್ರೂ ಒಂದು ರೀತಿಯಲ್ಲಿ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀರಾ. ಕಳೆದ ವರ್ಷವೂ ಕೂಡ ನಮ್ಮ ಕಲೋತ್ಸವದ ಗೀತೆಯನ್ನು ನೀವು ಬರೆದಿದ್ರಿ, ಅದಕ್ಕೆ ಸಂಗೀತವನ್ನು ಕೊಟ್ಟಿದ್ರಿ. ಹೇಗೆ ಅನಿಸ್ತಾ ಇದೆ ನಮ್ಮ ಮಂಜೇಶ್ವರದ ಈ ವರ್ಷದ ಕಲೋತ್ಸವ? ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಬಹಳ ಅದ್ದೂರಿಯಾಗಿ ನಡೀತಾ ಉಂಟು. ಈಗ ನೀವು ಕೇಳಿದ ಪ್ರಶ್ನೆಗೆ ಉತ್ತರಿಸುವುದಾದ್ರೆ, ಈ ಹಾಡು ಬರೆಯುವುದಕ್ಕೆ ನಮಗೆ ಸ್ಫೂರ್ತಿ ಅಂದರೆ ನಮ್ಮ ಜೊತೆ ಪ್ರವೀಣ್ ಸರ್ ಆಗಿದ್ದಾರೆ. ಅವರು ಈಗ ಫಸ್ಟ್ ಟೈಮ್ ನಾವು 2023ರಲ್ಲಿ ಅಲ್ಲ 2019ರಲ್ಲಿ ಇಲ್ಲೊಂದು ಕಲೋತ್ಸವ ಆಗಿತ್ತು. ಆಗ ನಾವು ಸ್ಟಾರ್ಟ್ ಮಾಡಿದ ಈ ಕೆಲಸ, ಅದಕ್ಕೆ ಅವರು ನೇತೃತ್ವ ಕೊಟ್ಟವರು ಪ್ರವೀಣ್ ಸರ್. ಆಗ ಅವರು ನಮ್ಗೆ ಪ್ರತಿ ಸಲ ನೆನಪಿಸ್ತಾ ಇದ್ದಾರೆ ಕಲೋತ್ಸವ ಬರುವಾಗ ಸಾಂಗ್ ಮಾಡುವ ಅಂತೇಳಿ. ಹಾಗೆ ನನ್ನೊಟ್ಟಿಗೆ ನನ್ನ ಆತ್ಮೀಯ ಮಿತ್ರ ಅಧ್ಯಾಪಕ ದೇವಾನಂದ್ ಮಾಡಿದ್ದಾರೆ, ಅವರು ಬರೀತಾರೆ. ಅದಕ್ಕೆ ನಾವು ಸ್ವಲ್ಪ ರಾಗ ಆಗ್ತೇನೆ, ಮ್ಯೂಸಿಕ್ ಕಂಪೋಸ್ ಮಾಡ್ತಾರೆ. ಈ ಸಲ ಒಂದು ವ್ಯತ್ಯಸ್ತವಾಗಿ ಇವರ ಐಡಿಯಾ, ನಮ್ಮ ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿಯವರ ಐಡಿಯಾದಲ್ಲಿ ಮೂಡಿ ಬಂದಂಥ ಒಂದು ವಿಷಯ ಏನಂದ್ರೆ 4 ಭಾಷೆಗಳಲ್ಲಿ ಪದ್ಯ ಮಾಡಬೇಕು ಅಂತೇಳಿ. ಹಾಗೆ 4 ಭಾಷೆಯಲ್ಲಿ ಮಾಡುವಾಗ ಕನ್ನಡ, ತುಳು, ಕೊಂಕಣಿ, ಅದೇ ರೀತಿ ಮಲಯಾಳ. ಕನ್ನಡಕ್ಕೆ ದೇವಾನಂದ್ ಸರ್ ಮತ್ತು ಕನ್ನಡ ಮತ್ತು ತುಳುಗೆ ದೇವಾನಂದ್ ಸರ್ ಬರೆದ ಲಿರಿಕ್ಸ್, ಮತ್ತೆ ಕೊಂಕಣಿಗೆ ರಾಜು ಮನೆಯಪ್ಪ ಅಂತ ನಮ್ಮ ಇನ್ನೊಬ್ಬರು ಮಿತ್ರರು ಕೊಂಕಣಿ ರೈಟರ್, ಮತ್ತೆ ಮಲಯಾಳಕ್ಕೆ ಇವರು ನಮ್ಮ ಅಧ್ಯಾಪಕ ತರಬೇತಿಯ ವಿನೀತ್ ಅಂತ ನೀರೇಶ್ವರದಿಂದ ಬಂದರು, ಕರಿಬೇಡಗಂತ ಬಂದ ವಿನೀತ್ ಇವರು ಬರೆದಾಗಿದೆ. ತುಂಬಾ ಸಂತೋಷ ಅನಿಸಿದೆ. ಎಲ್ಲರೂ ಪತ್ತೆ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಎಲ್ಲರೂ ಹೆಚ್ಚಿಗೆ ಮಾತುಗಳನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഈ പാട്ട് കേട്ടപ്പോ അധ്യാപകരാവട്ടെ അല്ലെങ്കിൽ കുട്ടികളാവട്ടെ എങ്ങനെയാണ് ഒരുപാട് സന്തോഷം. ഞാൻ തന്നെ നന്ദി പറയുന്നത് പിന്നെ ദേവാനന്ദൻ, അതോടൊപ്പം തന്നെ ഫ്രണ്ട് തന്നെയാണ് എന്റെ ഫ്രണ്ട് തന്നെയാണ്. ഓരോ വരികളും ഒരു വളരെ നന്നായി തന്നെ എന്നോട് പറഞ്ഞിങ്ങനെ കലോത്സവം അതിന് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കി. എല്ലാവരും അറിയാൻ വേണ്ടി തുടങ്ങി. അതിന് കാരണം ഒരുപാട് സന്തോഷം, ഭയങ്കര പിന്നെ അടുപ്പിന്റെ സംഘടന സമയമായിട്ട് മാഷിനും കൂടി ഞാൻ പറഞ്ഞു. കാരണം മാഷിനും കൂടി ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ വരി എഴുതിയ കന്നഡ ആ വരി അത് കൊണ്ട് നഗರದ മണ്ണള്ളിൽ തന്നെ പറയുമ്പോൾ നഗരത്തിന്റെ മണ്ണിന്റെ ഒരു സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ മലയാളമാണ് ഞാൻ എഴുതിയത്. അല്ലാതെ സന്തോഷം. ഞാൻ ഒന്നുകൂടി പറയാം, ദേവാനന്ദന്റെ സംഘടന സമിതി, പിന്നെ നമ്മുടെ പബ്ലിസിറ്റി കമ്മിറ്റി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പാട്ട് എഴുതി തീർക്കാൻ മലയാള വെർഷൻ എന്നുണ്ട്, അത് എഴുതി തീർക്കാൻ എത്ര സമയമെടുത്തു, അതുപോലെ തന്നെ ഈ പൈവളിക എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് എഴുതുമ്പോൾ അതിനെ പറ്റി അറിയണം. പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിനി സമയമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു രാത്രിക്കാണ് മെൽബിൻ ഈ സാധനം അയക്കുന്നത്. എൻ്റെ ഒരു വരി എനിക്ക് അയക്കുന്നത് രാത്രിക്കാണ് മെൽബിൻ അയക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂർ അല്ലേ, 3 മണിക്കൂർ. ഞാൻ അരമണിക്കൂർ കൊണ്ട് പാട്ട് എഴുതി. പിന്നെ അത് എഡിറ്റിംഗ് ബാക്കിൽ വരണം. ഞാൻ ഏകദേശം എനിക്കൊരു 10 മണിക്കാണ് പിന്നെ ആ സമയത്ത് രാവിലെ ഏകദേശം ഒരു 3 മണി രാവിലെ 3 സമയത്ത് പാട്ട് എഴുതി അയച്ചു. സന്തോഷം. ഒരുപാട് കാര്യം കൂടി ഉണ്ട്. കാരണം നമ്മള് കുറെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് മാത്രം അതിൽ പറഞ്ഞു, സപ്തഭാഷ സംഗമഭൂമിയാണ്. ആ ഒറ്റ വരി മാത്രമാണ് സപ്തഭാഷ. എല്ലാ ഭാഷകളും കൂടി ഒരുമിച്ച് കൂടുന്ന ഭാഷയാണ് സപ്തഭാഷ. കന്നഡയാണെങ്കിലും കൊങ്ങണിയാണെങ്കിലും ഇവിടെ വന്ന പാട്ടുകളൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി സിനിമയിലും വരികൾ എഴുതാനുള്ള ಅವಸರ ಲಭಿಕಟ್ಟೆ. ಸರ್, ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಕನ್ನಡ 4 ಭಾಷೆಗಳಲ್ಲಿ ಇದು ಬಂದಿದೆ. ಇದು ಯಾರ ಮೈಂಡಲ್ಲಿ ತೋರಿಸಿದ ಪ್ಲಾನ್ ಅಥವಾ ಹೇಗೆ ಇದರ ರಚನೆ ಆಯಿತು?
ಸರ್, ನಾನು ನನ್ನನ್ನು ಪಬ್ಲಿಸಿಟಿ ಕನ್ವೀನರ್ ಆಗಿ ಮಾಡುವಾಗ ನಾನು ಒಂದು ಆಲೋಚನೆ ಮಾಡಿದ್ದೆ. ಇಲ್ಲಿಯ ಲೋಕಲ್ ಅಂದ್ರೆ ಇಲ್ಲಿಯ ಪರಿಸರಕ್ಕೆ ಹೊಂದಿಕೊಂಡು ಸಪ್ತ ಭಾಷೆಗೆ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡುವ ಅಂತ ಹೇಳಿ ನಾನು ಗ್ರಹಿಸಿದೆ. ಹಾಗೆ ಆದಷ್ಟು ಒಂದು 3 ರಿಂದ 4 ಲ್ಯಾಂಗ್ವೇಜ್ ಅದರಲ್ಲಿ ಕವರ್ ಮಾಡುವ ಅಂತ ಹೇಳಿ ನಾನು ನಿರ್ಧಾರ ಮಾಡಿದೆ. ಆದ ಕಾರಣ ನಾನು ಸಿಂಪಡಿಸಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಪದ್ಯ ಬರೆಯುವವರು ನಾನು ಕಾಂಟ್ಯಾಕ್ಟ್ ಆಗುವಾಗ ಅವರು ಸಂತೋಷದಿಂದ ಒಪ್ಪಿದ್ದು. ಅವರು ಅಷ್ಟೇ ಒಂದೆರಡು ವಾರದಲ್ಲಿ ಅದನ್ನು ಪ್ರಯತ್ನ ಮತ್ತು ಬಹಳ ಚಂದ ಮಾಡಿ ವ್ಯತ್ಯಸ್ತ ಭಾಷೆಗಳಲ್ಲಿ ನಮ್ಮ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವಕ್ಕೆ ಬೇಕಾಗಿ ಅವರು ಬಹಳ ಉತ್ತಮವಾಗಿ ರಚಿಸಿಕೊಂಡಿದ್ದಾರೆ. ಅವರಿಗೆ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸ್ಪೆಷಲ್ ಥ್ಯಾಂಕ್ಸ್ ಅನ್ನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಒಟ್ಟಿನಲ್ಲಿ ಅದ್ಭುತವಾದಂತಹ ಗೀತೆ ರಚನೆ ಆಗಿದೆ, ಎಲ್ರಿಗೂ ಇಷ್ಟ ಆಗಿದೆ. ಇನ್ನಷ್ಟು ಸಿನಿಮಾಗಳಲ್ಲೂ ಕೂಡ ಬರವಣಿಗೆ ಬರೆಯುವಂತದ್ದು ಅಥವಾ ಮ್ಯೂಸಿಕ್ ಮಾಡುವಂಥದ್ದು ನಮ್ಮ ಜೊತೆ ಮಾತಾಡಿದ್ದೀರಾ, ಎಲ್ರಿಗೂ ಧನ್ಯವಾದಗಳು. ಇರುವಂಥದ್ದು ಈ ಶಾಲೆಯ ಐ.ಟಿ. ಲ್ಯಾಬ್, ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಸರ್, ಈ ಐ.ಟಿ. ಲ್ಯಾಬಲ್ಲಿ, ಕಂಪ್ಯೂಟರ್ ಲ್ಯಾಬಲ್ಲಿ ಈ ಕಲೋತ್ಸವದ ಯಾವ ಪ್ರೊಸೆಸ್ ನಡೀತಾ ಇದೆ, ಹೇಗೆ ನಡೀತಾ ಇದೆ? ಪ್ರೋಗ್ರಾಮಿನ ಒಟ್ಟು ಎಲ್ಲ ಕಾರ್ಯಗಳು ನಡೆಯುವಂಥ ಪ್ರೋಗ್ರಾಮ್ ಆಫೀಸ್ ಆಗಿ ಇದು. ರಿಸಲ್ಟ್ ಸೆಕ್ಷನ್, ಸೀಕ್ರೆಟ್ ಸೆಕ್ಷನ್ ಆಗಿದೆ. ಇದೆಲ್ಲ ಐ.ಟಿ. ಎಕ್ಸ್ಪರ್ಟ್ಗಳು ಮತ್ತು ಪ್ರೋಗ್ರಾಮಿನ ಪ್ರಧಾನ ಕನ್ವೀನರ್ ಮತ್ತು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳು ಮಾತ್ರವೇ ಇಲ್ಲಿಗೆ ಪ್ರವೇಶ ಇರುವುದು. ಅದೇ ರೀತಿ AU ಮತ್ತು ಜನರಲ್ ಕನ್ವೀನರ್ HM ಅಲ್ಲದೆ ಬೇರೆ ಯಾರಿಗೂ ಇಲ್ಲಿಗೆ ಪ್ರವೇಶ ಇರುವುದಿಲ್ಲ. ಸುಮಾರು LP, UP, ಹೈಸ್ಕೂಲ್, ಹೈಯರ್ ಸೆಕೆಂಡರಿ ಆಗಿ 1000ಕ್ಕಿಂತಲೂ ಮೇಲೂ ಕೊನೆಯ ದಿನವಾದ ಇಂದು ಮಕ್ಕಳು ಭಾಗವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಇದರ ರಿಸಲ್ಟ್ ನಮಗೆ ಸಾಮಾನ್ಯ ಒಂದು 4 ಗಂಟೆಯೊಳಗೆ ಎಲ್ಲ ಸ್ಪರ್ಧೆಗಳನ್ನು ಮುಗಿಸಿ ಸಮಾರೋಪಕ್ಕಾಗುವಾಗ ರಿಸಲ್ಟನ್ನು ಕೊಡಬೇಕಾದ ಅನಿವಾರ್ಯತೆ ಇದೆ. ಆದ್ದರಿಂದ ಕೊನೆಯ ದಿವಸವಾದ ಇವತ್ತು 7 ಸ್ಟೇಜ್ಗಳಾಗಿ ವಿವಿಧ ಸ್ಪರ್ಧೆಗಳು ನಡೀತಾ ಇದೆ. ಒಟ್ಟು ಎಷ್ಟು ಸಿಬ್ಬಂದಿಗಳಿದ್ದೀರಾ ಅಥವಾ ಸರ್ಟಿಫಿಕೇಟ್ ಕೊಡುವಂಥ ರೀತಿ ಯಾವುದು? ಸಂಜೆ ಸಮಾರೋಪ ಸಮಾರಂಭದಲ್ಲಿ ಕೊಡ್ತೀರಾ ಅಥವಾ ಮೊನ್ನೆಯಿಂದ ಸ್ಟಾರ್ಟ್ ಆಗಿರುವಂತಹ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಆಯಾ ಕಾರ್ಯಕ್ರಮಗಳು ಕಾರ್ಯಕ್ರಮ ಕಾಂಪಿಟೇಷನ್ ಮುಗಿಯುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕೊಡ್ತಾ ಇದ್ದೀರಾ, ಹೇಗೆ? 2ನೇ ದಿವಸದಿಂದಲೇ ನಾವು ಸರ್ಟಿಫಿಕೇಟ್ ಅನ್ನು ವಿತರಿಸಲಿಕ್ಕೆ ಆರಂಭಿಸಿದ್ದೇವೆ. ಹೆಚ್ಚಿನ ಎಲ್ಲ ಸರ್ಟಿಫಿಕೇಟ್ಗಳನ್ನು ಇವತ್ತು ಸಂಜೆಯೊಳಗೆ ನಾವು ವಿತರಣೆ ಮಾಡಿ ಮುಗಿಸ್ತೇವೆ. ಅದೇ ರೀತಿ ಫಸ್ಟ್ ಬಂದವರಿಗೆ ಮಾತ್ರ ಟ್ರಾಫಿ ವಿತ್ ಸರ್ಟಿಫಿಕೇಟ್. ಉಳಿದ A ಗ್ರೇಡ್ ಬಂದ ಎಲ್ಲ ಮಕ್ಕಳಿಗೂ ಕೂಡ ಸರ್ಟಿಫಿಕೇಟ್ ಇದೆ. ಆ ಸರ್ಟಿಫಿಕೇಟ್ಗಳನ್ನು ಇವತ್ತು ಸಂಜೆಯೊಳಗೆ ಮುಗಿಸಲಿಕ್ಕೆ ನಾವು ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ನೀವು ಕಾರ್ಯಕ್ರಮ ಆರಂಭಕ್ಕೆ ಮುನ್ನ ಒಂದು ಪ್ಲಾನಿಂಗ್ ಅನ್ನ ಮಾಡಿರ್ತೀರಾ, ಈ ಕಾರ್ಯಕ್ರಮ ಹೀಗೆ ಹೋಗ್ಬೇಕು, ಹೀಗಾಗಬೇಕು ಅನ್ನೋದನ್ನ. ನೀವು ಮಾಡಿರುವಂತ ಪ್ಲಾನಿಂಗ್ ಪ್ರಕಾರ ಹೋಗ್ತಿದೆಯಾ ಕಾರ್ಯಕ್ರಮ? ಎಲ್ಲವೂ ಪ್ಲಾನಿಂಗ್ ಪ್ರಕಾರ ಹೋಗ್ತಾ ಇದೆ. ಸಾಮಾನ್ಯ ನಾವು ಶನಿವಾರ, ಆದಿತ್ಯವಾರ, ದೀಪಾವಳಿ ರಜೆ ಅಂತೇಳಿ ಇಲ್ಲದೆ ಎಲ್ಲ ನಮ್ಮ ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿಯವರು, ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳು, ಜನರಲ್ ಕನ್ವೀನರ್, HM ಎಲ್ಲರೂ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಶನಿವಾರ, ಆದಿತ್ಯವಾರ ಹಗಲು ಇರುಳು ಎನ್ನದೆ ಪ್ರಯತ್ನ ಮಾಡುವುದರ ಫಲವಾಗಿ ಆಗಿದೆ. ಈ 4 ದಿವಸಗಳಲ್ಲಿ ನಾವು ಪ್ರೋಗ್ರಾಮ್ಗಳನ್ನು ಸಕ್ಸೆಸಿವ್ ಆಗಿ ಮುಗಿಸ್ತಾ ಇದ್ದೀವಿ. ನಿಮ್ಮ ಜೊತೆ ಈಗ ಕೆಲಸ ಮಾಡಿರುವಂಥ ಅನೇಕ ಶಾಲೆಯ ಅಧ್ಯಾಪಕರಿದ್ದಾರೆ, ಅಧ್ಯಾಪಿಕೆಯರಿದ್ದಾರೆ. ಇವರಿಗೆಲ್ಲ ಈ ಸಂದರ್ಭದಲ್ಲಿ ಏನು ಹೇಳ್ತೀರಾ? ಅವರಿಗೆ ನಾವು ಎಷ್ಟು ಧನ್ಯವಾದ ಹೇಳಿದರೂ ಸಾಲದು. ಯಾಕಂದರೆ ನನಗೆ ಕೇವಲ ಒಂದು ಹೆಸರಿಗೆ ಇದು ಪ್ರೋಗ್ರಾಮ್ ಕನ್ವೀನರ್ ಅಂತ ಅಲ್ಲದೆ ಈ ಪ್ರೋಗ್ರಾಮಿನ ಕನ್ವೀನರ್ನ ಕೆಲಸಗಳನ್ನೆಲ್ಲ ಇವರೆಲ್ಲರೂ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಆದ್ದರಿಂದ ಒಂದು ವ್ಯವಸ್ಥೆಗೆ ಬೇಕಾಗಿ ಮಾತ್ರ ಒಂದು ಕನ್ವೀನರ್ ಅಂತ ಅಲ್ಲದೆ ಎಲ್ಲರೂ ಕೂಡ ಇದರ ಕನ್ವೀನರ್ಗಳು. ಒಟ್ಟಿನಲ್ಲಿ ಎಲ್ಲ ಅಧ್ಯಾಪಕರು, ವಿವಿಧ ಶಾಲೆ ಅಧ್ಯಾಪಕರು ತಮ್ಮ ಪರ್ಸನಲ್ ಕಾರ್ಯಗಳನ್ನು ಎಲ್ಲ ಬಿಟ್ಟು ಈ ಒಂದು ಕಲೋತ್ಸವವನ್ನು ಯಶಸ್ವಿ ಮಾಡಬೇಕು ಅನ್ನುವಂಥ ಒಂದು ಉದ್ದೇಶದಿಂದ ಒಟ್ಟಾಗಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀರಾ. ಇವತ್ತಿನ ಸಂಜೆ ಸಮಾರೋಪ ಸಮಾರಂಭ ಮುಗಿದ ಮೇಲೆ ಮಂಜೇಶ್ವರದ ಈ ವರ್ಷದ ಕಲೋತ್ಸವ ಪೈವಳಿಕೆಯಲ್ಲಿ ಬಹಳಷ್ಟು ಅದ್ಭುತವಾಗಿತ್ತು ಅನ್ನುವಂಥದ್ದು ಎಲ್ಲರ ಮನಸ್ಸಲ್ಲಿ ಬರಲಿ ಅನ್ನೋಂಥದ್ದು ನಮ್ಮ ಆಶೆ ಇಟ್ಟು ಇಷ್ಟೊತ್ತು ನಮ್ಮ ಜೊತೆ ಮಾತಾಡಿದ್ದೀರಾ. ಎಲ್ರಿಗೂ ಧನ್ಯವಾದಗಳು, ಶುಭವಾಗಿ. ಥ್ಯಾಂಕ್ ಯು. ದಿವಸಗಳಿಂದ ದಿನಕ್ಕೆ 5,000ರಿಂದ 7,000 ಮಂದಿಗೆ ಊಟದ ವ್ಯವಸ್ಥೆ ಕೂಡ ಮಾಡಿ ಸುಮಾರು 30,000 ಮಂದಿಗೆ ಉಣಬಡಿಸಿದ, ಅರ್ಥಾತ್ ಊಟೋತ್ಸವ, ಆಹಾರೋತ್ಸವಕ್ಕೆ ಕೂಡ ಸಾಕ್ಷಿಯಾಗಿದೆ ಈ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವ. ಅಕ್ಷರಾರ್ಥದಲ್ಲಿ ಪೈವಳಿಕೆಯ ಎಲ್ಲ ನಾಗರಿಕರು ಕೂಡ ವಿವಿಧ ಕ್ಲಬ್ಗಳ ಕಾರ್ಯಕರ್ತರು ಜಾತಿ, ಮತ, ರಾಜಕೀಯ ವ್ಯತ್ಯಾಸವಿಲ್ಲದೆ ಕಳೆದ 1 ತಿಂಗಳಿಂದ ಕೈ ಜೋಡಿಸಿ ಒಂದೇ ತಾಯಿಯ ಮಕ್ಕಳಂತೆ ಈ ಕಲೋತ್ಸವ ಯಶಸ್ಸಿಗೆ ಕಾರಣರಾಗುವುದರ ಮೂಲಕ ನಮ್ಮ ಭಾರತದ ನಿಜವಾದ ಮಣ್ಣು
ಭಾರತದ ನಿಜವಾದಂತಹ ಒಂದು ಐಕ್ಯತೆಯನ್ನು ಸಾರಿದ ಉತ್ಸವ ಆಗಿದೆ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವ. ಈ ಕಲೋತ್ಸವಕ್ಕೆ ಕಾರಣಕರ್ತರಾದಂತಹ ಯಶಸ್ಸಿಗೆ ಕಾರಣಕರ್ತರಾದ ಎಲ್ಲರನ್ನು ಕೂಡ ಈ ಶುಭ ಅವಸರದಲ್ಲಿ ಸ್ಮರಿಸಬೇಕಾದ್ದು, ಧನ್ಯವಾದ ಹೇಳಬೇಕಾದ, ಕೃತಜ್ಞ ಹೇಳಬೇಕಾದ ನಮ್ಮೆಲ್ಲರ ಪ್ರಾಥಮಿಕ ಗೌರವದ ಕರ್ತವ್ಯ ಕೂಡ. ಕಾರಣ ಈ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವಕ್ಕೆ ಯಾರೆಲ್ಲ ಕೈ ಜೋಡಿಸಿದ್ದಾರೆ ಅಂತ ಕೇಳಿದರೆ ಯಾರು ಕೈ ಜೋಡಿಸಿಲ್ಲ ಅಂತ ಹೇಳ್ಬೋದು. ಕಳೆದ ಸೆಪ್ಟೆಂಬರ್ 10ನೇ ತಾರೀಕು ಪೇಳಿಕೆ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಶ್ರೀಮತಿ ಜಯಂತಿ ಕೆ ನೇತೃತ್ವದ ಸಂಘಾಟಕ ಸಮಿತಿ ರೂಪೀಕರಣದ ನಂತರ 1.5 ತಿಂಗಳು ಆಹೋರಾತ್ರಿ ಶ್ರೀ ವಿಶ್ವನಾಥ ಮಾಸ್ಟರ್ ಜನರಲ್ ಕನ್ವೀನರ್ ಆದಂತಹ ಸಂಘಾಟಕ ಸಮಿತಿ, ಶ್ರೀಮತಿ ವತ್ಸಲ ಟೀಚರ್ ಜಾಯಿಂಟ್ ಜನರಲ್ ಅಂತ ಕನ್ವೀನರ್ ಆದಂತಹ ಸಂಘಾಟಕ ಸಮಿತಿ, ಸುಮಾರು 500 ಮಂದಿಯ ಸಕ್ರಿಯವಾದಂತಹ ಪಾಲ್ಗೊಳ್ಳುವಿಕೆಯಿಂದ ಯಶಸ್ವಿಯಾದಂತಹ ಈ ಸಂಘಾಟಕ ಸಮಿತಿ ಈ ಅವಿರತ ಪರಿಶ್ರಮದಿಂದ ಕಳೆದ 4 ದಿವಸಗಳಲ್ಲಿ ಮಳೆರಾಯನ ಒಂದು ಸಣ್ಣ ಪುಟ್ಟ ತೊಂದರೆ ಇದ್ರೂ ಕೂಡ ಭಾಗವಹಿಸಿದ 30,000 ಮಂದಿ ಕೂಡ ಯಾರಿಗೂ ಕೂಡ ಒಂದೇ ಒಂದು ಕೊರತೆ ಇಲ್ಲದಂತಹ ವ್ಯವಸ್ಥೆ. 5,132 ಸ್ಪರ್ಧಾಳುಗಳು ಈ 4 ದಿವಸಗಳಲ್ಲಿ ಅರಬಿಕ್ ಸಾಹಿತ್ಯೋತ್ಸವ, ಸಂಸ್ಕೃತೋತ್ಸವ, ಉರ್ದು ಸಾಹಿತ್ಯೋತ್ಸವ, ಹಿಂದಿ ಸಾಹಿತ್ಯೋತ್ಸವ, ಹೀಗೆ ಯಕ್ಷಗಾನ, ನಾಟಕ, ಸಂಘನೃತ್ಯ, ಭರತನಾಟ್ಯ, ಶಾಸ್ತ್ರೀಯ ಸಂಗೀತ, ಹೀಗೆ ತಿರುವಾದಿರೆ ಕಲೆ, ಕೇರಳದ ಸಕಲ ಕಲೆಗಳಿಗೂ ಕೂಡ ಸಾದರವಾದಂತಹ ಈ ಮೈದಾನ ಒಟ್ಟು 27 ವೇದಿಕೆಗಳಲ್ಲಿ, ಪ್ರಧಾನವಾದಂತಹ 7 ವೇದಿಕೆಗಳೊಂದಿಗೆ 20 ವೇದಿಕೆಗಳಿಂದಾಗಿ ಸುಮಾರು 5,000 ಮಂದಿ ಭಾಗವಹಿಸಿದ ಕಲೋತ್ಸವದ ಅಂತಿಮ ಕ್ಷಣದತ್ತ ನಾವು ಸಾಗ್ತಾ ಇದ್ದೇವೆ. ವೇದಿಕೆಯಲ್ಲಿ ಬಹಳ ಸಂಭ್ರಮದ ಸುಮಾರು ವರ್ಣರಂಜಿತವಾದ ಟ್ರೋಫಿಗಳ ವಿತರಣೆ ಕೂಡ ಜರಗಲಿದೆ. 2 ವೇದಿಕೆಗಳಲ್ಲಿ ಯುಪಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ, ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದ ಸಂಘ ನೃತ್ಯ ಮುಗಿದ ತಕ್ಷಣ ವೇದಿಕೆಯತ್ತ ಎಲ್ಲರ ಕಣ್ಣು ಕೂಡ ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಯಾರು ಕೂಡ ಸಮಾರೋಪ ಸಮಾರಂಭ ಮುಗಿಯುವವರೆಗೆ ಹೋಗಬಾರ್ದು ಎಂಬುದಾಗಿ ಕೂಡ ವಿನಂತಿಸಿದ ಕಾರಣ ಈ ಕಲೋತ್ಸವದ ಸಮಾರೋಪ ಕೂಡ ಅಷ್ಟೇ ಪ್ರಧಾನವಾದಂತಹ ಒಂದು ಉದ್ಘಾಟನಾ ಸಮಾರೋಪ ಕಾರ್ಯಕ್ರಮ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಶ್ರೀಮತಿ ಬೇಬಿ ಬಾಲಕೃಷ್ಣನ್ ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ಈ ವೇದಿಕೆಗೆ ತಲುಪಲಿಕ್ಕಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀಮತಿ ಸಮೀನಾ ಟೀಚರ್ ಕೆಲವೇ ನಿಮಿಷದಲ್ಲಿ ವೇದಿಕೆಗೆ ತಲುಪಲಿಕ್ಕಿದ್ದಾರೆ. ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಉಪಾಧ್ಯಕ್ಷ ಶ್ರೀ PK ಹನೀಫ್ ಸರ್ ಅವರು ಕೂಡ ವೇದಿಕೆಗೆ ತಲುಪಲಿಕ್ಕಿದ್ದಾರೆ. ಈಗಾಗಲೇ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ, ಅದೇ ರೀತಿ ಜೀನ್ ಲೆವಿನ ಮಂತ್ರಿಯವರು ಆಗಮಿಸಿದ್ದಾರೆ. ಮಿಂಚ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಶ್ರೀಮತಿ ಸುಂದರಿಯಾರ್ ಶೆಟ್ಟಿ ಆಗಮಿಸಿದ್ದಾರೆ. ಅದೇ ರೀತಿ ವಿವಿಧ ಜನಪ್ರತಿನಿಧಿಗಳು ಆಗಮಿಸಿದ್ದಾರೆ. ಎಲ್ಲಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಈ ಶಾಲೆಯಲ್ಲಿ 2019 ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಆದಾಯ ಸಂದರ್ಭದಲ್ಲಿ ಜನರಲ್ ಕನ್ವೀನರ್ ಆಗಿದ್ದಂತಹ ಶ್ರೀ ಇಬ್ರಾಹಿಂ ಮಾಸ್ಟರ್ ಇಂದು ನಮ್ಮೊಂದಿಗೆ ಡೆಪ್ಯೂಟಿ ಡೈರೆಕ್ಟರ್ ಆಫ್ ಎಜುಕೇಶನ್ DG ತಿರುವನಂತಪುರದಲ್ಲಿ ಪ್ರಮೋಷನ್ ಪಡೆದಂತಹ ಇಬ್ರಾಹಿಂ ಸರ್ ಕೂಡ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರೀಗ ಎಲ್ಲರೂ ಕೂಡ ವೇದಿಕೆಯಲ್ಲಿ ಆಗಮಿಸಲಿದ್ದಾರೆ. ಈಗಾಗಲೇ ವಿವಿಧ ಕಲಾ ಪ್ರಕಾರಗಳೊಂದಿಗೆ ನಮ್ಮೊಂದಿಗೆ ಮಾಪಿಳ್ಳ ಪಾಠ ಕೂಡ ಇಲ್ಲಿ ಹಾಡಿ ರಂಜಿಸಿದಂತಹ ಮಹನೀಯರಿದ್ದಾರೆ.
തീരുതെങ്കിൽ വളരെ മനോഹരമായി ഇവിടെ പാട്ട് അർപ്പിച്ച പ്രിയപ്പെട്ട ഫാത്തിമ സൂർ അവർക്ക് ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. ನಾಲ್ಕನೇ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವ ಕೊನೆಯ ದಿನವಾದ ಈ ದಿನ ಅದರ ಸಮಾರೋಪ ಸಮಾರಂಭದ ಕಡೆಗೆ ನಾವು ತೆರಳುತ್ತಾ ಇದ್ದೇವೆ. ಪೈಬಳಿಕೆ ನಗರ ಶಾಲೆಯ ಆತಿಥ್ಯವನ್ನ ವಹಿಸಿದಂತಹ ಕಲೋತ್ಸವ ಅತ್ಯಂತ ಯಶಸ್ವಿಪೂರ್ಣವಾದ ಮತ್ತು ಅವಿಸ್ಮರಣೀಯವಾದ ಕಲೋತ್ಸವವನ್ನಾಗಿ ಯಶಸ್ವಿಗೊಳಿಸಲು ಅದರ ಹಿಂದೆ ಎಲ್ಲ ಜನರ ಪೂರ್ಣ ರೀತಿಯ ಸಹಾಯ ಸಹಕಾರ ಯಾವತ್ತೂ ನೆನಪಿಸಬೇಕಾದದ್ದೇ. ಮುಖ್ಯವಾಗಿ ಈ ಸಮಾರೋಪ ಸಮಾರಂಭದ ಕಡೆಗೆ ತೆರಳುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಕೃತಜ್ಞತಾ ಪೂರ್ವಕವಾಗಿ ಕೃತಜ್ಞತೆಯನ್ನ ವಂದನೆಯನ್ನ ಸಲ್ಲಿಸಬೇಕಾದವರು ಅನೇಕರಿದ್ದಾರೆ, ವ್ಯಕ್ತಿಗಳಿದ್ದಾರೆ, ಸಂಘಟನೆಗಳಿದ್ದಾರೆ, ಜನಪ್ರತಿನಿಧಿಗಳಿದ್ದಾರೆ. ಎಲ್ಲರ ಸಹಾಯ ಸಹಕಾರವನ್ನ ಬಹಳ ಆತ್ಮೀಯವಾಗಿ ಮತ್ತು ಅದನ್ನ ನಾವು ಅವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಪೈವಳಿಗೆ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಪಂಚಾಯತಿನ ಎಲ್ಲ ಸದಸ್ಯರು, ಪೈವಳಿಗೆ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಕಾರ್ಯದರ್ಶಿ ಮತ್ತು ಸಿಬ್ಬಂದಿ ವರ್ಗ, ಮಂಜೇಶ್ವರ ಎಇಒ ಮತ್ತು ಸಿಬ್ಬಂದಿ ವರ್ಗ, ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ವಿದ್ಯಾಧಿಕಾರಿ ಕಚೇರಿ, ಕೆವೈಪಿ ಸದಸ್ಯರು, ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ, ವಿವಿಧ ಶಾಲೆಗಳ ಪ್ರಾಂಶುಪಾಲರು, ಮುಖ್ಯೋಪಾಧ್ಯಾಯರು, ಅಧ್ಯಾಪಕ ವೃಂದ ಮತ್ತು ಅಲ್ಲಿಯ ಸಿಬ್ಬಂದಿ ವರ್ಗ, ಶಾಲೆಯ ರಕ್ಷಕ ಶಿಕ್ಷಕ ಸಂಘ, ಮುಖ್ಯವಾಗಿ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯ ಪಿಟಿಎ ಇದರ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿಗೆ ಅತ್ಯಂತ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಅದನ್ನು ಆಯೋಜಿಸುವಲ್ಲಿ ಮುತುವರ್ಜಿಯನ್ನ ವಹಿಸಿದ್ದಾರೆ. ಅದರ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಸದಸ್ಯರುಗಳಿಗೆ, ಎಸ್ಎಂಸಿ ಸಮಿತಿ ಮತ್ತು ಪದಾಧಿಕಾರಿಗಳಿಗೆ, ಎಂಪಿಟಿಎ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದವನ್ನ ತಿಳಿಸ್ತಾ ಇದ್ದೇವೆ. ಮಂಜೇಶ್ವರ ಬಿಪಿಸಿ ಮತ್ತು ಆಫೀಸಿನ ಕಚೇರಿಯ ಸಿಬ್ಬಂದಿ ವರ್ಗಕ್ಕೂ ನಾವು ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ವಿವಿಧ ಸಂಘಟನೆಗಳು ಬಹುಶಃ ಕಳೆದ 4 ದಿವಸದಲ್ಲಿ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಐತಿಹಾಸಿಕ ಯಶಸ್ಸಿಗೆ ಕಾರಣವಾದಂತಹ ಈ ಮೈದಾನದಲ್ಲಿ ಕೆಲವೇ ದಿವಸಗಳ ಅರ್ಥಾತ್ ಕೆಲವೇ ವಾರಗಳ ಅಂತರದಲ್ಲಿ ಮತ್ತೊಂದು ಮಹೋನ್ನತ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಈ ಮೈದಾನ ಸಾಕ್ಷಿಯಾಗಲಿದೆ. ನಮ್ಮೆಲ್ಲರ ಮುಂದೆ ಕಾಣುತ್ತಿರುವಂತಹ ಸುಮಾರು 3 ಕೋಟಿ ರೂಪಾಯಿ ವೆಚ್ಚದಲ್ಲಿ ಕೇರಳದ ಶಿಕ್ಷಣ ಇಲಾಖೆ ನೇತೃತ್ವದಲ್ಲಿ ಕೇರಳ ಸರ್ಕಾರದ ಕಿಫ್ಬಿ ಫಂಡಿನಲ್ಲಿ ನಿರ್ಮಿಸಿದ ಮನೋಹರವಾದಂತಹ, ಸ್ಪಷ್ಟವಾಗಿ ಹೇಳಿದರೆ ಇಂಜಿನಿಯರಿಂಗ್ ಕಾಲೇಜಿನ ಅದೇ ಒಂದು ಸಾಮ್ಯತೆಯನ್ನು ಹೊಂದಿರುವಂತಹ ಈ ಮನೋಹರ ಕಟ್ಟಡ ಉದ್ಘಾಟನೆ ಕೂಡ ಕೇರಳದ ಸಚಿವರಿಂದ ಕೆಲವೇ ವಾರಗಳ ಅಥವಾ 2 ತಿಂಗಳಲ್ಲಿ ಇದೇ ಮೈದಾನದಲ್ಲಿ ಸಚಿವರಿಂದ ಉದ್ಘಾಟನೆಗೊಳ್ಳಲಿದೆ. ಖಂಡಿತವಾಗಿ ಕೂಡ ತುಳುನಾಡಿಗೆ ಸುಮಾರು 120 ವರ್ಷಗಳ ಇತಿಹಾಸ ಹೊಂದಿರುವಂತಹ ಈ ಶಾಲೆಗೆ ಇದೊಂದು ಕೇರಳ ಸರ್ಕಾರದ ಅಪೂರ್ವ ಒಂದು ಕೊಡುಗೆಯಾಗಿದೆ. 3 ಕೋಟಿ ರೂಪಾಯಿ ವೆಚ್ಚ ನಿರ್ಮಿಸಿದಂತಹ ಈ ಕಟ್ಟಡ ಉದ್ಘಾಟನೆ ಕೂಡ ಜರಗಲಿದೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೂಡ ಇದೇ ರೀತಿಯ ಬೆಂಬಲ ಆ ಒಂದು ಕಾರ್ಯಕ್ರಮ ಕೂಡ ನಾವು ನಿರೀಕ್ಷಿಸ್ತಾ ಇದ್ದೇವೆ, ಬಯಸ್ತಾ ಇದ್ದೇವೆ.
പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ മഹോത്സവമായി മാറിയ ഈ കലോത്സവത്തിന്റെ ഈ പൈതൃക മണ്ണിൽ ഇനി ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ വീണ്ടും നാം വലിയൊരു പരിപാടിക്ക് സാക്ഷിയാവുകയാണ്. ലോകത്തിൽ തന്നെ മാതൃകാപരമായ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നേട്ടത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ സാക്ഷിയാണ് പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ പൈവളിക നഗർ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി കേരള വിദ്യാഭ്യാസ ഗവൺമെന്റ് 3 കോടി രൂപ ചെലവാക്കി വലിയ എഞ്ചിനീയറിംഗ് കോളേജ് മാതൃകയിൽ നിർമ്മിച്ച ഈ വലിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇവിടെ എത്തി ഉദ്ഘാടനം ഒരു കർമ്മം നിർവഹിക്കാനുള്ളതേ ഉള്ളൂ. ഈ അവസരത്തിൽ ഇതേ ഒരു പ്രോത്സാഹനം ആ സമയത്തിലും നാം പ്രതീക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ನಮ್ಮ ಈ ಶಾಲೆಯ ಹಳೆ ವಿದ್ಯಾರ್ಥಿನಿ ಭಾಗ್ಯ ಸುಶ್ರಾವ್ಯವಾದ ಒಂದು ಕನ್ನಡ ಹಾಡನ್ನ ನಿಮ್ಮ ಮುಂದೆ ಹಾಡ್ತಾಳೆ. ಅವಳನ್ನ ಬಹಳ ಪ್ರೀತಿಯಿಂದ ವೇದಿಕೆಗೆ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಸಿರಿಯಲಿ ಮನಸ್ಸು ಮೆರೆಯಲಿ ನವಿಲೆ ನಿನ್ನಂಗೆ ಕುಣಿವೆ ನಿನ್ನಂತೆಯೇ ನಲಿವೆ ನವಿಲೆ ನವಿಲೆ ಈ ನೆಲದ ನೆಲೆಯಲಿ ಮನಸ್ಸು ಕುಣಿಯಲಿ ನವಿಲೆ ನೀನೇನೆ ನಾನಾಗುವೆ ಗೆಲುವಾಗಿ ಉಳಿವೆ ನವಿಲೆ
ಗೊತ್ತ್ಯಾಕೆ ಹೇಳುವಳಿಲೆ ಗೊತ್ತ್ಯಾಕೆ ನನ್ನ ಬಳಿಯೇ ಹೇಳಿರಿ ನಿಮ್ಮನ್ನ ನಾ ಹ್ಯಾಗ ಮರೆಯಲೇ ತೊರೆಯಲೇ ಈ ಹಸಿರು ಸಿರಿಯಲಿ ಮನಸ್ಸು ಮೆರೆಯಲಿ ನವಿಲೇ ನಿನ್ನಂಗೆ ಕುಣಿವೆ ನಿನ್ನಂತೆಯೇ ನಲಿವೆ ನವಿಲೇ ನವಿಲೇ ಏನಂಥ ಮುನಿಸುಗಿರಿಯೇ ಮಾತನ್ನ ಮರೆತೆ ಸರಿಯೇ ಏನಂತ ಪ್ರೀತಿ ಸುರಿದೆ ನನ್ನ ಜೀವ ಜೀವನದಿಯೇ ಏನಂಥ ಮುನಿಸುಗಿರಿಯೇ ಮಾತನ್ನ ಮರೆತೆ ಸರಿಯೇ ಏನಂತ ಪ್ರೀತಿ ಸುರಿದೆ ನನ್ನ ಜೀವ ಜೀವನದಿಯೇ ಸುರಲೋಕ ಇದನ್ನು ಬಿಡಲೇ ತವರಿಗೆ ಸಾಟಿ ಇದೆಯೇ ಚಿರಕಾಲ ಇಲ್ಲೇ ಇರಲೇ ನಗುತ್ತಿರು ನೀಲಿ ಮುಗಿಲೇ ನಾನಿನ್ನು ನಿಮ್ಮಿಂದ ಬಹುದೂರ ಸಾಗುವೆ ಹರಸಿರಿ ಈ ಹಸಿರು ಸಿರಿಯಲಿ ಮನಸ್ಸು ಮೆರೆಯಲಿ ನವಿಲೇ ನಿನ್ನಂಗೆ ಕುಣಿವೆ ನಿನ್ನಂತೆ ನಲಿವೆ ನವಿಲೇ 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 ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಔಪಚಾರಿಕ ಸಮಾರೋಪ ಸಮಾರಂಭಕ್ಕೆ ಸಾಗ್ತಾ ಇದ್ದೇವೆ. ಆಗಮಿಸಿರುವ ಎಲ್ಲ ವೇದಿಕೆಗಳು ಕೂಡ ಇದೀಗ ಆಗಮಿಸಿದ ಎಲ್ಲ ಅತಿಥಿಗಳು ಕೂಡ ವೇದಿಕೆಗೆ ಕರೆದುಕೊಂಡು ಬರೋದಕ್ಕೋಸ್ಕರ ಉಪಜಿಲ್ಲಾ ವಿದ್ಯಾಧಿಕಾರಿ ಶ್ರೀ ಜಾರ್ಜ್ ಸರ್ ಅವರಿಗೆ ನಾನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇನೆ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും വേദിയിൽ സ്വീകരിക്കുന്ന വേണ്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ജോർജ് സർ അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ಸ್ಕೂಲ್ ಕಲೋತ್ಸವത്തിന്റെ സമാപന വേളയിൽ നമ്മുടെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യായ ശ്രീമതി ദേവി ബാലകൃഷ്ണൻ അവരുകളാണ്. ഈ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സമീന ടീച്ചർ അവരുകളാണ്. അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായി ഈ വേദിയിൽ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകനും 2024 ജൂൺ മാസത്തിൽ DU പ്രൊമോഷൻ ലഭിക്കുകയും 2025 ജൂണിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ DGE പദവി അലങ്കരിച്ച പ്രിയപ്പെട്ട ശ്രീ ഇബ്രാഹിം സാറാണ്. അവരുകളാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഈ വേദിയിൽ ഉപസ്ഥിതരാകുന്നത്. സമ്മാനദാനം നടത്തുന്നത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ശ്രീ അജിത് കുമാർ സർ അവരുകളാണ്. അതുപോലെ തന്നെ
ഈ വേദിയിൽ അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ മഞ്ചേശ്വരം ബ്ലോക്ക് മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീമതി ജിൻ ലവിന മന്ദറും മിഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുന്ദരി ആർ ശെട്ടി, വടക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഭാരതി എസ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഹനീഫ് കെ അവറുകളാണ്. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക മേഖലയുടെ പ്രഗത്ഭന്മാർ, വിദ്യാഭ്യാസ മേഖലയുടെ പ്രഗത്ഭന്മാർ, ആരോഗ്യ മേഖലയുടെ പ്രഗത്ഭന്മാർ എല്ലാം വേദിയിൽ വിശിഷ്ട അതിഥികളായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ഡയറക്ടർ പ്രിൻസിപ്പൽ രഘുറാം സർ ഏതാനും നിമിഷത്തിലൂടെ എത്തിച്ചേരും. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്മുടെ മഞ്ചേശ്വരം സർ പൈവളിക്ക് ഗ്രാമപഞ്ചായത്ത് സദസ്യരായ മെമ്പർമാരായ റഹ്മത്ത് റഹ്മാൻ, ശ്രീമതി രാജീവി ഷെട്ടിഗാർ, ഇസ്മായിൽ ഇർഷാന ഇസ്മായിൽ എന്നിവരും വേദിയിൽ ഉപസ്ഥിതരായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ CDSന്റെ പൈവളിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രകല, അതുപോലെ തന്നെ DPC ശ്രീമതി സുമാദേവി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പത്രപ്രവർത്തനായ ശ്രീ അച്യുത ചേവാർ, ഡോക്ടർ രാജാറാം ദേവഗാന പൈവളിക്ക്, നമ്മുടെ PSC ബായറിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ നാരായണ നായക്, വൈസ് പ്രസിഡന്റ് PTA ശ്രീമതി മൈമൂന, MPT പ്രസിഡന്റ് ശ്രീമതി കവിത, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ശ്രീ ലോറൻസ് ഡിസോജ, എക്സ് പ്രസിഡന്റ് ശ്രീ മുസ്തഫ, എക്സ് പ്രസിഡന്റുമാരായ ശ്രീ ഇബ്രാഹിം ബാൽഗോടി, അബ്ദുൽ മജീദ് എന്നിവർ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുകയാണ്. ഈ വേദിയിലെ പ്രധാന നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ശ്രീ ജാർ സാറാണ്. ശ്രീ വിശ്വനാഥ് സാർ ജനറൽ കൺവീനർ, അവരും ഈ പരിപാടിയിലേക്ക് നേതൃത്വം നൽകുകയാണ്. സ്വാഗത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസും ജോയിന്റ് ജനറൽ കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനമായ ഉത്തരവ് കഴിഞ്ഞ 1.5 മാസമായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി കുമാരി വസല ഹെഡ് മിസ്ട്രസ് അവരെ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ಪ್ರಿಯ ಕಲಾಭಿಮಾನಿಗಳೇ, ಕಳೆದ 4 ದಿನಗಳಿಂದ ಸಂಭ್ರಮದ ಕಲೋತ್ಸವವನ್ನ ನಾವು ಕಣ್ತುಂಬ ನೋಡಿಕೊಂಡು ಆನಂದಿಸುತ್ತೇವೆ. ಸಂಸ್ಕೃತಿಯ ಭಾಷೆಯ ಸಂಪತ್ಭರಿತವಾದಂತಹ ಈ ಪವಿತ್ರವಾದ ಪೈಬಳಿಕೆಯ ಈ ಮಣ್ಣು 64ನೇ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವವನ್ನ ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ಅದನ್ನ ನೆರವೇರಿಸಿದೆ. ಸಮಾರೋಪ ಸಮಾರಂಭದ ಕಡೆಗೆ ನಾವು ಸಾಗ್ತಾ ಇದ್ದೇವೆ. ಪಂಚಾಯತ್ ಜನಪ್ರತಿನಿಧಿಗಳು, ಸಾಮಾಜಿಕ ಸಾಂಸ್ಕೃತಿಕ ವಲಯದ ಪ್ರಮುಖರು, ಈ ಊರಿನ ಸಾಮಾಜಿಕ ಮುಖಂಡರೆಲ್ಲರೂ ನಮ್ಮ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಇದೀಗ ಉದ್ಘಾಟನಾ ಸಭಾ ಕಾರ್ಯಕ್ರಮ ಪ್ರಾರಂಭವಾಗ್ತಾ ಇದೆ. സാംസ്കാരിക പൈതൃകത്തിന്റെ പേരും പെരുമയും കേട്ട പൈവളിക നഗറിന്റെ ഈ അക്ഷരമുറ്റം അക്ഷരാർത്ഥത്തിൽ മഞ്ചേശ്വരം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉത്സവലഹരിയിലായിരുന്നു. പ്രിയമുള്ളവരെ, കല എന്ന് പറയുന്നത് കേവലം ഒരു മത്സരമല്ല, മനുഷ്യന്റെ മനസ്സിനെയും ഹൃദയത്തെയും സ്പർശിക്കുന്ന ഒരു വികാരമാണ്. ഈ നാട് ആ ഉത്സവത്തെ ഈ നാടിന്റെ ഉത്സവമായി മാറ്റുമ്പോൾ വളരെ മനോഹരമായി 64ാം മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ നാട് ഓർത്തുവെക്കുന്ന 4 ദിനരാത്രങ്ങളാണ്. അതിന്റെ സമാപന സമ്മേളനത്തിലേക്കാണ് നാം കടക്കുന്നത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ
പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അവരുകൾ നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും. ഈ പരിപാടിയുടെ വിജയം സഹകരണം തന്നെയാണ്. ഒറ്റ മനസ്സായി ഒരു തടിയായി ഈ ഉത്സവത്തെ, നമ്മുടെ കുട്ടികളുടെ ഉത്സവത്തെ ഏറ്റവും മനോഹരമായ ഉത്സവമാക്കി മാറ്റുന്നതിൽ ഈ നാട്ടിലെ സംഘടനകൾ, ഈ നാട്ടിലെ സുമനസ്സുകളായ ഒരുപാട് ആളുകൾ നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രധാന ഓർഗനൈസിംഗ് കമ്മിറ്റിക്കപ്പുറം നിരവധി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ കലോത്സവത്തിന്റെ വിജയത്തിന് വേണ്ടി രാത്രി പകലൊന്നില്ലാതെ അധ്വാനിച്ച ഒരുപാട് ആളുകളുടെ നല്ല മനസ്സിന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അതിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സെഷനിലേക്ക് നീങ്ങുകയാണ്. കാലത്തെയും ദേശത്തെയും കലയുടെ അന്തർധാരയിൽ ലയിപ്പിച്ചെടുത്ത അതെ സാംസ്കാരിക ഭൂമികയിലേക്ക് ഒരു നാളെയുടെ പ്രതിഭാസമ്പന്നരായ കലാപ്രതിഭകളെ സമ്മാനിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമെന്ന് കാലമടയാളപ്പെടുത്തിയ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം, ജില്ലാ കലോത്സവം, ആ പ്രധാന വേദികളിലേക്ക് തുളുനാടിന്റെ നാടിയും നരുപ്പുമറിയുന്ന സാംസ്കാരിക പൈതൃകങ്ങൾ വിളിച്ചോതുന്ന ഈ മഞ്ചേശ്വരം ഉപജില്ലയുടെ കലാപ്രതിഭകൾ ആരാണെന്ന് നാം അവരുടെ കഴിവിന്റെ ദൃശ്യാവിഷ്കാരത്തിലൂടെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമാപന സമ്മേളനത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഈ അവസരത്തിൽ എല്ലാ സബ് കമ്മിറ്റികളുടെ സഹകരണത്തെ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഹെൽത്ത് ആൻഡ് സാനിറ്ററി കമ്മിറ്റി, അതിന്റെ കൺവീനർ, മറ്റുള്ള അതിന്റെ ഭാരവാഹികൾ, ഡിസിപ്ലിൻ കമ്മിറ്റി അതിന്റെ ഭാരവാഹികൾ, ട്രോഫി കമ്മിറ്റി അതിന്റെ ഭാരവാഹികൾ, ക്ലീനിംഗ് കമ്മിറ്റി അതിന്റെ ഭാരവാഹികൾ, നമ്മുടെ പഞ്ചായത്തിന്റെ PEC സെക്രട്ടറിയും അതിന്റെ മെമ്പർമാർ, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അതിന്റെ മെമ്പർമാർ, അക്കോമഡേഷൻ കമ്മിറ്റിയുടെ മെമ്പർമാർ, ഫിനാൻസ് കമ്മിറ്റിയുടെ മെമ്പർമാർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് സ്റ്റേജ് ആ കമ്മിറ്റിയുടെ മെമ്പർമാർ, അവരുടെ എല്ലാ സംഭാവനകളെ, സഹകരണത്തെ, സേവനത്തെ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിന് വളരെ നന്നായി ടെലികാസ്റ്റ് ചെയ്ത നമ്മുടെ നമ്മ TV അവരുടെ യൂട്യൂബ് ചാനലിന് നന്ദി അറിയിക്കുകയാണ്. കുംബ്ല സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമഗ്രാധിപത്യം ഏത് സ്കൂളിലേക്കാണ് എന്നുള്ള ആകാംക്ഷയുടെ ചോദ്യത്തിന് ഇനിയും അല്പം നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ചില വേദികളിലെ പ്രധാന മത്സരങ്ങൾ ബാക്കിയാണ്. യോഗ സമാപന യോഗ പരിപാടികൾ ആരംഭിക്കുന്നു. അക്ഷരങ്ങൾ കൊണ്ട് പിറവിയെടുത്ത സർഗാത്മകമായ രചനകൾ, വർണ്ണചിത്രങ്ങൾ, ഇമ്പമാറുന്ന സംഗീതത്തിന്റെ ചടുലമായ ചുവടുകളുടെ, നാടൻ തനിമയുടെ, നാടൻ കലകളുടെ ജീവിതാനുഭവത്തെ ദൃശ്യാവിഷ്കാരത്തോടെ ജനമനസ്സിന്റെ മുമ്പിൽ വെച്ച നാടകങ്ങളിലൂടെ, മാപ്പിള സംസ്കാരത്തിൽ പിറവിയെടുത്ത മാപ്പിള കലകളുടെ, പുരാണങ്ങൾക്ക് ജീവൻ നൽകിയ യക്ഷഗാനമെന്ന കലാരൂപത്തിലൂടെ, അങ്ങനെ കണ്ണിനും കാതിനും മനസ്സിനും കുളിരേറുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇത് ഇന്ന് സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ നാടിന്റെ പ്രതിഭാസമ്പന്നരായ കലാപ്രതിഭകൾ നാളെയുടെ സാംസ്കാരിക ഭൂമികയിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ അവർക്കുള്ള ആദ്യപടി പൈവളികയുടെ ഈ അക്ഷരമുറ്റം സാക്ഷ്യം വഹിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി ഓർത്തുവെക്കുന്ന നല്ല നാളുകളെ സമ്മാനിച്ച മഞ്ചേശ്വരം ഉപജില്ല സ്കൂൾ കലോത്സവം അതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ്. ಸಪ್ತಭಾಷೆಗಳ ಸಪ್ತಲಯಗಳ ಸಾಂಸ್ಕೃತಿಕವಾದಂತಹ ಸಂಪದ್ಭರಿತವಾದಂತಹ ಈ ಪುಣ್ಯ ಮಣ್ಣಿನಲ್ಲಿ ಅದೇ
ಪೈವಳಿಕೆ ನಗರದ ಈ ಸಾಂಸ್ಕೃತಿಕತೆಗೆ ಹೆಚ್ಚು ಪ್ರಾಮುಖ್ಯತೆಯನ್ನ ಕೊಟ್ಟಂತಹ ಈ ಮಣ್ಣಿನಲ್ಲಿ, ಈ ಜ್ಞಾನ ದೇಗುಲದ ಅಂಗಳದಲ್ಲಿ ನಾವು ಕಳೆದ 4 ದಿನಗಳಲ್ಲಿ ನಾವೆಲ್ಲ ಒಂದಾಗಿ ಈ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿಗಾಗಿ ದುಡಿತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಪ್ರಯತ್ನ ಸಾರ್ಥಕ ಆಗಿದೆ. ಸುಸೂತ್ರವಾಗಿ ಈ ಕಲೋತ್ಸವವನ್ನ ಅವಿಸ್ಮರಣೀಯವಾದಂತಹ ಒಂದು ಕಲೋತ್ಸವವಾಗಿ ಬದಲಾಯಿಸಲು, ಮಾರ್ಪಡಿಸಲು, ಅದನ್ನ ಪೂರ್ತಿಗೊಳಿಸಲು ನಮಗೆ ಸಾಧ್ಯವಾಗಿದೆ ಎಂಬ ಹೆಮ್ಮೆಯೊಂದಿಗೆ ಆ ಸಮಾರೋಪ ಸಮಾರಂಭದ ಕಡೆಗೆ ನಾವು ತೆರಳುತ್ತಾ ಇದ್ದೇವೆ. ಹೇಳಿದ ಹಾಗೆ ಅನೇಕ ಸಂಘ ಸಂಸ್ಥೆಗಳು ನಮ್ಮ ಈ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿಗಾಗಿ ದುಡಿದಿದ್ದಾರೆ. ಅದರಲ್ಲಿ ಮುಖ್ಯವಾಗಿ ನಮಗೆ ಲೈಟ್, ಸ್ಟೇಜ್ ಮತ್ತು ಚಪ್ಪರದ ವ್ಯವಸ್ಥೆ, ಇದನ್ನು ಬಹಳ ಚಂದವಾಗಿ ಯಾವುದೇ ತೊಡಕಿಲ್ಲದೆ, ತೊಂದರೆ ಇಲ್ಲದೆ ನಮಗೆ ಮಾಡಿಕೊಟ್ಟವರು ಜಂಸಮ್, ಅದೇ ರೀತಿ ಗೋಲ್ಡನ್ ಬಾಯಾರ್, ಸೂರ್ಯ ಲೈಟ್, ಸೂರ್ಯ ಜೋಡಿಕಲ್ಲು, ಇದರ ಎಲ್ಲ ಮೆಂಬರ್ಸ್ಗಳಿಗೆ, ಆಪರೇಟರ್ಗಳಿಗೆ, ಅದರ ಸಿಬ್ಬಂದಿ ವರ್ಗಗಳಿಗೆಲ್ಲರಿಗೂ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೃತಜ್ಞತಾಪೂರ್ವಕವಾದ ಧನ್ಯವಾದವನ್ನ ತಿಳಿಸ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಫಸ್ಟ್ ಏಡ್ ಎಲ್ಲ ಸೌಲಭ್ಯಗಳನ್ನ ಒದಗಿಸಿದಂತಹ ಬಾಯಾರು PHCಯ ಮೆಡಿಕಲ್ ಆಫೀಸರ್, ಹೆಲ್ತ್ ಇನ್ಸ್ಪೆಕ್ಟರ್, JHI ಮತ್ತು ಅಲ್ಲಿಯ ಸಿಬ್ಬಂದಿ ವರ್ಗ, ಪೈವಳಿಕೆಯ ಶಾಲೆಯ ಸಮೀಪದ ವಿವಿಧ ಕ್ಲಬ್ಗಳು, ಈ ಊರಿನ ವಿವಿಧ ಕ್ಲಬ್ಗಳು ಕಳೆದ 4 ದಿನಗಳಿಂದ ಎಲ್ಲ ಕೆಲಸದಲ್ಲಿ ನಮ್ಮ ಜೊತೆ ನಿಂತವರು, ಬೆನ್ನೆಲುಬಾಗಿ ನಿಂತವರು, ನಮಗೆ ಧೈರ್ಯವನ್ನ ತುಂಬಿದವರು, ಅವರನ್ನ ಬಹಳ ಕೃತಜ್ಞತಾಪೂರ್ವಕವಾಗಿ ಅವರ ಸೇವೆಯನ್ನ ನೆನಪಿಸ್ತಾ ಇದ್ದೇವೆ. ಮುಖ್ಯವಾಗಿ ವ್ಯಾಪಾರಿಗಳು, ಪೈವಳಿಕೆಯ ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯ ಏಕೋಪನ ಸಮಿತಿಯ ಪೈವಳಿಕೆ ಘಟಕ ಮತ್ತು ಅದರ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಧನ್ಯವಾದವನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ತಿಳಿಸ್ತಾ ಇದ್ದೇವೆ. ಶಾಲೆಯ ಸಮೀಪದ ವ್ಯಾಪಾರಿಗಳು, ಹೋಟೆಲ್ ಮಾಲಕರು, ಅಲ್ಲಿಯ ಸಿಬ್ಬಂದಿ ವರ್ಗ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಸಹಕಾರವನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ. ಮುಖ್ಯವಾಗಿ ಪೈವಳಿಕೆ ಸೇವಾ ಸಹಕಾರಿ ಬ್ಯಾಂಕಿನ ಸೆಕ್ರೆಟರಿ ಮತ್ತು ಅಲ್ಲಿಯ ಸಿಬ್ಬಂದಿ ವರ್ಗ, ಪೈವಳಿಕೆ ಪೇಟೆಯ ವಾಹನ ಚಾಲಕರು ಎಲ್ಲರೂ. ಇದೀಗ ನಮ್ಮ ಸಮಾರೋಪ ಸಮಾರಂಭ ಪ್ರಾರಂಭ ಆಗ್ತಾ ಇದೆ. ಗೌರವಾನ್ವಿತ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ BB ಬಾಲಕೃಷ್ಣ ಅವರು ನಮ್ಮ ಈ ಸಮಾರೋಪ ಸಮಾರಂಭ ಸಭಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ್ದಾರೆ. ಇನ್ನು ಮುಂದೆ ನಮ್ಮ ಸಭಾ ಕಾರ್ಯಕ್ರಮ ಪ್ರಾರಂಭ ಆಗ್ತಾ ಇದೆ. ಮೊದಲಿಗೆ ಪ್ರಾರ್ಥನೆ, ನಮ್ಮ ಪ್ರಣವ್ಯ ಟೀಚರ್ ಅನ್ನ ಪ್ರಾರ್ಥನೆಗಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ജഗദീശ ഞങ്ങളെ രക്ഷിക്ക എന്നും മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സത്യങ്ങൾ തമ്മിലൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്രസാഗരമാക്കി കൈകോർത്തു യോജിച്ചു മുന്നോട്ട് പോകാൻ ജഗദീശ ഞങ്ങളെ രക്ഷിക്ക എന്നും ജഗദീശ ഞങ്ങളെ രക്ഷിക്ക എന്നും ജഗദീശ ഞങ്ങളെ രക്ഷിക്ക എന്നും. ಧನ್ಯವಾದಗಳು.
ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂತಹ ಗಣ್ಯರನ್ನ, ನೆರೆದಿರುವ ಎಲ್ಲರನ್ನ ಸ್ವಾಗತಿಸ್ತಾರೆ ನಮ್ಮ ಈ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ, ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿಯ ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಕುಮಾರಿ ವತ್ಸಲ ಟೀಚರ್. ಸ್ವಾಗತ ಭಾಷಣಕ್ಕಾಗಿ ಬಹಳ ಪ್ರೀತಿಯಿಂದ ವತ್ಸಲ ಟೀಚರ್ ಅಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೆ. ಎಲ್ಲರಿಗೂ ಶುಭ ಸಂಜೆಯ ಶುಭ ನಮನಗಳು. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಕೊನೆಯ ಹಂತವಾದ ಸಮಾರೋಪ ಸಮಾರಂಭದ ಅವಿಸ್ಮರಣೀಯವಾದ ಗಳಿಗೆಗೆ ನಾವೆಲ್ಲರೂ ಸಾಕ್ಷಿಗಳಾಗಿರುತ್ತೇವೆ. ಈ ಶುಭ ಕಾರ್ಯಕ್ಕೆ ಆಗಮಿಸಿದ ಎಲ್ಲ ಘನತೆವೆತ್ತ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳಿಗೆ ಸ್ವಾಗತಿಸ ಸೌಭಾಗ್ಯ ನನ್ನ ಪಾಲಿಗೆ ಒದಗಿರುವುದು ನನಗೆ ಅತ್ಯಂತ ಸಂತಸ ತಂದಿದೆ. ಕಳೆದ 4 ದಿನಗಳಿಂದ ಬಹಳ ವೈಭವಯುತವಾಗಿ ನಡೆದು ಬಂದ ನಮ್ಮ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವಕ್ಕೆ ಇಂದು ತೆರೆ ಬೀಳಲಿದೆ. ಈ ಅಮೋಘವಾದ ಸಮಾರೋಪ ಸಮಾರಂಭದ ಘನ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿ ಅಧ್ಯಕ್ಷೀಯ ಭಾಷಣವನ್ನು ಮಾಡಲಿರುವ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀಮತಿ ಶಮೀನಾ ಟೀಚರ್ ಅವರನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ವೆಲ್ಕಮ್ ಯು ಮೇಡಮ್. ಅದೇ ರೀತಿ ಈ ಸಮಾರೋಪ ಸಮಾರಂಭದ ಉದ್ಘಾಟನೆಯನ್ನು ನೆರವೇರಿಸಲಿರುವರು ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀಮತಿ ಬೇಬಿ ಬಾಲಕೃಷ್ಣನ್ ಅವರು. ನಮ್ಮ ಶಾಲೆಗೆ ಹಲವಾರು ಕಟ್ಟಡಗಳನ್ನು ಒದಗಿಸುವುದು ನಮಗೆ ತುಂಬ ಸಹಾಯವನ್ನು ಮಾಡಿದ್ದಾರೆ. ಅವರನ್ನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸುತ್ತಾ ಇದ್ದೇನೆ. ವೆಲ್ಕಮ್ ಯು ಮೇಡಮ್. ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮದ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಆಗಮಿಸಿದವರು ಶ್ರೀಯುತ ಇಬ್ರಾಹಿಂ ಬಿ. ತಿರುವನಂತಪುರದ DDE ಆಗಿಯೋ DGಯಲ್ಲಿ ಸ್ಟೇಟ್ ಪ್ರೊಜೆಕ್ಟರ್ ಆಫೀಸರ್ ಆಗಿಯೋ ಕಾರ್ಯನಿರತರಾಗಿದ್ದಾರೆ. ಹಾಗೂ ನಮ್ಮ ಶಾಲೆಯ ಪೈವಳಿಕೆ ಶಾಲೆಯ ಪೈನಗರ್ ಕುಟುಂಬದ ಒಂದು ಹಿರಿಯ ಸದಸ್ಯರಾಗಿದ್ದು ನಮ್ಮ ಮೇಲೆ ಪ್ರೀತಿ ಇಟ್ಟು ನಮ್ಮ ಕರೆಯೋದಿಗೆ ಈ ಸಮಾರಂಭಕ್ಕೆ ಬಂದಿದ್ದಾರೆ. ಅವರಿಗೆ ಹೃದಯಾಂತರಾಳದ ಆತ್ಮೀಯ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ವೆಲ್ಕಮ್ ಯು ಸರ್. ನಮ್ಮ ಇವತ್ತಿನ ಪ್ರೈಸ್ ಡಿಸ್ಟ್ರಿಬ್ಯೂಷನ್ ನಮ್ಮ SHO ಮಂಜೇಶ್ವರ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನ ಶ್ರೀ ಅಜಿತ್ ಕುಮಾರ್ ಸರ್ ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ದಕ್ಷ ವಿದ್ಯಾಧಿಕಾರಿಗಳಾದ ಸರಳ ಮನೋಭಾವ ಎಲ್ಲರ ಪ್ರೀತಿ ಪಾತ್ರರಾದ ಹಾಗೂ ಈ ಕಲೋತ್ಸವಕ್ಕೆ ನಮ್ಮವರಾಗಿ ಧೈರ್ಯ ತುಂಬಿ ಮುನ್ನಡೆಸಲು ಸಹಕರಿಸಿದ ನಮ್ಮ ಶ್ರೀ ಜಾರ್ಜ್ ಕ್ರಾಸ್ಟಾ ಸರ್ ಅವರನ್ನು ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿ ನಮ್ಮ ಪೈವಳಿಕೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಚೇರ್ಮನ್ ಕೂಡ ಆದ ನಮ್ಮ ಶ್ರೀಮತಿ ಜಯಂತಿ ಕೆ ಅವರುಗಳನ್ನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ವೆಲ್ಕಮ್ ಯು ಮೇಡಮ್. ಅದೇ ರೀತಿ ನಮ್ಮ ಶಾಲೆಯ PTA ಪ್ರೆಸಿಡೆಂಟ್ ನಿಮಗೆಲ್ಲರಿಗೂ ತಿಳಿದಿದೆ, ಸತತ 3 ಬಾರಿ ನಮ್ಮ ಶಾಲೆಯ PTA ಪ್ರೆಸಿಡೆಂಟ್ ಆಗಿರುವ ಶ್ರೀಯುತ ಅಬ್ದುಲ್ ರಜಾಕ್ ಚಿಪ್ಪರ್ ನಮ್ಮ ಎಲ್ಲ ಈ 3 ವರ್ಷದಲ್ಲಿ ನಮ್ಮ ಎಲ್ಲ ಶಾಲಾ ಸಹಕಾರವನ್ನು ಕೊಟ್ಟು ನಮಗೆ ಒಳ್ಳೆಯ ಮಾರ್ಗದರ್ಶನವನ್ನು ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ನಾನು ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ವೆಲ್ಕಮ್ ಯು ಸರ್.
ಅದೇ ರೀತಿ ನಮ್ಮ ಶಾಲಾ SMC ಚೇರ್ಮನ್ ಶ್ರೀ ಅಜೀಜ್ ಕಲಾಯ್ ಅವರು ಕೂಡ ನಮ್ಮ ಶಾಲೆಗೆ ಒಳ್ಳೆಯದರಲ್ಲಿ 4 ದಿವಸದಲ್ಲಿ ಒಳ್ಳೆಯ ಸಹಾಯವನ್ನು ನೀಡಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಅವರೊಂದು ಕಲಾವಾಸಿಗಳು ಕೂಡ. ಅವರ ಮಗಳು ಈ ಶಾಲೆಯಲ್ಲಿ 3ರಲ್ಲಿ 3 ಐಟಮ್ ಅರಬಿಕ್ ಐಟಮ್ ಅಲ್ಲಿ ಫಸ್ಟ್ ಬಂದಿದ್ದಾಳೆ. ಅವರಿಗೂ ನಾನು ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಇವತ್ತು ಶುಭ ಹಾರೈಸುವಂತಹ ಶ್ರೀಮತಿ ಜೀನ್ ಲೆವಿನ್ ಮೊಂತೆರೋ, ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್, ಅವರಿಗೂ ನಾನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಹೇಳುತ್ತೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಮೊಹಮ್ಮದ್ ಅನೀಫ್ PK, ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್, ಅವರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಶ್ರೀ ZA ಕಯ್ಯಾರ್, ಚೇರ್ಮನ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಹೆಲ್ತ್ ಆ್ಯಂಡ್ ಎಜುಕೇಷನ್, ಅವರಿಗೂ ಕೂಡ ನಾನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀಮತಿ ಸುಂದರಿ R ಶೆಟ್ಟಿ, ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಆಫ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮೀಂಜ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ವರ್ಕಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀಮತಿ ಭಾರತಿ S, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀಮತಿ ರುಬೀನಾ ನೌಫಲ್, ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀಮತಿ ತಾಹಿರಾ ಯೂಸಫ್, ಕುಂಬಳ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀಮತಿ ಸರೋಜಾ R ಬಳ್ಳಾಲ್, ಚೇರ್ಮನ್ ಡೆವಲಪ್ಮೆಂಟ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀಮತಿ ಫಾತಿಮಾ ಜುಹರಾ, ಮೆಂಬರ್ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಮಂಜೇಶ್ವರ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಅಜಿತಾ, ಡಯಟ್ ಫ್ಯಾಕಲ್ಟಿ ಮಂಜೇಶ್ವರ ಇನ್ಚಾರ್ಜ್, ಅವರಿಗೂ ನಾನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಶಾಲೆಯ ಹಳೆ HM ಆಗಿರುವ ಹಾಗೂ ರಿಟೈರ್ಡ್ DD ಆಗಿರುವ ಶ್ರೀ ಶ್ರೀನಿವಾಸ K, ಅವರಿಗೂ ನಾನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಅಬ್ದುಲ್ಲಾ K, ಮೆಂಬರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಮಂಜುನಾಥ, ಮೆಂಬರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ರೆಹಮತ್ ರೆಹಮಾನ್, ಮೆಂಬರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ರಾಜೀವಿ ಶೆಟ್ಟಿಗಾರ್, ಮೆಂಬರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಗೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಇರ್ಷಾನಾ ಇಸ್ಮಾಯಿಲ್, ಮೆಂಬರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಗೀತಾ, ಮೆಂಬರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಜಿಜಿ ಬಿ, ಸೆಕ್ರೆಟರಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಚಂದ್ರಕಲಾ CDS ಚೇರ್ಪರ್ಸನ್ ಪೈವಳಿಗೆ, ಅವರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಧರ ಹೊಳ್ಳ, ಪ್ರೆಸಿಡೆಂಟ್ ಕೋಆಪರೇಟಿವ್ ಬ್ಯಾಂಕ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಜಯಲಕ್ಷ್ಮಿ, ಮೆಂಬರ್ ಪೈವಳಿಕೆ, ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಸುಮಾದೇವಿ,
BPC ಮಂಜೇಶ್ವರ ಅವರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಅಚ್ಯುತ ಚೇವಾರ್ ಜರ್ನಲಿಸ್ಟ್, ಉದಯವಾಣಿ ಅಂಡ್ ಎಕ್ಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಪೈವಳಿಕೆ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅವರಿಗೂ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಡಾಕ್ಟರ್ ರಾಜಾರಾಮ್ ದೇವಕಾಣ ಪೈವಳಿಗೆ ಅವರಿಗೂ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ನಾರಾಯಣ ನಾಯ್ಕ್ ಹೆಲ್ತ್ ಇನ್ಸ್ಪೆಕ್ಟರ್ PHC ಬಾಯಾರ್ ಅವರಿಗೂ ಪ್ರತ್ಯೇಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಮೈಮೂನಾ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ PTA GHSS ಪೈವಳಿಗೆ ನಗರ್ ಅವರಿಗೂ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಮತಿ ಕವಿತಾ MPTA GHSS ಪೈವಳಿಗೆ ನಗರ್ ಅವರಿಗೂ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಲಾರೆನ್ಸ್ ಡಿಸೋಜಾ ಎಕ್ಸ್ ಪ್ರೆಸಿಡೆಂಟ್ PTA ಅವರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಮುಸ್ತಫಾ ಎಕ್ಸ್ ಪ್ರೆಸಿಡೆಂಟ್ PTA ಅವರಿಗೂ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಅಬ್ದುಲ್ಲಾ ಮಜೀದ್ ಎಕ್ಸ್ ಪ್ರೆಸಿಡೆಂಟ್ PTA ಅವರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಅಬ್ದುಲ್ಲಾ ಲತೀಫ್ ಕೆ ಸ್ಟಾಫ್ ಸೆಕ್ರೆಟರಿ, ನಮ್ಮ ಶಾಲೆಯ ಸ್ಟಾಫ್ ಸೆಕ್ರೆಟರಿ ಆದ ಶ್ರೀ ಅಬ್ದುಲ್ಲಾ ಲತೀಫ್ ಕೆ ಅವರಿಗೂ ನಾನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತೇ ಇದ್ದೇನೆ. ಈ ವೇದಿಕೆಯಲ್ಲಿ ಬಿಟ್ಟು ಹೋದ ಯಾರಾದರೂ ಇದ್ದರೆ ವೇದಿಕೆ ಓಕೆ. ಸುನೀತಾ ವಾಲ್ಟಿ ಡಿಸೋಜಾ ಈ ವಾರ್ಡಿನ ಮೆಂಬರ್ ಹಾಗೂ ನಮ್ಮ ಶಾಲೆಯ ಸ್ಟೂಡೆಂಟು ಆಗಿರುವ ಅವರಿಗೂ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ನಾನು ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ OSA ಓಲ್ಡ್ ಸ್ಟೂಡೆಂಟ್ ಅಸೋಸಿಯೇಷನ್ನ ಚೇರ್ಪರ್ಸನ್ ರಫೀಕ್ ಮಾಸ್ಟರ್ ಅವರನ್ನು ನಾನು ಸ್ವಾಗತಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮಗೆ ತುಂಬ ಸಹಾಯ ಮಾಡಿದ IT-ಯಲ್ಲಿ ನಮ್ಮ ಮಂಜೇಶ್ವರ ಸಬ್ ಜಿಲ್ಲೆಯ ಮಾಸ್ಟರ್ ಟ್ರೈನರ್ ಆದ ಶ್ರೀಯುತ ಕಿರಣ್ ಸರ್ ಇದ್ದಾರೆ, ಅವರನ್ನು ನಾನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ವಾರ್ಡ್ ಮೆಂಬರ್ ಆದ ಮಮತಾ ಅವರು ಇದ್ದಾರೆ, ಅವರನ್ನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. ಈ ವೇದಿಕೆಯಲ್ಲಿರುವ ಬಿಟ್ಟು ಹೋದ ಯಾರಾದರೂ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳಿದ್ದರೆ ಅವರನ್ನು ನಾನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಹಾಗೂ ಇವತ್ತು ಇಲ್ಲಿ ಬಂದು ಸೇರಿದ ಎಲ್ಲ ರಕ್ಷಕರು, ಈ ಪೈವಳಿಕೆ ಪಂಚಾಯತಿನ ಎಲ್ಲ ಸದಸ್ಯರು ಹಾಗೂ ಎಲ್ಲ ಟೀಚರ್ಸ್, ನಮ್ಮ ಇನ್ನೊಂದು ಕಾರ್ಯ ನನಗೆ ಮರೆತು ಹೋಯಿತು, ನಮ್ಮ ಪ್ರಿನ್ಸಿಪಾಲ್ ಇನ್ಚಾರ್ಜ್ ಅಲ್ವಾ, ಹಾಗೂ ನಮ್ಮ ಕಲೋತ್ಸವದ ಶ್ರೀನಿವಾಸ್ ಭಂಡಾರಿ ಅವರು ಇದ್ದಾರೆ, ಅವರನ್ನು ನಾನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಕೊನೆಯದಾಗಿ ಈ ಶಾಲೆಯ ಕಲೋತ್ಸವ ಅತ್ಯುತ್ತಮವಾಗಿ ಜರಗಲು ಇಲ್ಲಿ ನಮಗೆ ಸಹಕರಿಸಿದ ನಮ್ಮ ಪ್ರಿನ್ಸಿಪಾಲ್ ಇನ್ಚಾರ್ಜ್ ಆದ ವಿಶ್ವನಾಥ್ ಸರ್ ಅವರನ್ನು ಹೇಳಲು ಎರಡು ಮಾತಲ್ಲ, ಈ ಕಲೋತ್ಸವದ ಯಶಸ್ವಿಗೆ ದೊಡ್ಡ ಜವಾಬ್ದಾರಿಯನ್ನು ಹೊತ್ತು ಸುಸೂತ್ರವಾಗಿ ಕಾರಣಕರ್ತರಾದ ಪ್ರಿನ್ಸಿಪಾಲ್ ಇನ್ಚಾರ್ಜ್ ಜೊತೆಗೂ ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿ ಜನರಲ್ ಕನ್ವೀನರೂ ಆದ ಕಾರ್ಯನಿರ್ವಹಿಸಿದ ನಮ್ಮ ಪ್ರೀತಿ ಪಾತ್ರರಾದ ಶ್ರೀಯುತ ವಿಶ್ವನಾಥ್ ಸರ್ ಅವರನ್ನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ನಾನು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಹಾಗೂ ಎಲ್ಲರಿಗೂ ಒಂದೇ ಮಾತಲ್ಲಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ನನ್ನ ಸ್ವಾಗತ ಭಾಷಣವನ್ನು ಕೊನೆಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಭಾರತ್. XPTA ಅಧ್ಯಕ್ಷರಾದ ಇಬ್ರಾಹಿಂ ಬಾಲ್ಕೋಡಿ ಅವರನ್ನ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ಸಭಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತ ಭಾಷಣವನ್ನ ಮಾಡಿದಂತಹ ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯರಾದ ಶ್ರೀ ವತ್ಸಲ ಟೀಚರ್ ಅವರಿಗೂ ಬಹಳ ತುಂಬು ಹೃದಯದಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. HM ಫಾರಂನ ಅಧ್ಯಕ್ಷರಾದ ಶ್ಯಾಮ್ ಭಟ್ ಸರ್ ಅವರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ, ಅವರನ್ನ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ನಮ್ಮ ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿಯ ಕನ್ವೀನರ್ ಆಗಿರುವ ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿಯ ಕನ್ವೀನರ್ ರಾಜೇಶ್ ಸರ್ ಇದ್ದಾರೆ, ಅವರನ್ನು ಬಿಟ್ಟು ಅದೆಲ್ಲರನ್ನ ಮತ್ತೊಮ್ಮೆ ಜಂಜಮ್ ಅವರ ಲೈಟಿಂಗ್ ಸೌಂಡ್ ಸಿಸ್ಟಮ್ನ ಅಬ್ದುಲ್ ರಹಮಾನ್ ಸರ್ ಇದ್ದಾರೆ, ಎಲ್ಲರನ್ನ ಮತ್ತೊಮ್ಮೆ ಸ್ವಾಗತಿಸ್ತಾ ಈ ಸಭಾ ಕಾರ್ಯಕ್ರಮದ
ಅಧ್ಯಕ್ಷತೆಯನ್ನ ವಹಿಸಿ ಮಾತನಾಡ್ತಾರೆ. ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯ ಕಳೆದ 5 ವರ್ಷದಿಂದ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ಅಭಿವೃದ್ಧಿಯ ಸಾರಥ್ಯವನ್ನ ವಹಿಸಿಕೊಂಡು ಜನ ಮೆಚ್ಚುಗೆಯನ್ನ ಪಡೆದಂತಹ ನಮ್ಮ ಎಲ್ಲರ ಆತ್ಮೀಯರಾದ ಗುರು ಸಮಾನರಾದ ಸಮೀನಾ ಟೀಚರ್ ಅವರು ಈ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷತೆಯನ್ನ ವಹಿಸಿ ಮಾತನಾಡ್ತಾರೆ. ಬಹಳ ಪ್ರೀತಿಯಿಂದ ಮೇಡಮ್ ಪ್ಲೀಸ್. ಎಲ್ಲರಿಗೂ ನನ್ನ ನಮಸ್ಕಾರಗಳು. ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಉತ್ಸವ ದಿನದಂದು ಇವತ್ತಿನ ಸಮಾರೋಪ ಸಮಾರಂಭದ ಉದ್ಘಾಟನೆ ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ ನಮ್ಮ ಅತಿ ಮೆಚ್ಚಿನ ಪ್ರೀತಿಯ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ ಬೇಬಿ ಬಾಲಕೃಷ್ಣನ್, ವೇದಿಕೆಯಲ್ಲಿರುವ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪೈವಳಿಕೆ ಅಧ್ಯಕ್ಷೆ ಶ್ರೀಮತಿ ಜಯಂತಿಯವರು, ಲವೀನಾ ಮೊಂತೆಯವರು, ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ನವರು ಹಾಗೂ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳು, DDE, AEO ಹಾಗೂ ಈ ಪಂಚಾಯತಿಂದ ಬಂದ ಎಲ್ಲ ಸದಸ್ಯರು, ನಮ್ಮ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಉಪಾಧ್ಯಕ್ಷರು ಮೊಹಮ್ಮದ್ ಹನೀಫ್ ಅವರು ಹಾಗೂ ಸದಸ್ಯೆ ಫಾತಿಮತ್ ಜೊಹರಾರವರು, ಇಲ್ಲಿ ಸೇರಿದ ಸಭಿಕರು ಎಲ್ಲರಿಗೂ ನನ್ನ ಪ್ರಣಾಮ. ಈ ಕಲಾೋತ್ಸವದ ಕೊನೆಯ ದಿನ 4 ದಿವಸದಿಂದ ಇಲ್ಲಿ ನಮ್ಮ HM ಇವಾಗ GHS ಪೈವಳಿಕೆ HM ಬತ್ಸಲ ಅವರು ತುಂಬ ಚಂದವಾಗಿ ನಮ್ಮನ್ನು ಎಲ್ಲರನ್ನು ಸ್ವಾಗತಿಸಿದ್ದಾರೆ. ಹಾಗೂ ಮರೆತು ಬಿಟ್ಟವರನ್ನು, ಮರೆಯಲಾಗದವರನ್ನು ಎಲ್ಲರನ್ನು ಒಂದೇ ಸ್ವರದಲ್ಲಿ, ಗಟ್ಟಿಯ ಸ್ವರದಲ್ಲಿ ಅವರು ಸ್ವಾಗತಿಸಿದ್ದಾರೆ. ಬಹಳ ಚಂದವಾಗಿ ಅವರು ಸ್ವಾಗತಿಸಿದ್ದಾರೆ. ಈ ಒಂದು ಸಭೆ ಸೇರಿದ್ದೇ ಇಲ್ಲಿ ಕಿಕ್ಕಿರಿದ ಜನದಿಂದ ನಮ್ಮ ಕಲಾೋತ್ಸವವನ್ನು ನಾವು ಆಚರಿಸ್ತೇವೆ. ಇದು ನಮ್ಮ 5ನೇ ವರ್ಷದ ಕಲಾೋತ್ಸವ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ಹೆಮ್ಮೆ ಪಡ್ತೇನೆ. ಹಾಗೂ ಈ ಸಮಾರಂಭದಲ್ಲಿ ಎಲ್ಲರೂ ಸೇರಿಕೊಂಡಿದ್ದಾರೆ. ಮಕ್ಕಳು ಹಾಗೂ ಅವರ ಉತ್ಸವಕ್ಕೆ ಅವರಿಗೆ ತಕ್ಕ ಮಟ್ಟಿಗೆ ಸಿಗುವಂಥ ಬಹುಮಾನಗಳನ್ನು ವಿತರಿಸಲಿಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಪ್ರೈಸ್ ಡಿಸ್ಟ್ರಿಬ್ಯೂಷನ್ ನಮ್ಮ HSO ಶ್ರೀ ಅನೂಪ್ ಕುಮಾರ್ ಸರ್ ಇದ್ದಾರೆ, ಅವರಿಗೆ ನನ್ನ ನಮಸ್ಕಾರಗಳು. ಹಾಗೂ ಇಬ್ರಾಹಿಂ ಬಿ DDA ಚೀಫ್ ಗೆಸ್ಟ್ ಆಗಿ ಬಂದಿದ್ದಾರೆ. ಹಾಗೂ ಓಲ್ಡ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಇದ್ದಾರೆ, ಆನ್ ಗೋಯಿಂಗ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಇದ್ದಾರೆ. ನನ್ನ ಎಲ್ಲ ಶುಭಾಶಯಗಳು ಹಾರೈಸ್ತಾ ನನ್ನ 2 ಮಾತಿಗೆ ವಿರಾಮ. ಜೈ ಹಿಂದ್. ಧನ್ಯವಾದಗಳು ಮೇಡಮ್. ಈ ನಾಡು ಈ ಉತ್ಸವವನ್ನ ಯಾವ ರೀತಿ ಸ್ವೀಕರಿಸಿದ್ದಾರೆ ಎಂಬುದಕ್ಕೆ ಈ ಕಿಕ್ಕಿರಿದ ಆ ಕಲಾಭಿಮಾನಿಗಳೇ ಸಾಕ್ಷಿ. അടുത്തതായി ഈ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വിപ്ലവകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു നാടിനെ വികസനത്തിന്റെ ഉത്തുംഗത്തിലേക്ക് കൊണ്ട് നയിച്ച നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ട സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന്, അതിന്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിച്ച് അതിനെ നടപ്പിൽ വരുത്തി കാസർഗോഡിന്റെ ഹൃദയം കീഴടക്കിയ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നല്ലൊരു കയ്യടിയോടുകൂടി ഈ യോഗ സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുകയാണ്. വേദിയിലെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ, വേദിയിലെ ബഹുമാന്യരായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിദ്യാഭ്യാസ ഓഫീസർമാർ, അധ്യാപകർ, PTA പ്രസിഡന്റുമാർ, എൻ്റെ നാട്ടുകാരനായ നമ്മുടെ ഈ മഞ്ചേശ്വരം പോലീസ് ഓഫീസർ അജിത്ത് അടക്കമുള്ള ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, കായിക പ്രേമികളെ, ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെ തന്നെ നിൽക്കുന്നത്. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സപ്ലിമെന്ററി ബഡ്ജറ്റ് എന്ന പോലെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്
ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അവിടെ എല്ലാവർക്കും 2000 രൂപ പെൻഷൻ, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ, അതേപോലെ തന്നെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മറ്റ് ജോലിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പെൻഷൻ, അംഗൻവാടി വർക്കർമാർക്ക്, ഹെൽപ്പർമാർക്ക്, ADS മെമ്പർമാർക്ക്, ADS വർക്കിംഗ് ഫണ്ട് തുടങ്ങി എല്ലാ മേഖലയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് നമ്മുടെ നാടും നഗരവും എല്ലാം. അതോടൊപ്പം തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ മാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരു ചെറു പതിപ്പാണ് ഈ പൈവളികയെ മൊത്തത്തിൽ, പൈവളികയെ മാത്രമല്ല മഞ്ചേശ്വരം മണ്ഡലത്തെ ആകെ കുലുക്കി മറിച്ചുകൊണ്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഈ പൈവളിക സ്കൂളിൽ നടക്കുന്ന ഈ മഞ്ചേശ്വരം സബ് ജില്ലാ കലോത്സവം. ഇവിടുത്തെ നാടും നഗരവും ഇത്തരത്തിൽ ഇളകി മറിഞ്ഞത് നമ്മൾ കണ്ടത് 2 വർഷം മുമ്പേ ഉള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനകീയ വികസന സദസ്സിലായിരുന്നു. അന്ന് മിക്കവാറും അല്ലേ, നമ്മളെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, നമ്മളെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓരോ മണ്ഡലവും സന്ദർശിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും ആവശ്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും പങ്കെടുത്ത അത് ഉദ്ഘാടനം ഈ പൈവളികയുടെ മണ്ണിൽ നിന്നായിരുന്നു. പിന്നീട് അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആ വികസന സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നമ്മളൊക്കെ തന്നെ കൊടുത്ത നിവേദനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പദ്ധതികളായി വരുന്നത്. ഓരോ പദ്ധതിയും മുഖ്യമന്ത്രി പറയുന്നു, റോഡുകളായാലും ഓരോ മണ്ഡലത്തിലും നമ്മൾ കൊടുത്ത പ്രധാനപ്പെട്ട 2 റോഡുകൾ എടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ വികസന സദസ്സിൽ കിട്ടിയ നിർദ്ദേശങ്ങളെ ക്രോഡീകരിച്ചത്. അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങളാണ് 35 വയസ്സിന് പ്രായമുള്ള ജോലിയൊന്നുമില്ലാത്തവരെ സഹായിക്കണം, സംരക്ഷിക്കണമെന്ന്. അതിൽ പറഞ്ഞ കാര്യമാണ് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള നമ്മുടെ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്ന് മുമ്പേ പറഞ്ഞതാണ്. ക്യൂബയിലാണ് വീട്ടമ്മമാർക്ക് പിന്നെ ശമ്പളം കൊടുക്കുന്ന ഏക രാജ്യം ക്യൂബയാണ്. ആ ക്യൂബയെ പോലും മറികടന്നുകൊണ്ടാണ് വീട്ടമ്മമാർക്ക്, ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് ജോലിയുണ്ട്, ജോലിയില്ലാതെ ഒരു നിമിഷം അവർക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അത് കാണാപ്പണിയാണ് അല്ലെ. ആ ജോലിക്കാര് ശമ്പളം കൊടുക്കാറില്ല, അവർക്കൊരു നിമിഷം ഇരിക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വീട്ടമ്മമാർ. എന്നാലും ചെറിയൊരു ആശ്വാസമായിട്ടാണ് 1000 രൂപ കൊടുക്കാൻ നമ്മളെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ എല്ലാ മേഖലയിലുമുള്ള വികസന പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വികസന സദസ്സിലെ നിർദ്ദേശങ്ങളെ ആകെ തന്നെ നമുക്ക് സാർത്ഥകമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് നമുക്ക് ചെറിയ കാര്യമല്ല. ഈ പൈവളിക സ്കൂളിന് തന്നെ കിഫ്ബിയിൽ ഒരു 3 കോടിയുടെ ബിൽഡിങ്ങിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽപ്പെടുത്തി 90 ലക്ഷം രൂപയുടെ പദ്ധതിയും പൂർത്തീകരിച്ചു. ഇത് അടുത്ത ആഴ്ച തന്നെ നാടിന് സമർപ്പിക്കാനിരിക്കുകയാണ്. മന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ സ്കൂളിനും നമ്മുടെ ജില്ലയിലെ 150-150ഓളം സ്കൂളുകൾക്കും വേണ്ടുന്ന ബിൽഡിങ്ങുകൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നവകേരളം എന്നത് അക്ഷരാർത്ഥത്തിൽ നവകേരളം തന്നെയാണ്. പണ്ട് ഒരു 15-10 വർഷം മുമ്പുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കളിസ്ഥലങ്ങളില്ലായിരുന്നു, ക്ലാസ്സുകളൊക്കെ തന്നെ ക്ലാസ്സിൽ വേണ്ടത്ര സൗകര്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കാൻ തന്നെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 4 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതേപോലെ തന്നെ RO പ്ലാന്റ് സ്ഥാപിക്കാൻ 3 കോടി രൂപ ഈ വർഷം ഈ സ്കൂളിലും RO പ്ലാന്റ് സ്ഥാപിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾക്കൊക്കെ തന്നെ ആധുനിക ലാബ് കൊടുത്തു, ആധുനിക നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകൾ കൊടുത്തു. അങ്ങനെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്തും അതിനോട് കൂടി തന്നെ നമ്മുടെ കുട്ടികളുടെ വിജയശതമാനം ഉയർത്താൻ വേണ്ടി എക്യുപ്പ് പദ്ധതി നടപ്പാക്കി വരികയാണ്. ഇപ്പോൾ നമ്മുടെ പ്രശ്നം ഹയർ സെക്കൻഡറി മേഖലയുടെ പഠന നിലവാരം ഉയർത്തുക എന്നതാണ്. ആ ഹയർ സെക്കൻഡറി മേഖലയുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി കുട്ടികളുടെ മാനസികമായി തന്നെ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാൻ റിതം പദ്ധതിയുടെ ലോഗോ നാളെ പ്രകാശനം ചെയ്യും. ആ പദ്ധതി അടുത്ത ഒരാഴ്ച കൊണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം ഹയർ സെക്കൻഡറി മേഖലയിലൂടെ എക്യുപ്പ് പദ്ധതി പോലെ എക്യുപി പദ്ധതി കൂടി ഹയർ സെക്കൻഡറി മേഖലയിൽ വിജയശതമാനം കുറഞ്ഞ 50% കുറവുള്ള സ്ഥാപനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ ജില്ലാ പഞ്ചായത്ത് അവർക്ക്
പ്രത്യേക റിഫ്രഷ്മെന്റ് അടക്കം നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വരികയാണ്. ആ പദ്ധതി കൂടി വന്നാൽ അടുത്ത വർഷം നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ തന്നെ ഉയർത്താൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ നമുക്ക് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്ക് കളിസ്ഥലം നിർമ്മിക്കാൻ ഇതിനകം തന്നെ 4-5 കോടിയോളം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവാക്കിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള സ്കൂളുകൾക്ക് ഇപ്പോൾ ഒരു കളിക്കളം പദ്ധതിയിൽപ്പെടുത്തി കുറച്ച് സ്കൂളുകൾക്ക് കളിസ്ഥലം പണിയുന്നുണ്ട്. ബാക്കി KDP-യുമായി സംയുക്തമായി കളിസ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതേപോലെ തന്നെ കഞ്ഞിപ്പുര ഇല്ലാത്ത സ്കൂളുകൾക്ക് കഞ്ഞിപ്പുര, ഡൈനിങ് ഹാൾ ഇല്ലാത്ത സ്കൂളുകൾക്ക് ഡൈനിങ് ഹാൾ, സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചർ. ഇപ്രാവശ്യം എല്ലാ സ്കൂളുകൾക്കും നമ്മൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വേറെ തന്നെ ഓഫീസ് ഫർണിച്ചർ കൂടി കൊടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഓരോ വർഷവും നമ്മൾ ഓരോ സ്കൂൾ സന്ദർശിക്കുമ്പോൾ അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ സീറ്റില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ മേഖലക്ക് പ്രത്യേകം ഫർണിച്ചർ കൊടുക്കാൻ ആവശ്യമായ സ്ഥിതി കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് നല്ല ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സ്കൂളുകൾക്ക് കഴിയുന്നുണ്ട്. ഇത് ഒരു എന്താ പറയണ്ടേ, ഏറ്റവും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ ഈ വിജയത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. പലപ്പോഴും രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരം ഓരോ കലോത്സവ വേദിയിലും നമ്മൾ കാണുന്നുണ്ട്. കായിക മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ നമുക്ക്, കായിക മത്സരങ്ങൾക്ക് നല്ല പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ കലാമത്സരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നമുക്ക് ഓരോ വിദ്യാർത്ഥിക്കും എന്ന രീതിയിലേക്ക് ഇൻഡിവിജ്വലായി കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി നമുക്ക് ജില്ലാ പഞ്ചായത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കലാമേഖലയെ നമുക്ക് വേണ്ടത്ര സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എങ്കിലും ലൈബ്രറികളെയും മറ്റൊക്കെ തന്നെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഇവിടെ ഓരോ രക്ഷിതാക്കൾക്കും നല്ല തുക ചെലവാക്കിയാൽ മാത്രമേ ഒരു കുട്ടിയെ മത്സരവേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയൂ. അത് സമൂഹത്തിന്റെ ഒരു ബാധ്യത എന്ന രീതിയിലേക്ക് നമുക്ക് കാണേണ്ടി വരും. കാരണം നമ്മുടെ ഭാവി ഭാരതത്തിന് മുതൽക്കൂട്ടാവുന്ന കലാകാരികളെയും കായിക താരങ്ങളെയും ഒക്കെ തന്നെ സൃഷ്ടിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. ഒരു രക്ഷിതാവിന്റെ മാത്രം ആവശ്യമല്ല. കായിക മേഖലയിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. കലാമേഖലയിൽ നമുക്ക് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ ആകെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന ഇതിന്റെ ഒരു ചർച്ചയിലാണ് കേരളം ആകെ തന്നെ. ആ PM ശ്രീ പദ്ധതി എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി അതിന് മുന്നേ തന്നെ നമുക്കറിയാം, നമുക്ക് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ വീട്ടിലെ കുട്ടികളെയും നമ്മളെടുത്ത് വിദ്യ അഭ്യസിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷമായി ജില്ലാ പഞ്ചായത്ത് SSKക്ക് വെക്കുന്ന തുക, ജില്ലാ പഞ്ചായത്ത് സാധാരണ SSKക്ക് 1 കോടി വെച്ചാൽ അതിന്റെ ഇരട്ടി തുക നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൂടി കിട്ടിക്കൊണ്ടാണ് നമ്മൾ സാധാരണ പദ്ധതി നടപ്പാക്കല്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിന് ലഭിക്കേണ്ടുന്ന വിഹിതം ഇതിന്റെ ഭാഗമായി കിട്ടുന്നില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ അത് അംഗീകരിക്കാം എന്ന രീതിയിലേക്ക് ആലോചിച്ചത്. പക്ഷേ അത് ഇപ്പോൾ തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വിദ്യാലയങ്ങൾക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മളെല്ലാം നികുതി കൊടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ചായ കുടിച്ചാൽ അതിൽ GST കൊടുക്കുന്നുണ്ട്, അല്ലെ? ഏത് കാര്യത്തിനും GST കൊടുക്കുകയാണ്. ഈ ട്രോഫിക്കെല്ലാം നമ്മൾ GST, ഇന്നിവിടെ ഒരിക്കൽ ഈ പന്തലിന് നമ്മൾ GST കൊടുക്കണം. ഇതിന്റെ കലോത്സവത്തിന്റെ കണക്ക് സെറ്റാവുമ്പോൾ GST എത്ര തുക കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോ വ്യക്തിയും GST കൊടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കടക്കം അവകാശപ്പെട്ടതാണ്, ഒരു ഫെഡറൽ സംവിധാനമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നമുക്കടക്കം അവകാശപ്പെട്ടതാണ് രാജ്യത്തിന്റെ, അല്ലെ, നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന ഓരോ ഫണ്ടും. പക്ഷെ അത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ SSKക്ക് വെച്ച ഫണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും വെച്ച ഫണ്ട് കൊണ്ടാണ് SSK ടിങ്കറിംഗ് ലാബുകളും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയത്, കളിസ്ഥലങ്ങളും മറ്റൊക്കെ തന്നെ ഒരുക്കിയത്. ഇപ്രാവശ്യം നമ്മൾ SC/ST മേഖലയിലും SSKക്കുള്ള വിഹിതം നീക്കിവെച്ചു. അങ്ങനെ 1 കോടിയോളം രൂപ നീക്കിവെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷവും പദ്ധതി നടപ്പാക്കുന്നത്. കഴിഞ്ഞ വർഷവും അങ്ങനെ, അതിന് മുമ്പേത്തെ വർഷവും അങ്ങനെ, ഈ പുതിയ വർഷത്തേക്കും അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് പല പദ്ധതികളും കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെടേണ്ടത്, അപ്പോൾ കേന്ദ്രം പറയും കേരളത്തിലെ കുട്ടികൾ, കേരളം അതിദാരിദ്ര്യമുക്തമാക്കാൻ വേണ്ടി പോവുകയാണ് നാളെ, അല്ലെ മറ്റന്നാൾ.
ആ അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്നത് അല്ല, ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആൾക്കാർ ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അവർക്ക് ഓലമേഞ്ഞ അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വീടുണ്ടാവാൻ വേണ്ടി പാടില്ല, അവർക്ക് 300 മീറ്ററിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാവണം, അവർക്ക് വൈദ്യുതി ലഭ്യമാവണം. ഇങ്ങനെ 7ഓളം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവരെയാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നമുക്കറിയാം, ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചത് മുതൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ നോക്കി ആ ഗോൾസ് ഒക്കെ തന്നെ പിന്നെ സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മളെ കേരളത്തെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു നമ്മൾ ആവശ്യം. അതിനനുസരിച്ച് തന്നെ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നമ്മുടെ നാടും നഗരവും എല്ലാം നല്ല രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുക്കിക്കൊണ്ട് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീടില്ലാത്തവർക്ക് വീട്, കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം, എല്ലാ പ്രദേശങ്ങളിലേക്കും റോഡ്, നല്ല സ്കൂൾ കുട്ടികൾക്ക് നല്ല കെട്ടിടങ്ങൾ ഇരുന്ന് പഠിക്കാൻ, അതേപോലെ തന്നെ 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക എന്ന പദ്ധതി തുടങ്ങി ഒരുപാട് വ്യത്യസ്തമാർന്ന പരിപാടികൾ നടപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ അതിദാരിദ്ര്യ മുക്തമാവാൻ വേണ്ടി പോകുന്നത്. അതൊരു സുപ്രഭാതത്തിൽ വന്ന പദ്ധതിയല്ല, മറിച്ച് ജനകീയ ആസൂത്രണ പദ്ധതി 98-ൽ 97-ൽ നമ്മൾ സംസ്ഥാനത്ത് ആരംഭിച്ചപ്പോൾ നമ്മൾ തുടങ്ങിയതാണ് കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കാൻ. അതിന്റെ ഭാഗമായി അങ്ങനെ തുടർച്ചയായി നടന്നു വന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷമായി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അതിദാരിദ്ര്യ മുക്ത പട്ടികയാക്കാൻ, അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ നമ്മുടെ സംസ്ഥാനത്തെ കഴിയുന്നത്. അതിൽ എല്ലാവരെയും പഞ്ചായത്തുകളെ കൊണ്ടും ത്രിതല പഞ്ചായത്തുകളെ കൊണ്ടും സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടും എല്ലാവർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നവംബർ 1-ന് കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനം അതിദാരിദ്ര്യത്തിന് മുകളിൽ പോകുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. സംസ്ഥാന ഗവൺമെന്റ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും, ഇനി നമുക്ക് ഹൈടെക് ക്ലാസ് റൂമുകളാണ് വേണ്ടത്. ആ ഹൈടെക് ക്ലാസ് റൂമുകൾ 1ാം ഘട്ടം നമ്മൾ നവകേരള പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവന്നു. ഇനി 2ാം ഘട്ടം കുറച്ചുകൂടി AI അടക്കമുള്ള സഹായം ലഭിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ ക്ലാസ് റൂമുകളൊക്കെ തന്നെ സജ്ജമാക്കാൻ വേണ്ടിയാണ് നമ്മളെ സംസ്ഥാന സർക്കാർ മുതിരുന്നത്. അതിനാവശ്യമായ എല്ലാ പിന്തുണയും ഈ നാട്ടുകാരൊക്കെ തന്നെ കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ಧನ್ಯವಾದಗಳು ಬೇಬಿ ಬಾಲಕೃಷ್ಣ ಇವರಿಗೆ. ಮುಂದೆ ಈ ಕಲೋತ್ಸವದ ವರದಿ ಮಂಡಿಸುತ್ತಾರೆ ಆರ್ಗನೈಸಿಂಗ್ ಕಮಿಟಿಯ ಕನ್ವೀನರ್ ಆಗಿರುವಂತಹ ಜನರಲ್ ಕನ್ವೀನರ್. ಈ 4 ದಿನಗಳ ಈ ಕಲೋತ್ಸವವನ್ನ ಸುಗಮವಾಗಿ ನಡೆಸಲಿಕ್ಕೆ ಅದರ ಹಿಂದೆ ಹಗಲು ರಾತ್ರಿ ಎನ್ನದೆ ಅವಿರತ ಪ್ರಯತ್ನವನ್ನ ಮಾಡಿದಂತಹ ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯರು ಶ್ರೀ ವಿಶ್ವನಾಥ್ ಸರ್ ಅವರು ಇದೀಗ ಕಲೋತ್ಸವದ ವರದಿಯನ್ನ ಮಂಡಿಸ್ತಾರೆ. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವ ಈ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷರೇ, ಶ್ರೀಮತಿ ಶಮೀಮಾ ಟೀಚರ್ ಅವರೇ, ಉದ್ಘಾಟಕರಾದ ಶ್ರೀ ಬೇಬಿ ಬಾಲಕೃಷ್ಣನ್ ರವರೇ, ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ, ಮುಖ್ಯ ಅತಿಥಿಯಾದ ಶ್ರೀ ಇಬ್ರಾಹಿಂ, ಪ್ರಾಜೆಕ್ಟ್ ಆಫೀಸರ್ ತಿರುವನಂತಪುರಂ, ಹಾಗೆ SHO ಅಜಿತ್ ಕುಮಾರ್, ಉಳಿದ ಎಲ್ಲ ಅತಿಥಿಗಳೇ, ಪ್ರೀತಿಯ ನನ್ನ ಮಿತ್ರರೇ, ಅಧ್ಯಾಪಕರೇ, ಅಧ್ಯಾಪಿಕೆಯರೇ, ಊರಿನ ಸಜ್ಜನ ಬಂಧುಗಳೇ, ವಿದ್ಯಾರ್ಥಿಗಳೇ, ಈ ಕಲೋತ್ಸವ
27ನೇ ತಾರೀಕಿನಿಂದ ಪ್ರಾರಂಭಗೊಂಡು ಇಂದು ಕೊನೆಗೊಳ್ಳುತ್ತಾ ಉಂಟು. ಈವಾಗಲೇ ನಮ್ಮ ಅಶ್ರಫ್ ಮಾಷು ಮತ್ತು ಮುಖ್ಯೋಪಾಧ್ಯಾಯನಿ ಹೇಳಿದರು, ಈ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿಗಾಗಿ ಹಗಲಿರುಳು ದುಡಿದು ನಿದ್ರೆಯನ್ನು ಬಿಟ್ಟು ಕೆಲಸ ಮಾಡಿದ್ದೇನೆ ಅಂತೇಳಿ. ನಾನು ಮಾತ್ರ ಅಲ್ಲ, ಇದರಲ್ಲಿ ನಮ್ಮ ಶಾಲೆಯ ಮತ್ತು ಇತರ ಶಾಲೆಯ ಅಧ್ಯಾಪಕರು, ವಿದ್ಯಾರ್ಥಿಗಳು ಮತ್ತು ಮುಖ್ಯವಾಗಿ ಊರಿನ ಸಜ್ಜನ ಬಂಧುಗಳಿದ್ದಾರೆ. ಈ ವಿಜಯದ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿನ ರೂವಾರಿ ನಾನಲ್ಲ, ಈ ಶಾಲೆಯ ಮತ್ತು ಇತರ ಶಾಲೆಯ ಅಧ್ಯಾಪಕರು, ಸ್ವಯಂ ಸೇವಕರು, ವಿದ್ಯಾರ್ಥಿಗಳು, ಊರಿನ ಸಜ್ಜನ ಬಂಧುಗಳು, ಎಲ್ಲ ಕ್ರೆಡಿಟ್ ಅವರಿಗೆ ಹೋಗ್ತಾ ಉಂಟು. ನಾನೊಬ್ಬ ನೆಪ ಪಾತ್ರಕ್ಕೆ ಮುಂದಾಳುತ್ತಾ ವಹಿಸಿದ್ದಷ್ಟೇ. ಈ ಸಪ್ತಭಾಷಾ ಸಂಗಮ ಭೂಮಿ, ಈ ಸಾಂಸ್ಕೃತಿಕ ನಗರದಲ್ಲಿ ಈ ಕಲೋತ್ಸವವು 4 ದಿನಗಳ ಕಾಲ ಬಲು ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯಿತು. ಪ್ರಾರಂಭದಲ್ಲಿ ನಮಗೆ ಬಹಳಷ್ಟು ಹೆದರಿಕೆ ಇತ್ತು. ಈ ಕಲೋತ್ಸವವನ್ನು ಪೈವಳಿಕೆಯಲ್ಲಿ ಒಳ್ಳೆಯ ಶಿಸ್ತಿನಿಂದ ನಡೆಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟಾ ಎಂದು ಹೆಚ್ಚಿನವರು ಹೇಳಿದರು. ಖಂಡಿತ ಇಂತಹ ಕಲೋತ್ಸವವನ್ನು ನಮಗೆ ಈ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಲಿಕ್ಕಿಲ್ಲ ಅಂತೇಳಿ ನಮ್ಮ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ, ಅಧ್ಯಾಪಕರು, ರಕ್ಷಕ ಶಿಕ್ಷಕ ಸಂಘದವರು, SMC ಅವರು, MPT ಅವರು ಎಲ್ಲರೂ ಸೇರಿ ಚರ್ಚಿಸಿದಾಗ ಮಾಡಬೇಕು, ಈ ಕಲೋತ್ಸವದಲ್ಲಿ ನಡೆಸಬೇಕು ಎಂದು ಹೇಳಿದರು. ನಾವೆಲ್ಲ ನಿಮ್ಮ ಬೆನ್ನಿದ್ದೇವೆ. ನನಗೊಂದು ಮರ್ತೋಯ್ತು ಹೇಳಲಿಕ್ಕೆ, ವಿಜಯದ ರೂವಾರಿ ಅಂತ ಹೇಳಿದಲ್ಲ, ಅದರ ಒಂದಿಗೆ ನಮ್ಮ ಶಾಲೆಯ PTA ಅಧ್ಯಕ್ಷರು, ಸದಸ್ಯರು, SMC ಅಧ್ಯಕ್ಷರು, ಸದಸ್ಯರು ಕೂಡ ಇದ್ದಾರೆ. ಹಾಗೆ ಒಳ್ಳೆಯ ಶಿಸ್ತಿನಿಂದ ನಡೆಸಿಕೊಳ್ಬೇಕು ಅಂತ ಹೇಳಿ ನಡೆಸಬೇಕು ಎಂಬ ಒಂದೇ ಒಂದು ಉದ್ದೇಶ ನಮಗಿತ್ತು. ಯಾಕೆಂದ್ರೆ ಇಲ್ಲಿ ಒಂದು ಶಿಸ್ತಿನಿಂದ ನಡೆಯದಿದ್ರೆ ಮುಂದಿನ ವರ್ಷ ಮಂಜೇಶ್ವರದಲ್ಲಿ ಯಾರು ಕೂಡ ಕಲೋತ್ಸವವನ್ನು ನಡೆಸಲಿಕ್ಕೆ ಒಪ್ಪಿಕೊಳ್ಳಲಿಕ್ಕಿಲ್ಲ. ಒಪ್ಪಿಕೊಳ್ಳೋದು ಕಷ್ಟ ಎಂಬ ಒಂದು ಮಾತು ಕೇಳಿ ಬಂದಿತ್ತು. ಆದ್ರಿಂದ ಎಲ್ಲರೂ ಸೇರಿ ಬಹಳ ಕಷ್ಟಪಟ್ಟು, ಅದರಲ್ಲಿ AO ಇದ್ದಾರೆ, QIP ಟೀಮ್ ಇದೆ, ಎಲ್ಲಾ ಶಾಲೆಗಳ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಿದ್ದಾರೆ, ಎಲ್ಲಾ ಶಾಲೆಗಳ ಅಧ್ಯಾಪಕರಿದ್ದಾರೆ, ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲೆಯ ಎಲ್ಲ ಶಾಲೆಯ AOನಿಂದ ಹಿಡಿದು ಮುಖ್ಯೋಪಾಧ್ಯಾಯರಲ್ಲದೆ ಎಲ್ಲ ಅಧ್ಯಾಪಕರ ಸಹಕಾರವನ್ನು ಇಲ್ಲಿ ನೆನಪು ಮಾಡುವುದು ಬಹಳ ಅವಶ್ಯ. ಇವರೆಲ್ಲರ ಸಹಕಾರದಿಂದ ಯಾವುದೇ ತೊಂದರೆ ಇಲ್ಲದೆ ಈ 4 ದಿವಸಗಳ ಕಾಲ ನಡೆದ ಕಲೋತ್ಸವ ಅತಿ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆದಿದೆ ಎಂದು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಎಲ್ಲರ ಮಾತಲ್ಲೂ ಕೂಡ ಬೆಳಗಿನಿಂದ ಎಲ್ಲರೂ ಹೇಳ್ತಾ ಇದ್ರು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ನಡೆದಿದೆ ಅಂತೇಳಿ. ಅದಕ್ಕೆಲ್ಲ ಶ್ರಮಿಸಿದ ಎಲ್ಲರಿಗೂ ಮೊದಲಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಪೈವಳಿಕೆ ಎಂಬ ಈ ಪುಟ್ಟ ಊರು ಬಹಳ ಹೆಸರನ್ನು ಪಡೆದಂತಹ ಊರು. ನೋಡಿದರೆ ಈಗ ಈ ಕಲೋತ್ಸವ ಪ್ರತಿಯೊಬ್ಬರ ಮನೆಯಲ್ಲಿಯೂ ಒಂದು ಹಬ್ಬದ ವಾತಾವರಣ ಉಂಟು ಮಾಡ್ತಾ ಉಂಟು. ಇದು ನಮ್ಮ ಮನೆಯ ಉತ್ಸವನಾಗಿ ತೆಗೆದುಕೊಂಡು ಈ ಊರಿನವರು ಈ ಕಲೋತ್ಸವವನ್ನು ಅತಿ ವಿಜೃಂಭಣೆ ನಡೆಸಿ ಬಹಳ ಆಸ್ವಾದಿಸಿದ್ದಾರೆ. ಇನ್ನು ಮುಂದೆ ಈ ಕಲೋತ್ಸವ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲೆಯ ಇತರ ಶಾಲೆಗಳಲ್ಲಿ ಕೂಡ ನಡೀಬೇಕು. ಆ ನಡೀಲಿಕ್ಕೆ ನೀವೆಲ್ಲರೂ
ಬದ್ಧರಾಗಿರ್ತಾರೆ ಎಂದು ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಈ ಕಲೋತ್ಸವದಿಂದ ನಮ್ಮ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯನ್ನು ನಮ್ಮ ಎಲ್ಲ ಮಿತ್ರರು ಸೇರಿ ಮೇಲಕ್ಕೆ ಕೊಂಡು ಹೋಗಿದ್ದಾರೆ. ಹಲವಾರು ಮಂದಿ ನಮಗೆ ಎಲ್ಲ ರೂಪದಲ್ಲೂ, ಅದು ಧನ ರೂಪದಲ್ಲಿರ್ಬೋದು ಅಥವಾ ಮಾನವ ಸಂಪನ್ಮೂಲ ರೂಪದಲ್ಲಿರ್ಬೋದು, ಸ್ವಯಂ ಸೇವಕರಾಗಿರ್ಬೋದು, ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. ಅವರನ್ನೆಲ್ಲರನ್ನು ನಾನು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. ಇಲ್ಲಿ ಈ ಕಲೋತ್ಸವ ನಡೀಬೇಕಾದ್ರೆ ಸಾಕಷ್ಟು ವೇದಿಕೆಗಳ ನಿರ್ಮಾಣ ಆಗಬೇಕು. ಆ ವೇದಿಕೆಗಳು ನಮ್ಮ ಈ ಶಾಲಾ ಮೈದಾನದಲ್ಲಿ 2 ವೇದಿಕೆಗಳು ಹಾಗೂ ಪಂಚಾಯತ್ ಗ್ರೌಂಡಿನಲ್ಲಿ, ಪಂಚಾಯತ್ ಆಫೀಸಿನ ಮುಂಭಾಗ ಅಲ್ಲಿ ವೇದಿಕೆ ಇತ್ತು. ನಮ್ಮ LP ಸೆಕ್ಷನ್ ವೇದಿಕೆ ಇತ್ತು. ಈ ವೇದಿಕೆಯ ನಿರ್ಮಾಣಕ್ಕೆ, ವೇದಿಕೆಯನ್ನು ಒದಗಿಸಿಕೊಡಲಿಕ್ಕೆ ಎಲ್ಲರೂ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮ ಪಂಚಾಯತ್, ಮುಖ್ಯವಾಗಿ ಪಂಚಾಯತ್ ಆಫೀಸಿನ ಎದುರುಗಡೆ ವೇದಿಕೆ ಇತ್ತು. ಆ ಪಂಚಾಯತ್ನವರು ಈ ಶಬ್ದವನ್ನು ಎಲ್ಲ ಸಹಿಸಿಕೊಂಡು ನಮಗೆ ಸಹಕಾರವನ್ನು ನೀಡಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಎಲ್ಲರಿಗೂ ಗೊತ್ತು, ಪೈವಳಿಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಪಯ್ಯಕ್ಕಿ ಉಸ್ತಾದಿನ ಹೆಸರು ಪ್ರಸಿದ್ಧ. ಈ ಪಯ್ಯಕ್ಕಿ ಉಸ್ತಾದಿನ ಮನೆಯ ಆವರಣವನ್ನೇ ನಮಗೆ ಈ ಕಲೋತ್ಸವ ನಡೀಲಿಕ್ಕೆ ವೇದಿಕೆಯನ್ನಾಗಿ ಮಾಡಲಿಕ್ಕೆ ಬಿಟ್ಟುಕೊಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೆ ಕೂಡ ನಾನು ತುಂಬಾ ಧನ್ಯವಾದಗಳನ್ನು ಈ ಮಾತು ಅರ್ಪಿಸಬೇಕಾದ್ರೆ, ಇದು ಧನ್ಯವಾದ ಹೇಳೋ ಸಮಯ ಅಲ್ಲ, ಆದರೂ ನಾನು ನನ್ನ ಮಾತಲ್ಲಿ ಈಗ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಹಾಗೆ ಸಾಕಷ್ಟು ಜನರ ಸಹಕಾರದಿಂದ ಈ ಕಲೋತ್ಸವ ಅತಿ ವಿಜೃಂಭಣೆಯಲ್ಲಿ ನಡೆಯಿತು. ಕುಟುಂಬಶ್ರೀ, ಹರಿತ ಕರ್ಮಸೇನಾ, ಪೊಲೀಸ್, ಆಂಬ್ಯುಲೆನ್ಸ್, ಎಲ್ಲ ಆಂಬ್ಯುಲೆನ್ಸ್ ಡ್ರೈವರ್, ಇವರೆಲ್ಲರ ಸೇವೆ ಮರೀಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗ್ತಾ ಇಲ್ಲ. ಅದೇ ರೀತಿ ಇನ್ನೊಂದು ಮಾತು ಹೇಳ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಈ ಪೈವಳಿಕೆಯಲ್ಲಿ ಈ ಕಲೋತ್ಸವ ನಡೀತಾ ಇರುವಾಗ ನಮ್ಮ ಮಸೀದಿಯ ಪಕ್ಕದಲ್ಲಿ ಒಂದು ಕೆರೆ ಇದೆ. ಆ ಕೆರೆಯಲ್ಲಿ ಯಾವುದೋ ಒಂದು ಶಾಲೆಯ ಮಕ್ಕಳು ಹೋಗಿ ಅಲ್ಲಿ ಸ್ನಾನಕ್ಕೆ ಹೋಗ್ತಾರೆ. ಆ ಸ್ನಾನ ಮಾಡ್ತಾ ಇರುವಾಗ ಒಬ್ಬ ಹುಡುಗ ಮುಳುಗಿದ ಕೂಡಲೇ ನಮ್ಮ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯ +1 ಹ್ಯುಮ್ಯಾನಿಟೀಸ್ನ ಅಂಬ್ರಾಸ್ ಎಂಬ ಹುಡುಗ ಹೋಗಿ ಆ ಮಗುವನ್ನು ಎತ್ತಿ ನಮ್ಮ ಪೈವಳಿಕೆಗೆ ಎಂಬ ಊರಿನ ಹೆಸರನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಕೊಟ್ಟಿದ್ದಾನೆ. ಆ ಹುಡುಗನನ್ನು ನಾನು ಖಂಡಿತ ಮರೀಲಿಕ್ಕಿಲ್ಲ. ಅದಲ್ಲದೆ ನಮ್ಮ ಸ್ವಯಂ ಸೇವಕರಾಗಿ ದುಡಿದವರು ಬರೇ ಯುವಕರು ಮಾತ್ರ ಅಲ್ಲ, 70, 75, 76, 77, 78 ವರ್ಷದ ಹಿರಿಯ ನಾಗರಿಕರು ಕೂಡ ಸ್ವಯಂ ಸೇವಕರಾಗಿ ದುಡಿದಿದ್ದಾರೆ. ನೀವು ಗೊತ್ತುಂಟು, ನಮ್ಮ ಎಂಟ್ರಾನ್ಸ್ನಲ್ಲಿ ಟ್ರಾಫಿಕ್ ಕಂಟ್ರೋಲ್ ಮಾಡಿದವರು ಮುಖ್ಯವಾಗಿ ಆ ಹಿರಿಯ ನಾಗರಿಕರು. ಅವರ ಎಲ್ಲ ಸೇವೆ ಸುಸ್ಥಿರ ಸೇವೆ. ಆದ್ದರಿಂದ ಈ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯಲ್ಲಿ, ಪೈವಳಿಕೆಯಲ್ಲಿ ಮುಖ್ಯವಾಗಿ ಈ 4 ದಿವಸಗಳ ಕಾಲ ನಡೆದ ಈ ಕಲೋತ್ಸವ ನಿಮಗೆಲ್ಲರಿಗೂ ಸಂತೋಷವನ್ನು ಕೊಟ್ಟಿರಬಹುದು, ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಇದು ನಡೆದಿರಬಹುದು. ಈ ಎಲ್ಲ ವಿಜಯವನ್ನು ನಮ್ಮ ಮಂಜೇಶ್ವರ ಕಲೋತ್ಸವ ಸಂಘಟನಾ ಸಮಿತಿ ಊರಿನವರಿಗೆ ಅರ್ಪಿಸುತ್ತಾ, ಸಮಿತಿ ಮತ್ತು ಊರಿನ ಎಲ್ಲ ಸಜ್ಜನ ಬಾಂಧವರಿಗೆ, ನಮ್ಮ ಅಧ್ಯಾಪಿಕೆಯವರಿಗೆ, ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ, ಹಳೆ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಎಲ್ಲರಿಗೂ ಇದರ ವಿಜಯದ ಹೊಣೆಗಾರಿಕೆ ಅವರಿಗೆ ಇದೆ. ಅವರಿಗೆ ಅರ್ಪಿಸುತ್ತಾ ನನ್ನ 2 ಮಾತುಗಳು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಧನ್ಯವಾದ. ಥ್ಯಾಂಕ್ ಯು ಸರ್. ವಿಶ್ವನಾಥ್ ಸರ್ ಈ ವರ್ಷ ಸರ್ವಿಸ್ ಇಂದ ನಿವೃತ್ತರಾಗುವವರು. ಈ ಊರು ಕಳೆದ 20 ವರ್ಷಗಳಿಂದ ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ಅವರು ಹೈಯರ್ ಸೆಕೆಂಡರಿ ಅಧ್ಯಾಪಕರಾಗಿ ದುಡಿತಾ ಇದ್ದಾರೆ. ಈ ನಾಡು, ಈ ಊರು, ಈ ಜನತೆ
ವಿಶ್ವನಾಥ್ ಸರ್ ಅವರಿಗೆ ಕೊಡುವಂತಹ ದೊಡ್ಡ ಒಂದು ಗೌರವ ಈ ಕಲೋತ್ಸವದ ಯಶಸ್ಸು ಅಂತ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಮುಂದೆ ಈ ಸಮಾರಂಭದ ಮುಖ್ಯ ಅತಿಥಿ, ಅವರ ಪರಿಚಯ ಮಾಡಬೇಕು ಅಂತ ಇಲ್ಲ, ಶ್ರೀ ಇಬ್ರಾಹಿಂ ಬಿ, ಡಿಡಿ ರ್ಯಾಂಕ್ನಲ್ಲಿ ತಿರುವನಂತಪುರ ಡಿಜಿಯಲ್ಲಿ ಸ್ಟೇಟ್ ಪ್ರಾಜೆಕ್ಟ್ ಆಫೀಸರ್ ಆಗಿ ಇದೀಗ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮ ಮೇಲೆ ಪ್ರೀತಿ ಇಟ್ಟು ಇವತ್ತು ಬೆಳಗ್ಗೆ ಅವರು ತಿರುವನಂತಪುರದಿಂದ ನಮ್ಮ ಈ ಕಲೋತ್ಸವಕ್ಕೆ ಆಗಮಿಸಿದ್ದಾರೆ. ಸುದೀರ್ಘ 6 ವರ್ಷ ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ಮುಖ್ಯ ಉಪಾಧ್ಯಾಯರಾಗಿ ಅವರು ಸ್ತುತ್ಯಾರ್ಹವಾದ ಸೇವೆಯನ್ನ ಮಾಡಿದವರು. ಈ ಶಾಲೆಯ ಮೂಲಭೂತ ಸೌಕರ್ಯದ ಅಭಿವೃದ್ಧಿಗೆ ಬೇಕಾಗಿ ಅತ್ಯಮೂಲ್ಯವಾದ ಕೊಡುಗೆಯನ್ನು ನೀಡಿದ ಶ್ರೀ ಇಬ್ರಾಹಿಂ ಬಿ ಸರ್ ಅವರು ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಈ ಸಭಾ ಸಮಾರಂಭವನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತನಾಡ್ತಾರೆ. ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಇದರ ಉದ್ಘಾಟನೆ ಮಾಡಿದಂತಹ ನಮ್ಮ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್, ಇದರ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿದಂತಹ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್, ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳೇ, ಪಂಚಾಯತಿನ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳೇ, ಸಂಘಗಳ ಸಂಸ್ಥೆಗಳ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳೇ, ನಮ್ಮ ಶಾಲಾ PTA ಹಾಗೂ ನಮ್ಮ ಪಂಚಾಯತ್ನ ಎಲ್ಲ ಮೆಂಬರ್ಗಳೇ, ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲರ ಹೆಸರನ್ನು ಹೇಳಲಿಕ್ಕೆ ಉದ್ದೇಶಿಸುವುದಿಲ್ಲ. ഇപ്പോൾ ഈ സമാപന പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നത് അവരെ കുട്ടികളെ സുരക്ഷിതമായിട്ട് കൊണ്ടുവിടാനാണ്. അപ്പോൾ ഇതൊരു പ്രസംഗിക്കാനുള്ള ഒരു വേദിയല്ല എന്ന് കരുതുന്നു. അതാണ് കാരണം നിങ്ങളെല്ലാവരും നിങ്ങളെ കുട്ടികളെ എത്തിക്കാനുള്ള ഒരു ചുമതലയിലാണ്. നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോകണം എന്ന ഒരു അത്യാഗ്രഹത്തോടുകൂടെ നിങ്ങൾ വന്നതാണ്. അത് പ്രൈസ് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ സർ അജിത് സർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ പ്രൈസ് വാങ്ങാനുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ്. എന്നായാലും ഈ പൈവളിക്ക് നാടിനെ പറ്റി നിങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 2019-20 ഒരു കലോത്സവം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ 2 വർഷം കലോത്സവം ഇല്ല. അതാണ് 2 വർഷം ഇല്ല. അപ്പൊ അതായത് കൊണ്ട് അതിനെ കമ്പയർ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. അതാണ് കോവിഡ് സമയം, അതിനെ കമ്പയർ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. ആ സമയത്ത് തന്നെ ഇത് ഒരു 24 hours, ഇപ്പൊ രാത്രി 1 മണിക്ക് വന്നാലും പൈവളിക്കൽ ആരെങ്കിലും ഒരാളുണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് 24 hours വർക്ക് ചെയ്യുന്ന ചില കടകളുണ്ട് പൈവളിക്ക്. ആരെങ്കിലും കുട്ടികള് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുറത്തു പോയാൽ പുറത്ത് അവന് ശരിയായിട്ട് പോകില്ല. അതാണ് ഇവിടുത്തെ പൈവളിക്കന്റെ ഒരു ലക്ഷണമാണത്. ഇവിടെ പ്രശ്നമില്ലാതെ അവന് നല്ല ഉഷാറായിട്ട് പോകും, പുറത്തുനിന്ന് അവന് അങ്ങനെ ഉഷാറായിട്ട് പോകാൻ പറ്റില്ല. അത് ആ രീതിയിലുള്ള ഒരു നാടാണ്. മുമ്പ് പൈവളിക്ക നഗർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല എന്തും ഒരു ഇതില്ലാത്ത ഒരു ആൾക്കാർ കുട്ടികൾ വരാൻ പേടിക്കുന്ന ഒരു ഇതായിരുന്നു. അതിനെ സാമൂഹിക ഒരു ഇടപെടലിലൂടെ, നാട്ടുകാരുടെ ഇടപെടലിലൂടെ, പിന്നെ PTA-യും SMC ഇടപെടലിലൂടെ അതിനെ മെച്ചപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ള ഒരു ചരിത്രമാണ് പൈവളിക്ക നഗറിനുള്ളത്. എനിക്ക് ഇതിൽ അത്യാവശ്യമായിട്ട് ഈ മഞ്ചേശ്വര സബ് ജില്ലാ കലോത്സവത്തിൽ പ്രത്യേകിച്ചിട്ട് താങ്ക്സ് പറയാനുള്ളത്, ഈ കലോത്സവം ടീച്ചേഴ്സിന്റെ കലോത്സവമാണ്. ടീച്ചേഴ്സ് 1000 രൂപ ഇട്ടിട്ടാണ് ഈ കലോത്സവം നടത്തുന്നത്. അതാണ് പ്രത്യേകത. എവിടെ ഇല്ലാത്ത ഒരു സംഗതിയാണ്. അവിടെ ടീച്ചേഴ്സിന്റെ പൈസ കേട്ടാൽ കൊടുക്കുന്നില്ല. തിരുവനന്തപുരത്തല്ല, മനസ്സിലായല്ലേ? അവിടെ കൊടുക്കുന്നില്ല. ഇവിടെ എല്ലാവരും ഡെയിലി വേജസ് അടക്കം ഇവിടെ പൈസ കൊടുത്തിട്ടാണ് ഈ കലോത്സവം നടത്തുന്നത്. കുട്ടികളെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കുട്ടികളെ കോൺട്രിബ്യൂഷൻ നമ്മൾ തിരുവനന്തപുരത്ത് എടുക്കാറില്ല. എന്തിനു പറഞ്ഞാലും പ്രശ്നമാവുന്നല്ലോ പറഞ്ഞിട്ട്
8ാം ക്ലാസ് വരെ എടുക്കാറേ ഇല്ല. ഇവിടെ ആ ഒരു പ്രശ്നേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നല്ല കോപ്പറേഷനോട് കൂടെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. പിന്നെ ഇതിന്റെ ടീച്ചേഴ്സ് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് പോയിട്ടാണ് അവർക്ക് നല്ല ഉറങ്ങാൻ പറ്റുന്നത്. ഇത്ര വരെ ഉറക്കില്ലായിരുന്നു. ചില പോയിന്റ് കിട്ടിയ ഉറക്കില്ലാതെ, ചിലത് പോയിന്റ് കിട്ടാത്ത ഉറക്ക് അല്ലെ, അങ്ങനത്തെ ഉറക്കില്ലാത്ത ചില ദിവസങ്ങൾ ടീച്ചേഴ്സിന് ഉണ്ട്. അപ്പൊ അതായത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു ട്രെയിനറും കൂടിയാണ്, നിങ്ങൾക്കറിയാം. BPO ആയിട്ടെല്ലാം ഉണ്ടായ ആളാണ്. എനിക്ക് 1 മണിക്കൂറല്ല ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറില്ല. അപ്പൊ അതായത് കൊണ്ട് ഞാൻ ഇതിന് ആശംസകൾ നൽകിക്കൊണ്ട്, ഇത് നമ്മളെ വിശ്വനാഥ് സാർ പറഞ്ഞതുപോലെ, വിശ്വനാഥ് സാറും ഞാനും ക്ലാസ്മേറ്റാണ്. അയാള് എടെങ്കിൽ ഈ ജനറൽ എഡ്യൂക്കേഷൻ ഇതിൽ ഹയർ സെക്കൻഡറിക്ക് പോയില്ല എങ്കിൽ അയാളും എൻ്റെ ഒക്കെ DD ആയിട്ട് പോവായിരുന്നു. അതാണ്. അപ്പോൾ അയാൾ പോവായിരുന്നു. അപ്പോൾ അത്ര സർവീസ് ഉണ്ടായ ടീച്ചേഴ്സാണ് വിശ്വനാഥ് സാർ, അതിൻ്റെ ചുക്കാണി പിടിച്ച എല്ലാ ടീച്ചേഴ്സും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകിച്ചിട്ട് ഞാൻ അന്ന് ഇരിക്കുമ്പോൾ ചെയ്തതുണ്ട്. അപ്പോൾ മഞ്ചേശ്വരത്ത് അങ്ങനെയൊന്നും അറിയില്ല എനിക്ക്. ഞാൻ എന്തെന്ന് പറഞ്ഞാൽ കൺവീനർ നമ്മളെ സ്കൂളിനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് അന്ന് വാങ്ങിയതാണ്. അതേപോലെ ഈ വർഷവും ഉണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇത് പിടിച്ചിട്ട് വാശി പിടിച്ചിട്ട് വാങ്ങുന്നതല്ല. എല്ലാവർക്കും ഡ്യൂട്ടി വേണ്ടിയവർക്ക് കൊടുക്കുക. കൺവീനർ മാത്രം നമ്മളെ സ്കൂളിന്റെ ആയിരിക്കണം എന്ന ഒരു ഒരു വാശി എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന് ചുക്കാണി പിടിച്ച എല്ലാ നാട്ടുകാർക്കും, ഈ SMCന്റെ ക്ലബ്ബുകാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ സ്വാതന്ത്ര്യ ദിനാചരണത്തിന് ഇവിടെ പറയാറില്ല. ആ ഒരു കമ്പത്തിന് എപ്പോഴും പൈൻറ്റ് രാത്രി കൊടുക്കുന്നത് അവരാണ്. 14-ാം തീയതി രാത്രി അവർ പൈൻറ്റ് കൊടുത്തിട്ടിരിക്കും. 15-ാം തീയതി നല്ല ഉണങ്ങിയിട്ട് അത് ഉണ്ടാവും. അതാണ് പൈൻറ്റ്. അങ്ങനത്തെ ക്ലബ്ബുകാരുണ്ട് ഇടാ. അവർക്ക് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ആ രീതിയിലുള്ള ക്ലബ്ബുള്ള ഒരു നാടാണ്. അപ്പോൾ ഈ നാട്ടിൽ നല്ല അസ്രഫ് സാർ ഫസ്റ്റ് പറഞ്ഞതുപോലെ നല്ല ഫലപ്രദമായി ഈ കലോത്സവത്തിനെ സമാപ്തി കുറിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേബി ബാലകൃഷ്ണൻ മാഡം പറഞ്ഞതുപോലെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ആ പ്രസിഡന്റ് ആ സമയത്ത് എത്രയോ ദിവസങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരെ എല്ലാം പൾസ് അറിഞ്ഞ മാഡമാണ് അവർ അതുകൊണ്ടാണ് പറഞ്ഞത് പൾസ് അറിഞ്ഞ മാഡമാണ്. അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ കഷ്ടപ്പെട്ട് അവർക്കാണ് അതിന്റെ ചാർജ് കൊടുത്തിരുന്നത്, നവകേരള സദസ്സിന്റെ ചാർജ്. അതിനെയും ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലെ അവസരം നൽകിയ ഞാൻ വിശിഷ്ടാതിഥി എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയായി. എന്താണ് ഞാൻ വിശിഷ്ടാതിഥി? ഇവിടുത്തെ സാധാരണ ഒരു മനുഷ്യനായ എന്നെ എന്തിനാണ് വിശിഷ്ടാതിഥി ആക്കിയതെന്ന് പറഞ്ഞിട്ടായി. എന്തോ എനിക്കൊരു വില കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചതെന്ന് തോന്നുന്നത്. എനിക്ക് ഇന്ന് പോവാനുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം സമയം നിൽക്കാൻ സമയമില്ല. ഞാനൊരു ലീവ് എടുക്കാത്ത അധ്യാപകനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതായതുകൊണ്ട് എനിക്ക് പോവാനുണ്ട്. അപ്പോൾ അത് ക്ഷമ ചോദിച്ചിട്ട്, എനിക്ക് ലാസ്റ്റ് വരെ നിൽക്കാൻ പറ്റില്ല എന്ന ക്ഷമ ചോദിച്ചിട്ട്, പിന്നെ ഇതിൻ്റെ അധികം സംസാരിക്കാതെ ചുരുക്കിക്കൊണ്ട് ഈ പ്രൈസ് വിതരണത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു. നന്ദി സാർ. നർമ്മവും മർമ്മവും കലർന്ന എന്നാൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് പൈവളികയുടെ നന്മയെ ഈ സദസ്സിന്റെ മുമ്പിൽ തുറന്നു വച്ച പ്രിയപ്പെട്ട ഇബ്രാഹിം മാഷിന് നന്ദി അറിയിക്കുന്നു. പൈവളികയുടെ നല്ല മനസ്സിലൂടെ നല്ല കയ്യടി കൊടുക്കാൻ നമുക്ക് ഈ അവസരത്തിൽ. അടുത്തതായി വേദിയിൽ സമ്മാന വിതരണം നടത്തുന്നത് പ്രിയപ്പെട്ട അജിത് കുമാർ സാറാണ്. SHO മഞ്ചേശ്വരം. അദ്ദേഹം സംസാരിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. സമയം നമുക്ക് വൈകി, കുട്ടികൾ ദൂരെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ യോഗ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരാധ്യയായ ശ്രീമതി ഷമീന ടീച്ചർ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ സഹോദരിയും കൂടെയാണ്. വേദിയിലിരിക്കുന്ന സമാരാധരായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ അഭിമാനം തോന്നുന്നു. ഞാൻ വന്നിട്ട് 5ാമത്തെ ദിവസമാണ്, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത 5ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ഏറ്റവും വലിയ ഫംഗ്ഷനാണ് എനിക്ക് വീണ് കിട്ടിയത്. ഇതിന്റെ സംഘാടകരായ വിശ്വനാഥൻ സാറും ടീമും എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു.
വന്നവർ എന്നോട് അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവർ വളരെ വാശിയോടെ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണിത്. അവർ അത് 100% വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നു. ഇവിടെ ഒരു സംഘർഷവും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തന്നു. ഇന്ന് ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഈ ചെറിയൊരു ഗ്രാമം, ഈ മഹാമേള, ഇത്ര മഹാ ഉത്സവം ഇത്രയും മനസ്സിലേറ്റി എന്നുള്ളതിന്റെ വിജയമാണ്. ഈ അവസാന നിമിഷം പോലും ഈ നിറഞ്ഞ സദസ്സ്, പ്രൗഢമായ ഈ വേദി. എന്തായാലും ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കം, കലാമാമാങ്കം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വളർന്ന കാലഘട്ടമല്ല പുതിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ക്യാമ്പസിനെ വിഴുങ്ങാൻ, പിടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ലഹരിയുടെ മാഫിയ, സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന മാഫിയ, ഒരുപാട് മാഫിയവകൾ നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തു നിൽക്കുമ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് വേണം ഈ മേള, ഈ യുവജനോത്സവം എടുക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ എല്ലാ തരത്തിലും കരുത്തുറ്റതാക്കണം. മത്സരത്തിലും എല്ലാത്തിനും ലഹരിയോടൊക്കെ നോ പറയാനുള്ള ഒരു കരുത്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ആ കരുത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വേദിയായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന്, സമ്മാനദാനം നൽകാൻ വിളിച്ചതിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബ്രാഹിം സാറ്, അദ്ദേഹത്തിന് മലബാർ ട്രെയിന് സമയമായി. അദ്ദേഹത്തിന് ഒരു അനുമോദന ചടങ്ങ് കൂടി ഈ സമാപന പരിപാടിയിൽ നമ്മൾ ഒരുക്കിയതാണ്. അദ്ദേഹത്തെ ഇതിന്റെ ഇടയിൽ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ട ഈ നാട് പ്രിയപ്പെട്ട ഇബ്രാഹിം മാഷോടാണ്. കാരണം ഈ ഭൗതിക വികാസത്തെ കുറിച്ച്, ഇതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ 6 വർഷം ഇവിടെ എച്ചമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഇബ്രാഹിം മാഷന്, ഇവിടെ എച്ചമായി 32 വർഷം അധ്യാപന സേവന രംഗത്ത് ശാസ്ത്രം പഠിപ്പിച്ച, ശാസ്ത്രത്തെ വളരെ കൃത്യമായി കുട്ടികളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട കുട്ടികളുടെ അധ്യാപകന് 32 വർഷം ಅಧ್ಯಾಪನ ಸೇವನಂ 30 ವರ್ಷಗಳ ಕಾಲ ಶಿಕ್ಷಣ ರಂಗದಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಜಿಲ್ಲೆಯ ಬೇರೆ ಬೇರೆ ಶಾಲೆಗಳಲ್ಲಿ ಅಧ್ಯಾಪಕರಾಗಿ ಬಿಪಿಒ ಆಗಿ ಹಾಗೂ 4 ವರ್ಷಗಳ ಕಾಲ ನಮ್ಮ ಶಾಲೆಯಲ್ಲಿ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಾಗಿ ಬಡ್ತಿ ಹೊಂದಿ ಡಿಇಒ ಪ್ರಸ್ತುತ ಡಿಡಿಇ ಸ್ಟೇಟ್ ಪ್ರಾಜೆಕ್ಟ್ ಆಫೀಸರ್ ಆಗಿ ತ್ರಿವೇಂದ್ರಂನಲ್ಲಿ ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತಿದ್ದಾರೆ. 2019 ರಲ್ಲಿ ಪೈವಳಿಗೆ ನಗರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯಲ್ಲಿ ನಡೆದ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವದ ಜಾಯಿಂಟ್ ಜನರಲ್ ಕನ್ವೀನರ್ ಆಗಿ ಸಮರ್ಥವಾಗಿ ಮುನ್ನಡೆಸಿದ ಕೀರ್ತಿ ಇವರದ್ದು. ಪ್ರಸ್ತುತ ಈ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ನಿವೃತ್ತಿ ಹೊಂದುತ್ತಿರುವ ನಿಮಗೆ ಗೌರವ ಪೂರ್ವಕ ಅಭಿನಂದನೆಗಳು ಸರ್. അനുമോദനം നൽകുന്നത് പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അവറുകളാണ്. വലിയ സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ട് ജനപ്രതിനിധികള്, ഇവിടത്തെ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ നാട് വളരെ ആദരവോടുകൂടി സമർപ്പിക്കുന്ന ഒരു അനുമോദനമാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം മാഷിന്. സർവീസിൽ ഒരു ലീവ് എടുക്കാത്ത ഒരു അധ്യാപകൻ ആരുണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇബ്രാഹിം ബി സാറാണ്. ശാസ്ത്രത്തെ കൃത്യമായി കുട്ടികളിൽ എത്തിച്ച് അച്ചടക്കത്തോടുകൂടി ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഈ സ്ഥാപനത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട ഇബ്രാഹിം മാഷിന് ഈ സായാഹ്ന സന്ധ്യയെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ നാട് നൽകുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ് വേദിയിൽ വെച്ച് നടന്നത്. ഒരു ചെറിയ ഉപഹാരം നൽകാനുണ്ട്. നമ്മുടെ സബ് ജില്ലാ QIP നമ്മുടെ ഈ കലോത്സവം മനോഹരമാക്കിയ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രധാന അധ്യാപകർക്ക് കൈമാറുകയാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരെ സാദരം ക്ഷണിക്കുന്നു. ಈಗಾಗಲೇ ಸೂಚಿಸಿದ ಹಾಗೆ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲೆಯ ಈ ಶಾಲಾ ಕಲೋತ್ಸವ ಈ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ಮಂಜೇಶ್ವರ ಮಾತ್ರ ಅಲ್ಲ, ಕೇರಳದ 163 ಉಪಜಿಲ್ಲೆಗಳಲ್ಲಿ ಇತಿಹಾಸ ನಿರ್ಮಿಸಿದ ಒಂದು ಕಲೋತ್ಸವ ಆಗಿದೆ. ಕಾರಣ ಎಲ್ಲ ಮೇಳಗಳು ಕೂಡ ನಡೆಸುವಾಗ ಆ ಸಂಘಾಟಕ ಸಮಿತಿಗೆ ದೊಡ್ಡದಾದ ಒಂದು ಸಾಂಪತ್ತಿಕ ಅಥವಾ ಆರ್ಥಿಕ ಬಾಧ್ಯತೆ ಬರ್ತದೆ. ಆದ್ರೆ ಇಲ್ಲಿ ಈ ಶಾಲಾ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವದಲ್ಲಿ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲೆಯ ಇಬ್ರಾಹಿಂ ಸರ್ ಹೇಳಿದಾಗ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲೆಯ 1138 ಅಧ್ಯಾಪಕ,
22,000 ವಿದ್ಯಾರ್ಥಿಗಳ ರಕ್ಷಕರು ಎಲ್ಲರೂ ಸೇರಿ ಒಂದಲ್ಲ ಎರಡಲ್ಲ ಸುಮಾರು 20 ಲಕ್ಷ ರೂಪಾಯಿ ಕೊಡುಗೆ ನೀಡಿ ಈ ಒಂದು ದೊಡ್ಡ ಕಲೋತ್ಸವವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಿದ್ದಾರೆ. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ಈ ಊರಿನ ಯಾವ ಆರ್ಥಿಕ ಬಾಧ್ಯತೆ ಆಗದಿದ್ರೂ ಕೂಡ ಈ ಊರಿನ ಸುಮಾರು 30,000 ಮಂದಿಗೆ ಕಳೆದ 4 ದಿವಸಗಳಲ್ಲಿ ಕೂಡ ಭೋಜನ ನೀಡಿ ಇತಿಹಾಸವನ್ನು ಮಂಜೇಶ್ವರ ಜಿಲ್ಲೆ ಅಧ್ಯಾಪಕರು ನಿರ್ಮಿಸಿದ್ದಾರೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಈ ಕಲೋತ್ಸವ ಯಶಸ್ವಿಯಾಗಿ ಸಂಘಟಿಸಿದ ಈ ಶಾಲೆಯವರಿಗೆ ಮಂಜೇಶ್ವರ ಜಿಲ್ಲೆಯ 1,130 ಅಧ್ಯಾಪಕರ ಪರವಾಗಿ, ವಿವಿಧ ಅಧ್ಯಾಪಕ ಸಂಘಟನೆಗಳ ಪರವಾಗಿ, ಉಪಜಿಲ್ಲಾ ವಿದ್ಯಾಧಿಕಾರಿಗಳ ಪರವಾಗಿ ಒಂದು ಶಾಶ್ವತವಾದ ಸ್ಮರಣೆಗೆ ನಾವು ನೀಡ್ತಾ ಇದ್ದೇವೆ. ಅದನ್ನೀಗ ನಿಮ್ಮೆಲ್ಲರ ಅನುಮತಿಯಿಂದ ಬಹಳ ಶೀಘ್ರದಲ್ಲಿ ಓದ್ತೇನೆ. ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ಮಟ್ಟದ ಶಾಲಾ ಕಲೋತ್ಸವ 2025-26 ಅಭಿನಂದನಾ ಪತ್ರ. 2025-26ನೇ ಶೈಕ್ಷಣಿಕ ವರ್ಷದ ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ಮಟ್ಟದ ಶಾಲಾ ಕಲೋತ್ಸವವನ್ನು 2025 ಅಕ್ಟೋಬರ್ ತಿಂಗಳ 27, 28, 29, 30 ದಿನಾಂಕಗಳಲ್ಲಿ ತಮ್ಮ GHS ಪೈವಳಿಕೆ ನಗರ ವಿದ್ಯಾಸಂಸ್ಥೆಯ ಆತಿಥೇಯತ್ವದಲ್ಲಿ ಹಾಗೂ ವಿದ್ಯಾಸಂಸ್ಥೆಯ ನೇತೃತ್ವದ ಸಂಘಾಟಕ ಸಮಿತಿಯ ಸಹಾಯ ಸಹಕಾರಗಳೊಂದಿಗೆ ಬಹಳ ಯಶಸ್ವಿಯಾಗಿ ನಿರ್ವಹಿಸಿದೆ. ಈ ಒಂದು ಕಲೋತ್ಸವದಲ್ಲಿ LP, UP, ಹೈಸ್ಕೂಲ್, ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗಗಳಾಗಿ ಒಟ್ಟು 5,000 ವಿದ್ಯಾರ್ಥಿಗಳು ಭಾಗವಹಿಸಿ ತಮ್ಮ ಕಲಾ ಪ್ರತಿಭೆಯನ್ನು ಪ್ರದರ್ಶಿಸುವರೆ ವೇದಿಕೆಯನ್ನು ಒದಗಿಸುವರೊಂದಿಗೆ ಅವರ ಪ್ರತಿಭಾ ಪ್ರದರ್ಶನ, ಊಟೋಪಚಾರಗಳ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಕಿಂಚಿತ್ತು ಲೋಪಬಾರದಂತೆ ಎಲ್ಲವನ್ನು ಬಹಳ ವ್ಯವಸ್ಥಿತವಾಗಿ ತಮ್ಮ ವಿದ್ಯಾಸಂಸ್ಥೆ ಮತ್ತು ವಿದ್ಯಾಸಂಸ್ಥೆಯ ನೇತೃತ್ವದ ಸಂಘಾಟಕ ಸಮಿತಿ ನಿರ್ವಹಿಸಿರುವುದು ಅಭಿನಂದನಾರ್ಹ ವಿಷಯವಾಗಿದೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ವಿದ್ಯಾಧಿಕಾರಿಗಳು, ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ಪ್ರಾಂಶುಪಾಲರು, ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ಮುಖ್ಯೋಪಾಧ್ಯಾಯರ ಬಳಗ ಹಾಗೂ ವಿವಿಧ ಅಧ್ಯಾಪಕ ಸಂಘಟನೆಗಳ ಸಂಯುಕ್ತ ಸಮಿತಿ QAP ತಮ್ಮ ವಿದ್ಯಾಸಂಸ್ಥೆಯಾದ ಪೈವಳಿಕೆ ನಗರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆ GHS ಪೈವಳಿಕೆ ನಗರ ಹುಟ್ಟುವರೆಗೆ ಅಭಿನಂದಿಸುತ್ತಾರೆ. ಈ ಅಭಿನಂದನಾ ಪತ್ರವನ್ನು ಈ ಶಾಶ್ವತ ಸ್ಮರಣೆಯನ್ನು ಗೌರವಪೂರ್ವವಾಗಿ ಸಮರ್ಪಿಸುತ್ತಿದ್ದೇವೆ. ಸಹಾಯಕ ವಿದ್ಯಾಧಿಕಾರಿಗಳು ಶ್ರೀ ಜಾರ್ಜ್ ಗ್ರಸ್ತ AO ಮಂಜೇಶ್ವರ, ಪ್ರಾಂಶುಪಾಲರು ಮತ್ತು ಮುಖ್ಯೋಪಾಧ್ಯಾಯರ ಬಳಗ, ವಿವಿಧ ಸಂಘಟನೆಗಳ ಸಂಯುಕ್ತ ಸಮಿತಿ QAP ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ತಾರೀಕು 30/10/2025. ಇದರಲ್ಲಿ ಒಂದು ಕೂಡ ಸವಿಶೇಷತೆ ಉಂಟು. ಕೇರಳದ 163 ಜಿಲ್ಲೆಗಳಲ್ಲಿ ಈ ಒಂದು ಅಭಿನಂದನಾ ಪತ್ರವನ್ನು ನೀಡುವಂತಹ ವ್ಯವಸ್ಥೆ, ಕೃತಜ್ಞತೆ ಮಂಜೇಶ್ವರ ಜಿಲ್ಲೆಯಲ್ಲಿ ಮಾತ್ರ ಎನ್ನುವಂತದ್ದು ಕೂಡ ಮಂಜೇಶ್ವರ ಜಿಲ್ಲೆಯ 1,130 ಅಧ್ಯಾಪಕರಿಗೆ ಅಭಿಮಾನದ ವಿಷಯವಾಗಿದೆ. ಈ ಒಂದು ಸ್ಮರಣಿಕೆಯನ್ನು ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಅಂತಹ ಶ್ರೀಮತಿ ಬೇಬಿ ಬಾಲಕೃಷ್ಣನ್, ಮಂಜೇಶ್ವರ ಜಿಲ್ಲಾ ವಿದ್ಯಾಧಿಕಾರಿಗಳ ಪರವಾಗಿ, QAP ಪರವಾಗಿ ಶ್ರೀ ಪ್ರಿನ್ಸಿಪಾಲ್ ವಿಶ್ವನಾಥನ್ ಸರ್ ಮತ್ತು ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಶ್ರೀಮತಿ ವತ್ಸಲಕುಮಾರಿ ಮತ್ತು ಶ್ರೀ ರಾಜೇಶ್ ಸರ್, ಲತೀಫ್ ಸರ್ ಸ್ಟಾಫ್ ಸೆಕ್ರೆಟರಿ ಬಂದು ಪಡೆದುಕೊಳ್ಳಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಎಲ್ಲ QAP ಸದಸ್ಯರು ಕೂಡ ವೇದಿಕೆ ಬರಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ರಿಸೆಪ್ಷನ್ ಕಮಿಟಿ ಕನ್ವೀನರ್ ಅನಿಶಾ ಎತ್ತರಮಠನ್ನೇ ವೇದಿಕೆಯೊಟ್ಟು ಬರണമെന്ന് ಅಭ್ಯರ್ಥಿക്കുകയാണ്. ಮುಂದೆ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಮೊಹಮ್ಮದ್ ಹನೀಫ್ ಅವರು ಒಂದೆರಡು ಮಾತನ್ನ ಆಡ್ತಾರೆ. ನಾವು ಕಾರ್ಯಕ್ರಮವನ್ನ ಬಹಳ ಚುಟುಕಾಗಿ ಇದನ್ನ ಪೂರ್ತಿಗೊಳಿಸಬೇಕಾಗಿದೆ. ಯಾಕಂದ್ರೆ ಮಕ್ಕಳೆಲ್ಲ ದೂರದ ಊರುಗಳಿಗೆ ಹೋಗಬೇಕಾದ ಅನಿವಾರ್ಯತೆ ಇದೆ. ಅದನ್ನೆಲ್ಲರೂ ತಿಳ್ಕೊಳ್ತಾರೆ ಅಂತ ನಾವು ಭಾವಿಸ್ತೇವೆ. ಹನೀಫ್ ಸರ್. ബഹുമാനപ്പെട്ട ഈ കലോത്സവത്തിന്റെ അധ്യക്ഷ, ഉദ്ഘാടകൻ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, എല്ലാവരും ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുകയാണ്. കാരണം ഇവിടെ ഒരു പ്രസംഗം കേൾക്കാനോ മറ്റോ സമയം ഇല്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട്. ഇവിടെ കലോത്സവത്തിന്റെ 4 ദിവസത്തെ ഹാർഡ് വർക്കിന്റെ ഫലങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ വിദ്യാർത്ഥിനികളും സ്കൂൾ മാനേജ്മെന്റുകളും ഒക്കെ കാത്തിരിക്കുന്നത് ഈ പ്രൈസ് ലിസ്റ്റ് വായിക്കാനും അത് വാങ്ങിക്കാനുമാണ്. എന്നിരുന്നാലും 2 വാക്ക് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല. ഈ 4 ദിവസം ഇവിടെ വലിയൊരു ഉത്സവ പ്രീതിയാണ് നമ്മളൊക്കെ കണ്ടത്. ഇവിടുത്തെ എല്ലാ മാനേജ്മെന്റുകളും, എല്ലാ ചെയർമാൻമാരും, എല്ലാ കൺവീനർമാരും ഞങ്ങളൊക്കെ ഇവിടെ സജ്ജമാവാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒരു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടുന്ന ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി തിരുവനന്തപുരം പോയതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്.
എന്നിരുന്നാലും ഇവിടെ 4 ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഈ 4 ദിവസം ഇവിടെ കലോത്സവം നടന്നത്. അതുപോലെ തന്നെ അധ്യാപികമാരും പാരന്റ്സും സംയോജിച്ചുകൊണ്ടാണ് ഫൈനാൻസ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാര് വളരെ നല്ല പ്രവൃത്തിയിലൂടെയാണ് ഈ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ ഇവിടെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വെറും രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള വേദി ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇതൊരു കലോത്സവ വേദിയാണ്. ഇവിടെ ഞങ്ങൾക്കും പറയാനും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഞങ്ങൾക്കും കുറേയുണ്ട്. ഇന്ന് സ്റ്റേറ്റിൽ തന്നെ 6ാം സ്ഥാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് നേടിയിരിക്കുന്നത്. ജില്ലയിൽ 1ാം സ്ഥാനമാണ്. ഫണ്ട് ചെലവഴിച്ചതിലും അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിലും വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഭരണസമിതി മുന്നേറിയത്. ഇവിടെ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിജയികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ 2 വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി 2 വാക്ക് നമ്മുടെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ വന്നു. ഇവിടെ ഒരു 2 വാക്കുകൊണ്ട് ആശംസ അറിയിക്കുന്നു. എല്ലാവരും അല്പം കൂടി സമയം ചെലവഴിക്കാം. ಸರ್ವರಿಗೂ ವಂದನೆಗಳು. ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಿರುವಂತಹ ಜಿಲ್ಲಾ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷೆಯಾದ ಶ್ರೀಮತಿ ಬೇಬಿ ಬಾಲಕೃಷ್ಣರವರೇ, ಬ್ಲಾಕಿನ ಅಧ್ಯಕ್ಷೆಯಾದ ಶ್ರೀಮತಿ ಶಮೀನಾ ಟೀಚರ್ ರವರೇ, ಈ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷೆಯಾದಂತಹ ಶ್ರೀಮತಿ ಜಯಂತಿ ಅವರೇ, ಶ್ರೀಮತಿ ವಸಲಾರವರೇ, ಶ್ರೀಮಾನ್ ಇಬ್ರಾಹಿಂ ರವರೇ, ಶ್ರೀಮಾನ್ ಜಾರ್ಜ್ ಕ್ರಾಸ್ಟರ್ ಅವರೇ, ಹಾಗೂ ಇಲ್ಲಿ ನೆರೆದಿರುವಂತಹ ಎಲ್ಲ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಹಾಗೂ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಗೌರವಾನ್ವಿತ ಸದಸ್ಯರೇ, ಎಲ್ಲ ಶಾಲೆಯ ಗೌರವಾನ್ವಿತ ಶಿಕ್ಷಕರೇ, ಶಿಕ್ಷಕೇತರ ವೃಂದದವರೇ, ಇಲ್ಲಿ ನೆರೆದಿರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳೇ ಹಾಗೂ ಸಹೋದರ ಸಹೋದರಿಯರೇ, ತಮಗೆಲ್ಲರಿಗೂ ಈ ಶಾಲಾ ಕಲೋತ್ಸವದ ಹಾರ್ದಿಕ ಶುಭಾಶಯಗಳು. ಸತತವಾಗಿ 4 ವರ್ಷಗಳಿಂದ ಈಗ ತಾನೇ ಅಭಿನಂದನಾ ಒಂದು ಪತ್ರದಲ್ಲಿ ನೀವು ಹೇಳಿದಂಥದ್ದು ನಿಜವಾಗಿಯೂ ಮನಸ್ಸಿಗೆ ತಟ್ಟುವಂಥದ್ದು. ಎಲ್ಲ ಶಾಲಾ ಮಕ್ಕಳು ಹಾಗೂ ಟೀಚರ್ಸ್ನವರು ಸೇರಿ ಧನ ಸಂಗ್ರಹವನ್ನು ಮಾಡಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದಾರಲ್ಲ, ಅವರಿಗೆಲ್ಲರಿಗೂ ನಾವು ನಿಜವಾಗಿ ಚಿರಋಣಿಗಳಾಗಿರ್ಬೇಕು. ಅವರ ಅಭಿನಂದನೆಗಳನ್ನು ನಾವು ಸಲ್ಲಿಸಲೇಬೇಕಾದಂಥದ್ದು. ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮ ಏನಾಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸರ್ಕಾರದ ಕಾರ್ಯಕ್ರಮಗಳು ಹೆಚ್ಚಾಗಿ 100 ಜನ ಬಂದ್ರೆ ಜಾಸ್ತಿ, ಆದ್ರೆ ಇಲ್ಲಿ ಸಾವಿರಾರು ಜನರು ಬಂದಿದ್ದಾರೆ. ಮಾತ್ರವಲ್ಲದೆ 30,000 ಜನರಿಗೆ ಊಟದ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದಕ್ಕಿಂತ ದೊಡ್ಡ ಒಂದು ಕೆಲಸ ಇನ್ನೇನ್ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ಹಾಗೆ ಸತತ 4 ವರ್ಷಗಳಿಂದ ಎಷ್ಟೊಂದು ವಿದ್ಯಾರ್ಥಿಗಳು ಎಷ್ಟೊಂದು ಶಾಲೆಯಿಂದ ಇಲ್ಲಿ ಬಂದು ಸತತವಾಗಿ ಕಲೆಗೆ ಅಭಿನಂದನೆಯನ್ನು ಕೊಡ್ತಾ, ಅಭಿನಂದನೆ ಕಲೆಗೆ ಏನು ಅಂತ ಹೇಳಿದ್ರೆ, ಕಲೆ ಅಂತ ಹೇಳಿದ್ರೆ ಯಾವುದೇ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗಿರಲಿ, ಕಲೆ ಇಲ್ಲದೆ ಯಾವ ಕಾರ್ಯಕ್ರಮ ಸಮೇತ ಸಂಪೂರ್ಣ ಆಗುವುದಿಲ್ಲ. ಇವತ್ತು ಕಲೆಗೆ ಒತ್ತು ನೀಡಿ ಇಷ್ಟೊಂದು ಕಾರ್ಯಕ್ರಮಗಳು 27 ವೇದಿಕೆಯಲ್ಲಿ ಸ್ಪರ್ಧೆಗಳನ್ನು ಏರ್ಪಡಿಸಿದ್ರು ಅಂತ ಹೇಳಿದ್ರು. ಒಂದು ವೇದಿಕೆಯನ್ನು ನಾವು ಸಜ್ಜುಗೊಳಿಸುವುದೇ ತುಂಬಾ ಕಷ್ಟ ಯಾವುದೇ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ. ಆದರೆ 27 ವೇದಿಕೆಗಳನ್ನು ಈ 4 ಸತತ ದಿನಗಳ ಕಾಲ ಇದನ್ನು ಹಮ್ಮಿಕೊಂಡಂಥದ್ದು ನಿಜವಾಗಿ ಶ್ಲಾಘನೀಯವಾದಂಥದ್ದು. ಈ ಶಾಲೆಯ ಎಲ್ಲ ಒಂದು ವೃಂದಕ್ಕೆ ಹಾಗೂ ಇದಕ್ಕೆ ಸಹಕರಿಸಿದವರಿಗೆ ಎಲ್ಲರಿಗೂ ಅಭಿನಂದನೆ ಸಲ್ಲಿಸುತ್ತಾ, ಈ ಕಾರ್ಯಕ್ರಮ ಕೊನೆಯ ತನಕ ಯಶಸ್ವಿಯಾಗಿ ಹೀಗೆ ನಡೆಯಲಿ, ಎಲ್ರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಅಂತ ಹಾರೈಸುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭಾಶಯ ಕೋರ್ತಾ ಇದ್ದೇನೆ. ಧನ್ಯವಾದಗಳು. ಧನ್ಯವಾದಗಳು ಮೇಡಮ್. ಮುಂದೆ ನಾವು ಒಂದು ಅಭಿನಂದನಾ ಕಾರ್ಯಕ್ರಮ ಬಹಳ ಚುಟುಕಾಗಿ ನಾವು ಈ ವೇದಿಕೆಯಲ್ಲಿ ಅದನ್ನ ಮಾಡ್ತೇವೆ. ಅಭಿನಂದನೆಯನ್ನ ಸ್ವೀಕರಿಸುವವರು ವೇದಿಕೆಗೆ ಬರಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಗೌರವಾನ್ವಿತ ಶಾಲಾ ಪ್ರಾಂಶುಪಾಲರಾದ ಶ್ರೀ ರಘುರಾಮ್ ಆಳ್ವ ಕೆಬಿ ಸುಮಾರು 25 ವರ್ಷಗಳಿಂದ ಹೈಯರ್ ಸೆಕೆಂಡರಿ ವಿಭಾಗದಲ್ಲಿ ಗಣಿತ ಅಧ್ಯಾಪಕರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಕಳೆದ 2 ವರ್ಷಗಳಿಂದ ಪೈವಳಿಕೆ ನಗರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯ ಪ್ರಾಂಶುಪಾಲರಾಗಿ ಶಾಲೆಯ ಶಿಸ್ತಿಗೆ ಬಹಳ ಪ್ರಾಮುಖ್ಯತೆ ಕಲ್ಪಿಸಿ ಶಾಲೆಯ ಶ್ರೇಯೋಭಿವೃದ್ಧಿಗೆ ಶ್ರಮ ವಹಿಸಿದ್ದಾರೆ. ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ನಿವೃತ್ತಿ ಹೊಂದುತ್ತಿರುವ ಶ್ರೀ ರಘುರಾಮ್ ಆಳ್ವ ಕೆಬಿ ಪ್ರಾಂಶುಪಾಲರು ಸರ್ಕಾರಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆ ಪೈವಳಿಕೆ ನಗರ ಅನಿವಾರ್ಯ ಕಾರಣಗಳಿಂದ ಪ್ರಾಂಶುಪಾಲರಿಗೆ ಇವತ್ತು ಬರ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. ಆದ್ದರಿಂದ ಕಾರ್ಯಕ್ರಮವನ್ನ ಮುಂದುವರಿಸ್ತಾ ಇದ್ದೇವೆ. ಮುಂದೆ
ಜಾರ್ಜ್ ಕ್ರಾಸ್ತಾ ಸರ್ ಅವರನ್ನ ಈ ಸಮಾರಂಭದಲ್ಲಿ ಅಭಿನಂದಿಸುವಂತದ್ದು ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರು ಅಭಿನಯಿಸಿದ್ದಾರೆ. ಅವರ ಅಭಿನಂದನಾ ಪತ್ರವನ್ನ ಓದಲಿಕ್ಕೆ ಪುಷ್ಪಲತಾ ಟೀಚರ್ ಅಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. 3 ದಶಕಗಳ ಕಾಲ ಶಿಕ್ಷಣ ರಂಗದಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವದಲ್ಲಿ ಸ್ತುತ್ಯರ್ಹ ಸೇವೆ ಸಲ್ಲಿಸಿ ಕಳೆದ 6 ವರ್ಷಗಳಲ್ಲಿ ವಿವಿಧ ಪ್ರೌಢಶಾಲೆಗಳಲ್ಲಿ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿ ಪ್ರಸ್ತುತ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ಮಂಜೇಶ್ವರದ ಉಪಜಿಲ್ಲಾ ದಕ್ಷ ವಿದ್ಯಾಧಿಕಾರಿಗಳಾಗಿ ಉಪಜಿಲ್ಲಾ ವಿದ್ಯಾರಂಗ ಸಾಹಿತ್ಯೋತ್ಸವ, ಕ್ರೀಡೋತ್ಸವ, ಶಾಸ್ತ್ರೋತ್ಸವ, ಇದೀಗ ಪೈವಳಿಕೆ ನಗರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯಲ್ಲಿ ಜರುಗುತ್ತಿರುವ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವವನ್ನು ಸಮರ್ಥವಾಗಿ ಮುನ್ನಡೆಸುತ್ತಿರುವ ಈ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ನಿವೃತ್ತಿ ಹೊಂದುತ್ತಿರುವ ತಮಗಿದು ആദര പൂർവക അഭിനന്ദനങ്ങൾ സർ. അതെ, 4 ഗ്രാമങ്ങളിൽ ഈ നാടിന്റെ ഉത്സവത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട AO സാറിനെ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി ബേബി ബാലകൃഷ്ണ അവരുകൾ ആദരിക്കുകയാണ്. നല്ല കയ്യടി. കാരണം ഈ വർഷം സർവീസിൽ നിന്ന് അദ്ദേഹം ഔദ്യോഗിക സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ നാട് പ്രിയപ്പെട്ട സാറിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വേദിയിൽ സമർപ്പിക്കപ്പെടുന്നത്. അറിവിനെ സ്നേഹിച്ച, അക്ഷരങ്ങളെ സ്നേഹിച്ച, കലാലയത്തെ സ്നേഹിച്ച, കുട്ടികളെ സ്നേഹിച്ച പ്രിയപ്പെട്ട AO സാറിന് നന്മകൾ നേരുന്നു. അടുത്തതായി വിശ്വനാഥ് സാർ. അദ്ദേഹത്തിന് ആദരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി. വിശ്വാസത്തിന് മറ്റൊരു പേരുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വിശ്വനാഥ്. വേദിയിൽ അനുമോദന പത്രം വായിക്കാൻ ക്ഷണിക്കും. ಶ್ರೀ ವಿಶ್ವನಾಥ ಕಳೆದ 20 ವರ್ಷಗಳಿಂದ ಪೈವಳಿಕೆ ನಗರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯಲ್ಲಿ ಜಿಯೋಲಜಿ ವಿಭಾಗದ ಪ್ರಾಧ್ಯಾಪಕರಾಗಿ ಹಾಗೆ ಹಲವು ವರ್ಷಗಳಲ್ಲಿ ಶಾಲೆಯ ಪ್ರಿನ್ಸಿಪಲ್ ಇನ್ಚಾರ್ಜ್ ಆಗಿ ಶಾಲೆಯ ಶ್ರೇಯೋಭಿವೃದ್ಧಿಗೆ ಸ್ತುತ್ಯರ್ಹ ಸೇವೆ ಸಲ್ಲಿಸಿದ್ದಾರೆ. 2019ರಲ್ಲಿ ಇದೇ ಶಾಲೆಯಲ್ಲಿ ಜರುಗಿದ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಜನರಲ್ ಕನ್ವೀನರ್ ಆಗಿ ಉತ್ತಮವಾಗಿ ಮುನ್ನಡೆಸಿ ಪ್ರಸ್ತುತ ಶೈಕ್ಷಣಿಕ ವರ್ಷದ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವದ ಜನರಲ್ ಕನ್ವೀನರ್ ಆಗಿ ಜವಾಬ್ದಾರಿ ವಹಿಸಿ ಸೇವೆ ಸಲ್ಲಿಸಿ ಸುಪ್ರಸ್ಥ ಸೇವೆ ಸಲ್ಲಿಸಿ ಕಲೋತ್ಸವವನ್ನು ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ವಿಜಯಗೊಳಿಸಿದ ಶ್ರೀ ವಿಶ್ವನಾಥಕ್ಕೆ ಈ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ನಿವೃತ್ತಿ ಹೊಂದುತ್ತಿರುವಂತಹ ತಮಗಿದು ಪೈವಳಿಕೆ ನಗರದ അഭിനന്ദനങ്ങളും സർ. ഒരു നല്ല കയ്യടി. കാരണം 20 വർഷം ഈ നാടിന്റെ നാഡീസ്പന്ദനം തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട ഗുരുനാഥന് ഈ നാട് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വേദിയാണ് ഇത്. പ്രിയപ്പെട്ട വിശ്വനാഥ് സാർ വിശ്വാസം, സ്നേഹം എല്ലാം ജീവിതത്തിന്റെ ഗുണങ്ങളാക്കി അടയാളമാക്കി മാറ്റിയ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഗുരുനാഥനെന്ന് കാലം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ജന്മം കൊണ്ട് കുമ്പളക്കാരൻ, കർമ്മം കൊണ്ട് പൈവളിക നഗരകാരനായി മാറിയ പ്രിയപ്പെട്ട വിശ്വനാഥ് സാറ് ഓർമ്മയിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ വെക്കുന്ന ഒരു മനോഹരമായ ഫോട്ടോ ഇവിടെ സാറിന് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അവിടെ നല്ലൊരു കയ്യടി. അടുത്തതായി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കലോത്സവ വേദികളുടെ ശബ്ദമാധുര്യത്തിന്റെ മറ്റൊരു പേര് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാംഭട്ട് സാറിനെ സ്നേഹാദരവോട് ക്ഷണിക്കും. 33 ವರ್ಷಗಳ ಕಾಲ ಶಿಕ್ಷಣ ರಂಗದಲ್ಲಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾ ಅದರೊಂದಿಗೆ ಉಪಜಿಲ್ಲಾ, ಜಿಲ್ಲಾ, ಪ್ರಾಂತ್ಯ ಕಲೋತ್ಸವಗಳಲ್ಲಿ ಸ್ತುತ್ಯರ್ಹ ಸೇವೆ ಸಲ್ಲಿಸಿ ಕಳೆದ 12 ವರ್ಷಗಳಿಂದ ಚೇವಾರು ಶಾಲಾ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಾಗಿಯೂ ಕಳೆದ 3 ವರ್ಷಗಳಿಂದ HM ಫಾರ್ಮ್ ಸೆಕ್ರೆಟರಿ ಆಗಿಯೂ ವಿದ್ಯಾರಂಗ, ಕ್ರೀಡೋತ್ಸವ, ಶಾಸ್ತ್ರೋತ್ಸವ, ಕಲೋತ್ಸವಗಳಲ್ಲಿ ಸಮರ್ಥ ರೀತಿಯಲ್ಲಿ ಮುನ್ನಡೆಸಿ ಸಂಘಟನಾ ರಂಗದಲ್ಲೂ ಉತ್ತಮ ನಾಯಕತ್ವ ವಹಿಸಿ ಈ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ನಿವೃತ್ತಿ ಹೊಂದುತ್ತಿರುವ ശ്യാംഭട്ട് ಸರಿಗೆ ತಮಗಿದು ಗೌರವಪೂರ್ವಕ ಅಭಿನಂದನೆಗಳು ಸರ್. വാക്കുകൊണ്ട് അമ്മാനം ആടുന്ന ഒരാൾ അധ്യാപകൻ പ്രിയപ്പെട്ട ശ്യാംഭട്ട് ഈ നാട് സമർപ്പിക്കുന്ന ഏറ്റവും നല്ല സ്നേഹാദരവ്. പ്രിയമുള്ളവരെ, സംഘടനാ മികവ് കൊണ്ട് പേര് തെളിയിച്ച ഏറ്റവും വലിയ അധ്യാപക സംഘടന തലപ്പത്തിരുന്ന് ഈ നാടിന്റെ വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഈ നാട് വിദ്യാഭ്യാസ മേഖലക്ക് നൽകിയ സംഭാവന പ്രിയപ്പെട്ട ശ്യാംഭട്ട് സാറിന് ഈ കലോത്സവ വേദി അനുമോദിക്കുകയാണ്. അടുത്തതായി ഒരു ചെറിയ 4 ഉപഹാരം കൂടി നൽകണം. കാരണം ഈ കലോത്സവം മനോഹരമാക്കുന്നതിൽ ട്രാഫിക് സംവിധാനം
പ്രായത്തിനെ കവച്ചു വെക്കുന്ന സേവന മനോഭാവത്തോടുകൂടി ട്രാഫിക് നിയന്ത്രിച്ച 5 പേര്, കുറെ പേരുണ്ട്. അവർക്കിടയില് വ്യത്യസ്തരായ 5 പേര് ഈ വേദിയിൽ ആദരിക്കുകയാണ്. ആ ആദരവ് എല്ലാവർക്കുള്ള ആദരവായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണുക. അമീദ് പരേരി അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. പ്രായത്തെ കവച്ചു വെക്കുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന, കലാലയത്തെ സ്നേഹിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അമീദ് പരേരി സരിക്ക് നല്ലൊരു കയ്യടി നമുക്ക് നൽകാം. അടുത്തതായി യൂസുഫ് ആസാദ് നഗർ, ഒരു നല്ല കയ്യടി. 4 ദിവസം വെയില് മഴയത്ത് തളരാത്ത ഒരു നല്ല മനസ്സിന്റെ ഉടമ. കൈവളിക്കുന്ന നന്മ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിത്രം തന്നെയാണ് സാക്ഷി. പ്രിയപ്പെട്ട യൂസുഫ് ആസാദ് നഗറിനുള്ള ഉപഹാരം നൽകുന്നു. അബ്ദുറഹ്മാൻ സൺലൈറ്റ് കളായി അദ്ദേഹത്തെ ആലിക്കുഞ്ഞി പൈവളിക അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആലിക്കുഞ്ഞി പൈവളിക നല്ലൊരു കൈയ്യടി. കാരണം നിങ്ങളെ നോക്കൂ, ഇദ്ദേഹം എത്രമാത്രം ആത്മാർത്ഥതയുടെ അടയാളമാണ്. ഈ കലോത്സവത്തിന്റെ വിജയത്തില് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. പ്രിയപ്പെട്ട ആലിക്കുഞ്ഞ് 4 ദിവസം ട്രാഫിക് നിയന്ത്രിച്ചവർ, എല്ലാം നിയന്ത്രിച്ചവർ, പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ. കലോത്സവത്തിന്റെ മുൻവേദികളിൽ അവർ പ്രസംഗിച്ചിട്ടില്ല, പക്ഷേ അവർ ആത്മാർത്ഥത കാണിച്ചു എന്നുള്ളതാണ്. ഈ സദസ്സത്തെ ഈ 4 പേർക്ക് സല്യൂട്ട് അടിക്കണം. നല്ലൊരു കയ്യടിയോടുകൂടി സിദ്ദീഖ് കളായി, സിദ്ദീഖ് കളായി അദ്ദേഹത്തിനുള്ള അനുമോദനം വേദിയിൽ വെച്ച് നടക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത്, കെട്ടകാലമെന്ന് നാം കാലത്തെ വിശേഷിപ്പിക്കുന്ന കാലത്ത്, ജീവൻ സംരക്ഷിച്ചൊരു കൊച്ചു പയ്യനുണ്ട്, അംബ്രാസ്. ഈ കലോത്സവത്തിന്റെ ഹീറോ ആരെന്ന് ചോദിച്ചാൽ കാലം ഉത്തരം പറയും, അംബ്രാസ്. പള്ളിക്കുളത്തിൽ കുളിക്കാൻ പോയൊരു കുഞ്ഞ് ജീവന് വേണ്ടി യാചിക്കുമ്പോൾ തന്റെ കൈനീട്ടി കൊടുത്ത് ജീവൻ രക്ഷിച്ച അംബ്രാസ് ആണ് ഈ കലോത്സവത്തിന്റെ പുതിയൊരു നന്മയുടെ താരോദയം. പ്രിയപ്പെട്ട അംബ്രാസ് കാലത്തിന്റെ നന്മയുടെ അടയാളമാണ്. പ്രിയപ്പെട്ട അംബ്രാസിന് ഭാഗ്യമാണ് ഈ വലിയ സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഇവിടെ നൽകുന്ന അനുമോദനം. ഇബ്രാഹിം അഫ്നാസ് പെട്ടെന്ന് വേദിയിൽ വരാം. അഫ്നാസ് സ്റ്റേറ്റ് ലെവൽ അത്ലറ്റിക്സില് 100, 200, 400 മത്സരത്തിൽ പങ്കെടുത്ത ജില്ലയിൽ ഈ എല്ലാ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കാൽക്കരുത്തിന്റെ കാലിരുമ്പിന്റെ കരുത്ത് കാണിച്ച കായിക മേഖലയിലെ നാളെയുടെ വാഗ്ദാനം. പ്രിയപ്പെട്ട അഫ്നാസ് വേദിയിൽ വരാം. നല്ല കയ്യടി. നാളെയുടെ ഉസൈൻ ബോൾട്ട് എവിടെന്നാ പിറക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പൈവളികയുടെ മണ്ണിൽ നിന്നാണെന്ന് കാലം ഉത്തരം നൽകുന്ന മനോഹരമായ ചോദ്യങ്ങൾ ഉത്തരം നൽകുന്ന സയ്യിദ് സയ്യിദ് തങ്ങൾ വേദിയിൽ വരാം. സ്കൂൾ കായിക മേളയിൽ പങ്കെടുത്ത ഹൈ ജമ്പ് ഉയരെ അങ്ങ് പാറി ഉയരെ അങ്ങ് പേരും പെരുമയും ഉയർത്തിപ്പിടിച്ച ജില്ലയിൽ 1ാം സ്ഥാനം സ്റ്റേറ്റ് ലെവൽ ഹൈ ജമ്പിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സയ്യിദ് സയ്യിദ് തങ്ങൾ അനുമോദനം നൽകുന്നു. അജയ് പോൾ വാൾട്ടിൽ ജാവലിംഗ് ത്രോ ജില്ലയിൽ ഫാസ്റ്റ് അജയ്യമാണ്. കായിക മേഖലയിലെ അജയ്യമായ സാന്നിധ്യം ഇനിയും ഉയരെ. ജാവലിംഗ് ത്രോയിൽ മുന്നോട്ട് പോകാൻ അജയിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളെയും സാക്ഷിയാക്കിക്കൊണ്ട് നൽകുകയാണ്. ക്ഷമിക്കുക, അല്പം വൈകി, എന്നിരുന്നാലും കലോത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഒറ്റ ചോദ്യം, 2025 മഞ്ചേശ്വരം സബ് ജില്ലയിലെ ചാമ്പ്യൻ ആരാണെന്നുള്ള ചോദ്യത്തിന് നിമിഷങ്ങൾക്കകം നിങ്ങളുടെ മുമ്പിൽ ഉത്തരം. പ്രിയപ്പെട്ടവരെ, സപ്തഭാഷകള സംഗമ ഭൂമി
ಸಪ್ತಭಾಷೆಗಳ ಸಪ್ತ ಸ್ವರಗಳ ಸಾಂಸ್ಕೃತಿಕ ವೈವಿಧ್ಯತೆಯ ಸಂಪತ್ಭರಿತವಾದಂತಹ ಈ ಸುಂದರ ತೌಳವ ಸಂಸ್ಕೃತಿಯ ಪ್ರತೀಕವಾದ ಈ ಪೈಬಳಿಕೆಯ ನಗರದಲ್ಲಿ ಕಳೆದ 4 ದಿನಗಳಲ್ಲಿ ನಡೆದ ಸುಂದರವಾದ ಮತ್ತು ಬಹಳ ಯಶಸ್ವಿಯಾದ ಕಲೋತ್ಸವದ ಕೊನೆಯ ಹಂತಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ. ಅದರೆಡೆಯಲ್ಲಿ ಒಂದು 2 ನಿಮಿಷ, ಕಾರಣ ನಮಗೆ ಕೆಲವೊಬ್ಬರಲ್ಲಿ ಧನ್ಯವಾದ ಹೇಳದಿದ್ರೆ ಅದು ನಮ್ಮ ದೊಡ್ಡ ಅಗೌರವ ಅಂತ ನಾವು ಕೆಲವೊಮ್ಮೆ ಭಾವಿಸಬಹುದು. ಯಾರೆಲ್ಲ ಈ ಪ್ರತ್ಯಕ್ಷ ಪರೋಕ್ಷ ಸಹಾಯ ಮಾಡಿದಾರ ಅವರಿಗೆ ಸಣ್ಣ ಮಟ್ಟಿನ ಒಂದು ಧನ್ಯವಾದ. ವೇದಿಕೆಯಲ್ಲಿರುವ ಸಭಾಧ್ಯಕ್ಷರೇ, ಉದ್ಘಾಟಕರೇ ಹಾಗೂ ಎಲ್ಲ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳೇ ಮತ್ತು ಇಲ್ಲಿ ಸೇರಿದ ಪೈಬಳಿಕೆಯ ಹಿತೈಷಿಗಳು, ಶಾಲೆ ಹಿತೈಷಿಗಳು, ವಿವಿಧ ಶಾಲೆಗಳ ಮುಖ್ಯೋಪಾಧ್ಯಾಯರು, ಅಧ್ಯಾಪಕರು ಹಾಗೂ ಪುಟಾಣಿ ಮಕ್ಕಳಿದ್ದಾರೆ. ಆದ್ರೂ ಕೂಡ ನಮ್ಮ ಕರ್ತವ್ಯ ಎಂಬ ನೆಲೆಯಲ್ಲಿ ನಾವು ಧನ್ಯವಾದ ಸಮರ್ಪಿಸಲೇಬೇಕಾಗುತ್ತದೆ. ಯಾಕಂದ್ರೆ ನಾವು ಇಲ್ಲಿ ಕಲೋತ್ಸವವನ್ನು ಆಯೋಜಿಸಬೇಕು ಎಂಬುದಾಗಿ ಸಬ್ಜಿಲ್ಲೆಯಿಂದ ಒಂದು ಕರೆ ಬಂದಾಗ ನಮಗೆ ಹೆದರಿಕೆ ಇತ್ತು. ಆ ಸಂದರ್ಭದಲ್ಲಿ ಮುಖ್ಯೋಪಾಧ್ಯಾಯರು ಕೂಡ ಇರಲಿಲ್ಲ. ಆಗ ನಾವು ಆಗ್ಲೇ ವತ್ಸಲ ಟೀಚರ್ಲಿ ನಾವು ಕೇಳಿದ್ದೇವೆ, ನೀವು ಇಲ್ಲಿ ಬರಲೇಬೇಕು ಟೀಚರ್ ಅಂತ. ಅದಕ್ಕೆ ಟೀಚರ್ ಮೊದಲೇ ನಮ್ಮಲ್ಲಿ ಬರುವಂತ ಹೇಳಿದ್ದಾರೆ. ಮಾತ್ರವಲ್ಲ, ಆ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಿನ್ಸಿಪಾಲರು ಕೂಡ ಆಗಿ ನಾವು ಕೆಲವೊಮ್ಮೆ ರಜೆ ತೆಗೆಯುವ ಸಂದರ್ಭ ಕೂಡ ಉಂಟು ಅಂತ ಹೇಳಿದ್ರು. ಆದ್ರೆ ತಮ್ಮ ರಜೆಯನ್ನು ಕೂಡ ಕ್ಯಾನ್ಸಲ್ ಮಾಡಿ ವಿಶ್ವನಾಥ ಮಾಸ್ಟರ್ ಇದಕ್ಕೆ ನೇತೃತ್ವವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ನಿಜವಾಗಿ ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಅವರನ್ನ ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. ಸಭೆಗೆ ಔಪಚಾರಿಕತೆ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಸಭೆಯ ಅಧ್ಯಕ್ಷ ಸ್ಥಾನ ವಹಿಸಿದವರಿಗೂ ಧನ್ಯವಾದಗಳು, ಇದನ್ನ ಉದ್ಘಾಟಿಸಿದವರಿಗೂ ಧನ್ಯವಾದಗಳು ಹಾಗೂ ಇದರಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಮುಖ್ಯ ಅತಿಥಿಗಳಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು. ಮಾತ್ರವಲ್ಲ, ಪೈವಳಿಕೆ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರು, ಸರ್ವ ಸದಸ್ಯರು, ಪೈವಳಿಕೆಯ ಪಂಚಾಯತಿನ ಸೆಕ್ರೆಟರಿ ಮತ್ತು ಸಿಬ್ಬಂದಿ ವರ್ಗ, ಮಂಜೇಶ್ವರ ಎಇಒ ಮತ್ತು ಎಇಒ ಕಚೇರಿಯ ಸಿಬ್ಬಂದಿ ವರ್ಗ, ಕೆಇಪಿಯ ಸದಸ್ಯರು, ವಿವಿಧ ಶಾಲೆಗಳ ಮುಖ್ಯೋಪಾಧ್ಯಾಯರು, ಪ್ರಾಂಶುಪಾಲರು, ಅಧ್ಯಾಪಕ ವೃಂದ, ಸಿಬ್ಬಂದಿ ವರ್ಗ, ನಮ್ಮ ಶಾಲೆಯ ಪಿಟಿಎ, ಎಸ್ಎಂಸಿ ಅಧ್ಯಕ್ಷರು ಹಾಗೂ ಸರ್ವ ಸದಸ್ಯರು, ಮಂಜೇಶ್ವರ ಬಿಪಿಸಿ ಮತ್ತು ಸರ್ವ ಸದಸ್ಯರು, ವಿವಿಧ ಸಂಘಟನೆಯ ಪದಾಧಿಕಾರಿಗಳು ಮತ್ತು ಸದಸ್ಯರು, ಆರ್ಗನೈಸಿಂಗ್ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳು ಹಾಗೂ ಸದಸ್ಯರು, ಮಂಜೇಶ್ವರ ಪೊಲೀಸ್ ಠಾಣೆಯ ಸಿಐ, ಎಸ್ಎಚ್ಒ ಮತ್ತು ಅಧಿಕಾರಿಗಳು, ಬಾಯಾರು ಪಿಎಚ್ಸಿಯ ಮೆಡಿಕಲ್ ಆಫೀಸರ್, ಹೆಲ್ತ್ ಇನ್ಸ್ಪೆಕ್ಟರ್, ಜೆಎಚ್ಐ ಮತ್ತು ಸಿಬ್ಬಂದಿ ವರ್ಗ, ಶಾಲೆಯ ಸಮೀಪದ ವಿವಿಧ ಕ್ಲಬ್ಬಿನ ಪದಾಧಿಕಾರಿಗಳು, ಸದಸ್ಯರು, ಪೈವಳಿಕೆಯ ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯ ಏಕೋಪನ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರು, ಸದಸ್ಯರು, ಶಾಲೆಯ ಸಮೀಪದ ವ್ಯಾಪಾರಿಗಳು, ಹೋಟೆಲ್ನ ಮಾಲಕರು, ಸಿಬ್ಬಂದಿ ವರ್ಗ, ಪೈವಳಿಕೆಯ ಸರ್ವಿಸ್ ಕೋಆಪರೇಟಿವ್ ಬ್ಯಾಂಕ್ಗಳು, ಅದರ ಸಿಬ್ಬಂದಿ ವರ್ಗ, ಪೈವಳಿಕೆ ಸಮೀಪದ ವಾಹನ ಮಾಲಕರು, ಚಾಲಕರು, ಶಾಲೆಯ ಪ್ರಾಂಶುಪಾಲರು, ನಮ್ಮ ಶಾಲೆಯ ಪ್ರಾಂಶುಪಾಲರು, ಮುಖ್ಯೋಪಾಧ್ಯಾಯರು, ಅಧ್ಯಾಪಕ ವೃಂದ, ಸಿಬ್ಬಂದಿ ವರ್ಗ, ರಿಸೆಪ್ಷನ್ ಕಮಿಟಿ, ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿ, ಸ್ಟೇಜ್ ಕಮಿಟಿ, ಫುಡ್ ಕಮಿಟಿ, ಪಬ್ಲಿಸಿಟಿ ಕಮಿಟಿ, ಹೆಲ್ತ್ ಕಮಿಟಿ, ಡಿಸಿಪ್ಲಿನ್ ಕಮಿಟಿ, ಟ್ರೋಫಿ ಕಮಿಟಿ, ಕ್ಲೀನಿಂಗ್ ಕಮಿಟಿ, ಪಿಇಸಿ ಸೆಕ್ರೆಟರಿ ಮತ್ತು ಸದಸ್ಯರು, ಗ್ರೀನ್ ಪ್ರೋಟೋಕಾಲ್ ಕಮಿಟಿ, ಅಕೊಮಡೇಷನ್, ಫೈನಾನ್ಸ್ ಕಮಿಟಿ, ಲೈಟ್ ಅಂಡ್ ಸೌಂಡ್, ಇದರ ಎಲ್ಲ ಸರ್ವ ಸದಸ್ಯರಿಗೂ ಕೂಡ ಶಾಲೆಯ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯ ಪ್ರಾಂಶುಪಾಲರು, ಮುಖ್ಯೋಪಾಧ್ಯಾಯರು, ಅಧ್ಯಾಪಕ ವೃಂದದ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಜಾಹೀರಾತುಗಳನ್ನು ನೀಡಿದ ಪ್ರಾಯೋಜಕರು, ನೇರ ಪ್ರಸಾರವನ್ನು ಮಾಡಿದಂತಹ ನಮ್ಮ ಟಿವಿಯ ಸದಸ್ಯರು ಮತ್ತು ಅದರ ಪದಾಧಿಕಾರಿಗಳು, ಅಡುಗೆಯಲ್ಲಿ ಸಹಕರಿಸಿದ ಶ್ರೀಕೃಷ್ಣ ಹೊಳ್ಳ ಮತ್ತು ತಂಡ, ಹರಿದ ಕರ್ಮ ಸೇನೆ, ಕುಟುಂಬಶ್ರೀ, ನಮ್ಮ ಶಾಲೆಗೆ ದಾನಿಗಳಾಗಿ ಸಹಕರಿಸಿದಂತಹ ಅದೆಷ್ಟೋ ಈ ಊರಿನ ಹಿತೈಷಿಗಳು, ಶಾಲೆ ಹಿತೈಷಿಗಳು, ವಸ್ತುಗಳ ರೂಪದಲ್ಲಿ ಸಹಕರಿಸಿದ ದಾನಿಗಳು, ಸ್ಥಳಾವಕಾಶ ಒದಗಿಸಿದ ಮಸೀದಿಯ ಆಡಳಿತ ಮಂಡಳಿ ಮತ್ತು ಸದಸ್ಯರು, ಉಸ್ತಾದನ ಮನೆಯನ್ನೇ ನಮಗೆ ಸ್ಟೇಜ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೆ ಎಷ್ಟು ಧನ್ಯವಾದ ಹೇಳಿದ್ರು ಕೂಡ ನಮಗೆ ಸಾಲದು. ವಿವಿಧ ಶಾಲೆಗಳ ಪ್ರಾಂಶುಪಾಲರು, ಮುಖ್ಯೋಪಾಧ್ಯಾಯರು ನಮಗೆ ಲ್ಯಾಪ್ಟಾಪ್, ಪ್ರಿಂಟರ್ ವಿವಿಧ ರೂಪದಲ್ಲಿ ಸಹಕರಿಸಿದ್ದಾರೆ. ಪ್ರಿಂಟಿಂಗ್ ಪ್ರೆಸ್ಸಿಂಗ್ ಅವರು ಸಹಕರಿಸಿದ್ದಾರೆ, ವಾಲಂಟಿಯರ್ ಆಗಿ ಸಹಕರಿಸಿದ್ದಾರೆ. ಅದಲ್ಲದೆ ವಿವಿಧ ಶಾಲೆಗಳಿಂದ ಪ್ರತ್ಯೇಕವಾಗಿ ಧರ್ಮತರ್ಕ ಶಾಲೆಯ ಸ್ಕೌಟ್, ಎನ್ಎಸ್ಎಸ್, ಎಸ್ಪಿಸಿ, ಕುಂಜತ್ತೂರು ಶಾಲೆ ಎಸ್ಪಿಸಿ, ಮಿಯಪ್ಪದೂರು ಶಾಲೆ ಎನ್ಎಸ್ಎಸ್ ಹಾಗೂ ಕೊಟ್ಲಮಗುರು ಶಾಲೆಯ ಬ್ಯಾಂಡ್ ಮೇಳ, ಇವರೆಲ್ಲ ನಮ್ಮ ಮಂಜೇಶ್ವರ ಸಬ್ ಜಿಲ್ಲಾ ಕಲೋತ್ಸವವನ್ನು ವಿಜೃಂಭಣೆಯಾಗುವಂತ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ಪೈವಳಿಕೆ ಪಂಚಾಯತ್ನ ಕುಟುಂಬಶ್ರೀ, ಸಿಡಿಎಸ್ ಸದಸ್ಯರು, ಹರಿದ ಕರ್ಮ ಸೇನೆ, ಪಂಚಾಯತಿನ ಸರ್ವ ಸದಸ್ಯರು, ದೀಪ ಕೊಟ್ಟು ಸಹಕರಿಸಿದಂತಹ ಚಿಪ್ಪಾಳು ಶಾಲೆಯವರು, ಅದೇ ರೀತಿ ನಮ್ಮ ತಿರುವಾದಿರಕ್ಕೆ ಕಳಸೆ, ಭತ್ತ, ತೆಂಗಿನ ಗರಿ, ಇದನ್ನೆಲ್ಲ
ಕೊಟ್ಟು ಸಹಕರಿಸಿದಂತ ನಮ್ಮ ಶಾಲೆಯ ಅಭಿಮಾನಿಗಳು ಮತ್ತು ಈ ಶಾಲೆಯ ಓಲ್ಡ್ ಸ್ಟೂಡೆಂಟ್ ಅಸೋಸಿಯೇಷನ್ ನ ಅಧ್ಯಕ್ಷರು, ಸರ್ವ ಸದಸ್ಯರು ಹಾಗೂ ಈ ಊರಿನ ಶಾಲೆಯ ಅಭಿಮಾನಿಗಳಿಗೆ ಎಷ್ಟು ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸಿದ್ರು ಸಾಲದು. ಆದರೂ ನನ್ನ ಕರ್ತವ್ಯ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಎಲ್ಲರಿಗೆ ಮತ್ತೊಮ್ಮೆ ಮಗದೊಮ್ಮೆ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಮುಂದೆಯೂ ನಿಮ್ಮ ಸಹಾಯ ಸಹಕಾರವನ್ನು ನಿರೀಕ್ಷಿಸುತ್ತಾ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಂದುವರಿಸಬೇಕು ಅಂತ ವಿನಂತಿಸ್ತಾ ಇದ್ದೇನೆ ಸರ್. ಕೊನೆಯ ಹಂತಕ್ಕೆ ಬರ್ತಾ ಇದ್ದೇವೆ. ಪ್ರಿಯಪಟ್ಟ ಅಬ್ಬಾಸ್ ಕುಂದರಕಾಡ್, ಪ್ರಿಯಪಟ್ಟ ಕಳಾಯಿ ಅಬ್ದುಲ್ ಖಾದರ್ ಕಳಾಯಿ ವೇದಿಕೆ ಕ್ಷಣಿಕ. ഈ കലോത്സവത്തിന്റെ ട്രാഫിക് നിയന്ത്രിച്ചതിൽ മറ്റു രണ്ടുപേരും കൂടി നേരത്തെ വിളിക്കാൻ വിട്ടുപോയതാണ്. അവർക്കുള്ള ഉപഹാരം കൂടി വേദിയിൽ വെച്ച് നൽകുന്നു. ಕೊನೆಯ ಹಂತಕ್ಕೆ ನಾವು ಬರ್ತಾ ಇದ್ದೇವೆ. ಇನ್ನು ಫಲಿತಾಂಶದ ಘೋಷಣೆ. ಕಾತರದ ನಿಮ್ಮ ಕುತೂಹಲಕ್ಕೆ 64ನೇ ಮಂಜೇಶ್ವರ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವದ ಚಾಂಪಿಯನ್ ಯಾರು, ರನ್ನರ್ ಯಾರು, ಸಂಸ್ಕೃತೋತ್ಸವ, ಅರಬಿಕೋತ್ಸವ, ಕನ್ನಡೋತ್ಸವ ಎಲ್ಲದರಲ್ಲಿ ಯಾರು ಚಾಂಪಿಯನ್ ಎಂಬ ಆ ಕಾತರದ ಪ್ರಶ್ನೆಗೆ ಉತ್ತರವಾಗಿ ಫಲಿತಾಂಶ ಘೋಷಣೆ ಆಗ್ತಾ ಇದೆ. ಪ್ರೋಗ್ರಾಮ್ ಕಮಿಟಿಯ ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ ಸತೀಶ್ ಕುಮಾರ್ ಶೆಟ್ಟಿ, ದುರ್ಗಾ ಪರಮೇಶ್ವರಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಸ್ಕೂಲ್ ധർമ്മത്തടുക്ക ഹയർ സെക്കൻഡറി അധ്യാപകൻ. ഇനി വരാൻ പോകുന്നത് വാക്കിന്റെ മാലപ്പടക്കമാണ്. പ്രിയപ്പെട്ട സതീഷ് സാറിനെ സ്നേഹാദരവോടുകൂടി റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. Good evening to you all. Respected dignitaries on the dais and off the dais, esteemed well-wishers, beloved parents, admired teachers, dear lovely students, I am very happy to stand in front of you to reveal the final result of this mega fest named Manjeshwara School Kalotsava Sub-District Level Kalotsava 2025-26. After a hard work and dedication, you are all waiting here for the final result. Let me start the result announcement from Kannada Kalotsava 25-26. In Kannada Kalotsava, the runners, I mean the second place, in the LP section goes to SAT LPS Manjeshwar. I request few teachers and maximum 20 students. Please listen, maximum 20 students, please come on the dais to receive the prize. Maximum 20 students, teachers, please cooperate. Second. Manjeshwara Sub-District School Kalotsava 2025-26. In Kannada Kalotsava LP section, the runners, the second place backed by SAT LPS Manjeshwar. Congrats to the team SAT LPS Manjeshwar. Once again request all the champions and runners, please limit your students to the dais to 20. In all the sections, the escorting teachers are hereby kindly requested to limit the students maximum 20 to the dais. Please cooperate.
LP section Kannada Kalosava, the champion is Don Bosco AUPS Kaya. Don Bosco AUPS Kaya is on the dais. Let us show a huge round of cheers to our incredible performers with claps, please. LP section Kannada Kalosava, the championship backed by Don Bosco AUPS Kaya. Let us move to UP section Kannada Kalosava. UP section Kannada Kalosava. The runners up is VAUPS Miyapada. The HMN staff and the lovely students, please come to the dais to receive the prize. VAUPS Miyapada is on the dais. UP section championship goes in Kannada Kalosava 25-26 to St. Joseph AUPS Kadiyu. The proud team of Kadiyu is on the dais. UP section Kannada Kalosava, the championship is backed by St. Joseph AUPS Kadiyu. Let us move to high school section. In high school section, the runners up goes to GHS Udyava. I request the honorable headmaster, staff and students, please come to the dais to receive the prize. High school section, runners up goes to GHS Udyava. High school section Kannada Kalosava, the championship shared by two schools, that is SDP HSS Dharmatadka and SVV HSS Kodlamagaru. I request the Dharmatadka team to come to the dais. Maximum 20 students. Maximum 20 students escorting each. High
Magaru is on the dais to receive the Kannada Kalosava High School Section Championship. Please give them a big applause. In higher secondary section, Kannada Kalosava, the overall runners up is again SVV HSS Kodlamagaru. Higher secondary Kannada Kalosava, the runners SVV HSS Kodlamagaru. Higher secondary section in Kannada Kalosava, the overall championship goes to none other than STP HSS Dharmatarka. Again Dharmatarka, please do come to the dais. In LP Arabic on the top, in the LP Arabic Kalosava on the top, there are 7 schools. ALPS Ichlangod Islamia, BPP ALPS Permude, SBB ALPS Bajlakaria, DBAUPS Kaya, St. Joseph's AUPS Kariyu, GMLPS Arikadi, AUPS Bhaskarabai. I request the team ALPS Ichlangod Islamia, please come to the dais. Champion. The championship backed by 7 schools in LP Arabic result. ALPS Ichlangod Islamia. Champions. May I request BPP ALPS Permude, please come to the dais. In LP Arabic, one more champion is BPP ALPS Permude.
GSVB ALPS Bajlakaria. For a time, first time in space, in which all The Bajlakaria team is on the stage. Please give them a big applause. In LP section, Arabic Kalosava, one more champion is DB AUPS Kaya. Maximum 20, please. Take a moment for the photo and enjoy your well-earned recognition. In LP section, Arabic Kalosava, one more championship goes to Saint Joseph AUPS Kaliyur. Team Kaliyur, please come to the dais. Wanna see you dance? Work your body to that beat, 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 to that beat. One more champion in Arabic Kalosava LP section, backed by GM LPS Arikadi. Team Arikadi, please come to the dais. May I request AUPS Bakraboil, please come to the dais to receive the championship of LP Kalosava Arabic section. The team Bakraboil is on the stage to receive the championship in LP Arabic Kalosava 25-26. Respected audience, please give them a big hand. In LP Arabic Kalosava, the runners were backed by four schools. GLPS Mulinja, GLPS Wamanju, GWLPS Manjeshwar and SSALPS Modur Toke. May I request GLPS Mulinja team, please come to the dais. We really feel very proud and glad to announce the results of this mega fest. The Mulinja team, Team Mulinja is on the dais to receive the championship in Arabic Kalosava LP section. One more runner-up goes to GLPS Wamanju.
May I request the team Wamanjur, please come to the dais. ಪ್ರತಿವರ್ಷ ಬನ್ನಿ. Please give a big applause to Team Wamanju. One more runners up goes to GWLPS Manjeshwar. May I request the HM staff and all the lovely students to come to the dais to receive the prize. Team GWLPS Manjeshwar, please come to the dais. ಸುಮಾರು ಇಷ್ಟು One more runners of SSALPS Mudur Toke. I request all the well-wishers students, please give the way to them to receive the prize. ಸ್ಟೆಪ್ಪಿನ ಸಮೀಪ ಇರುವವರು ಸ್ವಲ್ಪ ಹಿಂದೆ ಸರಿದು ಅವರಿಗೆ ಜಾಗ ಮಾಡಿಕೊಡಬೇಕಾಗಿ ವಿನಂತಿ. ದಯವು ചെയ്ത് സഹകരിക്കുക. SSALPS Mudur Toke is on the dais. Let us move to UP section Arabic Kalosava. Trophy committee, please note that the runners, the second place bagged by GHSS Shiria. I repeat, UP section Arabic Kalosava. The runners are bagged by GHSS Shiria. Team Shiria is on the dais. Shutting down. System overload. Remote. Yes, listen here. Please listen. In UP section Arabic Kalosava, the championship bagged by the host school, GHSS Payolika Nagar. Maximum 20. Maximum 20. Maximum 20. 20 ಜನ ಸಾಕು ಮ್ಯಾಕ್ಸಿಮಮ್. UP section Arabic Kalosava championship backed by the host school GHSS Payolika Nagar. Let us move to high school section Arabic Kalosava. High school section Arabic Kalosava. The runners up goes to GHSS Shiria. Once again, Government Higher Secondary School Shiria is on the dais. ಇದೆಲ್ಲ ನಿಮ್ಮವ್ರಿಗೆ ಗೊತ್ತಾದ್ರೆ ನೀವು ನಮ್ಮಲ್ಲೇ ಬಂದೆ.
High School Section Arabic Kalosava, the championship backed by GHSS Herur Mipri. May I request the Mipri team, please come to the dais. Herur Mipri. So it is time to announce the Sanskrit Kalosava results. UP section Sanskrit Kalosava, the runners-up backed by St. Joseph's AUPS Kaliyu. Let's live it up. It's okay, I can find my way. Again and again Kaliyu. UP section Sanskrit Kalosava, the runners-up backed by St. Joseph's AUPS Kaliyu. LP section ಅಲ್ಲಿ ಬರೆದು ಬಿಡಿ, ಅಟ್ಟಿ ಬರ್ತದೆ. Thank you. UP section Sanskrit Kalosava, the championship backed by none other than DB AUPS Kaya. Again and again the team DB AUPS Kaya on the dais. In UP section Sanskrit Kalosava, the championship backed by DB AUPS Kaya. Peter sir. HM. Peter sir. High School section Sanskrit Kalosava. High School section Sanskrit Kalosava. The runners-up goes to SAT HS Manjeshwar. The second place in high school section Sanskrit Kalosava backed by SAT HS Manjeshwar. The team SAT is on the dais. High School section Sanskrit Kalosava. High School section Sanskrit Kalosava. Championship secured by SVV HS Kodlavagar.
The team Kodlamagaru is on the dais to receive the championship of high school section Sanskrit Kalotsava. It is time to move to the LP General. In LP section General, 8 schools reached the top with 65 points each. The schools are DBAUPS Kayyar, SVALPS Garipada, SSBAUPS Aila, ALPS Ichlangodi Islamia, SATLPS Manjeshwar, Hedari AUPS Baya, SRAUPS Kubanur, GLPS Wamanju. May I request the championship? May I request the DBAUPS Kayyar please come to the dais? Championship, first place goes to Kayyar. Please cooperate. ಆ ಸ್ಟೆಪ್ ಇಂದ ಸ್ವಲ್ಪ ದೂರ ನಿಂತು ಸಹಕರಿಸಿ. ವಿನ್ನರ್ಸ್ ಅನ್ನು ವೇದಿಕೆಗೆ ಬರಲಿಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಡಿ. ಶಿವಪ್ರಸಾದ್ ಸರ್ ಸ್ವಲ್ಪ ಹಿಂದೆ ಕಳಿಸಿ, ಅಲ್ಲ ಸ್ಟೆಪ್ ಇಂದ ಸ್ವಲ್ಪ ಹಿಂದೆ ಕಳಿಸಿ. May I request SB ALPS Beripuರದ team, please come to the dais. First Monday. The championship goes to SB ALPS Beripuರದ. Please be fast. Please cooperate. Please cooperate. I'm just creating space for what is still to come. One more championship in LP General backed by SSB AUPS Aila. The team Aila is on the dais. May I request Srinivas KH, Joint Convener Program Committee, please join us in the stage. Srinivas sir, AUPS Dharma Tadka, please come to the dais. Yes, it is SSB AUPS Aila team is on the dais to receive the LP General Championship. One more championship in LP section General backed by ALPS Ichlangodi Islamia. Again it is Ichlangodi Islamia.
May I request SAT LPS Manjeshwar to receive the prize. SAT LPS Manjeshwar, please come. Yes, now it is the time to Heddari AUPS Baya. Please come to the dais to receive the championship in LP section General Kalotsava. Heddari AUPS Baya. Yes, in the LP section General School Kalotsava, the one more championship bagged by SRA UPS Kubanur. Team Kubanur, please come to the dais. May I request GLPS Vamanjur team, please come to the dais. In LP section General Kalotsava, the runners up bagged by 8 schools with 63 points each. The schools are SRA LPS Kayar, Manavati BV EMS Dharmanagar, VV ALPS Totetodi, AJI AUPS Uppala, GLPS Talaktala, SSALPS Kaniyala, GWLPS Manjeshwar and St. Joseph AUPS Kaliyu. May I request SRALPS Kayar, please come to the dais. Kayar. May I request, yes, Manavati BV EMS Manjeshwar. The
runners up in LP section General Kalotsava. It is Manavati BB EMS Dharmanagar. One more runners up goes to VVAUPS Tottatodi. The team Tottatodi, please come to the dais. Now it is time to invite AJI AUPS Uppala. Team AJI AUPS Uppala, please come to the dais. So it is time to receive GLPS Talakala. GLPS Talakala team, please come to the dais. One more runners up goes to SSALPS Kaniala. Team Kaniala, please come to the dais. One more runners up goes to GWLPS Manjesh. Team GWLPS Manjesh, please come to the stage. One more runners up goes to St. Joseph's AUPS Kaliyur. Team Kaliyur, please come to the dais. Let us move to UP section General School Kalotsava. In UP section General, the runners are backed by SSB AUPS Aila. SSB AUPS Aila. Aila, team Aila, please come to the dais to receive the
UP section general runners up. It's once again Aila. ಹೌದು. In UP section general, yes, it's none other than DBA UPS Kayyar once again. In UP section general school Kalotsava, the championship goes to DBA UPS Kayyar. Two more big sections are remaining. The high school and higher secondary overall championship and runners-up are remaining to reveal the results. In between this, let me hand over the mic to Shri Ashraf Masya. A short break. The prize distribution ceremony is not winded up. In between a small break, let me hand over the mic to Ashraf Martia to announce two important information. Please stay tuned. Thank you, sir. ಕಲೋತ್ಸವ ಅತ್ಯಂತ ಚಂದಗಾಣಿಸಿ ಈ ಉತ್ಸಾಹವನ್ನ ಈ ಕೊನೆಯ ತನಕ ಈ ಕಲೋತ್ಸವದ ಯಶಸ್ಸನ್ನ ಸೂಚಿಸುತ್ತದೆ. ತಾನು ವಹಿಸಿಕೊಂಡಂತಹ ಜವಾಬ್ದಾರಿಯನ್ನ ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ನಿರ್ವಹಿಸಿಕೊಂಡು ನಮ್ಮ ಆತ್ಮೀಯರಾದ ಎಇಒ ಸರ್ ಜಾರ್ಜ್ ಕ್ರಾಸ್ತಾ ಸರ್ ಸಾರ್ಥಕ ಭಾವದೊಂದಿಗೆ ಈ ಕಲಾ ನಗರಿಯಿಂದ ನಿರ್ಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೆ ನಾಳೆ ಅನಿವಾರ್ಯವಾಗಿ ತ್ರಿಶೂರಲ್ಲಿ ಒಂದು ಸಭೆಯಲ್ಲಿ ಭಾಗವಹಿಸಬೇಕಾಗಿದೆ. ಒಂದು ದೊಡ್ಡ ಕೈ ಚಪ್ಪಾಳೆಯೊಂದಿಗೆ, ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಇದನ್ನ ಒದಗಿಸಿಕೊಟ್ಟವರು ಅದರ ಕಾರಣೀಕರ್ತರು ನಮ್ಮ ಎಇಒ ಸರ್ ಅವರಿಗೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದವನ್ನ ಮತ್ತೊಮ್ಮೆ ತಿಳಿಸ್ತಾ, ಆಗ ಹೇಳಿದ ಒಂದು ಹೆಸರು ತಪ್ಪಿ ಹೋಗಿದೆ. ಈ ಲೈಟಿಂಗ್ ಮತ್ತು ಸೌಂಡ್ ಸ್ಟೇಜ್ ಎಲ್ಲ ವ್ಯವಸ್ಥೆಯ ಹಿಂದೆ ಕೆಲಸ ಮಾಡಿದವರು, ದೊಡ್ಡ ಶ್ರಮ ಹಾಕಿದವರು ಜಂಸಂ ಪೈವಳಿಕೆ ಟೀಮ್, ಅದೇ ರೀತಿ ಗೋಲ್ಡನ್ ಬಾಯರ್, ಜೊತೆಗೆ ರಕ್ಷಾ ಜೋಡುಕಲ್ಲು. ಅವರಿಗೊಂದು ಒಳ್ಳೆಯ ಕೈ ಚಪ್ಪಾಳೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಸೌಂಡ್ ಸಿಸ್ಟಮ್ ಒಳ್ಳೆಯದಾದ್ರೆ ಮಾತ್ರ ಕಲೋತ್ಸವ ಒಳ್ಳೆಯದಾಗತ್ತೆ. ಒಳ್ಳೆಯ ಸೇವೆಯನ್ನು ನೀಡಿದ ಈ ಮೂರು ಲೈಟಿಂಗ್ ಸೌಂಡ್ ಎಲ್ಲರಿಗೂ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದವನ್ನ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಮತ್ತೊಂದು ಆತ್ಮೀಯರೇ, ಈ ಕಲೋತ್ಸವವನ್ನ ತೀರ್ಮಾನ ಮಾಡಿ ಅದರ ಹಿಂದೆ ಕೆಲಸವನ್ನ ಪ್ರಾರಂಭಿಸುವಾಗ ತೆರೆಮರೆಯಲ್ಲಿ ಈ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿಗಾಗಿ ದುಡಿದಂತಹ ಒಂದು ಹೆಸರಿದೆ. ಅದನ್ನ ನಾವು ಈ ಸಂದರ್ಭದಲ್ಲಿ ನೆನಪಿಸಿಕೊಳ್ಬೇಕಾಗ್ತದೆ. ರಮೇಶನ್ ಗೊತ್ತಿರಬಹುದು. PTA ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಸದಸ್ಯರಾಗಿ ಸದಾ ಈ ಶಾಲೆಯ ಎಲ್ಲ ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲಿ ಸಹಕಾರವನ್ನು ನೋಡುವಂತಹ ನಮಗೆ ಇವತ್ತು 4 ದಿನಗಳಲ್ಲಿ ಕುಡಿ ನೀರಿನ ವ್ಯವಸ್ಥೆ ಮತ್ತು ಅಲ್ಲಿ
ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಿರುವಂತಹ ನೀರನ್ನ ಸರಬರಾಜು ಮಾಡುವಾಗ 3 ಗಂಟೆಗಳಷ್ಟು ಕಾಲ ಆ ಕಟ್ಟಡದ ಮೇಲೆ ಆ ಟ್ಯಾಂಕ್ ಅನ್ನ ತುಂಬಿಸಲು ಅವರು 3 ಗಂಟೆಗಳ ಕಾಲ ಅವರು ಸ್ಟ್ಯಾಂಡಿಂಗ್ ಅಲ್ಲಿ ಇದ್ರು ಅಂತ ಹೇಳಿದ್ರೆ ಅದಕ್ಕೆ ದೊಡ್ಡ ಒಂದು ಕೈ ಚಪ್ಪಾಳೆಯನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ಅವರ ದೊಡ್ಡ ಸೇವೆಯನ್ನ ದೊಡ್ಡ ಮನಸ್ಸನ್ನ ನಮಿಸ್ತಾ ಅವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾನೆ. ಸತೀಶ್ ಸರ್ ಮುಂದುವರಿಸಿ. Thank you, Ashraf sir. 2 more big sections are remaining, the high school and higher secondary. In high school section, General Kalosava, the runners up backed by SAT HS Manjeshwar. High school section General, the overall runners up goes to team SAT. The team SAT is on the dais to receive the runners-up in high school section General. Please listen, the championship. In high school section, the championship. Any guess? Any guess? Yes, yes, you are right. It is none other than STP HS Dharmatarka. Advait, pass me the scissors. Yes, here is the big one. Here is the big one. Let us move to higher secondary section. Please control yourself, students. Maximum 20 students come to the dais. ಮಕ್ಕಳೆಲ್ಲರೂ ತುಂಬಾ ಶಿಸ್ತಿನ ಮಕ್ಕಳು, ಪಯ್ಯಣಿಕೆ ನಗರದ ಮಕ್ಕಳು ಶಿಸ್ತಿನ ಮಕ್ಕಳು. ಮ್ಯಾಕ್ಸಿಮಮ್ 20 ಆಳು ಕೇರಾನುಳ್ಳ ಸ್ಥಳ ಉಳ್ಳದು. In higher secondary section, the runners up goes to, it is none other than the host school, GHSS ಪಯ್ಯಣಿಕೆ ನಗರ. With 238 points, GHSS Payyanike Nagar secured the runners-up. Remixed by DJ And the last one, in higher secondary section, General School Kalosava 25-26. Championship. The championship goes to STP HSS Dharmatarka. Please control, only 20 students. 20 ಮಕ್ಕಳು ಬಂದ್ರೆ ಸಾಕು. Please control.
wins by SDP HSS Dharmatadka with 256 points, bagged the championship. Thereby, let me wind up the announcement of the mega result 2025-26. Let me hand over the mic to Shri Ashraf sir. ಕಲೋತ್ಸವದ ಯಶಸ್ವಿಗೆ ಸಹಕರಿಸಿದ ಪ್ರತ್ಯಕ್ಷ ಹಾಗೂ ಪರೋಕ್ಷವಾಗಿ ಸಹಕರಿಸಿದ ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ಮಗದೊಮ್ಮೆ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ പ്രിയപ്പെട്ട മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ SHO അജിത് കുമാർ സാറിനോട് നല്ലൊരു കൈയടി. കാരണം അദ്ദേഹം അവസാനം വരെ നിന്ന് നമ്മോടൊപ്പം സഹകരിച്ച സാറിന് നന്ദി അറിയിക്കുകയാണ്. കലോത്സവത്തിന്റെ എല്ലാ റിസൾട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാർ. ഗമനിಸಿ ಮಕ್ಕಳೇ, all the students listen here. You are all very disciplined students. Payalike Nagar, Dharmatadka and all students, please listen here. You are all very disciplined. We are proud of you. Please listen here. It is the time for national anthem. ಈಗ ರಾಷ್ಟ್ರಗೀತ ಜನಗಣಮನ ಹಾಡುವ ಒಟ್ಟಿಗೆ ಅದಾದ ಮೇಲೆ 5 ನಿಮಿಷ ನಿಮಗೆ ಸೆಲೆಬ್ರೇಟ್ ಮಾಡಲಿಕ್ಕೆ ಟೈಮ್ ಇರ್ತದೆ. ಸ್ಟೂಡೆಂಟ್, all of you attention. Attention! Listen here. Attention for national anthem. Listen here. Yes, let us start. Let us start. Janagana mana adhinayaka jaya he Bharat bhagya vidata. ಸಿಂಧು ಗುಜರಾತ ಮರಾಠ ದ್ರಾವಿಡ ಉತ್ಕಲ ವಂಗ ವಿಂಧ್ಯ ಹಿಮಾಚಲ ಯಮುನಾ ಗಂಗ ಉಚ್ಛಲ ಜಲಧಿ ತರಂಗ ತವ ಶುಭ ನಾಮೆ ಜಾಗೆ ತವ ಶುಭ ಆಶಿಷ ಮಾಗೆ ಕಾಹೇ ತವ ಗಯ ಗಾತ ಜನಗಣ ಮಂಗಲದಾಯಕ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯ ವಿಧಾತ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ 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 ಹೇ. ಡಿಸ್ಪರ್ಸ್. ಅವರೋಹಣ ಮಾಡಬೇಕಾಗಿ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಗಮನಿಸಿ, ಎಲ್ಲ ಸಬ್ ಕಮಿಟಿಗಳ ಕನ್ವೀನರ್ಸ್ಗಳ ಒಂದು ಗ್ರೂಪ್ ಫೋಟೋವನ್ನು ವೇದಿಕೆಯಲ್ಲಿ ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳೆಲ್ಲ ವೇದಿಕೆಗೆ ಬರಬೇಕು ಅಂತ ತಿಳಿಸ್ತಾ ಇದ್ದೇವೆ. ಒಂದು ಫೋಟೋ, ಗ್ರೂಪ್ ಫೋಟೋ ತೆಗೆಯುವಂತಹ ಸಮಯ. ಎಲ್ಲ ಸಬ್ ಕಮಿಟಿಗಳ ಕನ್ವೀನರ್ಗಳು, ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳು ವೇದಿಕೆಗೆ ಬರಬೇಕು ಅಂತ ತಿಳಿಸ್ತಾ ಇದ್ದೇವೆ. ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯ ಪ್ರಣೀತಾ ಅಂತ ಹೇಳುವ ವಿದ್ಯಾರ್ಥಿ ಅವರ 8Cಯ ಪ್ರಣೀತಾ ಅಂತ ಹೇಳುವ 8A ತರಗತಿಯ ಪ್ರಣೀತಾ ತಕ್ಷಣ ವೇದಿಕೆಯ ಹತ್ರ ಬರಬೇಕು. ಅವರನ್ನ ಅಲ್ಲಿ ಅವರ ಅಜ್ಜ ಕಾಯ್ತಾ ಇದ್ದಾರೆ. ತಕ್ಷಣ ವೇದಿಕೆ ಹತ್ತಿರ ಬರಬೇಕು. ಪ್ರಣೀತಾ 8A ತರಗತಿ, ಇದೇ ಪೈವಳಿಕೆ ನಗರ ಶಾಲೆಯ ವಿದ್ಯಾರ್ಥಿ. ಸಬ್ ಕಮಿಟಿಗಳ ಕನ್ವೀನರ್ಗಳು, ಜಾಯಿಂಟ್ ಕನ್ವೀನರ್ಗಳು ವೇದಿಕೆಗೆ ಬರಬೇಕು. ಇದೀಗ ಒಂದು ಗ್ರೂಪ್ ಫೋಟೋ ತೆಗೆಯುವಂತಹ ಸಮಯ. ಸಬ್
ಕಮಿಟಿಯ ಕನ್ವೀನರ್, ಜಾಯಿಂಟ್ ಕನ್ವೀನರ್, ಈ ಶಾಲೆಯ ಎಲ್ಲ ಅಧ್ಯಾಪಕರು ವೇದಿಕೆಗೆ ಬರಬೇಕು. ಗ್ರೂಪ್ ಫೋಟೋ ತೆಗೆಯುವಂತಹ ಸಮಯ ಬೇಗ, ಆದಷ್ಟು ಬೇಗ ಬಂದು ಸಹಕರಿಸಬೇಕು ಅಂತ ಹೇಳಿಕೊಳ್ತಾ ಇದ್ದಾರೆ. TNH Remix by DJ ನಮ್ಮ ಕೈವಡಿಕೆ ನಗರ ಶಾಲೆಯ ಎಲ್ಲ ಸ್ಟಾಫ್ ಒಮ್ಮೆ ವೇದಿಕೆ ಬರಬೇಕು ಅಂತ ಕೇಳಿಕೊಡ್ತಾ ಇದ್ದೇವೆ. GHSS ಕೈವಡಿಕೆ ನಗರ ಶಾಲೆಯ ಎಲ್ಲ ಸ್ಟಾಫ್ ಒಮ್ಮೆ ವೇದಿಕೆಗೆ ಬರಬೇಕು. ನಾವು ನಿಮಗಾಗಿ ಕಾಯ್ತಾ ಇದ್ದೇವೆ. ಒಂದು ಗ್ರೂಪ್ ಫೋಟೋಗೆ ಬೇಕಾಗಿ ದಯವಿಟ್ಟು ಬನ್ನಿ. ಕನ್ವೀನರ್ಸ್, ಸಬ್ ಕನ್ವೀನರ್ ಮಾತ್ರ ಅಲ್ಲ, ಎಲ್ಲ ಟೀಚರ್ಸ್, ನಗರ ಶಾಲೆ ಎಲ್ಲರೂ ಕೂಡ ಒಮ್ಮೆ ನಮ್ಮ ವೇದಿಕೆ ಮೇಲೆ ಬರಬೇಕು. ನಿಮಗಾಗಿ ನಾವು ಕಾಯ್ತಾ ಇದ್ದೇವೆ. ಬೇಗ ಬನ್ನಿ. ಈಗ ಒಂದು ಫೋಟೋ ಸೆಷನ್. 8A ತರಗತಿಯಲ್ಲಿ ಕಲಿಯುವ ಪ್ರಣೀತ ಎಲ್ಲಿದ್ರೂ ಕೂಡ ವೇದಿಕೆಯ ಸಮೀಪ ಬರಬೇಕು. ಪ್ರಣೀತನ ಅಜ್ಜ ಇಲ್ಲಿ ಕಾಯ್ತಾ ಇದ್ದಾರೆ. ಪ್ರಣೀತ ಎಲ್ಲಿದ್ರೂ ಕೂಡ ವೇದಿಕೆಗೆ ಬರಬೇಕು, ವೇದಿಕೆ ಸಮೀಪ ಬರಬೇಕು. ಪ್ರಣೀತ 8Aಯ ಇದೇ ಶಾಲೆಯ ಪ್ರಣೀತ. Remix by DJ Remix by DJ मनी व्यू से पर्सनल लो।